Hi, hello. My name is Ajesh. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇന്ന് നമ്മൾ നടത്തിയ മോഡൽ എക്സാമിൻ്റെ 2 ചാപ്റ്ററുകളുടെ ഡിസ്കഷനാണ് ഇതിലുള്ളത്. അതിൽ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിരിക്കും, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ആക്ച്വലി അത് NCERTയിലൊരു ചാപ്റ്ററാണ് എങ്കിലും നമ്മൾ ബ്രില്യൻറ്റിൽ അത് 2 ചാപ്റ്ററുകളായിട്ടാണ് പഠിപ്പിക്കാറ്. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ഒരു ചാപ്റ്ററും കാർബോക്സിലിക് ആസിഡ് സെപ്പറേറ്റ് ചാപ്റ്ററും. ഫലത്തിൽ അത് ഒറ്റ ചാപ്റ്ററാണ്, പക്ഷേ നിങ്ങൾ 2 ചാപ്റ്ററായിട്ട് കൺസിഡർ ചെയ്താൽ മതി. കാരണം ആൽഡിഹൈഡ്സും കീറ്റോൺസും കാണിക്കുന്ന റിയാക്ടിവിറ്റി ഓർ റിയാക്ഷൻസ് അല്ല കാർബോക്സിലിക് ആസിഡ് കാണിക്കുക. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസിൻ്റെ പൊതുവെയുള്ള പേരാണ് കാർബണൈൽ കോമ്പൗണ്ട്സ്. പക്ഷേ കാർബോക്സിലിക് ആസിഡുകൾ എന്ന് പറയുന്നത് കാർബണൈൽ കോമ്പൗണ്ട് കാറ്റഗറിയിൽ പെടുന്നവരല്ല, ഈവൻ ദോ ദേ ഹാവ് കാർബണൈൽ ഗ്രൂപ്പ്, അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം അതിന് റെസൊണൻസ് ഉള്ളതുകൊണ്ട് ഫ്രീ ഒരു കാർബണൈൽ ഗ്രൂപ്പ് അതിനകത്തില്ല. അതുകൊണ്ട് കാർബോക്സിലിക് ആസിഡുകൾ സാധാരണ കാർബണൈൽ കോമ്പൗണ്ടുകളായിട്ടുള്ള ആൽഡിഹൈഡും കീറ്റോണും കാണിക്കുന്ന റിയാക്ഷൻസ് തരാറില്ല. അപ്പം നമ്മൾ വെറുതെ ഒരു സ്റ്റൈലിന് വേണ്ടിയല്ല ബ്രില്യൻറ്റിൽ ആ ചാപ്റ്റർ 2ആയിട്ട് ഡിവൈഡ് ചെയ്തത്. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് അവരെ നമ്മൾ കാർബണൈൽ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത് കൊണ്ടും മറ്റേ ആൾ സെപ്പറേറ്റ് കാറ്റഗറി ആയതുകൊണ്ടുമാണ് നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ 2 ചാപ്റ്ററുകൾ അതിലും. പിന്നെ മൂന്നാമത്തെ ചാപ്റ്റർ നമുക്കറിയാം യൂണിറ്റ് 20 ആയിട്ട് NEET NTA സിലബസിൽ കൊടുത്തിരിക്കുന്ന ചാപ്റ്ററാണ് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ കെമിസ്ട്രി. അപ്പം നിങ്ങൾ ശരിക്കും അനാവശ്യമായിട്ട് ആ ചാപ്റ്റർ പേടിക്കുന്നതാണ്. ശരിക്കും ആ ചാപ്റ്റർ പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ പണ്ട് സ്കൂളിൽ ചെയ്ത സോൾട്ട് അനാലിസിസുകളും പിന്നെ നമ്മൾ NCERTയിൽ നിങ്ങളുടെ ക്ലാസ്സിൽ, അതായത് തിയറി ക്ലാസ്സുകളിൽ എടുത്ത പല പല കാര്യങ്ങളും ഒന്ന് അസോർട്ട് ചെയ്ത് ഒരുമിച്ച് എഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങളൊന്നുമില്ല. അതിലാകെ നിങ്ങൾക്ക് കുറച്ച് പഠിക്കാനുള്ളത് തെർമോ കെമിക്കൽ എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഒന്ന് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റും പിന്നെ ഉള്ളത് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷനും. അപ്പോൾ നിങ്ങൾ വെറുതെ പാനിക്കായി ഉള്ള കാര്യങ്ങളും കൂടെ മറന്നു പോകാതിരിക്കുക. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ആ ചാപ്റ്റർ ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. കാരണം പുതിയതായിട്ടൊരു ചാപ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ആ സമയത്ത് പാനിക്കാണ്. അപ്പം ഞങ്ങൾ അത് ഓവർകം ചെയ്തു, ഞങ്ങൾ അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾക്ക് ഞങ്ങളത് ഫുള്ള് തന്നു. ഇനി നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ റിയാക്ഷൻസും എല്ലാം ബാലൻസ് ചെയ്ത് അതുപോലെ പഠിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. അതിപ്പം നമുക്ക് ആർക്കും പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ ടെസ്റ്റ് ആർക്കുള്ളതാണ്, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലുള്ള കാറ്റോൺ ആരാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കുകയുള്ളൂ ഈ തവണ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ചാപ്റ്റർ ആയതുകൊണ്ട് എന്തായാലും അവർ ചോദ്യം ചോദിക്കും, പക്ഷേ അത് ഒത്തിരി കട്ടിയിൽ ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മളുടെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങളത് സ്കോർ ചെയ്യുന്നത്. നിങ്ങൾ അനാവശ്യമായിട്ട് പേടിക്കാതിരുന്നാൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം. അങ്ങനെ മൊത്തം 3 ചാപ്റ്ററാണുള്ളത് കേട്ടോ. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസും കാർബോക്സിലിക് ആസിഡ്സും പിന്നെയുള്ളത് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ കെമിസ്ട്രി. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്ഷൻ എയിൽ നമ്മളുടെ 35 ക്വസ്റ്റ്യൻസ് ഉള്ളതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ദി റിയേജൻറ്റ് ദാറ്റ് ക്യാൻ ഡിസ്റ്റിങ്ക്വിഷ് ബെൻസാൽഡിഹൈഡ് ഫ്രം പ്രൊപ്പിയോണാൽഡിഹൈഡ്. നിങ്ങൾക്കറിയാം ഇത് 2 ആൽഡിഹൈഡുകളാണ്. 2 ആൽഡിഹൈഡ് ആണെങ്കിൽ ആൽഡിഹൈഡുകൾ കാണിക്കുന്ന ടെസ്റ്റുകൾ നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ടെസ്റ്റ് ഫോർ ഡിസ്റ്റിങ്ക്വിഷിംഗ് എന്ന് വെച്ചാൽ ഒരാൾ പോസിറ്റീവ് റിസൾട്ടും ഒരാൾ നെഗറ്റീവ് റിസൾട്ടും കാണിക്കണം വിത്തിൻ ദി സെയിം ടെസ്റ്റ്. അങ്ങനെ നോക്കുമ്പം നിങ്ങളുടെ ഓപ്ഷൻ 1 അയഡിൻ NaOH, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അയഡോഫോം റിയാക്ഷൻ ആണ്, അല്ലേ? അയഡോഫോം റിയാക്ഷൻ ആണ്. അയഡോഫോം റിയാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും തരുന്നത് മീഥൈൽ കീറ്റോണുകളാണ്. CH3C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പുള്ള കീറ്റോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീഥൈൽ കീറ്റോൺസ്. ഇവരാണ് സാധാരണഗതിയിൽ അയഡോഫോൺ ടെസ്റ്റ് തരുന്നത്. ഇതുകൂടാതെ ഒരാൾഡിഹൈഡ് തരും, ദാറ്റ് ഈസ് CH3CHO അസറ്റാൾഡിഹൈഡ് തരും. അപ്പോൾ ഇത് രണ്ടും തൽക്കാലം ഓർത്ത് വയ്ക്കുക. ഇനി ഫെല്ലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇസ് ഷോൺ ബൈ ആലിഫാറ്റിക് ആൽഡിഹൈഡ് ആണ്. എന്ന് വെച്ചാൽ ആലിഫാറ്റിക് ആൽഡിഹൈഡുകൾ ഫെല്ലിംഗ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? 2 സൊല്യൂഷൻ്റെ കോമ്പിനേഷനാണ് അക്വസ് കോപ്പർ സൾഫേറ്റും അതുപോലെ അക്വസ് സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റും, ഓർ ഇറ്റ് ഈസ് കോൾഡ് റോച്ചലൈസ് സോൾട്ട്. ഈ 2 സൊല്യൂഷൻ ഈക്വൽ വോളിയത്തിലെടുത്ത് മിക്സ് ചെയ്തുണ്ടാക്കുന്ന സൊല്യൂഷനാണ് ഫെല്ലിംഗ് സൊല്യൂഷൻ. ഫെല്ലിംഗ് സൊല്യൂഷനും ആലിഫാറ്റിക് ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് കറസ്പോണ്ടിങ് കാർബോക്സിലേറ്റ് അയോൺ, കാരണം ഇതൊരു ഓക്സിഡേഷൻ മെത്തേഡാണ്, അല്ലേ? കാർബോക്സിലേറ്റ് അയോൺ ഏത് ആൽഡിഹൈഡിനെയാണോ എടുത്തത് അതിൻ്റെ കാർബോക്സിലേറ്റ് അയോണും പ്ലസ് ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റും നിങ്ങൾക്ക് കിട്ടും, അല്ലേ? ഒരു റെഡിഷ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലായി അത് ആലിഫാറ്റിക് ആണ്. പക്ഷേ അരോമാറ്റിക് ആൽഡിഹൈഡ് ഇങ്ങനെയൊരു ടെസ്റ്റ് തരില്ല. അതിനുള്ള പവർ ഇവർക്കില്ല. ആലിഫാറ്റിക് ആൽഡിഹൈഡ് മാത്രമേ തരുള്ളൂ, അരോമാറ്റിക് തരില്ല. Now you can see the question. Benzaldehyde is aromatic aldehyde while propionaldehyde is aliphatic aldehyde. So ഒരിടത്ത് നിങ്ങൾക്ക് റെഡിഷ് ബ്രൗൺ precipitate കിട്ടും, ഒരിടത്ത് കിട്ടില്ല. So you can easily distinguish these 2 compounds by fillings
solution. So answer is option 2. Or you can check tolerance. Tolerance reagent രണ്ട് കാര്യങ്ങൾക്കും ഇതും എന്താ പറയുക ഓക്സിഡേഷൻ മെത്തേഡാണ്. ആലിഫാറ്റിക് ആൽഡിഹൈഡ് ആയിക്കോട്ടെ അരോമാറ്റിക് ആൽഡിഹൈഡ് ആയിക്കോട്ടെ ടോളൻസ് റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ ഇത് കറസ്പോണ്ടിങ് കാർബോക്സിലേറ്റ് അയോണിലേക്ക് മാറുകയും സിൽവർ മിറർ ഡിപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ സിൽവർ മിറർ ഡിപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് നമ്മൾ സിൽവർ മിറർ ടെസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. അത് ഏത് ആൽഡിഹൈഡും സെയിം റിസൾട്ട് തരും. അപ്പോൾ നിങ്ങൾ ബെൻസ് ആൽഡിഹൈഡ് ചെയ്താലും സിൽവർ മിറർ ടെസ്റ്റ് കിട്ടും, സിൽവർ മിറർ കിട്ടും. പ്രൊപ്യോൺ ആൽഡിഹൈഡ് ചെയ്താലും സിൽവർ മിറർ കിട്ടും. അപ്പോൾ രണ്ടും സിൽവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതാണെന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വരും. രണ്ടും പോസിറ്റീവായിട്ടും കാണിക്കാൻ പാടില്ല, രണ്ടും നെഗറ്റീവായിട്ടും കാണിക്കാൻ പാടില്ല. ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവായിട്ടും കാണിക്കണം. സോ ആൻസർ 3 നമുക്ക് എഴുതാൻ പറ്റില്ല. ഇനി 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീൻ ഓർ ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് കോൾഡ് 2,4-DNP എന്നും ചില ബുക്കുകളിൽ നമ്മൾ 2,4-DNPH എന്നും കാണാറുണ്ട്. 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീൻ. ഈ റിയേജൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും വേർതിരിക്കാനല്ല, ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കാനുള്ള ടെസ്റ്റാണ്. എന്ന് വെച്ചാൽ ഈ ടെസ്റ്റിൻ്റെ പ്രത്യേകത ആൽഡിഹൈഡ് ഓർ കീറ്റോൺ വേഴ്സസ് അതർ കോമ്പൗണ്ട്സ് അല്ലേ, വേറെയുള്ള കോമ്പൗണ്ടുകളിൽ നിന്ന് തിരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ രണ്ട് പേരും 2,4-DNP ആയിട്ട് റിയാക്ട് ചെയ്ത് 2,4-DNPയെ നമ്മൾ NCERT പേരുകളില്ല എങ്കിലും ഇങ്ങനെ വിളിക്കാറുണ്ട്. ബ്രാഡീസ് അല്ലെങ്കിൽ ബോർഷേസ് റിയേജൻറ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. സോ ഈ പറയുന്ന ബ്രാഡീസ് അല്ലെങ്കിൽ ബോർഷേസ് റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ നിങ്ങൾക്ക് നല്ല ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ അതും അല്ലെങ്കിൽ റെഡ് ക്രിസ്റ്റൽസ് ഓഫ് 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ ഫോം ചെയ്യും. അങ്ങനെ ഫോം ചെയ്യുന്ന ആരാ? ആൽഡിഹൈഡും കീറ്റോണുകളാണ്. എല്ലാ ആൽഡിഹൈഡും കീറ്റോണുകളും ഈ ടെസ്റ്റ് തരും. അപ്പോൾ ഈ രണ്ടുപേരും ആൽഡിഹൈഡ് ആകുമ്പോൾ രണ്ടുപേരും ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ അല്ലെങ്കിൽ റെഡ് പ്രസിപ്പിറ്റേറ്റ് തരും. സോ അതുകൊണ്ട് 4 നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുന്നത് ഫെല്ലിംഗ് സൊല്യൂഷനാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്ത് വയ്ക്കണം. ബാക്കിയുള്ള ഓപ്ഷൻസും പരിചയപ്പെടുത്തിയിട്ടുണ്ട്, മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 52. Cyclohexene on ozonolysis followed by reaction with zinc dust and water gives compound E. അതായത് റിഡക്റ്റീവ് ഓസോണോളിസിസ്. സിങ്കിൻ്റെ പ്രസൻസിലുള്ള ഓസോണോളിസിസ് ആണ് റിഡക്റ്റീവ് ഓസോണോളിസിസ്. കോമ്പൗണ്ട് ഇ ഓർ ദ ഓൺ ഫർദർ ട്രീറ്റ്മെൻറ്റ് വിത്ത് അക്വസ് KOH ഈൽഡ് കോമ്പൗണ്ട് എഫ്. ദെൻ കോമ്പൗണ്ട് എഫ് ഈസ് എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം സൈക്ലോഹെക്സീൻ എന്ന് പറയുന്നത് ഇതാണ്. സൈക്ലോഹെക്സീൻ ഓസോണോളിസിസ് ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓസോണും സെക്കൻഡ് സ്റ്റെപ്പിൽ സിങ്കും വാട്ടറും. മക്കളെ സിങ്ക് ഇട്ടില്ല എങ്കിൽ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് കിട്ടുള്ളൂ. സിങ്ക് ഇട്ടത് കൊണ്ട് നിങ്ങൾ ഇവിടെ മുറിച്ച് ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് CHO ആൻഡ് ദിസ് ഈസ് ഓൾസോ CHO ആയിരിക്കും അല്ലേ. 1 2 3 4 5 6 6 കാർബൺ ആറ്റം ഉണ്ട്. ഹെക്സെയിൻ 1,6-ഡൈആൽ കിട്ടും. അപ്പോൾ ഇതിനെ അവർ പറഞ്ഞേക്കുന്ന ഇതാണ് നമ്മളുടെ കോമ്പൗണ്ട് ഇ. ഇതിന് ഫർദർ ട്രീറ്റ്മെൻറ്റ് വിത്ത് അക്വസ് KOH ആണ് അല്ലേ. ഫർദർ ട്രീറ്റ്മെൻറ്റ് വിത്ത് അക്വസ് KOH നമ്മൾ കൊടുക്കുവാണ്. സ്ലൈറ്റ് ഹീറ്റിംഗ്. ആൽഡിഹൈഡും ബേസിക് മീഡിയത്തിൽ ചെറിയ രീതിയിൽ കണ്ടൻസേഷൻ നടക്കും, വിച്ച് ഇസ് കോൾഡ് ആൽഡോൾ കണ്ടൻസേഷൻ. നിങ്ങൾ ആൽഡോൾ കണ്ടൻസേഷൻ, എല്ലാവർക്കും ആൽഡോൾ കണ്ടൻസേഷൻ അറിയാവുന്നതാണ്. ഞാൻ എൻ്റെ മെക്കാനിസം ഫുൾ എഴുതുന്നതിന് പകരം ഇത് ആൽഡോൾ കണ്ടൻസേഷൻ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ മക്കളെ പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കണ്ട. നിങ്ങളുടെ ഓപ്ഷനിൽ ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് ഒരു ജനറൽ സ്ട്രക്ചറാണ്. ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ആണ്. ഇതായിരിക്കും നിങ്ങളുടെ ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇതും കട്ടായിപ്പോയി, ബിക്കോസ് ദീസ് ആർ കാർബോക്സിലിക് ആസിഡ്സ്. പിന്നെ ഉള്ളത് ഇത് രണ്ടുമാണ്. ഇത് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ഇത് ആൽഫ, ഇത് ബീറ്റ. കണ്ടോ, ആൽഫയിലും ബീറ്റയിലും അൺസാച്ചുറേഷൻ. സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ 1. ഇത് ആൽഫ, ഇത് ബീറ്റ, ഇത് ഗാമയാണ്. ബീറ്റ ഗാമ അൺസാച്ചുറേറ്റഡ് ആണ്. അതല്ല, ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് എപ്പോഴും ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ. ആൽഡിഹൈഡിൻ്റെയോ കീറ്റോണിൻ്റെയോ ആൽഫയുടെയും ബീറ്റയുടെയും ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. അതാണ് ആൽഡോൾ പ്രൊഡക്റ്റ്. അപ്പോൾ നിങ്ങളത് ഫുള്ള് വലിച്ചു വരെ എഴുതേണ്ട ആവശ്യമില്ല. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, 1. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 53. സൈക്ലോഹെക്സനോൺ ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് OH- ഫോളോഡ് ബൈ ഡീഹൈഡ്രേഷൻ ഗിവ്സ്. അതായത് സൈക്ലോഹെക്സനോൺ എന്നറിയപ്പെടുന്നത് ഇതാണ് അല്ലേ. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? OH- വെച്ച് ട്രീറ്റ് ചെയ്തു. എന്നിട്ട് ഫോളോഡ് ബൈ ഡീഹൈഡ്രേഷൻ. എന്തുട്ടത്? ഇതും തന്നെ അല്ലേ. ആൽഡോൾ കണ്ടൻസേഷൻ. ഒരു ബേസിൻ്റെ മീഡിയത്തിൽ ആദ്യം ആൽഡോൾ ഉണ്ടാവും. ആൽഡോൾ എന്ന് വെച്ചാൽ ആൽഡിഹൈഡ് ഗ്രൂപ്പും OH ഗ്രൂപ്പും അല്ലേ. ആൽഡിഹൈഡും ആൽക്കഹോളും ഒരുമിച്ചുള്ളതിനെയാണ്
ആൽഡോൾ എന്ന് വിളിക്കുക. അതിന് ഡീഹൈഡ്രേഷൻ നടക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ്. നോക്കിക്കോ, ഇത് നിങ്ങളുടെ കീറ്റോണിക് ഗ്രൂപ്പാണ്, ഇതിൻ്റെ ആൽഫ പൊസിഷനാണ് ഇത്, ഇതും ആൽഫയാണ്. ആൽഫ ബീറ്റയിൽ ഡബിൾ ബോണ്ടേ ഇല്ല അല്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എടുക്കണ്ട കണ്ടോ, ഇതിൻ്റെ ആൽഫ ഡബിൾ. അപ്പോൾ ആൻസർ ഇതല്ലേ, ആൽഫ. കണ്ടോ, സോറി, ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇത് അതിൻ്റെ പൊസിഷൻ ആൽഫ ആൻഡ് ദിസ് ഇസ് ബീറ്റ. ആൽഫയിലും ബീറ്റയിലും അൺസാച്ചുറേഷൻ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. നിങ്ങളിതൊന്നും ചെയ്ത് നോക്കാൻ നിൽക്കരുത്, കാരണം നിങ്ങൾക്ക് ഓൾറെഡി കോൺസെപ്റ്റുകൾ അറിയാവുന്നതാണ്, പ്രോബ്ലം ചെയ്യാൻ അറിയാവുന്നതാണ്. ആൽഡോൾ കണ്ടൻസേഷൻ എഴുതാൻ അറിയത്തില്ലാത്ത ഒരാൾ പോലും കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആൽഡോൾ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡോ കീറ്റോണോ ഉണ്ടോ എന്ന് നോക്കുക, മറക്കരുത്. Okay, then question number 54. Clemmensen reduction of a ketone is carried out in presence of which of the following? You know that is a fundamental question. Clemmensen reduction is actually zinc amalgam with HCl and hydrogen platinum as catalyst. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ അല്ലേ? കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ആണ്. ആൻഡ് ദിസ് ഈസ് എ പാർട്ട് ഓഫ് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ആൻഡ് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് ഈസ് വൺ ഓഫ് ദി പവർഫുൾ റെഡ്യൂസിങ് ഏജൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇതിൽ ആൻസർ ക്ലെമൻസൺ റിഡക്ഷൻ ചോദിച്ചു. ഇനി ക്ലെമൻസൺ റിഡക്ഷൻ ആണെങ്കിലും വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണെങ്കിലും എയിം ഒന്ന് തന്നെയാണ്. കാർബണൈൽ ഗ്രൂപ്പിനെ എന്തിലേക്ക് മാറ്റണം? ഹൈഡ്രോ കാർബണിലേക്ക് മാറ്റുക എന്നുള്ള ഫംഗ്ഷനാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3, zinc amalgam with the concentrated HCl, that is Clemmensen reduction. Okay, അടുത്തത് predict the product of the following റിയാക്ഷൻ. നിങ്ങൾ നോക്കിക്കോണേ, ഇത് ആൽഡിഹൈഡും ഇതൊരു ക്ലോറിൻ ഗ്രൂപ്പുമാണ്. 50% ഓഫ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്തു. ഇത് കണ്ടാൽ അറിയാം കോൺസെൻട്രേറ്റഡ് ബേസ് ആണ്. കോൺസെൻട്രേറ്റഡ് ബേസിൻ്റെ പ്രസൻസിൽ ആൽഡിഹൈഡ് തരുന്ന റിയാക്ഷൻസിൻ്റെ പേരാണ് കെന്നിസാരോസ് റിയാക്ഷൻ അല്ലേ? കോൺസെൻട്രേറ്റഡ് ബേസ് കണ്ടു കഴിഞ്ഞാൽ, അതായത് 50% KOH 50% NaOH, അതൊക്കെ കോൺസെൻട്രേറ്റഡ് ബേസുകളാണ്. കോൺസെൻട്രേറ്റഡ് ബേസുകൾ കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം അത് കെന്നിസാരോ റിയാക്ഷനാണ്. കെന്നിസാരോ റിയാക്ഷൻ്റെ കണ്ടീഷൻ നിങ്ങൾക്കറിയാം, എന്ത്? നോ ആൽഫ ഹൈഡ്രജൻ. ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. അതിനൊരു എക്സെപ്ഷൻ ഉണ്ട് അല്ലേ? എക്സെപ്ഷൻ ഉണ്ട്. CH3 CH CH3 CHO. ഇതിൽ ആൽഫ പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ട് എങ്കിലും കെന്നിസാരോ റിയാക്ഷൻ തരും കേട്ടോ. കെന്നിസാരോ റിയാക്ഷൻ തരും. ആ ഹൈഡ്രജൻ ശരിക്കും ഒരു അസിഡിക് ഹൈഡ്രജൻ്റെ ഫംഗ്ഷൻ എടുക്കത്തില്ല, അതുകൊണ്ട് അതൊരു എക്സെപ്ഷനായിട്ട് ഓർത്ത് വെച്ചോണം. ഇത് കെന്നിസാരോ റിയാക്ഷൻ അതറിയാം. എന്താണ് കെന്നിസാരോ റിയാക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു മോളിക്യൂൾ ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലേറ്റ് അയോണായിട്ടും അല്ലേ, ഒരെണ്ണം ഓക്സിഡൈസ് ചെയ്ത് കാർബോക്സിലേറ്റ് അയോണായിട്ടും മറ്റേത് റെഡ്യൂസ് ചെയ്ത് എന്ത് ആൽക്കഹോളിലേക്ക് മാറും. അതുകൊണ്ട് തന്നെ കെന്നിസാരോ റിയാക്ഷൻ ആസ് പെർ ദി റിഡോക്സ് റിയാക്ഷൻ ഇതൊരു ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷനാണ്. നിങ്ങൾ എടുക്കുന്ന ഒരു മോള് റെഡ്യൂസ് ചെയ്യുകയും ഒരു മോള് ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ക്ലോറിൻ ഉള്ളതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇവിടെ ഒരു SN റിയാക്ഷന് ചാൻസ് ഉണ്ടോ? കാരണം ഇവിടെ നമ്മളുടെ OH എന്ന് പറയുന്ന ന്യൂക്ലിയോഫൈലാണ്. അപ്പോൾ ഈ OH എന്ത് ചെയ്യും? Cl-നെ മാറ്റി അവിടെ OH ആയിട്ട് കയറുമെന്നൊരു ഡൗട്ട് വരും. നിങ്ങൾക്കറിയാം അങ്ങനെ ഒരു SN റിയാക്ഷൻ നടക്കില്ല. ബിക്കോസ് ക്ലോറിൻ ഡയറക്ട്ലി അറ്റാച്ച്ഡ് ടു ബെൻസീൻ റിംഗ് ആണ്. ബെൻസീൻ റിങ്ങിലേക്ക് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്ത ആളുകളെ നമുക്ക് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്. ബിക്കോസ് ക്ലോറിൻ്റെ +R ഇഫക്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരും ആൻഡ് വിച്ച് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ക്ലീവ്. അതുകൊണ്ട് ഈ ഒരു കൺവേർഷൻ നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? CHO ഗ്രൂപ്പ് ആൽക്കഹോളിലേക്കും ആസിഡിലേക്കും മാറിയിട്ടുണ്ടോ നോക്കുക. നോക്കിയേ, CH2OH ആൽക്കഹോൾ, കാർബോക്സിലേറ്റ് അയോൺ. ഓക്കെ, ക്ലോറിൻ മാറിയിട്ടുണ്ടോ? ഇല്ല. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. ഇനി അവിടുത്തെ പ്രത്യേകത എന്താ? CH2OH COH, ഇവിടെ OH വന്നു. അതൊരിക്കലും നടക്കില്ല. ഇനി നിങ്ങൾ ഈ OH വരാത്തിന് കാരണം ചോദിച്ചാൽ പറയണം പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉള്ളതുകൊണ്ട് അത് വരില്ല. പിന്നെ ഇവിടെ ക്ലോറിൻ CH2OH അത് കറക്റ്റാണ്, പക്ഷേ ഇവിടെ ഒരു കാർബൺ എക്സ്ട്രാ വന്നു. നിങ്ങൾക്കറിയാം ആകെ ഇവിടെ ഒരു കാർബണേ ഉള്ളൂ. ഇവിടെ 2 കാർബൺ എക്സ്ട്രാ വന്നാൽ നടക്കില്ല. പിന്നെ ഇവിടെ നമുക്ക് നോക്കേ വേണ്ട, OH-ലേക്ക് മാറിയിട്ടുണ്ട്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ദി ഐഡിയ. ക്ലോറിൻ മുറിഞ്ഞു പോകത്തില്ല കേട്ടോ. അടുത്ത 56. കൺസിഡർ ദി റിയാക്ഷൻ RCHO NH2 NH2 gives RCH ഡബിൾ ബോണ്ട് NNH2. നമ്മൾ ഈ റിയേജൻറ്റിനെ വിളിക്കുന്ന പേരാണല്ലോ ഹൈഡ്രസീൻ. ഹൈഡ്രസീൻ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടിൻ്റെ പേരാണ് ഹൈഡ്രസോൺ അല്ലേ? ഹൈഡ്രസീൻ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ടിൻ്റെ പേരാണ് ഹൈഡ്രസോൺ. ദെൻ വാട്ട് സോർട്ട് ഓഫ് റിയാക്ഷൻ ഈസ് ഇറ്റ് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് ആൽഡിഹൈഡോ കീറ്റോണോ, ഞാനിങ്ങനെ പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാർബണൈൽ കോമ്പൗണ്ടുകൾ. ഈ കാർബണൈൽ കോമ്പൗണ്ട്
അമോണിയ അല്ലെങ്കിൽ അമോണിയയായിട്ട് ഡെറിവേറ്റീവുകളായിട്ട് റിയാക്ട് ചെയ്യുന്ന മെക്കാനിസം എന്ന് പറയുന്നത് ഓൾവേസ് അഡീഷൻ എലിമിനേഷനാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ആൽഡിഹൈഡ് എടുത്തു, RC≡OH. ഇതിലേക്ക് നിങ്ങൾ ഈ പറഞ്ഞ ഹൈഡ്രസീൻ ആഡ് ചെയ്തു, NH2. നിങ്ങൾക്കറിയാം നൈട്രജൻ ക്യാരി ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നിങ്ങൾ മെക്കാനിസം എഴുതുന്ന സമയത്ത് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും, മൈനസും പ്ലസും. ലോൺ പെയർ നേരെ വന്ന് കാർബണിൽ അറ്റാക്ക് ചെയ്യും. അങ്ങനെ കാർബണിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? RC, ഇവിടെ H, കാർബണിൽ N ലോൺ പെയർ പോയി അല്ലേ, പ്ലസ് ഇവിടെ ഹൈഡ്രജൻ NH2 സിംഗിൾ ബോണ്ട് NH2 വരും. പിന്നെ ഇവിടെ ഒരു O- വരും. അപ്പം നൈട്രജനിൽ പ്ലസ് ഇരിക്കുന്നതുകൊണ്ട് ഹൈഡ്രജൻ എന്ത് ചെയ്യും? തൽക്കാലം അവരൊന്ന് ഹെൽപ്പ് ചെയ്യും. അത് ഹെൽപ്പ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എഴുതുന്നു, സ്വന്തം ലോൺ പെയർ ഇങ്ങനെ കൊടുക്കുവാണ് അല്ലേ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നത് നോക്കണം. RCH ലോൺ പെയർ കൊടുത്തപ്പോൾ ഇവിടെ എന്ത് വന്നു? NH2 വന്നു, ഇവിടെ ലോൺ പെയറും വന്നു. പക്ഷേ ഈ H വെറുതെ H+ ആയിട്ട് മാറി. ആ H+ പുറത്തു പോകില്ല, നേരെ ഓക്സിജൻ്റെ മേലിൽ വന്ന് അറ്റാച്ച് ചെയ്യും. ദിസ് ഇസ് OH. ഇനി നിങ്ങൾ ആലോചിക്കുക, OH ഇരിക്കുന്ന കാർബൺ ആൽഫ ആൻഡ് ദിസ് ഇസ് ബീറ്റ. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് ബീറ്റ എലിമിനേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ അല്ലേ. ബീറ്റ എലിമിനേഷൻ നടക്കും. അത് കാണിക്കാൻ വേണ്ടി ഞാൻ ഈ ബോണ്ട് ഒന്ന് ഇങ്ങനെ എഴുതുവാണ്. ഈ ബോണ്ട് ഒന്ന് ഹൈഡ്രജൻ ആക്കി എഴുതുവാണ്. സോ ഇവിടുന്ന് OH ഇവിടുന്ന് H പോയി കഴിയുമ്പം ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് കിട്ടുന്നത് RCH ഡബിൾ ബോണ്ട് N ലോൺ പെയർ NH2 ആണ്. നോക്കിയേ, ഇത് തന്നെയാണ് പ്രൊഡക്റ്റ് RCH ഡബിൾ ബോണ്ട് NNH2. അപ്പോൾ ഇവിടെ നടന്നത് ആദ്യത്തെ ഈ സ്റ്റെപ്പിൻ്റെ പേര് അഡീഷൻ എന്നാണെങ്കിൽ ആ പരിപാടിയുടെ പേരാണ് എലിമിനേഷൻ. അപ്പോൾ ഈ റിയാക്ഷൻ മെക്കാനിസത്തിൻ്റെ പേരാണ് ആരാ ആഡ് ചെയ്തത്? നിങ്ങൾക്കറിയാം, ദിസ് ഇസ് എ ന്യൂക്ലിയോഫൈൽ. സോ ന്യൂക്ലിയോഫൈൽ എങ്ങനെ മനസ്സിലായി? ന്യൂക്ലിയസിനോട് ഇഷ്ടമുള്ള ആളാണ് ന്യൂക്ലിയോഫൈൽ. അമോണിയ ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ് ആർ ഓൾ ന്യൂക്ലിയോഫൈൽസ്. സോ ദിസ് ഇസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ എലിമിനേഷൻ റിയാക്ഷൻ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 വരും. നിങ്ങളിങ്ങനെ ഓർത്താൽ മതി കേട്ടോ. നിങ്ങൾ ഇത് പഠിക്കുമ്പം ഇങ്ങനെ ഓർത്താൽ മതി. എല്ലാ അല്ലേ കാർബണൈൽ കോമ്പൗണ്ട്സ് അല്ലേ, കാർബണൈൽ കോമ്പൗണ്ട്സ് plus ZNH2 derivative of ammonia gives always nucleophilic addition plus elimination reaction. ആദ്യം എലിമിനേഷൻ എന്ന് പറയരുത്, ആദ്യം അഡീഷൻ എന്നേ പറയാവുള്ളൂ, അതിനുശേഷമേ എലിമിനേഷൻ എന്ന് പറയാവുള്ളൂ. പിന്നെ ഈ റിയാക്ഷൻ നടക്കുന്നത് എപ്പോഴും വീക്ക്ലി അസിഡിക് മീഡിയത്തിലായിരിക്കും. വീക്ക്ലി അസിഡിക് മീഡിയം എന്ന് വെച്ചാൽ ചെറിയൊരു അസിഡിക് മീഡിയം കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു അസിഡിക് മീഡിയം കൊടുത്താലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓക്സിജനിലുള്ള ലോൺ പെയർ ഉണ്ടല്ലോ. അപ്പോൾ അസിഡിക് മീഡിയത്തിൽ H+ വന്ന് ഈ ലോൺ പെയറിനെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ ഓക്സിജൻ്റെ ഈ ലോൺ പെയർ നഷ്ടപ്പെടും, ഓക്സിജൻ്റെ മേളിൽ പ്ലസ് വരും. ഓക്സിജൻ്റെ മേളിൽ പ്ലസ് വരുന്ന ഓക്സിജൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? നന്നായിട്ട് ഇവിടുന്ന് ഇലക്ട്രോണെ വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടുത്തെ പ്ലസിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും. ആ പ്ലസ്സിലോട്ട് ഈ ലോൺ പെയർ ഓടി വന്ന് കയറും. അപ്പോൾ റിയാക്ടിവിറ്റി കുറച്ചുകൂടെ നന്നായിട്ട് നടക്കും. അതുകൊണ്ട് എപ്പോഴും ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് ഒരു വീക്ക്ലി അസിഡിക് മീഡിയത്തിലായിരിക്കും. ആൻഡ് ദിസ് ഇസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അമോണിയ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? ഇമീൻ. പ്രൈമറി അമീൻ ആഡ് ചെയ്താൽ ഷിഫ്റ്റ്സ് ബേസ് ഓർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻ. ഹൈഡ്രോക്സിൽ അമീൻ ആഡ് ചെയ്താൽ ഓക്സൈം, ഹൈഡ്രസീൻ, ഹൈഡ്രസോൺ, ഫിനൈൽ ഹൈഡ്രസീൻ, ഫിനൈൽ ഹൈഡ്രസോൺ, 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീൻ, 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസൈൻ, ഹൈഡ്രസോൺ, സെമി കാർബസൈഡ്, സെമി കാർബസോൺ. ആ റിയാക്ഷൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, ലെറ്റ് us മൂവ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ 57. Which of the following compound will give a yellow precipitate with iodine and alkali? Iodine and alkali മക്കളെ നിങ്ങൾക്കറിയാം, this is iodoform reaction. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് iodoform reaction. യെല്ലോ precipitate ആരുടെയാണ്? iodoformൻ്റെയാണ്. ദാറ്റ് ഈസ് CHI3. CHI3 ഒരു ആൻറ്റിസെപ്റ്റിക്കും കൂടെയാണ് അല്ലേ. ആൻറ്റിസെപ്റ്റിക് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും, ആൻറ്റിസെപ്റ്റിക്. ഇപ്പം ഡെറ്റോൾ ഒരു ആൻറ്റിസെപ്റ്റിക്കാണ്, ഹാർപ്പിക് ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. നമ്മൾ മുറിവുണ്ടാകുമ്പം നമ്മുടെ കയ്യിലൊരു മുറിവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഓടിപ്പോയി ഹാർപ്പിക് എടുത്ത് മുറിവിലോട്ട് കോരി ഒഴിക്കത്തില്ല എന്ന് നിങ്ങൾക്കറിയാം. ഡെറ്റോൾ ഡൈല്യൂട്ട് ചെയ്ത് മുറിവിൽ ഒഴിച്ച് ക്ലീൻ ചെയ്യും. സോ ലിവിങ് ടിഷ്യൂസിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ആൻറ്റിസെപ്റ്റിക് എന്ന് വിളിക്കുക. ടോയ്ലറ്റ് ആൻഡ് ഫ്ലോർ ക്ലീനേഴ്സ് ആണ് ശരിക്കും ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഇതൊരു ആൻറ്റിസെപ്റ്റിക് ആണ്. മുറിവിലിടുന്ന പൗഡറാണ് ശരിക്കും അയോഡോഫോം. അത് ഇയാളുടെ ഗുണം കൊണ്ടല്ല, മുറിവിലിടുമ്പം അതിൽ നിന്ന് നല്ലൊരു എലമെൻറ്റ് റിലീസാവും. ദാറ്റ് ഈസ് അയഡിൻ. I2 ആണ് വളരെ നല്ല പവർഫുൾ ആൻറ്റിസെപ്റ്റിക്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ആരാന്ന് ചോദിച്ചു, ആൻസർ ഒറ്റയടിക്ക് എഴുതാം, അസറ്റോഫിനോൺ. ബിക്കോസ് അതറിയണമെങ്കിൽ
കോമൺ നെയിമുകളെ കുറിച്ച് ചെറിയൊരു ധാരണ വേണം കേട്ടോ. അസറ്റോഫീനോൺ എന്നറിയപ്പെടുന്നത് ഒരു മിക്സഡ് കീറ്റോൺ ആണ്. ആൻഡ് ദിസ് ഈസ് അസറ്റോഫീനോൺ. നിങ്ങൾക്കറിയാം അയോഡോഫോൺ ടെസ്റ്റ് തരുന്ന ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് മീഥൈൽ കീറ്റോൺസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിരുന്നു മീഥൈൽ കീറ്റോൺസ് എന്നറിയപ്പെടുന്നത് കീറ്റോൺസ് ഹാവിങ് CH3CO ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പുള്ള കീറ്റോണുകളാണ്. ഒരു ആൽഡിഹൈഡ് തരും. ഏത് ആൽഡിഹൈഡാ? CH3CHO. വേറെയും കുറേ ആളുകൾ തരും. തൽക്കാലം നോക്കി ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത്രയും മതി. അപ്പോൾ ഇത് കണ്ടോ CH3CO ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ആൻസർ ഓപ്ഷൻ 1 കിട്ടി. മീഥൈൽ അസറ്റേറ്റ് നോക്കുക വേണ്ട. മീഥൈൽ അസറ്റേറ്റ്, അസറ്റാമൈഡ്, ദീസ് ആർ ഓൾ കാർബോക്സിലിക് ആസിഡ് ഡെറിവേറ്റീവാ. ഇനി മീഥൈൽ അസറ്റേറ്റ് തന്നെ CH3 C ഡബിൾ ബോണ്ടോ OCH3 ആണ്. ഇതൊരിക്കലും തരില്ല. പക്ഷേ CH3 C ഡബിൾ ബോണ്ടോ OC2H5 ഇത് ഹൈ ടെമ്പറേച്ചറിൽ തരും അല്ലേ. ഇത് ഹൈ ടെമ്പറേച്ചറിൽ അയഡോഫോം റിയാക്ഷൻ തരാം. കാരണം ഇത് അയഡിൻ NaOHൻ്റെ പ്രസൻസിൽ ഈ NaOH എന്ത് ചെയ്യും, അല്ലെ ആൽക്കലി എന്ത് ചെയ്യും, ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യും. നിങ്ങൾക്കറിയാം നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിൽ ഈ എസ്റ്ററിൻ്റെ ഒരു ക്ലീവേജ് എന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് സാപ്പോണിഫിക്കേഷൻ അല്ലേ. അങ്ങനെ സാപ്പോണിഫിക്കേഷൻ നടക്കുമ്പോൾ നിങ്ങൾക്കൊരു ആസിഡ് സോൾട്ട് സോഡിയം അസറ്റേറ്റും പിന്നെ നിങ്ങൾക്ക് എത്തനോളും കിട്ടും. CH3CH2OH. എത്തനോൾ ശരിക്കും പറഞ്ഞാൽ അയഡോഫോൺ ടെസ്റ്റ് പോസിറ്റീവ് തരുന്ന ആളാണ്. അതുകൊണ്ട് ഇത് തരാം. അപ്പോൾ കണ്ടോ, ഇതിൽ നിന്ന് വരുന്ന ആൽക്കഹോൾ എത്തനോളാണ്. എത്തനോൾ അയഡോഫോൺ ടെസ്റ്റ് തരും. പക്ഷേ ഇതിൽ നിന്ന് വരുന്ന ആൽക്കഹോൾ മെത്തനോളാണ്. പക്ഷേ മെത്തനോൾ അയഡോഫോൺ ടെസ്റ്റ് തരില്ല. അതുകൊണ്ട് മീഥൈൽ അസറ്റേറ്റ്, അസറ്റാമൈഡ്, മെത്തനോൾ ഇതൊന്നും തരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നാമത്തെ കാറ്റഗറി ആയിട്ട് ഓർത്ത് വയ്ക്കാം എനി ആൽക്കഹോൾ അല്ലേ. എനി ആൽക്കഹോൾ കണ്ടെയ്നിങ് അറിയാവുന്ന കാര്യമാണ് CH3CHOH ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പുള്ള എല്ലാ ആൽക്കഹോളും അയഡോഫോൺ ടെസ്റ്റ് പോസിറ്റീവ് തരും. അപ്പോൾ നോക്കിക്കോണേ, മീഥൈൽ കീറ്റോൺസ് തരും, അസറ്റാൽഡിഹൈഡ് തരും, എനി ആൽക്കഹോൾ കണ്ടെയ്നിങ് ദാറ്റ് ഗ്രൂപ്പ്. എത്തനോളിൽ ആ ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ട് അല്ലേ. നമ്മളിവിടെ H കൊടുത്താൽ ഇത് എത്തനോളായിട്ട് മാറും. സോ ഹിയർ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ്. അപ്പോൾ അത് മറക്കാതെ നോക്കിക്കോണം കേട്ടോ. അയഡോഫോൺ ടെസ്റ്റ് നിങ്ങൾ നല്ല രീതിയിൽ ഓർത്തോ. ഒരു ക്വസ്റ്റിന് നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, അടുത്തത് 58. കൺസിഡർ ദി ഫോളോയിങ് റിയാക്ഷൻ. നിങ്ങൾക്കറിയാം ഇതേതാ? ബെൻസോയിൽ ക്ലോറൈഡ് ആണ്. ഹൈഡ്രജൻ, പലേഡിയം, ബേരിയം സൾഫേറ്റ് ഈസ് ആക്ച്വലി എ പോയിസൺ ആണ് അല്ലേ. ഇതൊരു പോയിസൺ ആണ്. അങ്ങനെ പലേഡിയത്തിൻ്റെ ആക്ടിവിറ്റി പകുതിയോളം നശിപ്പിച്ച് ഹൈഡ്രജൻ്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഈ COCl മാറ്റിയിട്ട്, ഇപ്പം അതായത് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ C ഡബിൾ ബോണ്ടോ Cl ആണല്ലോ. ആ Cl മാറ്റും. ബിക്കോസ് ദിസ് ഈസ് റിഡക്ഷൻ ഈസ് ദി റിമൂവൽ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം ആൻഡ് ദി സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. സോ ദിസ് ഇസ് ബെൻസാൽഡിഹൈഡ്. ആൻസർ ഓപ്ഷൻ 4 കിട്ടും. നിങ്ങൾക്കറിയാം വളരെ മനോഹരമായിട്ടുള്ള റിയാക്ഷനാണിത്. ഈ റിയാക്ഷൻ്റെ പേരാണ് റോസൻമണ്ട് റിഡക്ഷൻ അല്ലേ. ഇനി എങ്ങാനും നിങ്ങൾ ഈ ബേരിയം സൾഫേറ്റ് ആഡ് ചെയ്യാൻ മറന്നുപോയാൽ പലേഡിയം ഹൈലി ആക്റ്റീവാണ്. അപ്പം നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ബെൻസാൽഡിഹൈഡിന് പകരം ബെൻസൈൽ ആൽക്കഹോളിലേക്ക് മാറും. കാരണം ബെൻസാൽഡിഹൈഡിനെ വീണ്ടും അത് റെഡ്യൂസ് ചെയ്ത് ബെൻസൈൽ ആൽക്കഹോളിലേക്ക് മാറ്റിവിടും. അതുകൊണ്ട് നമ്മൾ പലേഡിയത്തിനെ പാർഷ്യലി പോയിസൺ ചെയ്യണം. ഓക്കെ, സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ 4. 59. കൺസിഡർ ദി റിയാക്ഷൻ X copper 573 Kelvin gives A, then AgNH3 twice silver mirror is observed. OH മൈനസ് ഹീറ്റിൻ്റെ പ്രസൻസിൽ Y ഉണ്ടായി. ഇത് സെമി കാർബസോൺ ആണ്. അപ്പം സെമി കാർബസൈഡ് ആണ്. അപ്പോൾ ഇസഡ് സെമി കാർബസോൺ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവിടെ സിൽവർ ടോളൻസ് ടെസ്റ്റ് തന്നിട്ടുണ്ട് എങ്കിൽ A എന്ന് പറയുന്നത് ആൽഡിഹൈഡാണ്. ആൽഡിഹൈഡ് ആണെങ്കിൽ X എന്ന് പറയുന്ന പ്രൈമറി ആൽക്കഹോളാണ്. നിങ്ങൾക്കറിയാം പ്രൈമറി ആൽക്കഹോൾ ഓൺ കോപ്പർ അല്ലേ, ട്രാൻസ്ഫേർഡ് ത്രൂ കോപ്പർ അറ്റ് 573 കെൽവിൻ നമ്മുടെ ആൽഡിഹൈഡ് ഉണ്ടാവും. സെക്കൻഡറി ആൽക്കഹോൾ കയറ്റി വിട്ടാൽ കീറ്റോൺ ഉണ്ടാവും. ടെർഷറി ആൽക്കഹോൾ ഹൈഡ്രോജിനേറ്റ് ചെയ്യുന്നതിന് പകരം ഡീഹൈഡ്രേഷൻ നടക്കും. അതായത് ഡീഹൈഡ്രോജനേഷൻ നടക്കുന്നതിന് പകരം ഡീഹൈഡ്രേഷൻ നടന്ന് ആൽക്കീൻസ് ഉണ്ടാവും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ പ്രൈമറി ആൽക്കഹോൾ ആൽഡിഹൈഡ്, സെക്കൻഡറി ആൽക്കഹോൾ കീറ്റോണ്, ടെർഷറി ആൽക്കഹോൾ നോ ഡീഹൈഡ്രോജനേഷൻ, ഓൺലി ഡീഹൈഡ്രേഷൻ പ്രൊഡ്യൂസസ് ആൽക്കീൻസ്. അപ്പോൾ ഇവിടെ ഇത് ആൽഡിഹൈഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഇത് പ്രൈമറി ആൽക്കഹോളാണ്. അങ്ങനെയാണ് ചോദിക്കട്ടെ, ഇത് ആൽഡിഹൈഡ് ആണെന്ന് പറഞ്ഞു. ഇത് ആൽഡിഹൈഡ് ആണ് എങ്കിൽ സിൽവർ മിറർ ഫോം ചെയ്തു. ഈ റിയാക്ഷൻ കണ്ടോ, ആൽഡിഹൈഡിൻ്റെ പ്രസൻസിൽ OH ഹീറ്റ്, അതൊന്നില്ലെങ്കിൽ
ആൽഡോൾ കണ്ടൻസേഷൻ ആകാം, അല്ലെങ്കിൽ കെന്നിസാരോ. നിങ്ങൾക്കറിയാം ഡൈല്യൂട്ട് ബേസ് ആണെങ്കിൽ ആൽഡോൾ റിയാക്ഷനും കോൺസെൻട്രേറ്റഡ് ബേസ് ആണെങ്കിൽ കെന്നിസാരോ റിയാക്ഷനുമാണ്. പക്ഷേ ഇവിടെ ഡൈല്യൂട്ട് ആണോ കോൺസെൻട്രേറ്റഡ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഏത് ആൽഡിഹൈഡാണ് ഇതെന്ന് അറിയണം. അതിന് C2H6 ഓയിൽ വരുന്ന പ്രൈമറി ആൽക്കഹോൾ നിങ്ങൾക്കറിയാമോ? ഏതാത്? ഇതാണ് അല്ലേ? അപ്പോൾ ഉറപ്പായിട്ടും ഈ ആൽഡിഹൈഡ് ആരാ? CH3CHO ആണ്. ഇതിൻ്റെ ആൽഫ പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ട് ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ഇസ് നോട്ട് കെന്നിസാരോ, ദിസ് ഇസ് ആൽഡോൾ അല്ലേ? അങ്ങനെ CH3CHO ആൽഡോൾ നടത്തുമ്പം എങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്? CH3CHO ആണ് ആൽഡോൾ നടത്തുന്നതെങ്കിൽ ആദ്യം ആൽഫ കാർബൺ മാർക്ക് ചെയ്യുക, എന്നിട്ട് CH3CH എഴുതുക, ഡബിൾ ബോണ്ട് ഇടുക, എന്നിട്ട് ഇവിടുന്ന് ഹൈഡ്രജൻ കളഞ്ഞിട്ട് അതും കൂടെ കൂട്ടി കണക്ട് ചെയ്താൽ കണ്ടോ ഇത് കിട്ടും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ഏതാണ്? ബ്യൂട്ട് ടു ഈനാൽ, അല്ലെങ്കിൽ നമുക്കിതിനെ ക്രോട്ടോൺ ആൽഡിഹൈഡ് എന്ന് വിളിക്കാം. ക്രോട്ടോൺ ആൽഡിഹൈഡ് എന്ന് പറയുന്നത് ഇയാളുടെ ഒരു കോമൺ നെയിമാണ്. ആൽഡോളിൻ്റെ പ്രൊഡക്റ്റ് എഴുതുന്ന ഒരു ട്രിക്കാണത്. ശരിക്കും എങ്ങനെയാണ്? ഇങ്ങനെ നിങ്ങൾ തന്നിരിക്കുന്ന ആളുടെ ആൽഫ മാർക്ക് ചെയ്യുക, എന്നിട്ട് ആദ്യത്തെ മോളിക്യൂളിൽ നിന്ന് ഓക്സിജൻ കളഞ്ഞ് ഡബിൾ ബോണ്ട് ഇട്ടാൽ മതി. എന്നിട്ട് ഇവിടുന്ന് ശരിക്കും നെറ്റ് ഇഫക്റ്റ് പോകേണ്ടത് വാട്ടറാണ്. ഇവിടുന്ന് ഓക്സിജൻ കളയാൻ ആൽഫയിൽ നിന്ന് 2 ഹൈഡ്രജൻ കളഞ്ഞിട്ട് ഡബിൾ ബോണ്ട് വഴി കൂട്ടിമുട്ടിച്ചാൽ മതി. അപ്പോൾ അത് കിട്ടി. ഇനി സെമി കാർബസോൺ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ സെമി കാർബസോണായിട്ട് റിയാക്ട് ചെയ്യുമ്പം സെമി കാർബസോൺ കിട്ടും. അതിൽ ഈ നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്, ഈ നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്. പക്ഷേ ഈ നൈട്രജനിലെ ലോൺ പെയർ ഇതുമായിട്ട് റെസൊണൻസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇത് അവൈലബിൾ അല്ല. നിങ്ങൾക്ക് അവൈലബിൾ ഇതാണ്. അപ്പം നിങ്ങളുടെ ആൽഡിഹൈഡ് ഏതാ? CH3C ഡബിൾ ബോണ്ട് OH ആണ്. കുറച്ച് മുന്നേ പറഞ്ഞു അമോണിയയുടെ ഡെറിവേറ്റീവുകൾ ഏത് മെക്കാനിസം? ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ. അപ്പോൾ ഇനി നിങ്ങൾ ഒന്നിച്ച് എഴുതിയാൽ മതി. ഇവിടെയുള്ള ഓക്സിജനും ഇവിടെയുള്ള ഹൈഡ്രജനും വാട്ടറായിട്ട് എലിമിനേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ CH3CH ഡബിൾ ബോണ്ട് NH C ഡബിൾ ബോണ്ടോ NH2. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമി കാർബസോൺ. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എയും എക്സും വൈയും ഇസഡും എന്താണെന്ന്. എ ആരാ? ആൽഡിഹൈഡ്. അതാരാണ്? എത്തനാൽ. അപ്പോൾ എത്തനാൽ വരുന്ന ആൻസർ 2 ആണ്. ബാക്കിയെല്ലാം കട്ടായി പോയി. ഓപ്ഷൻ 2. പിന്നെ എക്സ് എന്ന് പറയുന്നത് എത്തനോൾ. ഓക്കെ. ദെൻ വൈ എന്ന് പറയുന്ന ബ്യൂട്ട് ടു ഈനാൽ. ശരി. സെഡ് എന്ന് പറയുന്ന സെമി കാർബസോൺ, അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇത് കണ്ടോ, ഇവിടെ എ എന്ന് പറയുന്ന ആൾ നിങ്ങൾക്കൊരു ആൽഡിഹൈഡ് ആണെന്നും അത് എത്തനാളാണെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആൻസർ ആയിടോ. ബാക്കിയുള്ള നിങ്ങൾ ചെയ്ത് നോക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൈ കൺഫ്യൂഷൻ വന്നാൽ ആൽഡോളിൻ്റെ പ്രൊഡക്റ്റ് ആരാ? ആൽഫയിലും ബീറ്റയിലും അൺസാച്ചുറേഷനുള്ള ആൽഡിഹൈഡാണ്. കണ്ടോ, അതുകൊണ്ടാണ് ബ്യൂട്ട് ടു ഈനാലിന് എഴുതിയേക്കുന്നത്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എഴുതാം. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. അടുത്തത് 60. CH3 thrice CCHO does not undergo aldol condensation due to. ആൽഡോൾ കണ്ടൻസേഷൻ നടക്കണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ ആണ്. ആൻഡ് ദർ ഇസ് നോ പ്രസൻസ് ഓഫ് ആൽഫ ഹൈഡ്രജൻ ബിക്കോസ് ദിസ് ഇസ് CH3 CCH3 then CH3 സിംഗിൾ ബോണ്ട് CHO. നിങ്ങളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇത് ആൽഫ ആൻഡ് ആൽഫ ഹൈഡ്രജൻ്റെ എണ്ണം 0. therefore no aldol condensation. so the answer is option 3. okay. Direct question അല്ലേ? Then 61. Which of the following is correct for carbonyl compounds? നിങ്ങൾക്കറിയാം കാർബണൈൽ കോമ്പൗണ്ട്സ് ഇങ്ങനെയാണല്ലോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് അല്ലേ? കാർബൺ ആൻഡ് ഓക്സിജനിൽ മോർ ഇലക്ട്രോനെഗറ്റീവ് ഓക്സിജൻ, സോ ഓക്സിജൻ ഡെൽറ്റ നെഗറ്റീവ്, കാർബൺ ഡെൽറ്റ പോസിറ്റീവ്. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ 2. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, നേരെ ചെയ്യാവുന്നതാണ് അല്ലേ? ഓക്കെ. 62. ബ്യൂട്ട് 1 ദാറ്റ് ഈസ് ബ്യൂട്ട് 1 എന്ന് പറയുമ്പം CH3 CH2 C ട്രിപ്പിൾ ബോണ്ട് CH. ഈ ടെർമിനൽ പൊസിഷനിൽ നമ്മൾ ട്രിപ്പിൾ ബോണ്ട് വരികയോ ഡബിൾ ബോണ്ട് വരികയോ ചെയ്താൽ നമ്മൾ ടെർമിനൽ ആൽക്കീൻ എന്നോ അല്ലെങ്കിൽ ടെർമിനൽ ആൽക്കൈൻ എന്നോ വിളിക്കും. ഇതിപ്പോൾ നിങ്ങൾക്കറിയാം അറ്റത്ത് ട്രിപ്പിൾ ബോണ്ട് വന്ന ആളുകളായതുകൊണ്ട് ഇതിനെ നമ്മൾ ടെർമിനൽ ആൽക്കൈൻസ് എന്ന് വിളിക്കും. അവർ ചോദിച്ചേക്കുന്ന ഓൺ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ദാറ്റ് ഈസ് HBO റിയാക്ഷൻ. ഇതിന് നിങ്ങൾ ഫുള്ള് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ടെർമിനൽ ആൻഡ് നോൺ ടെർമിനലിനൊരു പ്രത്യേകതയുണ്ട്. ടെർമിനൽ ആൽക്കൈനാണ് എങ്കിൽ നിങ്ങൾ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ നടക്കുന്നത് എങ്കിൽ യുവർ പ്രൊഡക്റ്റ് വിൽ ബി കറസ്പോണ്ടിങ് ആൽഡിഹൈഡ്. നോൺ ടെർമിനൽ അതായത് ട്രിപ്പിൾ ബോണ്ട് അറ്റത്തല്ല എങ്കിൽ
നിങ്ങളുടെ HBO റിയാക്ഷൻ തരുന്നത് കറസ്പോണ്ടിങ് കീറ്റോൺസ് ആയിരിക്കും. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ പെട്ടെന്ന് പരിപാടി തീരും. നിങ്ങളിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ടെർമിനൽ ആയിട്ടുള്ള ആൽക്കേനാണ്. അപ്പോൾ HBO റിയാക്ഷൻ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ ടെർമിനൽ പൊസിഷനിലായതുകൊണ്ട് കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് 4 കാർബൺ ആറ്റമുള്ള ആൽഡിഹൈഡ് പറഞ്ഞു. CH3 CH2 CH2 CHO ദിസ് ഇസ് ബ്യൂട്ടനാൽ. ഓപ്ഷൻ 1 കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ നമുക്കറിയാമായിരിക്കും. ആദ്യത്തെ സ്റ്റെപ്പിൽ ഡൈബൊറൈൻ്റെ അഡീഷൻ ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ H2O2 ബാർ H2O ബാർ OH മൈനസ്. സോ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ഈ 2 സ്റ്റെപ്പുകൾ ഒരുമിച്ച് വിളിക്കുന്നതാണ് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. ഓക്കെ, അടുത്തത് ദി റിയാക്ഷൻ ബെൻസീൻ പ്ലസ് CO പ്ലസ് HCl അലുമിനിയം ക്ലോറൈഡ്. നിങ്ങൾക്ക് ബെൻസാൽഡിഹൈഡ് നേരെ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 6 കാർബൺ ആറ്റം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിങ്ങൾ 1 കാർബൺ ആറ്റം എക്സ്ട്രാ ഇട്ടു. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് കാർബൺ മോണോക്സൈഡ്. ആൻഡ് ദിസ് പർട്ടിക്കുലർ റിയാക്ഷൻ ഈസ് കോൾഡ് ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ദാറ്റ് ഈസ് ബെൻസീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്ന ഗാറ്റർമാൻ കോച്ച്, ടൊളുവീനെ ബെൻസാൽഡിഹൈഡ് ആക്കി മാറ്റുന്ന എറ്റാച്ച് റിയാക്ഷൻ. മനസ്സിലായോ? അപ്പോൾ ആ നെയിംഡ് റിയാക്ഷൻ പറയുമ്പോൾ ഓർത്ത് വെച്ചോ കേട്ടോ. അപ്പോൾ ഇതിൽ റോസൻമൺ റിഡക്ഷൻ നമ്മൾ കണ്ടു. സ്റ്റീഫൻസ് റിഡക്ഷൻ എന്ന് പറയുന്നത് നൈട്രൈലിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷനാണ് സ്റ്റീഫൻസ് റിഡക്ഷൻ. ദറ്റ് ഈസ് SnCl2 പ്ലസ് HCl അല്ലേ? സ്റ്റാനസ് ക്ലോറൈഡും HCl. സ്റ്റീഫൻസ് റിഡക്ഷൻ സ്റ്റാനസ് ക്ലോറൈഡ്, സ്റ്റാനസ് ക്ലോറൈഡ് സ്റ്റീഫൻസ് റിഡക്ഷൻ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. Okay, Kennesaw reaction you already know. Then Gatterman-Koch reaction. So this is answer option 4. Gatterman reactionും Gatterman-Koch reactionും മാറിപ്പോരുത് കേട്ടോ. ഇവിടെ ഒരു കോച്ച് കൂടുതലുണ്ട്. Gatterman reaction നിങ്ങൾക്കറിയാം, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ കോപ്പർ പൗഡറും HCl-ഉം കോപ്പർ പൗഡറും HBr-ഉം ഇട്ട് ക്ലോറോബെൻസീനും ബ്രോമോബെൻസീനും ആക്കുന്ന റിയാക്ഷൻ്റെ പേരാണ് ഗാറ്റർമാൻ റിയാക്ഷൻ. അതിന് മുന്നേ വേറൊരു റിയാക്ഷൻ ഉണ്ട്, സാൻമേഴ്സ്. അവിടെ കോപ്പർ പൗഡർ അല്ല ഉപയോഗിക്കുന്നത്, CuCl അല്ലേ, അതാ ഉപയോഗിക്കുന്നത്. CuCl ബാർ HCl, CuBr ബാർ HBr, CuCN ബാർ HCN. അത് സാൻമേഴ്സ് റിയാക്ഷൻ കേട്ടോ, മറക്കരുത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ 4. 64. ഇൻ ദി ഗിവൺ റിയാക്ഷൻ ടൊളുവീൻ തന്നു ക്ലോറിനേഷൻ ആണ്. ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആകുമ്പം ഇത് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ആണ്. റിങ്ങിലോട്ട് കയറില്ല, സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ആണ്. നിങ്ങൾക്കറിയാം സൺലൈറ്റിൻ്റെ പ്രസൻസിൽ നടക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത് എപ്പോഴും ഫ്രീ റാഡിക്കൽ മെക്കാനിസമാണ്. ദെൻ അതിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്തപ്പോൾ ബെൻസാൽഡിഹൈഡ് കിട്ടി. അപ്പോൾ A എന്താണെന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം ഇവിടെ ക്ലോറോബെൻസീൻ അല്ലേ, നിങ്ങൾക്ക് ബെൻസീനെ നിങ്ങൾ അല്ലെങ്കിൽ ടൊളുവീനെ നിങ്ങൾ ക്ലോറിനേഷൻ നടത്തുമ്പോൾ ഉണ്ടല്ലോ, ക്ലോറിൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റാണ്. എത്ര ക്ലോറിനാണ് ഇവിടെ കയറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു ക്ലോറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. ആദ്യം നമ്മൾ ഒറ്റ ക്ലോറിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ബെൻസൈൽ ക്ലോറൈഡാണ്. 2 ക്ലോറിനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ബെൻസാൽ ക്ലോറൈഡാണ് ഓർ ബെൻസാൽ ഡൈക്ലോറൈഡ്. 3 ക്ലോറിനെയും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ ബെൻസോ ട്രൈ ക്ലോറൈഡാണ്. ഇനി നോക്കിക്കേ, ഇവർ പറഞ്ഞേക്കുന്ന ഇതിലേക്ക് ഹൈഡ്രോളൈസ് ചെയ്യുക, വാട്ടർ ആഡ് ചെയ്യുക. വാട്ടർ ആഡ് ചെയ്യുമ്പം SN റിയാക്ഷൻ നടക്കും. ക്ലോറിൻ അല്ലേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആരെ OH വന്ന് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ക്ലോറിനെ, ബെൻസൈൽ ആൽക്കഹോൾ. ഇവിടെ നിങ്ങൾ സെയിം റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് CHOH കിട്ടും. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ദിസ് ഈസ് എ ജെം ഡയോൾ. ജെം ഡയോൾ എന്ന് പറഞ്ഞാൽ ഒരു കാർബണിൽ തന്നെ 2 OH ഗ്രൂപ്പുകൾ ഇരുന്നാൽ അതിനെ നമ്മൾ ജെമിനൽ എന്ന് വിളിക്കും. ജെമിനൽ ഡയോൾസ് ആർ ഹൈലി അൺസ്റ്റേബിൾ. 2 OHോ അല്ലെങ്കിൽ 3 OHോ ഒരു കാർബണിൽ ഇരിക്കില്ല. ഓൺ ദ സ്പോട്ടിൽ അവിടുന്ന് വാട്ടർ റിമൂവ് ആവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് OHും ഇവിടുന്ന് Hും കൂടെ വാട്ടറായിട്ട് വെളിയിൽ കളയുക. ഇതിങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിച്ചാൽ മക്കളെ യു വിൽ ഗെറ്റ് എന്ത്, ബെൻസാൽഡിഹൈഡ്. അപ്പം നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായില്ലേ? അവർ ചോദിച്ചേക്കുന്നത് എന്താണ്, നിങ്ങൾ ക്ലോറിനേഷൻ നടത്തിയപ്പം A കിട്ടി, A ചെയ്തപ്പോൾ ബെൻസാൽഡിഹൈഡ് കിട്ടിയാൽ A എന്ന് പറയുന്നത് ഇയാളാണ്. ഇയാളുടെ പേരാണ് ബെൻസാൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ബെൻസാൽ ഡൈക്ലോറൈഡ്. ആൻസർ ഈസ് ഓപ്ഷൻ 3. ഇനി ഇതിനെയാണ് നിങ്ങൾ ഹൈഡ്രോളൈസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതിലും അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളെയാണ് ജെമിനൽ ഡയോളിന് പകരം ജെമിനൽ ട്രയോൾ എന്ന് വരും. ദാറ്റ് ഈസ് കോൾഡ് ജെം ട്രയോൾ. ദീസ് ആർ ഹൈലി അൺസ്റ്റേബിൾ. അപ്പം തന്നെ ഇതിൽ നിന്ന് വാട്ടർ എലിമിനേഷൻ നടന്ന് ഇതിങ്ങോട്ട് കയറി പിടിച്ചാൽ യു വിൽ ഗെറ്റ് ബെൻസോയിക് ആസിഡ്.
അതുകൊണ്ട് ഓർത്തോണം, മോണോക്ലോറിനേഷനാണ് നടക്കുന്നത് എങ്കിൽ അല്ലെ, മോണോക്ലോറിനേഷൻ നടത്താൽ ബെൻസൈൽ ആൽക്കഹോൾ, ഡൈക്ലോറിനേഷൻ ആണെങ്കിൽ ബെൻസാൽഡിഹൈഡ്, ട്രൈക്ലോറിനേഷൻ ആണെങ്കിൽ ബെൻസോയിക് ആസിഡ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാറ്റി എഴുതിക്കണം. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. സപ്പോസ് ഇവിടെ നിങ്ങൾക്ക് ബെൻസോയിക് ആസിഡ് ആണെങ്കിൽ ആൻസർ ഈസ് ബെൻസോ ട്രൈക്ലോറൈഡ്. ഇവിടെ നിങ്ങൾക്ക് ബെൻസൈൽ ആൽക്കഹോൾ ആണെങ്കിൽ ദി ആൻസർ ഈസ് ബെൻസൈൽ ക്ലോറൈഡ്, ലൈക്ക് ദാറ്റ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, അപ്പം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ നമ്മൾക്ക് എന്താ പറയുക, അത് അധികം പറയാൻ സമയമില്ല. പിന്നെ നിങ്ങൾക്കും അത് ബോറടിക്കും. കാരണം നമ്മൾ ഈ അവസാന സമയത്ത് വെറുതെ തള്ളി മറിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കാണാം കേട്ടോ. അപ്പം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പലതും ഞാൻ പറയുമ്പോൾ തന്നെ ആൻസർ പറയുന്നുണ്ട്. അത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനത് ബൂസ്റ്റ് ചെയ്ത് പറയാത്തത് നമ്മൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ടും പിന്നെ നമുക്ക് ആ ഉള്ള സമയത്ത് കുറച്ചുകൂടി തിയറി പറയാം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയേജൻറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ദി ട്രാൻസ്ഫോർമേഷൻ? നോക്കിയോണേ, ഈ ഒരു കൺവേർഷനാണ്. ഇവിടെ ക്ലോറിൻ ഇത് സൈക്ലോഹെക്സൈൻ ആണ്. സൈക്ലോഹെക്സൈൻ നോ ചേഞ്ച്. ദ ക്ലോറിൻ നോ ചേഞ്ച്. ദെൻ ഇവിടെയുള്ള CO എന്തായിട്ട് മാറി? CH2. ഞാൻ നിങ്ങളെ മുന്നേ പഠിപ്പിച്ചായിരുന്നു, കീറ്റോണിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ കാർബണൈൽ ഗ്രൂപ്പിനെ ഹൈഡ്രോ കാർബണാക്കി മാറ്റുന്നത് 2 മെക്കാനിസം വഴിയാണ്. ക്ലെമൻസൺ റിഡക്ഷൻ അല്ലെങ്കിൽ വോൾഫ് കിഷ്നർ റിഡക്ഷൻ. ഇതിൽ 2 ഉപയോഗിക്കാം. പക്ഷേ ആദ്യത്തെ ഓപ്ഷൻ ക്ലെമൻസണും മൂന്നാമത്തത് വോൾഫ് കിഷ്നറുമാണ്. പിന്നെ അത് കാറ്റലിറ്റിക് ഹൈഡ്രജനേഷനും മറ്റത് സോഡിയം ഇൻ ആൽക്കഹോളുമാണ്. അപ്പോൾ ഇതിൽ ഈ 2 എണ്ണത്തിൽ ഏതാ ആൻസർ എന്നൊരു കൺഫ്യൂഷൻ വരുമ്പം നിങ്ങൾ നോക്കേണ്ട സ്ഥലമാണ് ഈ ക്ലോറിൻ. നിങ്ങളൊന്ന് ആലോചിക്കുകയും നിങ്ങളുടെ ഇത് NH2 അതുപോലെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, ഇത് എത്തിലീൻ ഗ്ലൈക്കോളാണ്. ഇത് നമ്മുടെ സോൾവെൻ്റ് ആണ് കേട്ടോ. എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് സോൾവെൻ്റ് ആണ്. ആദ്യം ഇത് ഹൈഡ്രസീൻ ആയിട്ട് റിയാക്ട് ചെയ്ത ഹൈഡ്രോസോൺ ഉണ്ടാവും. ദെൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡാണ് റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ റിയാക്ട് ചെയ്യുമ്പം ഇതിൽ നിന്ന് വരുന്ന ഒരു ന്യൂക്ലിയോ ഫൈലാണ് മക്കളെ OH-. അപ്പോൾ ഇവിടുത്തെ ക്ലോറിനെ മാറ്റി ഇവിടെ കാർബോക്യാറ്റോൺ ഉണ്ടാവും. ഈ OH- നേരെ ഇവിടെ കയറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് OH കിട്ടും. ഏതുപയോഗിച്ചാൽ? വോൾഫ് കിഷ്നർ ഉപയോഗിച്ചാൽ. അങ്ങനെ OH കിട്ടിയോ? ഇല്ല. അതിൻ്റെ മീനിങ് ഇതിലുള്ള ആളാരാ? HCl. ഇതിൽ നിന്നും എന്ത് കിട്ടും? Cl- ന്യൂക്ലിയോ ഫൈൽ വരും. ഈ Cl-നെ മാറ്റി ഇവിടെ Cl കയറിയാലും ഇവിടെ എന്ത് തന്നെ കിട്ടും? Cl. എന്ന് വെച്ചാൽ ഹാലോജൻ ഗ്രൂപ്പിനെ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. അങ്ങനെ മാറ്റണ്ട എന്നുണ്ടെങ്കിൽ ക്ലെമൻസണെ വർക്കാവും, വോൾഫ് കിഷ്നർ വർക്കാവില്ല. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. ഇനി നേരെ തിരിച്ച് ഇവിടെ OH ആണെന്ന് വിചാരിച്ചോ. OH നിങ്ങൾക്ക് ഇവിടുത്തെ OH-നെ ഇവിടെ OH ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ക്ലെമൻസൺ ചെയ്യരുത്. കാരണം ക്ലെമൻസണിലെ HCl Cl- എന്ത് ചെയ്യും? OH-നെ മാറ്റി അവിടെ Cl ആയിട്ട് കയറും. ഇവിടെ പ്രശ്നമില്ല, കാരണം ഇവിടെ KOH ആണ്. ഇവിടെ ചെല്ലുന്ന OH അവിടെ നിന്നുള്ള OH-നെ മാറ്റി OH ആക്കിയാൽ നോ ചേഞ്ച്. അപ്പോൾ ഹാലോജൻ ആണെങ്കിൽ ക്ലെമൻസൺ വർക്കാവും, അതുപോലെ OH ഗ്രൂപ്പ് ആണെങ്കിൽ വോൾഫ് കിഷ്നർ വർക്കാവും. അപ്പോൾ ഇതിൽ പർട്ടിക്കുലർ ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ, അടുത്തത് 66. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ് അല്ലേ, ലോകത്തിലെ ആദ്യത്തെ ഓർഗാനിക് പാർട്ടും മെറ്റാലിക് പാർട്ടും ഉള്ള ആദ്യത്തെ ആളാണ് നമ്മളുടെ ഗ്രിഗ്നാർഡ് റിയേജൻ്റ്. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ആൻഡ് ഹൈഡ്രോളിസിസ് യു വിൽ ഗെറ്റ് X. അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇവിടെ ഒരു കാർബൺ ആറ്റം, ഇവിടെ ഒരു കാർബൺ ആറ്റം. ഡെഫിനറ്റ്ലി ദി ആൻസർ വിൽ ബി ഓപ്ഷൻ 2 ബിക്കോസ് 2 കാർബൺ ആറ്റമുള്ള ആസിഡേ ഫോം ചെയ്യുള്ളൂ. അത് ആസിഡിൻ്റെ പ്രിപ്പറേഷനുമാണ്. നമുക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. CH3MgBr ഇത് ഒരു കാർബൺ ആറ്റമുള്ള ആളാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ലീനിയർ മോളിക്യൂൾ. CH3MgBr മൈനസും ഇത് പ്ലസും ഇത് മൈനസും ആണ് അല്ലേ. നിങ്ങൾ മഗ്നീഷ്യം പോസിറ്റീവ് ആണെന്ന് ഓർത്താൽ മതി, അത് എളുപ്പം. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നെഗറ്റീവ് ഇടുക. ഇത് ഷിഫ്റ്റ് ചെയ്തു ബിക്കോസ് ഓക്സിജൻ ഈസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്, കാർബൺ പോസിറ്റീവ്. അപ്പോൾ ഈ മൈനസ് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ പ്ലസ് ഇവിടെ പോയി അറ്റാക്ക് ചെയ്യും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്നത് ഇതെല്ലാം ആരുടെ പ്രസൻസിലാണ്? ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ്. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന O+C കണക്കില്ല. Cയിൽ ആര് വന്ന് അറ്റാച്ച് ചെയ്തു? CH3. ഇവിടെ നമ്മൾ OMgBr അറ്റാച്ച് ചെയ്തു. ഇനി നിങ്ങൾക്കറിയാം ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആഡ് ചെയ്താൽ തൊട്ട് പുറകെ നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ്രോളൈസ് ചെയ്യും. ഹൈഡ്രോളൈസ് ചെയ്യുമ്പം നിങ്ങൾ ഇതങ്ങ് കട്ട് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ H-ഉം ഇവിടെ OH-ഉം കൊടുത്താൽ മതി. അപ്പം നിങ്ങളുടെ ആൻസർ നോക്കി, O+C OH CH3. മക്കളെ എന്താ ഇത് പറഞ്ഞേ? CH3 C+OH. ഇത് അസറ്റിക് ആസിഡ്. അപ്പം നിങ്ങൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ശരിക്കും നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടല്ല എടുക്കുന്ന, ഡ്രൈ ഐസ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് എന്ന് വിളിക്കാൻ കാരണം
അപ്പം നമ്മളെ സാധാരണ ഐസ് ക്യൂബുകൾ ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ നനയും. പക്ഷേ ഡ്രൈ ഐസ് ഒരു ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് പിടിച്ചാൽ നനയില്ല. കാരണം അത് സോളിഡിൽ നിന്നും ഡയറക്ട്ലി ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകും. ഈസിലി സബ്ലൈമബിൾ ആണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഡ്രൈ ഐസ്. റെഫ്രിജറൻ്റ് ആയിട്ട് ഐസ്ക്രീംസിൻ്റെ ഒക്കെ റെഫ്രിജറൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഡ്രൈ ഐസ്. അപ്പോൾ ഡ്രൈ ഐസ് ഉള്ള ഒരേ ഒരു റിയാക്ഷനുള്ളൂ. അപ്പോൾ ഈ റിയാക്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ക്ലിക്കാവും ഇത് ആസിഡാണ്. പിന്നെ ഏത് ആസിഡ്? ഇവിടെ ഉണ്ട് ആസിഡ്, അവിടെ ഉണ്ട് ആസിഡ്. നമ്മൾ എൻട്രൻസിന് ഒരിക്കലും അത് ചെയ്യാൻ നിൽക്കരുത്. കാരണം ആകെ ഇതിൽ 2 കാർബണാറ്റേ ഉള്ളൂ. ഈ 2 കാർബണാറ്റം വെച്ച് 2 കാർബണാറ്റുള്ള ആസിഡേ ഫോം ചെയ്യുള്ളൂ. 3 കാർബണാറ്റുള്ള ആസിഡിലേക്ക് നോക്കരുത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2. ഓക്കെ, അടുത്തത് The HVZ reaction is used for preparing. HVZ reaction നിങ്ങൾക്കറിയാം. സപ്പോസ് ഒരു കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ ഹാലജൻ ഇൻ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം കാർബോക്സിലിക് ആസിഡിൻ്റെ ആൽഫ പൊസിഷനിലിരിക്കുന്ന ഹൈഡ്രജൻ മാറി അവിടെ ഹാലജൻ കയറുന്ന റിയാക്ഷൻ്റെ പേരാണ് HVZ റിയാക്ഷൻ, ഹെൽ വോളാറ്റ് സിലെൻസ്കി റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ ആൽഫ പൊസിഷനിൽ ഹാലോജൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആസിഡ് കിട്ടും. സോ ദി ആൻസർ വിൽ ബി ആൽഫ ഹാലോ ആസിഡ്സ്, ഓപ്ഷൻ 4. അപ്പോൾ HVZ റിയാക്ഷൻ നടത്തണമെങ്കിൽ കണ്ടീഷൻ എന്താ? HVZ റിയാക്ഷന് അറ്റ്ലീസ്റ്റ് എന്ത് വേണം? 1 ആൽഫ ഹൈഡ്രജൻ എങ്കിലും വേണം എന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ 68. ഇവിടം തൊട്ട് നമ്മളുടെ പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ കെമിസ്ട്രി ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷേ നിങ്ങൾക്കിത് നേരത്തെ പരിചയമുള്ളതാണ്. നോക്കിക്കോ. ഫോർ ദി റിയാക്ഷൻ എത്തനോള്, പൊട്ടാസ്യം ഹൈപ്പോ അയഡേറ്റ്, എന്താ അത്? KOI ആണ് അല്ലേ? പൊട്ടാസ്യം ഹൈപ്പോ അയഡേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് CH3CHO കിട്ടി. ആക്ച്വലി ഇങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ പരിചയം NaOI ആയിരിക്കും. NaOI കണ്ടാൽ അപ്പം തന്നെ നിങ്ങളിതിനെ NaOH and I2 എന്ന് എഴുതും. അപ്പം തന്നെ നിങ്ങൾക്കറിയാം മക്കളെ, ഇത് അയഡോഫോം റിയാക്ഷനാണ്. അവർ NaOHന് പകരം KOH തന്നു എന്നുള്ളൂ. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? അയഡോഫോമാണ്. അയഡോഫോം റിയാക്ഷനിൽ ഈ അയഡിൻ എന്ന് പറയുന്ന ആളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റാണ്. ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ പ്രൈമറി ആൽക്കഹോളാണ്. ഇതിനെ ഓക്സിഡൈസ് ചെയ്യും. ഓക്സിഡൈസ് ചെയ്യുക എന്ന് വെച്ചാൽ മീനിങ് എന്താ? റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. കണ്ടോ, ഹൈഡ്രജൻ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്തനാൽ കിട്ടി. വീണ്ടും നമ്മൾ അയഡോഫോം ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് A കിട്ടും. എന്നിട്ട് കണ്ടോ, ഇതാണ് നമ്മളുടെ അയഡോഫോം. അയഡോഫോം റിയാക്ഷൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്കറിയാം. അയഡോഫോമും കിട്ടും, കറസ്പോണ്ടിങ് ആസിഡും കിട്ടും. ഇനി ചോദിക്കാം, ഇത് അയഡോഫോം തരുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഒരേ ഒരു ആൽഡിഹൈഡ് മാത്രമേ അയഡോഫോം ടെസ്റ്റ് തരുള്ളൂ എന്ന് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ഇതിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ഈ പൊട്ടാസ്യം ഹൈപ്പോ അയഡേറ്റിൻ്റെ പ്രസൻസിൽ ഇവിടെയുള്ള ഹൈഡ്രജൻ മുഴുവൻ മാറിയിട്ട് CI3C ഡബിൾ ബോണ്ട് OH മാറും. ഇതാണ് നിങ്ങളുടെ A എന്ന് പറയുന്ന കോമ്പൗണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വീണ്ടും NaOH ആഡ് ചെയ്യുമ്പം ഇത് മൈനസും ഇത് പ്ലസും, NaOH പ്ലസും മൈനസും, മൈനസ് ഇവിടെ അറ്റാക്ക് ചെയ്തു. സോ ദിസ് ഇസ് CI3 സിംഗിൾ ബോണ്ട് CO മൈനസ് ആൻഡ് ദിസ് ഇസ് CH3 OH അല്ലേ OH വരും. ഇനി ഈ ബോണ്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഇത് ലീവ് ചെയ്യും. ഇത് ലീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്നാന്ന് ആലോചിക്കേ, CI3 മൈനസും HC ഡബിൾ ബോണ്ടോ OH, ഫോമിക് ആസിഡ്. പക്ഷെ നിങ്ങൾക്കറിയാം ഇത് നടക്കുന്ന ഒരു ബേസിക് മീഡിയത്തിലായതുകൊണ്ട് ഇതിന് ആസിഡ് ആയിട്ടിരിക്കാൻ പറ്റില്ല. അപ്പം തന്നെ H+ ഇറങ്ങി ഇങ്ങോട്ട് കയറും. സോ ദിസ് ഇസ് CHI3 പ്ലസ് HCOO ആണ്. സോ ഇത് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഇനീഷ്യൽ പ്രൊഡക്റ്റ് ഇതായിരിക്കണം. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. എപ്പോഴും അങ്ങനെയാണ്. അയഡോഫോം ടെസ്റ്റിൽ നമ്മൾ ആ മീഥൈൽ കീറ്റോൺ പറഞ്ഞില്ലേ, അതിൽ ആ C ഡബിൾ ബോണ്ട് ഓയുടെ തൊട്ടടുത്തുള്ള CH3 3 ഹൈഡ്രജനും അയഡിൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ആ അയഡിൻ ഇരിക്കുന്ന ഗ്രൂപ്പ് ലീവ് ചെയ്തിട്ടാണ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർത്താൽ മതി, ഒരു അയഡോഫോൺ ടെസ്റ്റ് തരുന്ന ആളുടെ ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന കാർബണിലെ എല്ലാ ഹൈഡ്രജനും അയഡിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റ് ആണ് ഇത് CI3CHO. അത് മറക്കരുത് കേട്ടോ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും. ഇത് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലെ ടെസ്റ്റ് ഫോർ ദി ഡിറ്റക്ഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സിൽ കിടക്കുന്ന ഒരു റിയാക്ഷനാണ്. ഓക്കെ, അടുത്ത 69. വിച്ച് അമംഗ് ദി ഫോളോയിങ് കോമ്പൗണ്ട് റിയാക്ട്സ് വിത്ത് NaHCO3 ലിബറേറ്റ് CO2? മക്കളെ, ഇതും പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ കെമിസ്ട്രിയിലാണെങ്കിലും ഇത് നിങ്ങൾ കേട്ട് മടുത്ത സാധനമാണ്. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകളാണ് കാർബോക്സിലിക് ആസിഡ്സ്. അപ്പോൾ കാർബോക്സിലിക് ആസിഡ്സ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉണ്ട്. ആൻസർ 4 ആണ്. ഇത് കീറ്റോൺ ആണ്, ആൽക്കഹോൾ ആണ്, ഫിനോൾ ആണ്. ആൽക്കഹോളിനേക്കാൾ പവർഫുൾ ആണ് ഫിനോൾ എങ്കിലും ഫിനോളിന് പോലും അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫിനോൾ ദാറ്റ് മച്ച് ആസിഡിക് അല്ല.
സോ നല്ല അസിഡിക് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. അതുകൊണ്ട് തന്നെ കാർബോക്സിലിക് ആസിഡ് വേഴ്സസ് എനിത്തിങ് അല്ലേ, കാർബോക്സിലിക് ആസിഡ് വേഴ്സസ് എനിത്തിങ് നമുക്ക് ഏത് ടെസ്റ്റ് ഉപയോഗിക്കാം? NaHCO3 ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് വേഴ്സസ് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് വേണമെങ്കിൽ NaHCO3 ടെസ്റ്റ് ഉപയോഗിക്കാം. ബിക്കോസ് കാർബോക്സിലിക് ആസിഡിനുള്ള ഒരു പ്രത്യേകതയാണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ലിബറേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള വേറെ കുറച്ച് ആളുകളും ഉണ്ട്. ഏതാ, സൾഫോണിക് ആസിഡും പിക്രിക് ആസിഡും പോലെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾ വരാതെ നോക്കിക്കോണം കേട്ടോ, അങ്ങനെയുള്ള ആളുകൾ വരാതെ നോക്കിക്കോണം. കാർബോക്സിലിക് ആസിഡ് വേഴ്സസ് സംതിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാം. പക്ഷേ എനിത്തിങ് എന്നുള്ള കാറ്റഗറിയിൽ പിക്രിക് ആസിഡും സൾഫോണിക് ആസിഡും ഒന്നും വരരുത്. ബിക്കോസ് പിക്രിക് ആസിഡ് ആൻഡ് സൾഫോണിക് ആസിഡ്സ് ആർ ഹൈലി അസിഡിക് ആണ്. അത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാം. ശരി, അപ്പോൾ ആൻസർ ഓപ്ഷൻ 4. 70. Which of the following phenols gives no characteristic color with neutral ferric chloride solution? നിങ്ങൾക്കറിയാം ഫിനോൾ വേഴ്സസ് എനിത്തിങ് അല്ലേ, ഫിനോൾ വേഴ്സസ് എനിത്തിങ്, ഫിനോളുകളുടെ പ്രത്യേകതയാണ്. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് ഉപയോഗിക്കാം. ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റിൻ്റെ പ്രത്യേകത ഫിനോൾസ് വിൽ ഗീവ് വയലറ്റ് കളറേഷനാണ്. നല്ല വയലറ്റ് കളറേഷൻ തരുന്ന ആളുകളാണ് നമ്മളുടെ ഫിനോള്. പക്ഷേ കളറിൽ ചെറിയ ചെറിയ ചേഞ്ചുകൾ ഉണ്ടാവും. ഇപ്പം കാറ്റക്കോള് റിസോഴ്സിനോളൊക്കെ വരുമ്പോൾ കളറിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. പക്ഷേ ഫിനോളുകളായിട്ടും അങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക് കളറ് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റിൽ തരാത്ത ആളുകളാണ് 1 and 2 നാഫ്തോൾസ്. സോ ഇതാണ് നമ്മളുടെ നാഫ്തോള്. നാഫ്തോൾ എന്നറിയപ്പെടുന്ന ആൾ ഒരിക്കലും നമ്മുടെ ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡുമായിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് കളർ കാണിക്കത്തില്ല. സാധാരണഗതിയിൽ ബാക്കിയെല്ലാം ഫിനോളുകളാണ് അല്ലേ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് റിസോഴ്സിനോൾ, ഇത് കാറ്റക്കോള്, ഇത് ഫിനോൾ. ഇവരെല്ലാം കറസ്പോണ്ടിങ് കളറുകൾ, ഓരോരുത്തരുടെ കളറുകൾ കാണിക്കും. നമ്മുടെ കാറ്റക്കോളൊക്കെ കാണിക്കുന്ന ഒരു ഗ്രീനിഷ് അപ്പിയറൻസ് ആണ്, റിസോഴ്സിനോൾ ഒരു ബ്ലൂ പർപ്പിൾ അപ്പിയറൻസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കളറുകൾ ഇവർ കാണിക്കും. പക്ഷേ നമ്മളുടെ എന്താ പറയുക, നാഫ്തോളുകൾ സാധാരണഗതിയിൽ കളർ കാണിക്കില്ല. ബെൻസോയിക് ആസിഡ് ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡുമായിട്ട് കളർ കാണിക്കും. ദാറ്റ് ഇസ് എ ബഫ് കളേർഡ്. ബഫ് ഒരു ഫ്ലഷ് കളർ അപ്പിയറൻസ് ആണ്. ഈ കളറല്ല, ഈ പറയുന്ന കളറല്ല കാണിക്കുന്ന. ബെൻസോയിക് ആസിഡ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യും കേട്ടോ. ബെൻസോയിക് ആസിഡ് ഇതുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ത് കളറാ, ഒരു ബഫ് കളേർഡ് കോംപ്ലക്സ്, ബഫ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യാറുണ്ട്. അതും ഓർത്ത് വെക്കണേ. അപ്പോൾ ഫിനോളിനെ പക്ഷേ തിരിച്ചറിയാം. ഫിനോൾ ആൻഡ് ബെൻസോയിക് ആസിഡ് തിരിച്ചറിയാൻ ഇത് ഉപയോഗിക്കാം. വയലറ്റ് കളറേഷൻ ആണെങ്കിൽ ഫിനോളും, ബഫ് കളറേഷൻ ആണെങ്കിൽ നമുക്ക് ബെൻസോയിക് ആസിഡും ഫോം ചെയ്യും. ഓക്കെ, അടുത്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ? ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ബെനഡിക്റ്റ് സൊല്യൂഷൻ? ബെനഡിക്റ്റ് സൊല്യൂഷൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് അതിനെ നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സൊല്യൂഷനാണ്. കുറേ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ എന്താ, നല്ല സ്റ്റേബിളാണ് കമ്പയർഡ് ടു ഫില്ലിംഗ് സൊല്യൂഷൻ. അപ്പോൾ ഇറ്റ് ഈസ് മോസ്റ്റ് stable than filling solution, correct ആണ് അല്ലേ. It can be stored for a long time, തെറ്റാണ്. It is an alkaline solution containing a mixture of copper sulfate and sodium citrate, correct ആണ്. It is an alkaline solution containing a mixture of copper carbonate and sodium citrate, തെറ്റാണ്. So 1 and 3 are the answers. 1ഉം 3ഉം ആൻസർ ആണ്. കാരണം നിങ്ങൾക്കറിയാം ഫില്ലിംഗ് സൊല്യൂഷൻ 2 സൊല്യൂഷനുകളുടെ മിക്സ്ചർ ആണെങ്കിൽ ബെനഡിക്റ്റ് സൊല്യൂഷൻ സിംഗിൾ സൊല്യൂഷൻ ആണ് കേട്ടോ. ബെനഡിക്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സൊല്യൂഷൻ ആണ്. പക്ഷേ ഫില്ലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് സൊല്യൂഷൻ ആണ് അല്ലേ. കോമ്പിനേഷൻ ഓഫ് 2 സൊല്യൂഷൻസ് ആണ്. അത് തന്നെ ബെനഡിക്റ്റിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഇവിടെ ഫില്ലിങ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോപ്പർ സൾഫേറ്റും അതുപോലെ അക്വസ് റോച്ചലെ സോൾട്ടുമാണ്. ഇവിടെ നമ്മൾ ഒന്നിച്ചുപയോഗിക്കും കോപ്പർ സൾഫേറ്റും സോഡിയം സിട്രേറ്റും സോഡിയം കാർബണേറ്റും ഉപയോഗിക്കും. ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ഇസ് കോൾഡ് ആൽക്കലൈൻ സൊല്യൂഷൻ. സോ 1ഉം 3ഉം ആൻസർ ആണ് കേട്ടോ. 2 ഓപ്ഷൻസ് ആൻസർ ഉണ്ട്. ഓക്കെ, അടുത്ത 72. കാർബോക്സിലിക് ആസിഡ് ആൻഡ് ഫിനോൾ ക്യാൻ ബി ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ബൈ യൂസിങ്. ഇപ്പം പറഞ്ഞോളൂ, ന്യൂട്രൽ ഫെറിക് ക്ലോറൈഡിൽ കാർബോക്സിലിക് ആസിഡ് വിൽ ഗീവ് ബഫ് കളേർഡ് ആൻഡ് ഫിനോൾ വിൽ ഗീവ് വയലറ്റ് കളേർഡ്. സോ ഇത് നമുക്ക് ഉപയോഗിക്കാം. NaHCO3 അല്ലെ, കാർബോക്സിലിക് ആസിഡ് ലിബറേറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ്, ബട്ട് ഫിനോൾ ഡസ് നോട്ട് ലിബറേറ്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ്, ലിബറേഷൻ ഇല്ല. അപ്പോൾ ഇതിൽ ബോത്ത് 1 and 2 രണ്ടും ഉപയോഗിക്കാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. നിങ്ങൾക്ക് ഏത് ടെസ്റ്റ് വേണമെങ്കിലും ഉപയോഗിച്ച് ഈ 2 പേരെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാം. അടുത്തത് 73.
Aniline, that is an aliphatic or aromatic amine. It is an aromatic amine. Methanamine is an aliphatic amine. നിങ്ങൾക്കറിയാം aromatic amine versus anything or aromatic amine or primary amine അല്ലേ, aromatic primary amine versus aliphatic primary amine. ഇത് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കേണ്ട ടെസ്റ്റ് എന്ന് പറയുന്നത് അസോഡൈ ടെസ്റ്റ് ആണ്. കാരണം അസോഡൈ ടെസ്റ്റിൻ്റെ പ്രത്യേകത ആലിഫാറ്റിക് പ്രൈമറി അമീനുകൾ മാത്രമേ അസോഡൈ ഫോം ചെയ്യൂ. ആലിഫാറ്റിക്കിന് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഫോം ചെയ്യില്ല, അൺസ്റ്റേബിൾ ആണ്, അപ്പം തന്നെ ആൽക്കഹോളിലേക്ക് മാറും. അതുകൊണ്ട് പ്രൈമറി, ഇത് രണ്ടും പ്രൈമറിയാണ്, പക്ഷെ ഒന്ന് അരോമാറ്റിക്കും ഒന്ന് ആലിഫാറ്റിക്കും ആണെങ്കിൽ മക്കളെ അപ്പം തന്നെ എഴുതിക്കണം അസോഡൈ ടെസ്റ്റ് ആണ്. ഇനി കാർബൈലമീൻ ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? പ്രൈമറി അമീൻ, ഏത് പ്രൈമറി അമീനും വേഴ്സസ് എനിത്തിങ് അല്ലേ. പ്രൈമറി അമീൻ വേഴ്സസ് എനിത്തിങ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുപയോഗിക്കാം? കാർബൈലമീൻ ടെസ്റ്റ് ഉപയോഗിക്കാം. ആലിഫാറ്റിക് പ്രൈമറി അമീനും ആരോമാറ്റിക് പ്രൈമറി അമീനും രണ്ടും ഒരേ റിസൾട്ട് തരും. അതുകൊണ്ട് ഇവരെ നമുക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ ആരോമാറ്റിക്കും ഒരാൾ ആലിഫാറ്റിക്കും ആണെങ്കിൽ നല്ലത് കപ്ലിംഗ് റിയാക്ഷനാണ് അസോഡൈ. ഇത് സിറിക് അമോണിയം നൈട്രേറ്റ് ക്യാൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? ആൽക്കഹോളുകൾക്കുള്ളതാണ്. ആൽക്കഹോൾ എന്ത് കളർ തരും? റെഡ് കളറേഷൻ തരും. തലീൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? ഫിനോൾസിനുള്ളതാണ്. നിങ്ങൾക്കറിയാം ഫിനോൾഫ്തലീൻ, പിങ്ക് കളർ ഫോർമേഷൻ നമ്മൾ എടുത്തതാണ്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. അടുത്തത് 74. While preparing more salt by mixing aqueous solution of ferrous sulfate and aluminium sulfate, നിങ്ങൾക്കറിയാം മോർ സോൾട്ട് ഈസ് ഫെറസ് അമോണിയം സൾഫേറ്റ് ആണ്. 2-3 ml dilute sulfuric acid is added. പ്രത്യേകം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്, in order to prevent the hydrolysis of Fe2+ ion from ferrous sulfate and Al3+ ion from aluminium sulfate. So the answer is option 2. അടുത്തത് സൈസ് റേഞ്ച് ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾ നിങ്ങൾക്കറിയാം 1 നാനോമീറ്ററിലും ചെറുതാണെങ്കിൽ വിച്ച് ഈസ് കോൾഡ് ട്രൂ സൊല്യൂഷൻ. 1000 നാനോമീറ്ററിലും വലുതാണെങ്കിൽ വിച്ച് ഈസ് കോൾഡ് സസ്പെൻഷൻ. ആൻഡ് 1 to 1000 നാനോമീറ്റർ റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് കൊളോയിഡ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 4. ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ഓക്കെ, അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ലയോഫോബിക്. ലയോഫോബിക് എന്ന് വെച്ചാൽ സോൾവെൻ്റ് ഹേറ്റിംഗ് ആണ്. ഇതിനെ ഉണ്ടാക്കാൻ നമുക്ക് വളരെ പാടാണ്. വളരെ പാടായതുകൊണ്ട് സ്പെഷ്യൽ പ്രിപ്പറേഷൻ മെത്തേഡുകൾ വേണം. ഇവർ പറയുന്നു ഈസി പ്രിപ്പറേഷൻ മെത്തേഡ്, ഇത് തെറ്റാണ്, അതുകൊണ്ട് ഇത് ആൻസറാണ്. അതുപോലെ ഹൈ ഡിഗ്രി ഓഫ് ഹൈഡ്രേഷൻ ഒരിക്കലും നടക്കില്ല, കാരണം ഇതിന് സോൾവെൻറ്റിനെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇതും തെറ്റാണ്, അതുകൊണ്ട് ഇതും ആൻസറാണ്. ദെൻ ഇറിവേഴ്സിബിൾ, ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ശരിയാ, ഉണ്ടാക്കാൻ തന്നെ പാടാണ്. ഇനി ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ സോൾവെൻറ്റുകളൊക്കെ നമ്മൾ വേപ്പറൈസ് ചെയ്ത് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്റ്റാർച്ച് കൊളോയിഡ്, സ്റ്റാർച്ച് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് ഇളക്കി കഴിഞ്ഞാൽ കൊളോയിഡ് ആവും. നമ്മൾ നന്നായിട്ട് ബോയിൽ ഓഫ് ചെയ്ത് വെള്ളം മുഴുവൻ കളഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് സ്റ്റാർച്ച് ആവും. നിങ്ങൾക്ക് തോന്നുവാണ് ഇനിയും കൊളോയിഡ് ആക്കാൻ തോന്നിയാൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അതിനെ പേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ വീണ്ടും കൊളോയിഡ് ആവും. അങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കില്ല. ഇറിവേഴ്സിബിൾ കറക്റ്റാണ്, അപ്പോൾ ആൻസർ അല്ല. പിന്നെ നീഡ് സ്റ്റെബിലൈസിങ് ഏജൻറ്റ് ശരിയാണ്. നിങ്ങൾക്കറിയാം ലയോഫിലിക്കിന് സ്വന്തമായിട്ടൊരു സോൾവെൻറ്റ് ലെയർ ഉള്ളതുകൊണ്ട് മറ്റുള്ളവരുടെ അറ്റാക്കിൽ നിന്നും സ്വന്തമായിട്ട് പ്രിവെൻറ്റ് ചെയ്യും. പക്ഷേ ഇയാൾക്ക് അങ്ങനെ ഒരു സോൾവെൻറ്റ് ലെയർ ഇല്ലാത്തതുകൊണ്ട് ഇയാളെ സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മൾ പുറത്തുനിന്ന് ആളെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതും കറക്റ്റാണ്, അപ്പോൾ ഇത് ആൻസർ അല്ല. അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് 2 ഓപ്ഷൻസ് ആൻസറാണ്. 1 and 2 are the answers. So both 1 and 2 are incorrect statement regarding lyophobic salts. അടുത്ത 77. AS2S3 salt can be prepared by passing H2S gas through solution of AS2O3. നമ്മൾ ആഴ്സനിയസ് സൾഫൈഡിൻ്റെ പ്രിപ്പറേഷൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞാണ്, ആഴ്സനിക് ഓക്സൈഡ് എടുത്ത് ഡിസോൾവ് ചെയ്ത് അക്വസ് സൊല്യൂഷനിൽ കൂടെ നമ്മൾ H2S കിപ്പ് സെപ്പാരറ്റീവ്സ് വഴി കയറ്റി വിടണം. എന്നിട്ട് ആഴ്സനിക് ഓക്സൈഡ് നിങ്ങൾ എടുക്കുന്ന ഓരോ മൊമെൻറ്റിലും കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം. ബിക്കോസ് ആഴ്സനിയസ് ഓക്സൈഡ് ഈസ് ഹൈലി ടോക്സിക്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 2. അടുത്തത് 78. ഇൻ ദി ടൈട്രേഷൻ ഓഫ് എ സ്ട്രോങ് ബേസ് ആൻഡ് എ വീക്ക് ബേസ്, സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്. മക്കളെ, സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസിന് ഒരിക്കലും നിങ്ങൾ ഫിനോഫ്തലിൻ ഉപയോഗിക്കരുത്. സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ് ടൈട്രേഷൻ ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ വിൽ ബി മീഥൈൽ ഓറഞ്ച്. ആൻസർ ഈസ് ഓപ്ഷൻ 1. ഇത് നമുക്ക് സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിന് ഉപയോഗിക്കാം. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസിന് നന്നായിട്ട് ഉപയോഗിക്കാം, അതിൽ കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസിന് ഉപയോഗിക്കാം. പക്ഷേ സ്ട്രോങ് ആസിഡ് വീക്ക് ബേസിന് നിങ്ങൾ മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 1.
അതുപോലെ പി എച്ച് റേഞ്ച് ഓഫ് ഫിനോഫ്തലീൻ ഈസ് 8 to 10 ആണ്. ഫിനോഫ്തലീൻ്റെ പി എച്ച് റേഞ്ച് 8 to 10 ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ 3. നമ്മളിത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ നിങ്ങൾ ഫിനോഫ്തലിൻ്റെയും മീതൈൽ ഓറഞ്ചിൻ്റെയും റേഞ്ച് ഓർത്ത് വെച്ചാൽ മതി. ആ രണ്ട് ഇൻഡിക്കേറ്ററുകളെ നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. ആ രണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ നോട്ടാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ കൊടുത്തിട്ടുള്ളൂ. ആ രണ്ടിൻ്റെ പി എച്ച് റേഞ്ച് ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. 8 to 10. അടുത്ത 80. Consider titration of NaOH solution versus 1.25 molar oxalic acid solution. At the end point, following burette reading were obtained. If the volume of oxalic acid taken was 10 ml, then the molarity of the NaOH solution is. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒറ്റ ഇക്വേഷൻ ഉള്ളൂ അല്ലേ? M1 V1 equal to M2 V2. ഇതിൽ റിയാക്ഷൻ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം. സോഡിയം ഹൈഡ്രോക്സൈഡും ഓക്സാലിക് ആസിഡ് H2C2O4 റിയാക്ട് ചെയ്യുമ്പം കണ്ടോ ഇവിടെ 2 H ഉണ്ട്. സോ യു ഹാവ് ടു പുട്ട് 2 ഹിയർ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, M1 V1 ഈക്വൽ ടു M2 V2 നല്ല എടുക്കണ്ടേ. M1 V1 ബൈ N1 ഈക്വൽ ടു M2 V2 ബൈ N2 വേർ N1 N2 ആർ ദി സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ്. ഇനി പറഞ്ഞോ ഇവിടെ N1 ഇവിടെ N2 എന്നിട്ടിട്ട് കൊടുത്തു. M1 ഏതാ? നമുക്കിത് ഓക്സാലിക് ആസിഡ് അല്ലെങ്കിൽ NaOH എടുക്കാം അല്ലേ? ഇത് NaOHൻ്റെ ഡേറ്റയും ഇത് ഓക്സാലിക് ആസിഡിൻ്റെ ഡേറ്റയാണെന്ന് വിചാരിക്കുക. NaOHൻ്റെ മൊളാരിറ്റി കണ്ടുപിടിക്കണം. M1 വോളിയം ഓഫ് NaOHൻ്റെ വോളിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചെയ്തൊരു ഓർമ്മ വരണം. നമ്മൾ പ്രാക്ടിക്കൽ എക്സാം ചെയ്യുമ്പം കൺകോർഡൻ്റ് ആയിട്ടുള്ള വാല്യൂസ് അടുപ്പിച്ച് കിട്ടുന്ന വാല്യൂസ് ആണ് എടുക്കാവുള്ളൂ. ഇത് 4.5 4.5 4.4 4.4 4.4. അപ്പോൾ ഇതും 3 കൺകോർഡൻ്റ് വാല്യൂസ് ആണ് അല്ലേ? 3 കൺകോർഡൻ്റ് വാല്യൂസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ വോളിയം ഓഫ് NaOH എന്തായിട്ട് എടുക്കാം? 4.4 ml ആയിട്ട് എടുത്തു. അപ്പം നമ്മളിവിടെ 4.4 N1 എന്ന് പറയുന്ന 2 ആണ് ഈക്വൽ ടു M2 1.25 വോളിയം 10 ml ആണ് എടുത്ത് N2 1 ആണ്. സോ നിങ്ങൾക്ക് M1 ഇസ് ഈക്വൽ ടു എന്തെഴുതാം? 2 × 1.25 × 10 ഡിവൈഡഡ് ബൈ 2 വരും അല്ലേ? ഡിവൈഡഡ് ബൈ 4.4 വരും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1.25 ഇൻറ്റു അല്ലേ 2.5 വരും. 2.5 × 10 ബൈ 4.4 ദാറ്റ് ഈസ് 25 ഡിവൈഡഡ് ബൈ 4.4 എന്ന് വരും. അപ്പോൾ ഏകദേശം ഒരു 5.8 സംതിങ് കിട്ടുന്ന നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി 6 മോളാർ എന്ന് എഴുതാം. അവർ ചോദിച്ചേക്കുന്ന റൗണ്ട് ഓഫ് ടു ദി നിയറസ്റ്റ് ഇൻറ്റീജർ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 എന്ന് കിട്ടും. സിമ്പിൾ M1 V1 ഈക്വൽ ടു M2 V2. അടുത്തത് 81. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു നൈട്രേറ്റ് അയോൺ ടെസ്റ്റ്. നിങ്ങൾക്കറിയാം ബ്രൗൺ റിങ് ടെസ്റ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ബ്രൗൺ റിങ് ടെസ്റ്റിൽ ഏതാണ് ഇതിൽ കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദ്യം. എ ഡാർക്ക് ബ്രൗൺ റിങ് ഇസ് ഫോംഡ് അറ്റ് ദി ജംഗ്ഷൻ ഓഫ് ദി 2 സൊല്യൂഷൻ കറക്റ്റ് ആണ്. അതുകൊണ്ട് ഇത് ആൻസർ അല്ല. ഈ റിങ് എന്ന് പറയുന്നത് ഇസ് ഫോംഡ് ഡ്യൂ ടു നൈട്രോഫെറസ് സൾഫേറ്റ് കോംപ്ലക്സ്. അത് തെറ്റാണ്. കാരണം ഇത് നൈട്രോ അല്ല മക്കളെ, നൈട്രോസോയാണ്. ദേ താഴെ കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ കോംപ്ലക്സ് ഈസ് FeH2O5 NOSO4. അത് നൈട്രോസോയാണ്, നൈട്രോ അല്ല. പിന്നെ ഹീറ്റിംഗ് ദി നൈട്രേറ്റ് സോൾട്ട് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ലൈറ്റ് ബ്രൗൺ ഫ്യൂംസ് ആർ ഇവോൾഡ്. ശരിയല്ലേ? ഹീറ്റിംഗ് നൈട്രേറ്റ് സോൾട്ടിനെ ആ ലൈറ്റ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് ഏത് ഗ്യാസാ? NO2 ഗ്യാസ് ഇവോൾഡ്. അതും അറിയാം. അപ്പോൾ ഇതിൽ ആൻസർ തെറ്റിച്ചു കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ 2 ആണ്. അടുത്തത് 82. During the qualitative analysis of a salt with a cation Y+, addition of a reagent X to alkaline solution of the salt gives a bright red precipitate. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണം. ഈ ബ്രൈറ്റ് റെഡ് precipitate എന്ന് പറയുന്നത് നിക്കൽ ഡൈമീഥൈൽ ഗ്ലയോക്സിം കോംപ്ലക്സ് ആണ് അല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു വൈൻ റെഡ് കളർ പ്രസിപ്പിറ്റേറ്റ് ആണ്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന റിയേജൻ്റ് എക്സ് എന്നറിയപ്പെടുന്നത് ഡൈമീഥൈൽ ഗ്ലയോക്സൈം ആണ്. ഡൈമീഥൈൽ ഗ്ലയോക്സൈം ഈ CH3 C ഡബിൾ ബോണ്ട് NOH സെയിം CH3 ഡബിൾ ബോണ്ട് NOH ആണ്. ആൻഡ് Y+ ഈസ് ആക്ച്വലി നിക്കൽ 2+ അല്ലെ? Y2+ എന്നറിയപ്പെടുന്ന കാറ്റോൺ എന്നറിയപ്പെടുന്ന നിക്കൽ 2+ ആണ്. സോ ഡൈമീഥൈൽ ഗ്ലയോക്സൈം ആൻഡ് നിക്കൽ 2+. ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ.
അടുത്തത് ഇൻ ദി ഫ്ലെയിം ടെസ്റ്റ് ഓഫ് മിക്സ്ചർ ഓഫ് സോൾട്ട് എ ഗ്രീൻ ഫ്ലെയിം വിത്ത് എ ബ്ലൂ സെൻറ്റർ വാസ് ഒബ്സർവ്ഡ് ആൻഡ് ദിസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് കോപ്പർ 2+ അയോൺ. നിങ്ങൾക്കറിയാം ഫ്ലെയിം ടെസ്റ്റ് നടത്തുമ്പം ഒരു ബ്ലൂ സെൻറ്റർ ഉള്ള ഗ്രീൻ ഫ്ലെയിം ഫോം ചെയ്യുന്നത് ശരിക്കും നിങ്ങളുടെ കാറ്റയോൺ കോപ്പർ 2+ ആണെന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. ബാക്കിയുള്ളവരുടെ കളർ നിങ്ങൾക്കറിയാം സ്ട്രോൺഷ്യം 2+, ബേരിയം 2+, കാൽഷ്യം 2+, ബ്രിക്ക് റെഡ്, അതുപോലെ ഇത് അതിൽ ബ്രിക്ക് റെഡ് ആണ്, ഇതിന് ക്രിംസൺ റെഡ് ആണ്, ഇത് ആപ്പിൾ ഗ്രീൻ ആണെന്നൊക്കെ അറിയാം. പക്ഷേ ഗ്രീൻ ഫ്ലെയിം വിത്ത് ബ്ലൂ സെൻറ്റർ എന്നറിയപ്പെടുന്നത് കോപ്പർ 2+നാണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്തത് 84. റിയേജന്റ് 1 naphthalamine and sulfanilic acid in acetic acid is used for the detection of. ഈ രണ്ട് റിയേജൻറ്റുകൾ എന്ന് പറയുന്നത് ഗ്രിസ് ഇലോസ്വേ ടെസ്റ്റ് എന്നറിയപ്പെടും. ഗ്രിസ് ഇലോസ്വേ ടെസ്റ്റ്. ഗ്രിസ് ഇലോസ്വേ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി കൺഫർമേഷൻ ഓഫ് നൈട്രൈറ്റ് അയോൺ, അല്ലെ? നൈട്രൈറ്റ് അയോണിൻ്റെ കൺഫർമേഷനാണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 3. നമ്മൾ കുറേ തവണ ക്ലാസ്സിൽ പറഞ്ഞ ഒരു ടെസ്റ്റാണ്, മറക്കരുത്. അടുത്തത് 85. പ്രിലിമിനറി ടെസ്റ്റ് ഫോർ ഇൻഓർഗാനിക് സോൾട്ട് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഡിറ്റക്ട് ദി ഫോളോയിങ് ആനിയോൺസ് എക്സെപ്റ്റ്. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾ സോൾട്ടിലേക്ക് ഒഴിക്കുമ്പം കാർബണേറ്റ് ആണോ എന്ന് പിടികിട്ടും, നൈട്രൈറ്റ് ആണോ എന്ന് പിടികിട്ടില്ല, സൾഫൈഡ് കിട്ടും, നൈട്രൈറ്റ് കിട്ടും. അതായത് ഇത് നിങ്ങൾക്ക് പിടികിട്ടുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുമ്പോഴാണ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുമ്പം നിങ്ങൾക്ക് പിടികിട്ടും. അതുകൊണ്ട് ഇതൊന്നും നിങ്ങളുടെ ആൻസർ അല്ല. പ്രിലിമിനറി ടെസ്റ്റിൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അവിടെ നിങ്ങൾക്ക് നൈട്രേറ്റിനെ പിടികിട്ടും. ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് മനസ്സിലാവാത്ത ആൾ നൈട്രേറ്റ് ആണ്. ഓപ്ഷൻ 2, അല്ലേ? 2 ആണ് ആൻസർ. അടുത്ത നിങ്ങളുടെ സെക്ഷൻ ബി ആണ്. 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും 10 ക്വസ്റ്റ്യൻ എഴുതണം, അറിയായിരിക്കും. നോക്കാവേ. ദി കറക്റ്റ് ഡിക്രീസിങ് ഓർഡർ ഓഫ് ദെയർ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രോളിസിസ് ഈസ് ആണ്. നിങ്ങൾ ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാനിവിടെ COCl ആണ്, അല്ലേ? ബെൻസീൻ റിങ്ങിൻ്റെ ഇവിടെ C+O(Cl) കൊടുത്തു. ഇവിടെ നിങ്ങൾ മൈനസും ഇവിടെ പ്ലസ്സും എഴുതി കഴിഞ്ഞാൽ ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ അറ്റാക്കാണ്. ഇവിടെ ലോൺ പെയർ വന്ന് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഈ അറ്റാക്ക് നടക്കണമെങ്കിൽ ഇവിടുത്തെ പ്ലസിൻ്റെ ഇൻറ്റൻസിറ്റി നല്ല കൂടുതലായിരിക്കണം. ഈ പ്ലസിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുന്നവരാരാണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകളാണ്. നോക്കിക്കേ, ഇത് സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്, അല്ലേ? വളരെ നന്നായിട്ട് ഇലക്ട്രോണിനെ പിടിച്ച് പുറകോട്ട് വലിക്കും. ഇത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആണ്, പക്ഷേ നൈട്രോയിഡ് അത്രയും വരില്ല. മീഥൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഏറ്റവും നല്ല റിയാക്ടിവിറ്റി കാണിക്കുന്ന ആരാ? 2. പിന്നെ കാണിക്കുന്ന 4. പിന്നെ കാണിക്കുന്ന ഇതാ നല്ലത്, കാരണം അത് റിയാക്ടിവിറ്റി കുറയ്ക്കുക ചെയ്യുക. അപ്പോൾ 2, 4, 1, 3 ആൻസർ ഈസ് ഓപ്ഷൻ 3. 2, 4, 1, 3 ആൻസർ ഈസ് ഓപ്ഷൻ 3 വരും. അടുത്ത 87. The relative reactivities of acyl compounds towards nucleophilic substitution are in the order. അസൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ജനറലി എഴുതി കഴിഞ്ഞാൽ RC+OCl ആണ്. ആസിഡ് അൺഹൈഡ്രേറ്റ് എന്ന് പറയുന്ന RC+OCO(R' ആണ്. എസ്റ്റർ എന്ന് പറയുന്ന RC+OR ആണ്. അമൈഡ് എന്ന് പറയുന്ന RC+ONH2 ആണ്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിങ്ങളുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആകുമ്പം ഇത് മാറണമല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് മൈനസും ഇവിടെ പ്ലസ്സുമാണ്. അപ്പം നിങ്ങളുടെ ന്യൂക്ലിയോഫൈൽ വന്ന് ഈ പ്ലസ്സിനെ അറ്റാക്ക് ചെയ്യണ്ടേ. അങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ഇയാളുടെ +R ഇഫക്റ്റ് ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ പ്ലസിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. അപ്പോൾ ഇവരും ഇതുപോലെ തന്നെ നോക്കിക്കേ, ഈ പ്ലസ്സിലേക്ക് +R ഇഫക്റ്റ് ഓപ്പറേറ്റ് ചെയ്യും. ഇയാളും എന്താണ്? +R ഇഫക്റ്റ് ഓപ്പറേറ്റ് ചെയ്യും. ഇയാളും എന്താണ്? +R ഇഫക്റ്റ് ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ +R ഇഫക്റ്റിൻ്റെ ഓർഡർ ഏറ്റവും കൂടുതൽ ആർക്കാ? NH2-നാണ്. അതിനുശേഷം OR-നാണ്. അതിനുശേഷം OCOR, ഫൈനലിയാണ് ക്ലോറിൻ. അപ്പോൾ റിയാക്ടിവിറ്റിയുടെ ഓർഡർ എങ്ങനെയാണ്? തിരിഞ്ഞു വരും. കാരണം ഇയാൾ നന്നായിട്ട് കൊടുക്കുമ്പം ഇവിടുത്തെ പ്ലസിൻ്റെ ഇൻറ്റൻസിറ്റി നന്നായിട്ട് കുറയും. ഇവിടുത്തെ പ്ലസിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. കുറയും. ഇവിടെ കുറച്ച് മാത്രമേ കുറയുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല റിയാക്റ്റീവ് ആരാ? ഇതാ. അതാണ് +R-ൻ്റെ ഓർഡർ എങ്കിൽ അതിൻ്റെ തിരിച്ചുള്ള ഓർഡർ ആയിരിക്കും റിയാക്ടിവിറ്റിയുടെ ഓർഡർ. സോ ദി ആൻസർ ഈസ് അസൈൽ ക്ലോറൈഡ്, ആസിഡ് അൺഹൈഡ്രേറ്റ്, എസ്റ്റർ, അമൈഡ്. അപ്പോൾ എത്രത്തോളം ഇലക്ട്രോണിനെ കൊടുക്കുന്നോ അത്രത്തോളം റിയാക്ടിവിറ്റി കുറയത്തുള്ളൂ. NH2 ഗ്രൂപ്പ് നന്നായിട്ടിരുന്ന് ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ടിരിക്കും, പ്ലസ് നന്നായിട്ട് കുറയും, വെള്ളത്തിൻ്റെ ലോൺ പെയറിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ റിയാക്ടിവിറ്റി ഭയങ്കരമായിട്ട് കുറയും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 4. 88.
Statement 1. Formic acid is more acidic than acetic acid. Yes, formic acid is even more acidic than benzoic acid. അത്രയും പ്രത്യേകതയുള്ള ആളാണ് ഫോമിക് ആസിഡ്. So HCOOH is more acidic than CH3COOH. Statement 1 is correct. Statement 2. Acetate ion, that is CH3C double bond OO minus ion, is more stable than HC double bond OO minus. നോക്കിയേ, ഇവിടെയും റെസൊണൻസ് ഉണ്ട്. രണ്ട് സ്ഥലത്തും റെസൊണൻസ് ഉള്ളത് കൊണ്ട് പിന്നെ അത് നിങ്ങൾ നോക്കണ്ട. പിന്നെ നോക്കേണ്ടത് ഇയാൾക്കൊരു ഇലക്ട്രോൺ റിലീസിങ് എഫക്റ്റ് ഉണ്ട്. അപ്പം നെഗറ്റീവിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും, അപ്പോൾ സ്റ്റെബിലിറ്റി കുറയും. എന്ന് വെച്ചാൽ അസറ്റേറ്റ് അയോൺ ഈസ് മോർ സ്റ്റേബിൾ അല്ല, ലെസ് സ്റ്റേബിൾ ദാൻ ഫോർമേറ്റ് അയോൺ ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 റോങ് ആണ്. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റും. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 4. രണ്ട് സ്ഥലത്തും റെസൊണൻസ് ഉള്ളതുകൊണ്ട് അത് നോക്കരുത്. ഇവിടെ ഇലക്ട്രോൺ പുഷിംഗ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് കൂടും, സ്റ്റെബിലിറ്റി കുറയുന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. ഹൈഡ്രജന് അങ്ങനത്തെ പ്രോപ്പർട്ടി ഇല്ല. ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു മൈനസ് ഐ എഫക്റ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് കുറച്ച് കുറയും, സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ഇതിൽ ആൻസർ ഈസ് ഓപ്ഷൻ 4. 89. In a set of the given reaction, acetic acid yielded a product C. എന്നിട്ട് അവർ പ്രൊഡക്റ്റ് സി ഏതാണെന്നാണ് ചോദ്യം. ഇപ്പോൾ ആദ്യം അസറ്റിക് ആസിഡ് PCl5 നടത്തുമ്പം ഇത് ക്ലോറിനേഷൻ ആണ്. ക്ലോറിനേഷൻ നടത്തിയാൽ ഇവിടുത്തെ OH മാറി Cl വരും. സോ എ എന്ന് പറയുന്ന ആൾ CH3COCl. ഇനി ബെൻസീൻ റിങ് അതിൻ്റെ അകത്തേക്ക് ഈ CH3COCl അതുപോലെ അൺഹൈഡ്രസ് AlCl3 കൂടെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ. അങ്ങനെ ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ നടത്തുമ്പം ഇവിടെ Cl മൈനസ് മുറിഞ്ഞ് ഇയാളുടെ കൂടെ പോവും, ഈ പ്ലസ് ചാർജ് നേരെ ബെൻസീൻ റിങ്ങിലോട്ട് വരും. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അസറ്റോഫിനോൺ COCH3. സോ ബി എന്ന് പറയുന്ന ആളിത്. ഇത് നമ്മളുടെ CH3COCl എന്ന് പറയുന്ന ആളാണ് എ. ഫ്രീഡൽ ക്രാഫ്റ്റ് അസൈലേഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് ബി കിട്ടും. ഇനി അവർ പറഞ്ഞേക്കുന്ന ഗ്രിന്നാഡ് റിയേജൻറ്റ് ഇൻ പ്രസൻസ് ഓഫ് ഈതർ ആൻഡ് ഫൈനലി ഹൈഡ്രോളിസിസ്. ഗ്രിന്നാഡ് റിയേജൻറ്റ് ആഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് C2H5MgBr ആണ്. ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ചെയ്യുമ്പം നിങ്ങളത് ചെയ്ത് പോലും നോക്കാതെ വേണമെങ്കിൽ ആൻസർ പറയാം. നിങ്ങൾക്കറിയാം ഇതൊരു കീറ്റോൺ ആണ്. കീറ്റോൺ ഗ്രിന്നാഡ് റിയേജൻറ്റിൻ്റെ പ്രസൻസിൽ എപ്പോഴും തരുന്നത് ടെർഷറി ആൽക്കഹോളാണ്. ഈ ആൽക്കഹോളിൽ ഒരു CH3 ഗ്രൂപ്പും ഒരു ഫിനൈൽ ഗ്രൂപ്പും ഒരു ഈതൈൽ ഗ്രൂപ്പും ഉണ്ടായിരിക്കും. നോക്കി, ഒരു CH3, ഒരു ഈതൈൽ, ഒരു ഫിനൈൽ ഗ്രൂപ്പുള്ള ടെർഷറി ആൽക്കഹോളാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 വരും. അപ്പോൾ നിങ്ങൾ അത് മുഴുവൻ ചെയ്യരുത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയം പോവും. ഇവിടെ കീറ്റോൺ ആണെങ്കിൽ അവിടെ കിട്ടുന്ന ടെർഷറി ആയിരിക്കും. സോ ടെർഷറി ആൽക്കഹോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ 3 ഗ്രൂപ്പുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ ആൻസർ കിട്ടും. ആൻസർ ഈസ് ഓപ്ഷൻ 4. അടുത്ത 90. വിച്ച് ഓഫ് ദി ഫോളോയിങ് കോമ്പൗണ്ട്സ് റിയാക്ട്സ് വിത്ത് NaHCO3? ഇതിപ്പോൾ നമ്മൾ റെപ്പറ്റേഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. ടു ഗീവ് സോഡിയം സോൾട്ട് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് കാർബോക്സിലിക് ആസിഡ്സ്. അപ്പോൾ ഇതിൽ അസറ്റിക് ആസിഡ് ആൻസർ ആണ്. ഹെക്സനോൾ അല്ല. ഫിനോളിന് അത്രയും അസിഡിറ്റി ഇല്ല. ബോത്ത് 2 and 3 തെറ്റാണ്. അസറ്റിക് ആസിഡ് ആൻസർ ഈസ് ഓപ്ഷൻ 1. ഇത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോബ്ലമാണ്. 91. Dry distillation of calcium acetate. Calcium acetate is CaC double bond O CH3. നമുക്ക് കാൽഷ്യം ആദ്യം അസറ്റിക് ആസിഡ് എഴുതാം. അസറ്റിക് ആസിഡ് CH3C double bond OOH ആണ്. കാൽഷ്യം ഡൈവാലൻ്റ് കാറ്റോൺ ആയതുകൊണ്ട് 2 അസറ്റിക് ആസിഡ് വേണം. ഇതിൽ നിന്നുള്ള 2 ഹൈഡ്രജനെ മാറ്റി ഇവിടെ നമ്മൾ കാൽഷ്യം കൊടുത്ത് ഡ്രൈ ഡിസ്റ്റിലേഷൻ, ദാറ്റ് ഈസ് ഹീറ്റിംഗ് സ്ട്രോങ്ലി. സോ ഇതിൽ നിന്ന് CaCO3 റിലീസ് ചെയ്യും. കാൽഷ്യം കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് CH3C ഡബിൾ ബോണ്ടോ CH3 കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അസറ്റേറ്റ്. ആൻസർ വിൽ ബി അസറ്റോൺ. ഓപ്ഷൻ 4 ആണ്. പക്ഷേ നമുക്ക് NCERT പറഞ്ഞിട്ടില്ലാത്ത റിയാക്ഷനാണ്. NCERT അങ്ങനെ കൊടുത്തിട്ടില്ല. നിങ്ങൾ വർക്ക് ബുക്കിലൊക്കെ കിടക്കുന്ന ക്വസ്റ്റനാണ്. അത്ര ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഇട്ടായിരിക്കും. നമ്മുടെ സിലബസിൽ അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഇനിയുള്ളത് 92. നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിയാക്ഷനിൽ ഇത് മീഥൈൽ ഗ്രൂപ്പാണ്, ഇത് നൈട്രൈലാണ്. നമ്മൾ കോമൺലി വിളിക്കുന്ന പേര് സയനൈഡ്. സയനൈഡിനെ അസിഡിക് ഹൈഡ്രോളിസിസ് നടത്തിയാൽ ദാറ്റ് വിൽ ബി ഡയറക്ട്ലി കൺവേർട്ടഡ് ടു കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ നിങ്ങളുടെ എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇവിടുത്തെ CH3ക്ക് മാറ്റമില്ല. സയനൈഡ് ഗ്രൂപ്പ് നേരെ COOH ആയിട്ട് മാറും. ഇനിയുള്ളത് NaOHCaO. ഇതിൻ്റെ പേര് കോസ്റ്റിക് സോഡ, ഇതിൻ്റെ പേര് ക്വിക്ക് ലൈം. ഒരുമിച്ച് വിളിക്കുന്ന പേര് സോഡ ലൈം. സോഡ ലൈമിൻ്റെ പ്രത്യേകത കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തു കളയുന്ന റിയേജൻ്റ് ആണ്. ആൻഡ് ദാറ്റ്സ് വൈ ദി സ്റ്റെപ്പ് ഈസ് നോൺ ആസ് ഡീകാർബോക്സിലേഷൻ.
അങ്ങനെ നടത്തി കഴിയുമ്പം ഇതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെ റിമൂവ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് ബി എന്ന് പറയുന്ന മീഥേൻ കിട്ടും. സോ തിയറട്ടിക്കലി ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണെങ്കിലും പ്രാക്ടിക്കലി ഇത് ചെയ്യാൻ പാടാണ്. നിങ്ങൾ CH3COOHനെ ആദ്യം CH3COONA ആക്കിയതിന് ശേഷം വേണം സോഡ ലൈം ഇടാൻ. അത് കുഴപ്പമില്ല, അവർ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ 4 ആണ്. ഇതിൽ നിന്ന് CO2 പോയി കഴിയുമ്പോൾ CH3യും H കൂടെ കൂടി CH4 ഉണ്ടാവും. ആൻസർ 4. 93. കൺസിഡർ ദി ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ. തന്നിരിക്കുന്നത് ആദ്യത്തത് ഈഥൈൻ ആണ്. ഈഥൈനിൽ ഈ ഹൈഡ്രജനും ഹൈലി അസിഡിക് ആണ്. ബിക്കോസ് ദിസ് ഈസ് sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം വിച്ച് ഈസ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ്. ഇതിലേക്ക് നമ്മൾ 2 മോൾ സോഡാമൈഡ് ഇടണം. ഈ റിയേജൻ്റെ പേര് സോഡാമൈഡ് ആണ്. സോഡാമൈഡ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബേസാണ്. അവർ ഈ 2 H+ എടുത്തുകൊണ്ട് പോയിട്ട് C∼C, ഇവിടെ സോഡിയം സോൾട്ട് ഓഫ് എത്തീനൈഡ് കിട്ടും. ഇനി 2 മോൾ മീഥൈൽ അയഡൈഡ് 2 മോൾ ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ സോഡിയം ഈ അയഡിനെ എടുത്ത് 2 സോഡിയം അയഡൈഡായിട്ട് പോവുകയും ഇവിടെയും CH3 വന്ന് കയറി CH3 C∼C കിട്ടും. ദിസ് ഇസ് കോൾഡ് ബ്യൂട്ട്-2-ഐൻ അല്ലേ, ബ്യൂട്ട്-2-ഐൻ കിട്ടുകയും ചെയ്യും. ഇനി ഇത് നിങ്ങൾക്കറിയാം ഹൈഡ്രേഷൻ യൂസിങ് മെർക്കുറിക് സൾഫേറ്റ് ആണ് അല്ലേ, ഇതിനെ ഹൈഡ്രേഷൻ എന്ന് വിളിക്കും. ഇത് നോൺ ടെർമിനൽ ആൽക്കൈൻ ആണ്. നോൺ ടെർമിനൽ ആൽക്കൈൻസ് എന്ത് നടത്തും? ഹൈഡ്രേഷൻ ഇൻ പ്രസൻസ് ഓഫ് മെർക്യൂറിക് സൾഫേറ്റ് ആൻഡ് സൾഫ്യൂരിക് ആസിഡിൽ. ഇതിൽ നോൺ ടെർമിനൽ ആണെങ്കിൽ ഉറപ്പായിട്ടും കീറ്റോൺ, അല്ലെങ്കിൽ തന്നെ എല്ലാ ആൽക്കൈൻസും കീറ്റോൺ തരും. ആകെ എത്തനാൽ മാത്രമേ ആൽഡിഹൈഡ് തരുള്ളൂ. ഇത് സിമ്മട്രിക് ആയതുകൊണ്ട് നിങ്ങൾക്ക് കീറ്റോൺ ഗ്രൂപ്പ് എവിടെ വേണേലും ഇടാം. സോ CH3 C∼O CH2 CH3 ഇങ്ങനെ എഴുതാം. സോ ദിസ് ഈസ് യുവർ പ്രൊഡക്റ്റ് ബി. ഇനി I2OH എന്താ? അത് അയഡോഫോം റിയാക്ഷൻ ആണ് അല്ലേ. അയഡോഫോം റിയാക്ഷൻ തരുമോ? ആദ്യം തരും, കാരണം ഈ ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് അയഡോഫോം തരും. അപ്പോൾ അയഡോഫോം റിയാക്ഷൻ നിങ്ങൾ ചെയ്ത് കഴിയുമ്പം ഈ ഗ്രൂപ്പ് ഇവിടുന്ന് മുറിഞ്ഞ് CHI3 ആയിട്ടും പ്ലസ് ഈ ഗ്രൂപ്പ് മുറിഞ്ഞു പോയി കേട്ടോ, ഇത് CHI3 ആയിട്ട് മുറിയും. ബാക്കിയുള്ളത് CH3 CH2 COO മൈനസ് ആവും. ഇനി അവർ രണ്ടാമത്തെ സ്റ്റേജിൽ ഒരു H+ അഡീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് പ്രൊപ്പിയോണിക് ആസിഡ് കിട്ടും. ഇത് ഞാൻ നിങ്ങളെ ഫുൾ എഴുതി കാണിച്ചെന്നുള്ളൂ, ഇങ്ങനെയൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും 4 കാർബണാറ്റമുള്ള ആൾ ഇവിടെ 4 കാർബണാറ്റമുള്ള കീറ്റോൺ ആയിട്ട് മാറും. അയഡോഫോം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് ഡൗൺ എന്ന് വെച്ചാൽ എത്രയാണോ കാർബണാറ്റം നിങ്ങളുടെ റിയാക്റ്റൻറ്റിലുള്ളത് അതിനേക്കാൾ 1 കുറച്ചുള്ള ആസിഡ് എഴുതാവുള്ളൂ. 4 കാർബണാറ്റം ഉള്ളത് കിട്ടിക്കഴിഞ്ഞാൽ 3 കാർബണാറ്റം ഉള്ളതായിരിക്കും ആൻസർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1, ദാറ്റ് ഈസ് പ്രൊപ്പനോയിക് ആസിഡ്. സോ ഇതിനകത്ത് കുറേ റിയാക്ഷൻസ് ഉണ്ട്, അത് ഫുൾ ഇങ്ങനെ എഴുതി നോക്കണ്ട കേട്ടോ, ഞാനത് എഴുതി കാണിച്ചെന്നുള്ളൂ. നിങ്ങൾ എൻട്രൻസിന് അങ്ങനെ എഴുതി നോക്കരുത്, ഒരു ലോജിക്ക് അനുസരിച്ച് ചെയ്തെടുത്തോണം. 94. സോഡിയം കാർബണേറ്റ് എക്സ്ട്രാക്ട് ഇസ് നോട്ട് യൂസ്ഡ് ഫോർ ദി കൺഫർമേഷൻ ഓഫ്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉള്ള അയോണാണ് CO3₂-. അപ്പം നിങ്ങളുടെ സോൾട്ട് CO3₂- ആകുമ്പം സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടെസ്റ്റ് ഇത് തരും. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി കാർബണേറ്റ് ഉണ്ട്, അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കും നമ്മളുടെ സോൾട്ട് കാർബണേറ്റ് ആണെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ കാർബണേറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരിക്കലും സോഡിയം കാർബണേറ്റ് എക്സ്ട്രാക്റ്റ് എടുക്കരുത്. ബാക്കി 6 ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയും നിങ്ങൾക്ക് ഇതെടുക്കാം. പക്ഷേ ഇതെടുത്തിട്ട് കാർബണേറ്റിൻ്റെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ഈ സൊല്യൂഷനിൽ നിന്നുള്ളതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സോഡിയം കാർബണേറ്റ് എക്സ്ട്രാക്റ്റ് എടുക്കരുത്. ഇതിന് വേണ്ടി ഡയറക്റ്റ് സോൾട്ടേ എടുക്കാവുള്ളൂ. ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഡയറക്റ്റ് സോൾട്ട് മസ്റ്റ് ബി ടേക്കൺ. ഡയറക്റ്റ് സോൾട്ടേ എടുക്കാവുള്ളൂ, ഒരിക്കലും സോഡിയം കാർബണേറ്റ് എക്സ്ട്രാക്റ്റ് എടുക്കരുത്. ബിക്കോസ് ഇറ്റ് ഓൾറെഡി കണ്ടെയ്ൻ കാർബണേറ്റ് അയോൺ. കാർബണേറ്റ് അയോൺ ഓൾറെഡി ഉണ്ട്. അടുത്ത 95. ഇത് 2. സോഡിയം നൈട്രൈറ്റ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഒരു ഭാഗം അവർ കൊടുത്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാം. 2 ഹൈഡ്രജനും 2 NO2 മിച്ചം വരും. സോ ദിസ് ഇസ് 2 മോൾ നൈട്രസ് ആസിഡ്. നൈട്രസ് ആസിഡിൻ്റെ പ്രത്യേകത സഡൻലി ഡിസ്പ്രപ്പോർഷനേറ്റ് ഇൻറ്റു നൈട്രിക് ആസിഡ് HNO3 ആൻഡ് നൈട്രസ് ഓക്സൈഡ് NO. And this nitrous oxide on further oxidation produces nitrogen dioxide which is a brown fume. അല്ലേ, ഇത് ബ്രൗൺ ഫ്യൂംസ് ആണ്. അവർ ചോദിച്ചേക്കുന്ന കളർ ഓഫ് G is actually brown. ആൻസർ is ഓപ്ഷൻ 3. അത് നമ്മൾ റിയാക്ഷൻ ടെസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞ റിയാക്ഷൻ തന്നെ. 96. മാച്ച് കോളം 1 വിത്ത് കോളം 2. ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയത് ഈ ഓപ്ഷൻ പ്രിൻറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഈ നമ്പർ മാറിപ്പോൾ നിങ്ങൾ കാര്യമാക്കണ്ട.
സീറോ ഗ്രൂപ്പിലുള്ള ആൾ, ഗ്രൂപ്പ് റിയേജൻ്റ് ആവശ്യമില്ലാത്ത 2 പേരാണ് നമുക്കുള്ളത്, NH4+ഉം Mg2+ഉം. ഇയാൾ ഗ്രൂപ്പ് 6ലുള്ള ആളും ഇയാൾ ഗ്രൂപ്പ് 0യിലുള്ള ആളുമാണ്. ഇതാണ് നമ്മൾ ആദ്യവും അവസാനവും പഠിപ്പിച്ചത്. ഗ്രൂപ്പ് 2 തന്നെ 2 ഉണ്ട്, നമുക്കതിൽ കാര്യമില്ല. ഗ്രൂപ്പ് 2ലുള്ള കാറ്റയോൺസ് ആണ് Cu2+ഉം പിന്നെ ഉള്ളത് Pb2+ഉം പിന്നെ ഉള്ളത് As3+ഉം ഗ്രൂപ്പ് 2 ആണ്. ഗ്രൂപ്പ് 4ലുള്ള ആളാണ് കൊബാൾട്ട്, ഇതിൻ്റെ കൂടെയുള്ള ആൾക്കാരാണ് നിക്കൽ 2+ഉം സിങ്ക് 2+ഉം മാംഗനീസ് 2+ഉം. അപ്പോൾ ഓരോ ഗ്രൂപ്പിലെയും കാറ്റോൺ പഠിച്ചു വെക്കണം. ഇവിടെ നമ്മൾ 0 ഗ്രൂപ്പിൽ അമോണിയ കറക്റ്റാണ്, സെക്കൻഡ് ഗ്രൂപ്പിൽ Pb2+, അതും കറക്റ്റാണ്. പിന്നെ തേർഡ് എഴുതിപ്പോയി, അത് ശരിക്കും 4th ഗ്രൂപ്പും ഇത് ശരിക്കും 6th ഗ്രൂപ്പുമാണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ 4 ആണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആസ് പെർ ദി എൻട്രൻസ് റൂൾ ഇതിൻ്റെ അകത്ത് ആൻസർ ഇല്ല. അടുത്ത് 97. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ഇൻവോൾവ് ഇൻ ക്ലോക്ക് റിയാക്ഷൻ? ക്ലോക്ക് റിയാക്ഷൻ നിങ്ങൾക്കറിയാം, നമ്മൾ മറ്റേ ഹൈഡ്രജൻ അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് I- റിയാക്ഷൻ നടത്തുമ്പം അയഡിൻ ലിബറേറ്റ് ചെയ്യും. ഈ അയഡിനെ നമ്മൾ സോഡിയം Na2S2O3 ആയിട്ട് റിയാക്ട് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻഡിക്കേറ്റർ. എന്നിട്ട് ഇവർ തമ്മിൽ ഒരു ബ്ലൂ കളർ കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പം നമ്മൾ ഈ റിയാക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ കയ്യിലൊരു സ്റ്റോപ്പ് വാച്ച് എടുത്ത് കൈ പിടിക്കും. എന്നിട്ട് ഈ ബ്ലൂ കളർ ഫോം ചെയ്യുന്ന ഓൺ ദ സ്പോട്ടിൽ നമ്മൾ ടൈം നോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ നടത്തുന്ന സമയം മുഴുവൻ നമ്മുടെ കയ്യിലൊരു സ്റ്റോപ്പ് വാച്ച് ഉണ്ട്, അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെക്കി ആ സമയം നോട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ക്ലോക്ക് റിയാക്ഷൻ. ഇതിനകത്ത് ഉള്ളത് സോഡിയം തയോസൾഫേറ്റ് Na2S2O3 ഉണ്ട്, ഇതുണ്ട്. അപ്പോൾ ഇത് ആൻസർ അല്ല. സ്റ്റാർച്ച് ഉണ്ട്, ഇത് ആൻസർ അല്ല. അയഡിൻ ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആൻസർ അല്ല. ഒരിക്കലും KMnO4 ക്ലോക്ക് റിയാക്ഷനിൽ ഉണ്ടാവില്ല. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 4. ക്ലോക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആളുകളുടെ റിയാക്ഷനാണ്. 98. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ പെയർ ഓഫ് ഗ്രൂപ്പ് 5? പറഞ്ഞോളൂ അല്ലേ. ഇത് ഗ്രൂപ്പ് 3 കാറ്റയോൺ ആണ്, ഇവർ ഗ്രൂപ്പ് 4 കാറ്റയോൺ ആണ്. ആൻഡ് ദീസ് ആർ ഗ്രൂപ്പ് 5 കാറ്റയോൺ. കാൽഷ്യം, ബേരിയം, സ്ട്രോൺഷ്യം ഇതെല്ലാം ഗ്രൂപ്പ് 5 ആണ്. ഇവർ ഗ്രൂപ്പ് 3 കാറ്റയോൺ ആണ് അല്ലേ, ഗ്രൂപ്പ് 2 കാറ്റയോൺ ആണ്. കോപ്പർ ഗ്രൂപ്പ് 2A-യും ആഴ്സനിക് ഗ്രൂപ്പ് 2B-യും ആണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിലെടുത്ത കാര്യം തന്നെയാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3. 99. ഗ്രൂപ്പ് റിയേജൻറ്റ് ഫോർ ഗ്രൂപ്പ് 6 കാറ്റയോൺ. നമുക്കറിയാം ഗ്രൂപ്പ് റിയേജൻറ്റ് ഇല്ലാത്ത ആളുകളാണ് ഗ്രൂപ്പ് 0യും ഗ്രൂപ്പ് 6ഉം. സോ ദി ആൻസർ ഈസ് നൺ. 4 അല്ലേ, നാലാമത്തെ ആണ്. ഗ്രൂപ്പ് 6ന് ഗ്രൂപ്പ് റിയേജൻറ്റിൻ്റെ ആവശ്യം ഇല്ല, ഗ്രൂപ്പ് 0യ്ക്കും ഗ്രൂപ്പ് റിയേജൻറ്റിൻ്റെ ആവശ്യം ഇല്ല. നമ്മളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ദി ഫോളോയിങ് സ്പീഷ്യസ് ഈസ് ഓർ ആർ കളേർഡ് എക്സെപ്റ്റ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം മഗ്നീഷ്യം അമോണിയം ഫോസ്ഫേറ്റ് ഈസ് വൈറ്റ് ആണ്, അപ്പോൾ ഇത് കൂട്ടാൻ പറ്റില്ല. കാൽഷ്യം ഓക്സലേറ്റ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്, കൂട്ടാൻ പറ്റില്ല. ബേരിയം ക്രോമേറ്റ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്, ഒരെണ്ണം കിട്ടി. നിക്കൽ ഡൈമീഥൈൽ ഡയോക്സൈഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞാണ് വൈൻ റെഡ് കളറാണ്, ബ്രൈറ്റ് റെഡ്, അപ്പോൾ കിട്ടി. Cu2FeCN6 ഇതിന് ചോക്ലേറ്റ് ബ്രൗൺ കളറാണ്, നമ്മളിതിനെ ചോക്ലേറ്റ് ബ്രൗൺ പ്രസിപ്പിറ്റേറ്റ് എന്ന് വിളിക്കും. അപ്പം മൂന്നാമത്തെ ആൾ കിട്ടി. CuNH3 4 ടൈംസ് ആൻഡ് ദിസ് ഇസ് ഡീപ്പ് ബ്ലൂ കളർ കോംപ്ലക്സ് ആണ്, നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. PbCrO4 ആൻഡ് PbI2 ബോത്ത് ആർ യെല്ലോ, ഇതും യെല്ലോയാണ്, യെല്ലോ ഷൈനിങ് ക്രിസ്റ്റൽസ് ആണ്. ദിസ് ഇസ് യെല്ലോ പ്രസിപ്പിറ്റേറ്റ്, അപ്പോൾ 2 കിട്ടി. PbSO4 വൈറ്റ് ആണ്, വൈറ്റ് കൂട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇതില്ല. HgO HgNH twice I ആൻഡ് ദിസ് ഇസ് ബ്രൗൺ ആണ്, ഇത് നമ്മളുടെ നെസ്ലേസ് റിയേജൻറ്റ് ടെസ്റ്റ് ആണ്. COOZNO ഇതിന് ഗ്രീൻ കളറാണ്. ഈ ഒരു പർട്ടിക്കുലർ കോമ്പൗണ്ടിന് മാത്രമായിട്ടുള്ളൊരു പേരുണ്ട്, റിൻമാൻസ് ഗ്രീൻ എന്നാണ് ഇതിനെ വിളിക്കുന്ന പേര്. അപ്പോൾ നമുക്ക് അടുത്ത ആളെ കിട്ടി. അപ്പോൾ 1 2 3 4 5 6 7 8 പേരാണ് കളറ് വൈറ്റ് അല്ലാത്ത ആളുകളുള്ളത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 4. അപ്പം നമ്മളുടെ മൊത്തം ഇത്രയും ക്വസ്റ്റ്യൻസ് ഫിനിഷ് ആയിട്ടുണ്ട്. 3 ചാപ്റ്റർ, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്, പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ കെമിസ്ട്രി. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രാക്ടിക്കൽ കെമിസ്ട്രിയെ സംബന്ധിച്ച് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇതിലുള്ള ഒരു 90% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനിയും നമുക്ക് സമയമുണ്ട്, അടുത്ത മോഡൽ എക്സാമുകളൊക്കെ വരുന്നുണ്ട്, ആ സമയത്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കുക. ഇനി നമ്മൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായിട്ട് ഭാവിയിൽ പിന്നീട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് എക്സാമിനേഷൻ. താങ്ക് യു. ഇനി അടുത്ത നമുക്ക് ഫിസിക്സിൻ്റെ ഡിസ്കഷനാണ്. ചന്ദ്രലാൽ സാറ് വെയിറ്റിംഗ് ആണ്, നമുക്ക് ചന്ദ്രലാൽ സാറിനെ ക്ഷണിക്കാം.
Hello everyone, good afternoon, good evening to all of you. അപ്പോൾ നമ്മുടെ 360 ടെസ്റ്റ് സീരീസിൻ്റെ ഇന്നത്തെ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കെമിസ്ട്രി ഡിസ്കഷൻ ഓൾറെഡി തന്നെ കഴിഞ്ഞു. ഇനി നമ്മൾ ഫിസിക്സിൻ്റെ ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. രണ്ട് എളുപ്പമുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്ന് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം നമുക്ക് ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ എന്ന് പറയുന്ന മോഡേൺ ഫിസിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചാപ്റ്ററാണ്. അതൊരു ഈസി ചാപ്റ്ററാണ്, നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എസ്പെഷ്യലി ഇപ്പോൾ റേഡിയോ ആക്ടിവിറ്റിയൊക്കെ മാറ്റിയതിന് ശേഷം അതിനകത്ത് കണ്ടൻറ്റ് കുറവാണ്. പിന്നെ നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഫിസിക്സിൻ്റെ ചാപ്റ്റർ കൂടി അതിനകത്ത് ഉണ്ടായിരുന്നു. എക്സ്പെരിമെൻ്റൽ ഫിസിക്സിൽ നമുക്ക് ശരിക്കും അതൊരു ഈ വർഷത്തെ പ്രധാനമായും പുതുതായിട്ട് വന്നൊരു കണ്ടൻറ്റാണ്. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഞാൻ ക്വസ്റ്റ്യൻ ഉള്ളപ്പോൾ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് ഇടാൻ നോക്കിയിരുന്നു. അപ്പോൾ എന്നാലും മെയിനായിട്ട് സാധ്യത സ്ക്രൂ ഗേജും വെർനിയർ, മീറ്റർ ബ്രിഡ്ജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെയാണ് കൂടുതൽ ചോദിക്കാൻ സാധ്യത. റെസൊണൻസ് കോളം ചില എക്സ്പെരിമെൻറ്റുകളാണ് ചോദിക്കാൻ. ഇപ്പോൾ സ്ക്രൂ ഗേജ്, വെർനിയർ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട റെസൊണൻസ് കോളം ഒക്കെ നമുക്ക് നല്ല ടോപ്പിക്കുകളാണ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് ഒക്കെ വെച്ചുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉള്ളിൽ ചോദിക്കാം. സെക്കൻഡ് ഇയറിൽ നമുക്ക് മീറ്റർ ബ്രിഡ്ജ് നല്ലൊരു ടോപ്പിക്കാണ്. പിന്നെ ഹാഫ് ഡിഫ്ലക്ഷൻ വഴിയുള്ള കാൽക്കുലേഷൻ ഓഫ് ഗാലോമീറ്റർ റെസിസ്റ്റൻസ്, പിന്നെ ഒപ്റ്റിക്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് റിലേറ്റഡ് ആയിട്ടൊക്കെ നമ്മുടെ ഈ എക്സ്പെരിമെൻ്റൽ ഫിസിക്സിൽ ചെയ്യുന്ന മിക്ക എക്സ്പെരിമെൻറ്റ്സും നമ്മൾ പ്ലസ് ടുവിലും പ്ലസ് വണ്ണിലും പഠിക്കുന്ന ചില ചാപ്റ്റേഴ്സിൻ്റെ ഐഡിയാസ് വെച്ച് ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ ലാബിൽ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തും ഒക്കെ അതിനെ ചോദിക്കാം. ഓക്കെ, നമുക്ക് സമയം കളയാം, നമുക്ക് നമ്മുടെ ഡിസ്കഷൻസിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് 35 ക്വസ്റ്റ്യൻസിൽ നമുക്കിപ്പോൾ മോഡേൺ ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ. സോ നോക്കൂ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ വെരി ഡയറക്റ്റ് ആൻഡ് സിമ്പിൾ വൺ. ദ ആക്സലറേഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ്. എല്ലാവർക്കും അറിയാം, ഒരു ഹൈഡ്രജൻ ആറ്റം ഹൈഡ്രജൻ ആറ്റത്തിനകത്തുള്ള ആ ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു സർക്കുലർ ഓർബിറ്റിൽ ആക്ച്വലി റിവോൾവ് ചെയ്യുന്ന സമയത്ത് അതിന് കിട്ടുന്ന ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? സെൻട്രിപെറ്റൽ ആക്സലറേഷനാണ്, അല്ലേ? യെസ്, സെൻട്രിപെറ്റൽ ആക്സലറേഷനാണ് കിട്ടുന്നത്. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറയുന്നതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്ന സെൻട്രിപെറ്റൽ ആക്സലറേഷനാണ്. ഇത് v²/r എന്നാണ് നമ്മൾ എടുക്കുന്നത്, ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്കറിയാമല്ലോ ബോറിൻ്റെ പോസ്റ്റുലേറ്റ് അനുസരിച്ച് mvr = nh/2π ആണ്. അപ്പോൾ ഇത് നമുക്ക് v അങ്ങ് കണ്ടുപിടിച്ചാൽ ഇവിടെ ഫസ്റ്റ് ഓർബിറ്റല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ n = 1 ആണ്, h/2πmr എന്ന് വരും. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇതിനിവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആവും. കണ്ടില്ലേ, ഈ v എടുത്തിട്ട് v² ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ തേർഡ് ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഈസി ക്വസ്റ്റ്യനാണ് നമുക്കവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് തേർഡ് ഓപ്ഷനാണ് ആൻസർ. ഓക്കെ, യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിനേക്കാൾ എളുപ്പമാണ്. നോക്കൊന്നുമില്ല ഇതിനകത്ത്. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആകെ ഒരു കാര്യം നോക്കിയാൽ മതി, മാസ് ബാലൻസും അതുപോലെ തന്നെ നമ്മുടെ ചാർജ് ബാലൻസും, അതായത് അറ്റോമിക് നമ്പറിൻ്റെ ബാലൻസും മാസ് നമ്പറിൻ്റെ ബാലൻസും മാത്രം. കണ്ടോ, കൺസിഡർ ദ ഫോളോയിങ് ന്യൂക്ലിയർ റിയാക്ഷൻ. ഹീലിയം He24 plus boron 511 giving you N714 plus an additional is there. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ കണ്ടോ, ഇവിടെ 2 + 5 നോക്കുമ്പോൾ 7 തന്നെയാണ്. അപ്പോൾ പിന്നെ ഇവിടെയുള്ള പാർട്ടിക്കിൾ അത് ഏതായിരുന്നാലും അതിന് ഈ പറയുന്ന അറ്റോമിക് നമ്പർ ഇല്ല. പിന്നെ മാസ് നമ്പർ നോക്കുമ്പോൾ നോക്കൂ, അപ്പോൾ ഇവിടെയുള്ള പാർട്ടിക്കിൾ ഏതായിരുന്നാലും അതിന് അറ്റോമിക് നമ്പർ 0 ആണ്. മാസ് നമ്പർ നോക്കുമ്പോൾ ഇവിടെ സമ്മ് 4 + 11 15 ആണ്, ഇവിടെ 14 ഉള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന പാർട്ടിക്കിൾ അത് ഞാൻ ഒരു എക്സ് എന്ന് വല്ലതും എടുക്കുകയാണെങ്കിൽ അതിന് ഡിനോമിനേറ്ററിൽ 0യും ന്യൂമറേറ്ററിൽ 1 വരുന്ന രീതിയിലുള്ള പാർട്ടിക്കിളാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലിയറായി, ആ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ ന്യൂട്രോൺ ആണ്, അല്ലേ? യെസ്. Now the third question. In hydrogen spectrum, the shortest wavelength in Balmer series is lambda. Then the shortest wavelength in bracket series would be. നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അതിൽ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല, വളരെ ഡയറക്റ്റ് ആണ്. ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് എന്ന് വെച്ചാൽ വേവ് ലെന്ത് ചെറുതാകുമ്പോൾ എനർജി മാക്സിമം ആവുകയാണ് ചെയ്യുന്നത്. എനർജി മാക്സിമം ആവണമെന്ന് വെച്ചാൽ നമ്മുടെ റിഡ്ബർഗ് ഫോർമുല അനുസരിച്ച് നമ്മൾ എടുക്കുന്ന സമയത്ത് 1/λ = r × 1/n1² - 1/n2² എടുക്കുന്ന സമയത്ത് ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് ലാംഡ ഏറ്റവും ചെറുത് വരണമെങ്കിൽ നമുക്കറിയാം n2 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കണം, അല്ലേ? ഷോർട്ടസ്റ്റ് വേവ് ലെന്തിന് n2 എന്തായിരിക്കണം? ഇൻഫിനിറ്റി ആയിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ 1/λ എന്ന് പറയുന്നത് r/n1² എന്ന് വരത്തേ ഉള്ളൂ. അപ്പം അങ്ങനെ λ = എന്ത് വരും? n1²/r എന്ന് വരും. ഇതാണ് ജനറലി ഇക്വേഷൻ. ഏത്? ഷോർട്ടസ്റ്റ് വേവ് ലെന്താണ് ഈ ഉദ്ദേശിക്കുന്നത്, n1²/r എന്ന് വരും. ഇപ്പോൾ ബാൾമർ സീരീസ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം n1 = 2 ആണ്. ബാൾമർ സീരീസ് ആകുമ്പോൾ n1 = 2 ആണ്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലൈമൺ ബാൾമർ, അല്ലെ? ലൈമൺ സീരീസ് ആകുമ്പോൾ n = 1 ആണ്. ബാൾമർ സീരീസ്, പിന്നെ പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, പിന്നെ ഫൺ സീരീസ്, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ബാൾമർ സീരീസിൽ n1 = 2 ആണ്. അടുത്ത് വരുന്ന പാഷൻ സീരീസാണ് n1 = 3 ആണ്. പിന്നെ ബ്രാക്കറ്റ് സീരീസ് ആകുമ്പോൾ എത്രയാണ്? ദാറ്റ് ഈസ് n1 = 4 ആണ് വരുന്നത്.
ശരിയല്ലേ? അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ വരുന്ന സമയത്ത് n1 സ്ക്വയർ ഈസ് 4 സ്ക്വയർ ബൈ ആർ, സോറി n1 സ്ക്വയർ ഈസ് 2 സ്ക്വയർ ബൈ ആർ ആണ്. അവിടെയാണെങ്കിൽ അത് 4 സ്ക്വയർ ബൈ ആർ ആണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കാൽക്കുലേഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതും വളരെ ഈസി ആയൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഐഡിയ ഒന്ന് കൊടുത്താൽ മതി. ഷോർട്ടസ്റ്റ് വേവ് ലെന്ത് ആകുമ്പോൾ എനർജി മാക്സിമം ആണ്. എനർജി മാക്സിമം വരിക എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി എന്നുള്ള ട്രാൻസിഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ദ അയണൈസേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് ഇൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഈസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്, 13.6 വോൾട്ട്, ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഇലക്ട്രോൺ ഫ്രം ദ തേർഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ആണ്. തേർഡ് ഓർബിറ്റ് എന്ന് പറയുമ്പം n=3 ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഈ അയണൈസേഷൻ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാൻ കൊടുക്കേണ്ട പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സപ്ലൈ ചെയ്യേണ്ട എക്സ്റ്റേണൽ എനർജിയാണ് ആക്ച്വലി അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അയണൈസേഷൻ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ അയണൈസേഷൻ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ 13.6 ഡിവൈഡഡ് ബൈ n² എന്ന് തന്നെയാണ് എടുക്കുന്നത്. അത് യൂണിറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചോളണം, ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓർബിറ്റിലാണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണുള്ളതെങ്കിൽ n=1 ആണ്. അപ്പോൾ 13.6 ഇലക്ട്രോൺ വോൾട്ട് വരും എനർജി റിക്വയർഡ്. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഏതാണ്, ദ തേർഡ് ഓർബിറ്റ് ആണ്. തേർഡ് ഓർബിറ്റ് ആകുമ്പം ഇത് n² എന്ന് പറയുന്നത് 3² 9 വരും. അപ്പോൾ 13.6 by 9 ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. ഇതിനകത്ത് അപ്പോൾ ചെയ്യുമ്പോൾ ഇത് 1.51 എന്നാണ് ഇത് വരുന്നത്. ചെയ്യുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.5 എന്ന് എടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ട്രിക്കി ആയിട്ടുള്ള 2 ഓപ്ഷൻസ് ആണുള്ളത്. ചില കുട്ടികളെങ്കിൽ ഈ 1.5 ജൂൾ മാർക്ക് ചെയ്ത് വെക്കും. ആക്ച്വലി ഇത് 1.5 ഇലക്ട്രോൺ വോൾട്ടാണ് വരുന്നത് എന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. സിമ്പിൾ അല്ലേ? ഓക്കെ, ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5 ആണ്. When hydrogen atom is in second excited level എന്ന് പറയുമ്പോൾ n=3 ആണ്. എക്സൈറ്റഡ് ലെവലാണ്. എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ ആ നമ്പർ തന്നിരിക്കുന്ന ഒന്നുകൂടെ ആഡ് ചെയ്താലേ നമുക്ക് ആക്ച്വലി ലെവൽ ഏതാണെന്ന് കിട്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് എക്സൈറ്റഡ് ലെവൽ എന്ന് വെച്ചാൽ n=3 അറിയാലോ. ദെൻ ഇറ്റ്സ് റേഡിയസ് ബിക്കംസ് എന്നാണ്. എല്ലാവർക്കും അറിയാം റേഡിയസ് എന്ന് പറയുന്നത് n² പ്രപ്പോർഷണലാണ്. ഒരു ഓർബിറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് n² പ്രപ്പോർഷണലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ തേർഡ് ലെവൽ വരുന്ന സമയത്ത് അത് 9 ടൈംസ് ആയിട്ട് മാറുമെന്നുള്ള കാര്യം നമുക്ക് അറിയാം. ഓക്കെ, യെസ്. അടുത്ത, അക്കോർഡിംഗ് ടു ബോർ ക്വാണ്ടം കണ്ടീഷൻ ആൻ ഇലക്ട്രോൺ ക്യാൻ റിവോൾവ് ഓൺലി ഇൻ ദോസ് ഓർബിറ്റ്സ് ഇൻ വിച്ച്, എന്താണ് നോക്കി ഇതിനകത്ത്, ഇറ്റ്സ് ആംഗുലർ മൊമെൻറ്റം ഈസ് ആൻ ഇൻറ്റിജർ മൾട്ടിപ്പിൾ ഓഫ് h/2π ആണ്. വളരെ ഡയറക്റ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. ബോർ ആറ്റം മോഡലിൽ അതിൻ്റെ പോസ്റ്റുലേറ്റ് നമ്പർ 2 ആണ്. നമുക്ക് ഇലക്ട്രോൺ ഓർബിറ്റ് എന്ന് പറയുന്നത് h/2πയുടെ ഒരു ഇൻറ്റിജർ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതാണ്. ഇതെല്ലാം ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ആണ്. വേറെ നമുക്ക് അവിടെ നോക്കാനുള്ള ഇറ്റ്സ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫോർ 6. Now 7. The wavelength of series limit of Lyman series. സീരീസ് ലിമിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ സീരീസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ലൈമൻ സീരീസ് ആണ് 1/λ = r × 1/n1² - 1/n2² ആണ്. സീരീസ് ലിമിറ്റ് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഏറ്റവും വലിയ എന്താണ്, ഏറ്റവും ഷോർട്ടസ്റ്റ്, ഏറ്റവും വലിയ എനർജിയുള്ള ഷോർട്ടസ്റ്റ്. അപ്പം നമ്മൾ n∞ കൊടുത്താൽ മതി. n∞ കൊടുക്കുക. n1 എന്ന് പറയുന്ന ലൈമൺ ആയതുകൊണ്ട് എത്ര വരും, 1 വരും. അപ്പം അങ്ങനെയാണെങ്കിൽ 1/λ എത്ര വരും, r/1 എന്ന് വരും. ഇപ്പോൾ λ എത്ര വരും, 6 എന്ന് വരും അല്ലേ. യെസ്, λ = 1/r എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്. അപ്പോൾ സീരീസ് ലിമിറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഏറ്റവും ഏറ്റവും ലാർജസ്റ്റ് എനർജി, അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് വേവിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മുടെ റിഡ്ബർഗ് ഫോർമുല എഴുതിയിട്ട് n2 എന്ന് കൊടുക്കണം. n1 ഏതാണോ സീരീസ് അതിൻ്റെ ആ ഫസ്റ്റ് ഓർബിറ്റ് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. ലൈമൻ സീരീസിൽ n1 = 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1/λ = r അല്ലെങ്കിൽ λ = 1/r എന്ന് വരും. ശരിയല്ലേ? ഓക്കെ. Now next question 8. The ratio of the energies of hydrogen atom in the first to second excited state. അതും കണ്ട് എക്സൈറ്റഡ് ആണ്. അപ്പോൾ എനർജി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, എനർജി എന്ന് പറയുന്നത് 13.6/n² വിത്ത് എ നെഗറ്റീവ് സൈൻ. ഇതാണ് ഹൈഡ്രജൻ ആറ്റത്തിലുള്ള nth ഓർബിറ്റിലെ എനർജി, സോ മച്ച് ഓഫ് ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പ്രപ്പോർഷണൽ ടു 1/n² നമുക്ക് എടുക്കാം അല്ലേ. യെസ്, ഈ പ്രപ്പോർഷണൽ ടു 1/n² എന്ന് എടുക്കാം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് E1/E2 എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു n2² എന്ന് വേണം എനർജി എടുക്കാനായിട്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ടു സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത് സെക്കൻഡ് ലെവലും, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് തേർഡ് ലെവലുമാണ്. അപ്പം 3² ആണ് വരുന്നത്. സോ 3² വിൽ ബി 9:4 എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ശരിയല്ലേ? വെരി ഡയറക്റ്റ് ആൻഡ് സിമ്പിൾ ട്രീറ്റ്മെൻ്റ് ആണ്. ഇതൊന്നും തന്നെ നമുക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്ന സാധാരണ ക്വസ്റ്റ്യൻസ് മാത്രമാണിത്. ഓക്കെ,
Next question, 9. If an electron makes a transition from n equal to 3 to n equal to 2, then the wavelength of the waves emitted will be. It's a direct question. Again on എന്താണ് നമുക്ക് റിഡ്ബർഗ് ഫോർമുലയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റിയൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് ഇതിലിപ്പോൾ പ്രധാനമായിട്ട് വരുന്നത് ഈ സീരീസുമായി ബന്ധപ്പെട്ടുള്ള റിഡ്ബർഗ് ഫോർമുല ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാവരും റിഡ്ബർഗ് ഫോർമുല എഴുതുക. 1/r ലാംഡ ഈക്വൽ ടു r ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ എന്ന് കൊടുക്കുക. നമുക്കറിയാം ഇവിടെ 3 to 2 ആണ് ട്രാൻസിഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ n1 ഈക്വൽ 2 എന്നും വരും, n2 ഈക്വൽ 3 എന്നും വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുകയും ഇവിടെ RH എന്ന് കൊടുത്തിരിക്കുന്ന ആക്ച്വലി അവിടുത്തെ റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. അത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഈ തേർഡ് ഓപ്ഷനായിട്ട് കിട്ടും. 36/5 RH എന്ന് കിട്ടും. ഓക്കെ, യെസ്, ഇതെല്ലാം ഡയറക്റ്റ് ആണ്. ഇതൊക്കെ നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ ഒരു മാക്സിമം ഒരു 10 to 15 സെക്കൻഡ്സ് ടൈം കൊണ്ട് ആൻസർ കണ്ടുപിടിക്കേണ്ട സാധാരണ ക്വസ്റ്റ്യൻസ് ആണ്. പ്രത്യേകിച്ച് കോൺസെപ്റ്റൊന്നും നമുക്കത് ആവശ്യമില്ല. ജസ്റ്റ് ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു സാധാരണ കാര്യം മാത്രമാണ് ഇത്തരം ക്വസ്റ്റ്യൻസിൽ നമുക്ക് സോൾവ് ചെയ്യുമ്പം ഉപയോഗിക്കാനുള്ളത്. ഓക്കെ, വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് വൺ. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. നോക്ക്, if an electron in a hydrogen atom jumps from an orbit, ഈ NI എന്നിരിക്കുന്ന N ഇനിഷ്യൽ ആണ് 3 to an orbit, NF എന്നിരിക്കുന്ന N ഫൈനൽ ആണ് 2. The frequency of the emitted radiation, ഇവിടെ നമുക്കറിയാം വളരെ ഡയറക്റ്റ് ആണ്. ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്കുള്ളത് ആക്ച്വലി റിഡ്ബർഗ് ഫോർമുലയാണ്. 1/λ ഈക്വൽ ടു r ഇൻറ്റു 1/n1 സ്ക്വയർ, ദാറ്റ് ഈസ് 1/2 സ്ക്വയർ 1/4 മൈനസ് 1/n2 സ്ക്വയർ, ദാറ്റ് ഈസ് 1/3 സ്ക്വയർ, എത്രയാണ് 1/9. അപ്പോൾ ഇത് നമുക്ക് ലാംഡ കിട്ടും അല്ലേ. സ്വാഭാവികമായിട്ട് 1/λ ആണ്. അപ്പോൾ ഇത് എത്ര വരും? 5r/36 എന്ന് വരും. ആക്ച്വലി എന്താണ് 1/λ. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് 5r/36. അപ്പോൾ 36/5r നമുക്ക് എഴുതാം. ഇനി ഇവിടുത്തെ പ്രശ്നം നമുക്ക് വേണ്ടത് ഫ്രീക്വൻസിയാണ്. കണ്ടോ, ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. എങ്കിൽ ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? c/λ എന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ c ഇൻറ്റു 1/λ എന്ന് എടുത്താൽ മതി. അപ്പോൾ 1/λ എന്ന് പറയുമ്പോൾ ഇതാണ്. സോ ഇറ്റ് വിൽ ബി 5rc/ എന്ത് വരുന്നു? 36 എന്ന് വരുന്നു. ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കൂടി വരുന്നേ ഉള്ളൂ. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ അഗെയിൻ. ഓക്കെ, വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് എഴുതി പോകാവുന്ന സാധാരണ ക്വസ്റ്റ്യൻസ് ആണ്. ഒട്ടും തന്നെ അതൊരു ചലഞ്ച് നിങ്ങളിലേക്ക് തരുന്നില്ല. ജസ്റ്റ് മേക്ക് ദ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് യു വിൽ ഗെറ്റ് ദ ഫൈനൽ ആൻസർ. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ 10 ആണ് നമ്മളിപ്പോൾ ചെയ്ത തേർഡ് ഓപ്ഷൻ ആണ്. Now we are going to the question number 11 ആണ്. നോക്കും, when an electron jumps from a level 4 to 1, the momentum of the recoiled hydrogen atom will be. സാധാരണഗതിയിൽ അല്പം ഒരു കുറച്ച് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ചോദിക്കാവുന്ന സ്റ്റാൻഡേർഡുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് 4th ലെവലിൽ നിന്ന് ഫസ്റ്റ് ലെവലിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അവിടെ റീകോയിൽ ചെയ്യുന്ന ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മൊമെൻറ്റമാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റം നമ്മൾ എടുക്കുമ്പോൾ ഇത് നമ്മുടെ ഹൈഡ്രജൻ ആറ്റം എന്ന് വിചാരിക്കാം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇലക്ട്രോൺ ഇപ്പോൾ ഉള്ളത് 4th ലെവലിലാണ്. ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഇലക്ട്രോൺ ഉള്ളത് ആക്ച്വലി എന്താണ്? 4th ലെവലിലാണ്. അപ്പം സപ്പോസ് ഈ ഹൈഡ്രജൻ ആറ്റം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ n = 4, 3, 2, പിന്നെ ഗ്രൗണ്ട് ലെവൽ 1. അപ്പോൾ ഇവിടെ n = 4 ഇരിക്കുന്ന ഇലക്ട്രോൺ അവിടെ നേരെ n = 1 ഇങ്ങനെ ജമ്പ് ചെയ്ത് വരികയാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ജമ്പ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ആ എനർജി ഡിഫറൻസ് ഒരു ഫോട്ടോണായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും അല്ലേ. ഫോട്ടോണായിട്ട് പുറത്ത് വരും. ഈ ഫോട്ടോണിൻ്റെ മൊമെൻറ്റോ എന്ന് പറയുന്നത് നമുക്കറിയാം P = എന്താണ്? h/, നമ്മുടെ ഡി ബ്രോളിയുടെ ഐഡിയ അനുസരിച്ച് തന്നെ h/λ ആണ്. λ = h/mv ആണ്, h/p ആണ്. അപ്പോൾ P = h/λ ആണ്. h/λ ആണ് ആക്ച്വലി ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ഫോട്ടോണിൻ്റെ മൊമെൻറ്റം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അപ്പോൾ ഈ പുറത്തേക്ക് വന്ന ഫോട്ടോണിൻ്റെ മൊമെൻറ്റ് h/λ ആണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ ഇന്ന് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഇതിപ്പോൾ ഹൈഡ്രജൻ ആറ്റം ആണെങ്കിൽ അത് റെസ്റ്റിലാണ് ഇരിക്കുന്നത്. ഇത് റെസ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു മാറ്റം സംഭവിച്ചു. എന്താണ് ആ മാറ്റം സംഭവിച്ചത്? ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ഒരു ഫോട്ടോൺ അങ്ങ് എമിറ്റ് ചെയ്ത് പോയി. നോക്കൂ, ഈ ഹൈഡ്രജൻ ആറ്റത്തിൽ നിന്ന് ഒരു ഫോട്ടോൺ അങ്ങ് എമിറ്റ് ചെയ്ത് പോയി, ക്യാരിയിങ് സോ മച്ച് ഓഫ് മൊമെൻറ്റം പി മൊമെൻ്റുള്ള ഫോട്ടോൺ ഇങ്ങനെ എമിറ്റ് ചെയ്തങ്ങ് പോയി. ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റുവേഷൻ നമ്മുടെ ഗണ്ണിൻ്റെ റീകോയിലിംഗ് പോലത്തെ ഒരു സിറ്റുവേഷനാണ്. കണ്ടോ, ഈ ഫോട്ടോൺ അങ്ങോട്ട് എമിറ്റ് ചെയ്ത് പോയപ്പോൾ ഈ എമിഷൻ നടന്നിരിക്കുന്നത് ഇൻറ്റേർണലിയാണ്. അപ്പോൾ ഈ ഫോട്ടോണിനൊരു മൊമെൻറ്റം ഉണ്ട്. അപ്പോൾ പ്രോസസ്സെല്ലാം ഇൻറ്റേർണൽ ആയതുകൊണ്ട് ടോട്ടൽ മൊമെൻറ്റം കൺസർവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോട്ടോൺ അങ്ങോട്ടാണ് മൂവ് ചെയ്ത് പോയതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ റിമൈനിങ് ഹൈഡ്രജൻ ആറ്റം റിവേഴ്സ് ഡയറക്ഷനിൽ എന്ത് ചെയ്യണം? റീകോയിൽ ചെയ്യണം അല്ലേ. ഈ ഹൈഡ്രജൻ ആറ്റം റിവേഴ്സ് ഡയറക്ഷനിൽ റീകോയിൽ ചെയ്യണം. നമ്മൾ ഈ പറയുന്ന പോലെ എന്താണ് റീകോയിലിംഗ് ഓഫ് എ ഗൺ എന്നൊക്കെ പറയുന്ന ഫിനോമിനൽ പോലെ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഇനിഷ്യലി സിസ്റ്റം റെസ്റ്റിലായിരുന്നു, ഒരു ടോട്ടൽ മൊമെൻറ്റ് ഇനിഷ്യലി 0 ആയിരുന്നു. ഫൈനലിയും ടോട്ടൽ മൊമെൻറ്റം 0 തന്നെ വരണം. അതിൻ്റെ മീനിങ് എന്താണ്? എത്ര
എത്ര മൊമെൻറ്റം വെച്ചാണോ ഫോട്ടോൺ എമിറ്റ് ചെയ്യപ്പെട്ടത് അതേ മൊമെൻറ്റത്തിൽ തന്നെ എന്ത് ചെയ്യണം, ഹൈഡ്രജൻ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് റീകോയിൽ ചെയ്യണം. എത്ര മൊമെൻറ്റം വെച്ചാണോ ഫോട്ടോൺ എമിറ്റ് ചെയ്യപ്പെട്ടത് അതേ മൊമെൻറ്റത്തിൽ തന്നെ ഇതെന്ത് ചെയ്യണം, റിവേഴ്സ് ഡയറക്ഷനിലേക്ക് റീകോയിൽ ചെയ്യണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റീകോയിൽഡ് ഹൈഡ്രജൻ്റെ മൊമെൻറ്റം എത്രയെന്നാണ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ റീകോയിൽഡ് ഹൈഡ്രജൻ്റെ മൊമെൻറ്റം നിങ്ങൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, മറിച്ച് എമിറ്റ് ചെയ്ത ഫോട്ടോണിൻ്റെ മൊമെൻറ്റം കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതായത് h/λ കണ്ടുപിടിച്ചാൽ മതി. കാരണം ഫോട്ടോൺ എത്ര മൊമെൻറ്റത്തിലാണോ മുന്നിലോട്ട് പോകുന്നത് അതേ മൊമെൻറ്റത്തിൽ തന്നെയായിരിക്കും ഹൈഡ്രജൻ ബാക്കിലോട്ട് റീകോയിൽ ചെയ്യുന്നത്. കാരണം ടോട്ടൽ മൊമെൻറ്റം കൺസർവ് ചെയ്യാൻ വേണ്ടി അത് ടോട്ടലി 0 ആക്കുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് ഇത് റീകോയിലിംഗ് ഓഫ് ഗണ്ണ് പോലെ കൺസിഡർ ചെയ്യുക. ഗണ്ണായിട്ട് ഹൈഡ്രജനെയും ബുള്ളറ്റായിട്ട് ഫോട്ടോൺ ഇമാജിൻ ചെയ്താൽ ഗണ്ണ് റീകോയിൽ ചെയ്യുന്ന മൊമെൻറ്റം ബുള്ളറ്റ് ഫോർവേഡ് ഡയറക്ഷനിലേക്ക് പോകുന്ന മൊമെൻറ്റത്തിന് ഈക്വൽ ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ ഹൈഡ്രജൻ ബാക്കിലോട്ട് റീകോയിൽ ചെയ്യുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് ഫോട്ടോൺ ഫ്രണ്ടിലോട്ട് പോയ മൊമെൻറ്റത്തിന് ഈക്വൽ ആണ്. ഈ ഫോട്ടോണിൻ്റെ മൊമെൻറ്റം P = h/λ ആണ്. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ട എന്താണ് ഈ കേസിൽ, നിങ്ങൾ റിഡ്ബർഗ് ഫോർമുല വെച്ചിട്ട് ലാംഡ കണ്ടുപിടിക്കുക. 1/λ = r × 4/1 അല്ലേ. അപ്പോൾ 1/n1² ഈസ് 1/1 മൈനസ് 1/16 വരും. അപ്പോൾ ഇതാണ് 1/λ. അപ്പം മൊമെൻറ്റം ഓഫ് ഫോട്ടോൺ നമ്മൾ എടുക്കുമ്പോൾ അത് h/λ എന്ന് വരും. ശരിയല്ലേ, h/λ എന്ന് വരും. ഇത് തന്നെയാണ് ആക്ച്വലി എന്തായിട്ട് എടുക്കേണ്ടത്, ഈ റീകോയിൽ ചെയ്യുന്ന ഹൈഡ്രജൻ്റെ മൊമെൻറ്റോ ആയിട്ട് എടുക്കേണ്ടത്. ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ ഈ പറയുന്ന ഫസ്റ്റ് ഓപ്ഷനായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, നല്ല ക്വസ്റ്റ്യനാണ്. ഇത് നല്ല ക്വസ്റ്റ്യനാണ്. ഇത് പരീക്ഷയ്ക്ക് വരുമ്പം എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾക്ക് ഇതൊരു 20 സെക്കൻഡ്സ് കൊണ്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ ആകെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ആ എമിറ്റ് ചെയ്യുന്ന ആ ഫോട്ടോണിൻ്റെ മൊമെൻറ്റം കണ്ടുപിടിച്ചാൽ മതി. അത് തന്നെയായിരിക്കും റീകോയിൽ ചെയ്യുന്ന ഹൈഡ്രജൻ്റെയും റിവേഴ്സ് ഡയറക്ഷനിലേക്കുള്ള മൊമെൻറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റിഡ്ബർഗ് ഫോർമുല വെച്ച് 1/λ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം മൊമെൻറ്റം റിമൂവ്ഡ് ഫോട്ടോൺ, അത് ഇന്ന് പുറത്തേക്ക് ചാടി വന്ന ഫോട്ടോണിൻ്റെ മൊമെൻറ്റം ഡിറ്റർമിൻ ചെയ്യുന്നു. ഓക്കെ, യെസ്. Question number 12. നോക്കൂ, in a hydrogen atom, the electron makes a transition from n = 2 = 1. The magnetic field produced by the circulating electron at the nucleus will be. അതൊരു നല്ല ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വേറൊന്നുമല്ല, സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് കറങ്ങുന്ന ഓർബിറ്റാണിത്. ഇത് ഇലക്ട്രോൺ കറങ്ങുന്ന ഒരു ഓർബിറ്റാണ്. അപ്പോൾ ഈ ഓർബിറ്റിൻ്റെ റേഡിയസ് r ആണ്. ഇതാണ് ഇവിടെ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ റിവേഴ്സ് ഡയറക്ഷനിലേക്ക് എന്തുണ്ട്, ഒരു കറണ്ട് ഉണ്ട്. ശരിയല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നാച്ചുറലായിട്ട് ഈ കറണ്ട് വഴി ഇതിൻ്റെ സെൻറ്റർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അത് നിങ്ങൾ മൂവിങ് ചാർജസിൽ പഠിക്കുന്ന ഇക്വേഷനാണ്. കറണ്ടിന് μ0 I/2 ടൈംസ് റേഡിയസ് എന്ന് എടുക്കാം. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ ശരിക്കും ഇവിടെ നോക്കൂ I/2 r. അപ്പോൾ ഈ I എന്ന് പറയുന്നത് ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. എന്താണ് ഒരു സർക്കുലേറ്റിംഗ് കറണ്ടിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കറണ്ട് I = ചാർജ് ബൈ ടൈം പീരീഡ്, അല്ലെങ്കിൽ ചാർജ് ഇൻറ്റു ഫ്രീക്വൻസിയാണ്. ചാർജ് ഇൻറ്റു ഫ്രീക്വൻസി എന്നാണ് വരുന്നത്, എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ചാർജ് ബൈ ടൈം പീരീഡ് എന്നാണ് അത് വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാനിതിവിടെ കൊടുക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് എടുക്കുന്ന സമയത്ത് μ0 വരും. I എന്ന് പറയുന്ന ചാർജ് ബൈ ടൈമാണ്. ഇവിടെ ചാർജ് എന്ന് പറയുന്ന ഇലക്ട്രോൺ ആണ്, ടൈം എന്ന് പറയുന്ന ടൈം പീരീഡ് ആണ്. അപ്പോൾ അത് 2RT എന്ന് വരും, 2RT എന്ന് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സെൻട്രൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0 E/2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 1/r × ടൈം പീരീഡ് ഓഫ് സർക്കുലേഷന് പ്രപ്പോർഷണലാണ്. ശരിയല്ലേ? അപ്പം ടൈം പീരീഡ് ഓഫ് സർക്കുലേഷന് പ്രപ്പോർഷണൽ. നമുക്കറിയാമല്ലോ, ഈ r പ്രപ്പോർഷണൽ ടു n²ഉമാണ്, ടൈം പീരീഡ് പ്രപ്പോർഷണൽ ടു എത്രയാണ്, n⁻³ ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും r പ്രപ്പോർഷണൽ ടു n²ഉമാണ്, ടൈം പീരീഡ് പ്രപ്പോർഷണൽ ടു എന്താണ്, ടൈം പീരീഡ് പ്രപ്പോർഷണൽ ടു r⁻³ നമുക്കറിയാം. നോക്കാം, ഇത് പിന്നെ എടുക്കാം. നമുക്കറിയാമല്ലോ, കെപ്ലസ് ലോ പോലുള്ള ആ ടൈം പീരീഡ് റേഡിയസുമായുള്ള റിലേഷൻ ഇത്തരം സിസ്റ്റംസും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൈം പീരീഡ് r⁻³ പ്രപ്പോർഷണലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുകൂടി ഇവിടെ കൊണ്ടുവരുമ്പോൾ b പ്രപ്പോർഷണൽ ടു 1/, ഓൾറെഡി ഒരു r ഇവിടെയുണ്ട്, പിന്നെ ഒരു r⁻³ ഉണ്ട്. അപ്പോൾ r⁻³ ആറും കൂടെ ആകുമ്പോൾ എത്രയായി, r⁵² ആയി. അപ്പോൾ b പ്രപ്പോർഷണൽ ടു 1/r⁵² എന്ന് വരുന്നു. കണ്ടോ? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ എന്ന് പറയുന്നത് ആ r⁵² എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. എങ്ങനെ, ഇൻവേഴ്സിലി. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക, ഇങ്ങനെ വന്നു. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് 1/RTക്ക് പ്രപ്പോർഷണലാണ്. കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ 1/RTക്ക് പ്രപ്പോർഷണലാണ്. അപ്പോൾ ഇതിൽ തന്നെ r റേഡിയസ് ആണ്, ടൈം പീരീഡ് r⁻³ പ്രപ്പോർഷണൽ ആയതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ എടുത്തിട്ട് b പ്രപ്പോർഷണൽ ടു 1/r⁵² എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി r പ്രപ്പോർഷണൽ ടു n² ആണ് നിങ്ങൾക്കറിയാം. കണ്ടോ, r പ്രപ്പോർഷണൽ ടു n² ആണ് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ b പ്രപ്പോർഷണൽ ടു, നോക്കൂ, r പ്രപ്പോർഷണൽ ടു n² ആയതുകൊണ്ട് r-ന് പകരം n² ഇട്ട് കൊടുത്താൽ അത് n⁵ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിട്ട് കിട്ടും.
കണ്ടോ ആർ റൈസ് ടു ബി പ്രപ്പോർഷണൽ ടു 1/n⁵ വരും n⁵ വരും. അപ്പോൾ 2 1 ചാടുമ്പോൾ സ്വാഭാവികമായിട്ട് നോക്കൂ അവിടെ ശരിക്കും n⁵ വരുന്നുണ്ട് 2⁵ ടൈംസ് ആയിട്ട് കൂടും അല്ലേ. അപ്പോൾ ഇവിടെ 2 1 മാറുകയാണ്. 2 1 മാറുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ആ n⁵ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ 2⁵, അതായത് 32 ടൈംസ് ഇൻക്രീസസ് എന്നുള്ള ഈ ആൻസർ ആയിരിക്കും വരിക. ഈ ക്വസ്റ്റ്യൻ വളരെ ട്രിക്കി ആയൊരു ക്വസ്റ്റ്യനാണ്. കാരണം പലപ്പോഴും ഇതിൽ നിങ്ങൾ ബി = μ0I/2r എന്ന് എഴുതിയിട്ട് r പ്രപ്പോർഷണൽ ടു n² എന്നെടുത്ത് ബി പ്രപ്പോർഷണൽ ടു 1/n² എന്നെടുത്ത് സ്വാഭാവികമായിട്ടും 4 ടൈംസ് ആകുമെന്നൊരു ആൻസറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കണം, കറണ്ട് എന്ന് പറയുന്നത് ടൈം പീരീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ടൈം പീരീഡ് റേഡിയസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡും റേഡിയസിൻ്റെ 5/2 പവറുമായിട്ടാണ് പ്രപ്പോർഷണൽ വരുന്നത്. അപ്പോൾ r പ്രപ്പോർഷണൽ n² കൊടുക്കുമ്പോൾ ഈ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് n-ന്റെ 5th പവറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 2 to 1 വരുമ്പോൾ 5th പവറിന് പ്രപ്പോർഷണൽ ആയിട്ട് 2⁵ ആകുമ്പോൾ അത് 32 എന്നുള്ള ആൻസറിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് ഇൻക്രീസസ് ബൈ 32 ടൈംസ് എന്നുള്ള ആൻസർ ഈ പർട്ടിക്കുലർ ക്വസ്റ്റിന് വരുന്നത്. ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, യെസ്, നല്ല ക്വസ്റ്റ്യൻ മീൻസ് ഇത് തെറ്റിപ്പോകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അടുത്ത, in alpha ray scattering experiment in a head-on collision between alpha particle and golden nucleus, the minimum distance of separation or closest approach is 4 × 10⁻⁴ meter. The energy of alpha particle is, ഇതെല്ലാവർക്കും അറിയാം, സ്ഥിരം നമ്മൾ എടുക്കുന്ന സംഭവമാണ്. ആൽഫ പാർട്ടിക്കിൾ ഇൻഫിനിറ്റി എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കൺസർവേഷൻ ഓഫ് എനർജി വെച്ചാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആ പിക്ചറൊക്കെ ഒന്ന് മനസ്സിൽ കാണുക. എന്താണ് ഒരു ന്യൂക്ലിയസിലേക്ക്, ഒരു ഗോൾഡ് ന്യൂക്ലിയസിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന ഒരു ആൽഫ പാർട്ടിക്കിളിൻ്റെ പിക്ചറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് ഗോൾഡ് ന്യൂക്ലിയസ്. ആൽഫ പാർട്ടിക്കിൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം ഇൻഫിനിറ്റിയാണ്. അപ്പോൾ ഇവിടുന്ന് ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഇനിഷ്യൽ കൈനറ്റിക് എനർജിക്ക് ഒരു വാല്യൂ ഉണ്ടാകും, പക്ഷേ ഇൻഫിനിറ്റിയിലായതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. ഇതിങ്ങനെ പോയി ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിൽ എത്തിച്ചേരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി 0 ആയിട്ട് മാറും. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയായിട്ട് വരും? ദാറ്റ് ഈസ് 1/4πε0 Q1 Q2/R എന്ന് വരികയും ചെയ്യും അല്ലേ. അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി വെച്ചത് രണ്ടും കൂടെ അങ്ങ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടുത്തെ ഇൻഫിനിറ്റി എന്ന ആൽഫ പാർട്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആക്കുമ്പോൾ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിൽ എത്തുമ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി 0 ആയി പോവുകയാണ്. കാരണം ഇവിടെ തിരിച്ചു വരുന്നു. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ടോട്ടൽ എനർജി 1/4πε0 Q1 Q2/R. ഇതിൽ Q1 എന്ന് പറയുന്ന ഗോൾഡ് ന്യൂക്ലിയസിൻ്റെ ചാർജാണ്. ഗോൾഡിൻ്റെ അറ്റോമിക് നമ്പർ 79 ആയതുകൊണ്ട് അതിൽ 79 പ്രോട്ടോൺസ് ന്യൂക്ലിയസിൽ കാണും. അപ്പോൾ Q1 എന്ന് പറയുന്നത് 79 × 1.6 × 10⁻⁻19 കൂളംബ് എന്നും. രണ്ടാമത്തെ പാർട്ടിക്കിൾ ആൽഫ പാർട്ടിക്കിൾ ഹീലിയം ന്യൂക്ലിയസ് ആയതുകൊണ്ട് അതിൽ 2 പ്രോട്ടോൺസ് ആണ് ഉണ്ടാവുക. 2 × 1.6 × 10⁻⁻19 കൂളംബ് എന്നും വരും. ഇപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് Q1 ഉം Q2 ഉം 6 തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കൃത്യമായ ആൻസർ നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. അപ്പോൾ അതിനെ മെഗാ ഇലക്ട്രോൺ വോൾട്ടോട് കൺവേർട്ട് ചെയ്ത് എഴുതിയാൽ 5.68 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇത് എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് പരിചയമുള്ള ക്വസ്റ്റ്യനാണ്. അതിനകത്ത് വേറെ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് മെൻഷൻ ചെയ്യാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40. If the series limit frequency of the Lyman series is VL, then the series limit frequency of the P-Fund series. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. പുതിയ കാര്യമൊന്നും എനിക്ക് പറയാനില്ല. അതിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക, സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഞാൻ സീരീസ് ലിമിറ്റിൽ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യിച്ചാണ്. അതേ ക്വസ്റ്റ്യൻ നമുക്കിവിടെ എടുക്കാം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ഫ്രീക്വൻസി വെച്ചാണ്. അപ്പോൾ വേവ് ലെന്ത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ ഫ്രീക്വൻസി ആക്കി ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് ജസ്റ്റ് നോക്കുക. ഓക്കെ, യെസ്. അടുത്ത 15. The ratio of kinetic energy to the total energy of an electron in a Bohr atom model is. എല്ലാവർക്കും അറിയാം, ബോർ ആറ്റം മോഡലിൻ്റെ കേസിൽ കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയുമായുള്ള റേഷ്യോ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ടോട്ടൽ എനർജി എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ -13.6/n²ഉം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആക്ച്വലി ദാറ്റ് ഈസ് 13.6/n² ഇലക്ട്രോൺ വോൾട്ടുമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ടോട്ടൽ എനർജി -13.6/n² ആണ്. കൈനറ്റിക് എനർജി 13.6/n² ആണ്. അപ്പോൾ രണ്ടിൻ്റെ വാല്യൂ ഈക്വൽ ആണ്, സൈൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ ഏതാ ഫസ്റ്റ് ഓർബിറ്റാണ് ചോദിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കൈനറ്റിക് ഇലക്ട്രോൺ ഇൻ എനി ബോർ ഓർബിറ്റ്, ഏത് ഓർബിറ്റിലായിരുന്നാലും കുഴപ്പമില്ല. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ n² ക്യാൻസൽ ആവും, 13.6 ക്യാൻസൽ ആവും. ശരിക്കും ഇവിടെ 1:-1 1:1 ഉള്ളത് കൊണ്ട് 1:-1 ആണ് ബെറ്റർ ആൻസർ. ഇനി ചിലപ്പോൾ വാല്യൂ വെച്ച് മാത്രമാണ്. ഈ 1:-1 ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1:1 കൊടുത്താലുള്ള കുഴപ്പം ഇല്ല. അപ്പോൾ ശ്രദ്ധിക്കുക, 1:-1 ഉള്ളത് കൊണ്ട് അതുകൂടെ തന്നെ ആൻസർ ആയിട്ട് കൊടുക്കണം ഇതിനകത്ത്. ഓക്കെ, യെസ്.
the mass number of a nucleus is. എല്ലാവർക്കും അറിയാം മാസ് നമ്പർ ഓഫ് എ ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെ സമ്മിന് ഈക്വൽ ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് സംടൈംസ് മോർ ദാൻ ആൻഡ് സംടൈംസ് ഈക്വൽ ടു ഇറ്റ്സ് അറ്റോമിക് നമ്പറാണ്. കാരണം അറ്റോമിക് നമ്പർ പ്രോട്ടോൺസിൻ്റെ നമ്പറാണ്. ഇപ്പോൾ ചില കേസുകളിലൊക്കെ ന്യൂട്രോൺസ് ഇല്ലാത്ത, ഇപ്പോൾ ഹൈഡ്രജൻ പ്രോട്ടിയം ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കേസിൽ ഈ മാസ് നമ്പർ അറ്റോമിക് നമ്പർ ഈക്വൽ ആയിട്ട് വരും. എന്നാൽ ന്യൂട്രോൺ കൂടി ഉണ്ടെങ്കിൽ മാസ് നമ്പർ കൂടുതലായിട്ട് വരും. അതുകൊണ്ട് ആൻസർ 4 ആണ് ഇതിന് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. Two nuclei have their mass numbers in the ratio 1:3. The ratio of their nuclear densities. വളരെ ട്രിക്കി ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാം. ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എല്ലാ ന്യൂക്ലിയസിൻ്റെയും ഡെൻസിറ്റി സെയിം എന്നാണ് പറയുന്നത്. അത് മാസ് നമ്പറിനെയും അറ്റോമിക് നമ്പറിനെയും ഒന്നും ഡിപ്പെൻഡ് ചെയ്യാത്തതുകൊണ്ട് എല്ലാ ന്യൂക്ലിയസിനും ഒരേ ഡെൻസിറ്റി ആണെന്നുള്ള ഐഡിയ അനുസരിച്ച് 1:1. The nuclear density is same for all nuclei ആണ്, irrespective of their mass number or atomic number. That's why it is 1:1. ഇതൊക്കെ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 18 എനിക്ക് തോന്നുന്നു നമ്മുടെ എക്സ്പെരിമെൻ്റൽ സെക്ഷൻസിൽ നിന്ന് വരുന്നതാണ്. ഇതൊക്കെ വളരെ ഡയറക്റ്റ് അല്ലേ. റെസിസ്റ്റർ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? കൺട്രോളിങ് കറണ്ടിന് വേണ്ടിയാണ്. കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് ചാർജിൻ്റെ സ്റ്റോറേജിന് വേണ്ടിയാണ്. LED ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുള്ള പ്രോപ്പർട്ടി കാണിക്കുന്നു. ഡയോഡ്സ് ഉപയോഗിച്ചാണ് റെക്ടിഫയേഴ്സ് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫസ്റ്റ് ഓപ്ഷനാണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഇറ്റ്സ് ഓൾസോ എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ ആൻസർ. ഓക്കെ, now question number 90. നോക്കൂ, ദിസ് ഈസ് ഫ്രം ദ എക്സ്പെരിമെൻ്റൽ സെക്ഷനാണ്. വെർനിയർ കാലിപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്കൊന്ന് ക്ലാസ്സൊക്കെ എടുത്ത സമയത്ത് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ നിങ്ങളുടെ ഇതിൽ ചെയ്യിച്ചിരുന്നു. 2 centimeter on a main scale of a vernier caliper is divided into 20 equal parts ആണ്. അപ്പോൾ മെയിൻ സ്കെയിലിൽ 2 സെൻറ്റിമീറ്ററിന് 20 പാർട്സായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ കിട്ടുന്നു. എത്രയാണ്? 2/20, അതായത് 1/10, അതായത് 0.1 ആണ് വരുന്നത് സെൻറ്റിമീറ്റർ. ഇതാണ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഓഫ് എന്താണ് ദ വെർനിയർ എന്ന് പറയുന്നത്. ഇനി if 20 divisions of vernier scale coincide with the 16 divisions of the main scale. നമുക്കറിയാം അതൊക്കെ കണ്ടോ. വെർനിയർ സ്കെയിലിൻ്റെ 20 ഡിവിഷൻ്റെ ലെന്തും മെയിൻ സ്കെയിലിൻ്റെ 16 ഡിവിഷൻ്റെ ലെന്ത് ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 20 വെർനിയർ സ്കെയിൽ ഡിവിഷൻസ് ഈസ് ഈക്വൽ ടു 16 മെയിൻ സ്കെയിൽ ഡിവിഷൻസ് ആണ്. അതിൻ്റെ അർത്ഥം 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 16/20. 16/20 മെയിൻ സ്കെയിൽ ഡിവിഷനാണ്, അല്ലെങ്കിൽ 8/10, 0.8 മെയിൻ സ്കെയിൽ ഡിവിഷനാണ്. അല്ല, 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.8 മെയിൻ സ്കെയിൽ ഡിവിഷനാണ്. 0.8 ഇൻറ്റു എന്താണ് മെയിൻ സ്കെയിൽ ഡിവിഷൻ? 0.1 അല്ലേ. അപ്പോൾ 0.8 ഇൻറ്റു 0.1 വരും. അപ്പോൾ അത് 0.08 സെൻറ്റിമീറ്റർ ആണ്. ഇതാണ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ 0.1 ആണ്. 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ 0.08 ആണ്. ക്വസ്റ്റ്യൻ ദ ലീസ്റ്റ് കൗണ്ട്. എല്ലാവർക്കും അറിയാം ഒരു വെർനിയറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ മൈനസ് 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 0.1 മൈനസ് 0.02, 0.08 ഈക്വൽ ടു 0.02 സെൻറ്റിമീറ്റർ എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. സോ ദ ഓപ്ഷൻ ഈസ് 3. നല്ല ക്വസ്റ്റ്യൻ ആണത്, വളരെ സിമ്പിളാണ്. ഇത് ക്ലാസ്സിൽ ചെയ്യിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. 0.02 സെൻറ്റിമീറ്റർ ആണ്. ഇതറിയാവുന്ന കേസ് തന്നെയാണല്ലോ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നോക്കിയോളുക. ക്വസ്റ്റ്യൻ നമ്പർ 20. ഇതൊക്കെ വിശദമായിട്ട് ക്ലാസ്സുകൾ വരച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. കണ്ടോ, കൺസിഡർ ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഓഫ് എ സ്ക്രൂ ഗേജ് ഇൻ വിച്ച് നോ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ്. എന്ന് വെച്ചാൽ സ്ക്രൂ ഗേജിൽ പ്രത്യേകിച്ച് ഒബ്ജക്റ്റ് ഒന്നും വയ്ക്കാതെ ഗ്യാപ്പൊന്നും ഇല്ലാത്ത അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ 0 എററിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? ഈ കേസിൽ കണ്ടോ, റെഫറൻസ് ലൈനുമായിട്ട് ഈ സർക്കുലർ സ്കെയിൽ അല്ലെങ്കിൽ ഹെഡ് സ്കെയിലിൻ്റെ 0 കോയിൻസൈഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ കേസിൽ 0 എറർ ഇല്ല. ഈ കേസിൽ കണ്ടോ, ഹെഡ് സ്കെയിലിൻ്റെ 0 എന്ന് പറയുന്നത് ഈ റെഫറൻസ് ലൈനിന് താഴോട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ കേസിൽ 0 എറർ പോസിറ്റീവ് ആണ്. ഈ കേസിൽ കണ്ടോ 0 നിൽക്കുന്നത്, കണ്ടോ ഹെഡ് സ്കെയിലിൻ്റെ 0 നിൽക്കുന്നത് റെഫറൻസ് ലൈനിന് മുകളിലോട്ട് ആയതുകൊണ്ട് ഈ കേസിൽ 0 എറർ നെഗറ്റീവാണ്. അപ്പോൾ ഇതിൽ 0 എറർ ഇല്ല, ഇതിൽ 0 എറർ പോസിറ്റീവ്, ഇത് 0 എറർ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് വരുന്നത് അല്ലേ. നോക്കൂ, 0 എറർ ഈസ് 0 in A ആൻഡ് പോസിറ്റീവ് ഇൻ B. ഇതൊക്കെ തെറ്റാണ്. 0 എറർ ഈസ് 0 in A ആൻഡ് നെഗറ്റീവ് ഇൻ B തെറ്റാണ്. 0 എറർ ഈസ് 0 in A ആൻഡ് പോസിറ്റീവ് ഇൻ C അല്ല. സിയിൽ 0 എറർ നെഗറ്റീവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. ആ 3 ഫിഗേഴ്സ് തന്നിട്ട് നമ്മൾ ആ ഫിഗേഴ്സ് ലാബിൽ നിങ്ങൾ ആലോചിച്ചത് ഒരു ലാബിൽ എക്സ്പെരിമെൻറ്റ് പോലുണ്ട്. 3 സ്ക്രൂ ഗേജുകൾ നിങ്ങൾക്ക് തന്നിട്ട് ടീച്ചർ നിങ്ങളോട് പറയുകയാണ് ഇതിലേതിനാണ് 0 എറർ നെഗറ്റീവ്, ഇതിലേതാണ് 0 എറർ ഇല്ലാത്തത്, ഇതിലേതാണ് 0 എറർ പോസിറ്റീവ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 21. നോക്കൂ, the pitch of a screw gauge is 1 meter and there are 50 divisions on its cap.
when nothing is put in between the studs, 44th division of circular scale coincide with the reference line. When glass plate is placed between the studs, the main scale reads 3 divisions and the circular scale reads 26 divisions, the thickness of the plate. അപ്പോൾ ഇവിടെ 0 error ഒക്കെ ഉള്ള കേസാണ്. ഇത് സ്ക്രൂ ഗേജിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. The pitch of a screw gauge is 1 millimeter. അപ്പം പിച്ച് സ്കെയിൽ റീഡിങ് 1 millimeter ആണ്. And there are 50 divisions on its cap. ഒരു സ്ക്രൂ ഗേജ് വെച്ച് നമ്മൾ റീഡിങ് എടുക്കുന്ന സിറ്റുവേഷനാണ്. ഞാനതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലാസ്സിൽ പറഞ്ഞു തന്നതാണ്. സ്ക്രൂ ഗേജ് റീഡിങ് എടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ടാണ്. അത് കണ്ടുപിടിക്കുന്നത് 1 pitch scale reading divided by number of head scale reading വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ 1 pitch scale reading എന്ന് പറയുന്നത് 1 millimeter ആണ്. നമ്പർ ഓഫ് ഹെഡ് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ 1/50 വരും, അല്ലെങ്കിൽ 2/100 വരും. അപ്പോൾ ഇത് പോയിൻ്റ് എത്രയാണ്? 0.2 millimeter. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട്, 0.02 millimeter. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? നമ്മളിവിടുത്തെ 0 error എടുക്കണം. 0 error എടുക്കണം. എങ്ങനെയാണ് 0 error നോക്കൂ. When nothing is put in between the stud, 44th division of the circular scale coincide with the reference line. അപ്പോൾ 44th ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കി 0 മുകളിലോട്ടാണ്. ശരിയല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ റെഫറൻസ് ലൈൻ എടുത്താൽ ഇതായിരിക്കും നമ്മൾ ആ പിച്ച് സ്കെയിലിൻ്റെ റെഫറൻസ് ലൈന്. അതിൽ ഹെഡ് സ്കെയിലിൻ്റെ ഈ 44 ആണ് വന്നെന്ത് ചെയ്യുന്നത്? കോയിൻസൈഡ് ചെയ്യുന്നത്. 44 ആണ് കോയിൻസൈഡ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോൾ 44 ആണ് കോയിൻസൈഡ് ചെയ്യുന്നതെങ്കിൽ പിന്നെ 45, 46 ഇങ്ങനെ പോകും. 45 അല്ലേ, 46, 47, 48, 49 ആൻഡ് 50 is 0. കാരണം 50 ഡിവിഷൻസേ ഉള്ളൂ. അപ്പോൾ 0 മുകളിലോട്ടാണ് നിൽക്കുന്നത്. 6 യൂണിറ്റും അല്ല, അതെ 44 എന്നുള്ളത് കോയിൻസൈഡ് ചെയ്യുന്നു. അപ്പോൾ 0 മുകളിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം 0 error ഇവിടെ നെഗറ്റീവാണ്. 0 error നെഗറ്റീവാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 0 error നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ അതിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ 44 അല്ല എടുക്കേണ്ടത്, നമ്പർ ഓഫ് റീഡിങ്സ് ഇൻ ദ ഹെഡ് സ്കെയിലിൽ നിന്ന് നമ്മളിത് സബ്ട്രാക്ട് ചെയ്തെടുക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് 50 മൈനസ് 44 ആണ് അല്ലേ. അപ്പോൾ അത് 6 വരും. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? ഈ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് എത്രയാണ്? 0.02. ശരിയല്ലേ? ഇതാണ് 0. അപ്പോൾ 50 മൈനസ് 44 ആകുമ്പോൾ എത്ര വരും? 6 വരും. 6 × 0.02 ആകുമ്പോൾ അത് 0.12 അല്ലേ. അപ്പോൾ മൈനസ് 0.12 millimeter ആണ് ഇവിടുത്തെ 0 error. ശരിയല്ലേ? ഓക്കെ. ഇനി അടുത്ത് നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? ഹെഡ് സ്കെയിൽ റീഡിംഗ് ഒക്കെ നോക്കുന്നു. പിന്നെ ഗ്ലാസ് പ്ലേറ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ സ്റ്റാറ്റസ്, ദ മെയിൻ സ്കെയിൽ റീഡ്സ് 3 divisions ഓൺ ദ സർക്കുലർ സ്കെയിൽ. 3 divisions ഓൺ ദ സർക്കുലർ സ്കെയിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ പിച്ച് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. പിച്ച് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 3.00 millimeter ആണ്. പിച്ച് സ്കെയിൽ റീഡിംഗ് കിട്ടി. ആൻഡ് ദ സർക്കുലർ സ്കെയിൽ റീഡ്സ് 26 divisions. അപ്പോൾ അത് ഹെഡ് സ്കെയിൽ റീഡിംഗ് ആണ്. ഹെഡ് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ 26 വരും. അപ്പോൾ അതിന് ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.02 വരും. അപ്പോൾ 26ൻ്റെ 0.02 ആകുമ്പോൾ അത് എത്ര വരും? 0.52 millimeter വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മെഷേർഡ് വാല്യൂയും ട്രൂ വാല്യൂയും കിട്ടും. മെഷേർഡ് വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്? പിച്ച് സ്കെയിൽ റീഡിംഗ് പ്ലസ്, ശരിയല്ലേ, എന്താണ് ഹെഡ് സ്കെയിൽ റീഡിംഗ്. അപ്പോൾ അത് 0.52 എന്ന് വരും. അപ്പോൾ ആ 3.52 എന്ന് വരും. ആൻസർ ആയിട്ടില്ല. ട്രൂ വാല്യൂ എടുക്കുമ്പോൾ മെഷേർഡ് വാല്യൂ മൈനസ് 0 error എടുക്കണം. അപ്പോൾ 3.52 മൈനസ് 0 error എത്രയാണ്? മൈനസ് 0.12 ആണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എത്ര വരും? പ്ലസ് വരും. ശരിയല്ലേ? അപ്പോൾ ആൻസർ എന്ത് വരും? നമുക്ക് 3.64 millimeter എന്ന് കിട്ടും. ഒരു എക്സാക്ട് സ്ക്രൂ ഗേജ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പക്ഷേ നീറ്റ് ലെവലിലൊക്കെ സ്ക്രൂ ഗേജിന് ചോദിക്കാവുന്ന ഒരു മാക്സിമം ക്വസ്റ്റ്യൻ ആണിത്. എന്നുവെച്ചാൽ എക്സാക്ട്ലി സ്ക്രൂ ഗേജിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ക്ലാസ്സിൽ ഇതിൻ്റെ പ്രൊസീജിയർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നാണ്. അതേ പ്രൊസീജിയർ അതേ രീതിയിൽ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടും. ലീസ്റ്റ് കൗണ്ട് എടുക്കുന്നു, 0 error എടുക്കുന്നു, പിച്ച് സ്കെയിൽ റീഡിംഗ് എടുക്കുന്നു, ഹെഡ് സ്കെയിൽ റീഡിംഗ് എടുക്കുന്നു, മെഷേർഡ് വാല്യൂ എടുക്കുന്നു, പിന്നെ ട്രൂ വാല്യൂ കണ്ടുപിടിക്കാൻ മെഷേർഡ് വാല്യൂ മൈനസ് 0 error എന്നുള്ള ഐഡിയ എടുക്കുന്നു. അപ്പോൾ 0 error നെഗറ്റീവാണ്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് 0.12 ആണ് ആക്ച്വലി പ്ലസ് 0.12 ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? വളരെ വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 22. ഇൻ എ കംപ്ലീറ്റ് റൊട്ടേഷൻ സ്പിൻഡിൽ ഓഫ് എ സ്ക്രൂ ഗേജ് അഡ്വാൻസസ് ബൈ 0.5 millimeter. ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 0.5 millimeter ആണ് മുന്നിലോട്ട് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അവിടുത്തെ പിച്ച് സ്കെയിൽ റീഡിംഗ്? നമുക്കത് എന്താണ്? 1 പിച്ച് സ്കെയിൽ റീഡിംഗ് ആണ്. അതായത് നമുക്ക് ശരിക്കും 1 PSR ആണത് പിച്ച് സ്കെയിൽ റീഡിംഗ്. 1 പിച്ച് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 0.5 millimeter ആണ്. പിന്നെ there are 50 divisions on the circular scale. അപ്പം നമ്പർ ഓഫ് ഹെഡ് സ്കെയിൽ റീഡിങ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്.
അപ്പം അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് കിട്ടിയില്ലേ? എത്രയാണ് ലീസ്റ്റ് കൗണ്ട് വരുന്നത്? 1 PSR ബൈ നമ്പർ ഓഫ് HSR ആണ്. അപ്പം 1/2/50 അല്ലെങ്കിൽ 1/100, 1/2/50 അല്ലെങ്കിൽ 1/100. അപ്പം 0.01 ആണ്. ശരിയല്ലേ? മില്ലിമീറ്റർ. ഇതാണ് ഇവിടുത്തെ ലീസ്റ്റ് കൗണ്ട്. ഇനി if a wire is put between the jaws, 3 main scale divisions are clearly visible. 3 main scale divisions are clearly visible and 20 divisions of circular scale coincide with the reference line. അപ്പോൾ ഇവിടെ സീറോ എറർ ഇല്ലാത്തൊരു കേസാണ്. ഇത് സീറോ എറർ ഇല്ലാത്തൊരു കേസാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ സീറോ എറർ ഇല്ലെങ്കിൽ നമുക്ക് കുറേയൊക്കെ എളുപ്പമാണ്. നോക്കൂ, നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റെപ്പിൽ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിച്ചു. സീറോ എറർ ഇല്ല. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് നോക്കണ്ട. പിന്നെ പിച്ച് സ്കെയിൽ റീഡിങ് വളരെ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ വയർ അതിൻ്റെ ജോസിനിടയ്ക്ക് വച്ചപ്പോൾ നമുക്ക് 3 ഡിവിഷൻസ് ആണ് കാണാൻ പറ്റുന്നത്. 3 ഡിവിഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ഡിവിഷൻ 1/2 മില്ലിമീറ്ററേ ഉള്ളൂ. അതുകൊണ്ട് പിച്ച് സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് 3 × 1/2 ആണ്, ഈക്വൽ ടു 1.5 മില്ലിമീറ്റർ ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ 3 റീഡിങ്സ് കാണാമെന്ന് വെച്ചാൽ ഒരു റീഡിങ്ങിന് 1/2 മില്ലിമീറ്ററേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 × 1/2 1.5 മില്ലിമീറ്ററേ പിച്ച് സ്കെയിൽ റീഡിംഗ് ആയിട്ട് വരത്തുള്ളൂ. ശരിയല്ലേ? ഓക്കെ. ഇനി അടുത്ത ഹെഡ് സ്കെയിൽ റീഡിംഗ് എത്രയാണ്? 20 ആണ്. സീറോ എറർ ഇവിടെ ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്ത് കൊള്ളുക. ഹെഡ് സ്കെയിൽ റീഡിംഗ് എത്രയാണ്? 20 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെഡ് സ്കെയിൽ റീഡിംഗ് എടുക്കുമ്പോൾ അത് 20 ആണ്. നമ്മൾ അതിനെ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ 0.01 ആണ്. അപ്പോൾ എത്ര വരും? 0.2 എന്ന് വരും. ശരിയല്ലേ? ഇതാണ് ഹെഡ് സ്കെയിൽ റീഡിംഗ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ ഒക്കെ ഒന്ന് തന്നെയാണ്. എത്രയാണ് വരിക? ഇവിടുത്തെ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 1.5 + 0.2 ആണ് വരുന്നത് അല്ലേ? ആൻസർ എത്ര വരും? 1.7 മില്ലിമീറ്റർ എന്ന് ഈസി ആയിട്ട് അതിൻ്റെ ആൻസർ കിട്ടും. ഇവിടെ സീറോ എറർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ 1.7 നിന്ന് സീറോ എറർ സബ്ട്രാക്ട് ചെയ്ത് എഴുതേണ്ടി വന്നതിന് നമുക്ക് ആൻസറിലേക്ക്. അപ്പം സ്ക്രൂ ഗേജിലെ 2 നല്ല ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് സീറോ എറർ ഉള്ളൊരു കേസ്, മറ്റൊന്ന് സീറോ എറർ ഇല്ലാത്ത കേസ്. ഓക്കെ, യെസ്. 23. In a certain observation of a simple pendulum, we got length of string 23.2 cm and radius of the bob is 1.32 cm. Time taken for 10 oscillation was 10 seconds. Take pi square equal to 10. The value of G in correct significant figures. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. കാരണം ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പം ഫൈനൽ ആൻസർ എപ്പോഴും കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ വേണം എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ആക്ച്വലി ലെന്ത് ഓഫ് ദ പെൻഡുലം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സിമ്പിൾ പെൻഡലത്തിൽ എന്തെന്ന് വെച്ചാൽ ആ പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ അല്ലേ, ഒരു സിമ്പിൾ പെൻഡലത്തിൻ്റെ ലെന്ത് എന്ന് വെച്ചാൽ ഈ പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ നമ്മൾ ബോബ് ഇടത്തിലെയോ ആ ബോബിൻ്റെ സെൻറ്റർ വരെയുള്ള ഇത്രയും ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലെന്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുന്നത്. അപ്പോൾ ലെന്ത് ഓഫ് ദ പെൻഡുലം കണ്ടുപിടിക്കുന്നതിന് ലെന്ത് ഓഫ് ദ സ്ട്രിങ് എടുക്കണം 23.2. അതിനോടുകൂടി റേഡിയസ് ഓഫ് ദ ബോബ് കൂടി ആഡ് ചെയ്യണം, അത് 1.32. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? ഇവിടെ 2 വരും, ഇത് 5 വരും, 3 1 4 വരും, 24.52 വരും. പക്ഷേ ഇതിന് ഞങ്ങൾ 24.5 എന്നേ എടുക്കാൻ പാടുള്ളൂ. കാരണം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നോക്കണം. അഡീഷണൽ ഡെസിമൽ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ട്, എന്നാൽ ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരെണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ഫൈനൽ ആൻസറിൽ നമ്മൾ ഡെസിമൽ കഴിഞ്ഞിട്ട് ഒരെണ്ണേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ 24.52 അല്ല 24.5 ആണ് ലെന്തായിട്ട് എടുക്കേണ്ടത്. ഇനി എല്ലാവർക്കും അറിയാമല്ലോ G = 4 pi square × L/T² എന്നാണ് ഇക്വേഷൻ. അപ്പോൾ എല്ലായിട്ട് ആ 24.5 സെൻറ്റിമീറ്റർ കൊടുക്കണം. ടൈം പീരീഡ് കണ്ട് 10 ഓസിലേഷന് 10 സെക്കൻഡ് ആണെങ്കിൽ ടൈം പീരീഡ് 1 സെക്കൻഡ് ആണ്, അതും കൊടുക്കണം. pi² 10 എന്ന് എടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഈ 9.80 എന്നുള്ള ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഇതിൽ മിസ്റ്റേക്ക് പറ്റാനുള്ള സാധ്യതയുള്ള എന്താണെന്ന് വെച്ചാൽ പല കുട്ടികളും ഈ ലെന്ത് 24.52 എന്ന് തന്നെ എഴുതി ചെയ്തു വരികയാണെങ്കിൽ ഈ L 24.52 കൊടുത്ത് ടൈം പീരീഡ് 1 സെക്കൻഡ് എടുത്താൽ നിങ്ങൾക്ക് 9.808 എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ചില കുട്ടികളും അത് 9.81 എന്ന് എഴുതി വെക്കും. അങ്ങനെ ചെയ്യരുത്. കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഓരോ പ്രോസസ്സിലും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നോക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. സ്ട്രിങ്ങിൻ്റെ ലെന്തും റേഡിയസും പ്രത്യേകം തന്നിട്ട് ലെന്ത് ഓഫ് ദ പെൻഡുലം കണ്ടുപിടിക്കുമ്പോൾ അവിടെ ഒരു അഡീഷൻ ഉണ്ട്. ആ അഡീഷനകത്തും സിഗ്നിഫിക്കൻറ്റ് റൂൾസ് വെച്ച് ഇക്വേഷൻ എടുത്തിട്ട് സിഗ്നിഫിക്കൻറ്റ് റൂൾസ് ഉപയോഗിച്ച് വാല്യൂ എടുത്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അതുകൊണ്ട് ഇതൊരു വളരെ ട്രിക്കി ക്വസ്റ്റ്യനാണ്, നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഇതിൻ്റെ ആൻസേഴ്സ് കാണാം 9.80, 9.808, 9.81. ഇതെല്ലാം നമ്മൾ മിസ്റ്റേക്ക് വെച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് എക്സാക്ട്ലി ചെയ്താൽ 24.52 ഇത് ചെയ്താൽ 9.808 ആയിരിക്കും കിട്ടുക. അപ്പോൾ ചിലരെങ്കിലും ഇത് എടുക്കും. പിന്നെ ഈ കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറയുമ്പോൾ പലരും റൗണ്ട് ഓഫ് ചെയ്ത് ഇത് എഴുതും. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല, ഇത് കറക്റ്റ് വെച്ച് ചെയ്തു പോയാൽ 9.80 എന്നുള്ള ആൻസറാണ് കിട്ടുക സോൾവ് ചെയ്ത് വരുമ്പോൾ. ഓക്കെ, ശരി. 24. എ ഗ്രാഫ് ബിറ്റ്വീൻ L ആൻഡ് T². എല്ലാവർക്കും അറിയാമല്ലോ L/T² ഗ്രാഫ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനാണ്. ഒന്നിനി പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്ത ഫോർ ദി ഇക്വിലിബ്രിയം ഓഫ് ദ സിസ്റ്റം ഷോൺ ദ വാല്യൂ ഓഫ് മാസ്. മറ്റേ
ഇത് നിങ്ങൾ റൊട്ടേഷണൽ മോഷനകത്ത് പഠിക്കുന്നതാണ്. ലോ ഓഫ് മൊമെൻറ്റ്സ് എടുക്കുക. അതായത് ഈ സൈഡിലോട്ട് വരുന്ന മാസുകളുടെ വെയിറ്റ് എബൌട്ട് ദിസ് ആക്സിസ് ഉണ്ടാക്കുന്ന ടോർക്കും ഈ മാസുകളുടെ വെയിറ്റ് എബൌട്ട് ദിസ് ആക്സിസ് ഉണ്ടാക്കുന്ന ടോർക്കും കൂടെ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കൂ, ഇവിടെ 12 കിലോഗ്രാം ആണ്, അതിൻ്റെ വെയിറ്റ് 12g താഴേക്ക് വരും. അപ്പോൾ ഈ 12g എബൌട്ട് ദിസ് ആക്സിസ് ഉണ്ടാക്കുന്ന ടോർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 12 × g ഇൻറ്റു ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് 12gയിലേക്ക് വിടുന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L. ശരിയല്ലേ? ഓക്കെ. ഇനി ഈ സൈഡ് എടുക്കുമ്പോൾ ഈ എമ്മിൻ്റെ വെയിറ്റ് താഴേക്ക് വരും mg. അപ്പോൾ mg ഇൻറ്റു ഈ mgയുടെ ലൈൻ ഓഫ് ആക്ഷനിലേക്ക് ആക്സസ് ചെയ്യുന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L തന്നെ. പിന്നെ അടുത്ത് ഇത് 3 കിലോഗ്രാം ആണ്, ഇതിൻ്റെ 3g എന്നുള്ള വെയിറ്റ് താഴേക്ക് വരും. അപ്പോൾ ആ 3gയുടെ ലൈൻ ഓഫ് ആക്ഷനിലേക്ക് ആക്സസ് ചെയ്യുന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇത് 3l/2 ഇത് L വരും. അപ്പോൾ എത്ര വരും? 5l/2 വരും. അത് ശ്രദ്ധിക്കണേ, അത് പലരും തെറ്റിക്കും. 5l/2. അപ്പോൾ ഇതിനകത്ത് g എല്ലാം ക്യാൻസലാം, L എല്ലാം ക്യാൻസലാം. സോൾവ് ചെയ്ത് വരുമ്പോൾ ഈ എമ്മിൻ്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടും? 4.5 എന്ന് ഈസി ആയിട്ട് കിട്ടും. ഇത് ലോ ഓഫ് മൊമെൻറ്റ്സ് വെച്ച് ഇട്ടൊരിതാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇത് റൊട്ടേഷണൽ മോഷനിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെയും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈസി ആയൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 26. നമുക്കറിയാം ഒരു ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് വന്നിരിക്കുകയാണ്. The adjacent graph shows the extra extension of a wire of length 1 meter suspended from the top of a roof at one end with an extra load delta W connected at the other end. If the cross-sectional area of the wire is 10⁻⁻⁶ meter square, Young's modulus ആണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. ഇവിടെ സ്ട്രെസ് ആയിട്ട് വരുന്നത് എന്താണ്? ലോഡാണ്, ഡെൽറ്റ W. സ്ട്രെസ്സായിട്ട് വരുന്നത് വെയിറ്റ് നമുക്ക് സ്ട്രെസ് ഡെൽറ്റ W/A ആണ് അല്ലേ. പിന്നെ ബൈ സ്ട്രെയിൻ ആവുമ്പോൾ എക്സ്റ്റൻഷൻ ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഇത് ചെയ്തെടുക്കുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കൂ. എൽ അങ്ങ് മോളിപ്പോവും. അപ്പോൾ ഇങ്ങനെ വരും L/A ഇൻറ്റു ഡെൽറ്റ W/Δl എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ Y=L/A ഇൻറ്റു ഡെൽറ്റ W/Δl എന്ന് വരും യങ്സ് മോഡുലസിൻ്റെ ഐഡിയ അനുസരിച്ച്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം എന്താണ് ഈ L എന്ന് പറയുന്നതിൻ്റെ ഒറിജിനൽ ലെന്താണ്. അത് നമുക്ക് 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ L=1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ എന്ന് പറയുന്ന ഈ വയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അത് 10⁻⁻⁶ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയയും ഉണ്ട് 10⁻⁶. ഇനി ഡെൽറ്റ W/Δl എടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഡെൽറ്റ L എന്ന് പറയുന്നത് ഇവിടെ ഡെൽറ്റ X എന്നായിട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഡെൽറ്റ W/Δl എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലോപ്പിൻ്റെ റെസിപ്രോക്കലാണ്. കാരണം ഇതിൻ്റെ സ്ലോപ്പ്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഡെൽറ്റ L/Δw ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഡെൽറ്റ W/Δl എന്ന് പറയുന്നത് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഇത് L/A ഇൻറ്റു 1/സ്ലോപ്പ് എന്ന് വേണം എടുക്കാനായിട്ട്. ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഏത് വെച്ച് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഇവിടെ വെച്ച് തന്നെ എടുക്കാം. ദറ്റ് ഈസ് 1 × 10⁻⁴/20 എന്നൊക്കെ എടുത്താൽ മതി. നമുക്ക് സ്ലോപ്പ് കിട്ടും. എന്നിട്ട് ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഉണ്ടായിരുന്നു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങളിതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്ത് നോക്കാം. നമുക്കിതിൻ്റെ ആൻസർ ഓപ്ഷൻ എ എന്ന് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് കിട്ടുന്നുണ്ടാവും. ഓക്കെ അല്ലേ? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇനി അപ്പോൾ എല്ലാത്തിൽ നിന്നും ഓരോ ക്വസ്റ്റ്യനൊക്കെ ഇടാനുള്ള ഒരു ശ്രമഫലമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ്. Now 27, assertion reason. Hot soup is more tastier than cold. എല്ലാവർക്കും അറിയാം സൂപ്പ് ഹോട്ടായിട്ട് കുടിക്കുന്നതാണ് എപ്പോഴും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. തണുത്ത് പോയാൽ പൊതുവെ ആഹാര സാധനങ്ങൾക്ക് ടേസ്റ്റ് ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സൂപ്പിൻ്റെ കേസിൽ വാലിഡ് ആണ്. പക്ഷേ സൂപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലിക്വിഡ് ഫോമിലായതുകൊണ്ട് അതിന് സർഫസ് ടെൻഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയും. സർഫസ് ടെൻഷൻ കുറയുകയാണെങ്കിൽ അതിന് വലിയ ഏരിയയിലേക്ക് പോകാൻ പറ്റും. സർഫസ് ടെൻഷൻ കൂടുതലാണെങ്കിൽ ചെറിയ ഏരിയയിലേക്ക് അത് ലിമിറ്റ് ചെയ്യപ്പെടും. സർഫസ് ടെൻഷൻ കുറയുകയാണെങ്കിൽ വലിയ ഏരിയയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ചൂടുള്ള സൂപ്പ് എടുത്ത് കുടിക്കുമ്പോൾ സർഫസ് ടെൻഷൻ അതിന് കുറവായതുകൊണ്ട് നമ്മുടെ വായിലേക്ക് കൂടുതൽ അത് സ്പ്രെഡ് ചെയ്ത് വരും. അപ്പോൾ കൂടുതൽ എന്താണ് ടേസ്റ്റ് ഫീൽ ചെയ്യും. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ബയോളജിയൊക്കെ അറിയില്ല. എനിക്ക് അതിൻ്റെ ബയോളജി ഒന്നും പറയാനൊന്നും അറിയത്തില്ല. എന്നാലും നമ്മുടെ വായിൽ ഉള്ള നമുക്ക് ആ ടേസ്റ്റിന് തരുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെയുണ്ടല്ലോ, അതെന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ടേസ്റ്റുള്ള നമ്മുടെ വായിലേക്ക് കൂടുതൽ സൂപ്പ് സ്പ്രെഡ് ചെയ്ത് വരുന്ന സമയത്ത് കൂടുതൽ നമുക്ക് അത് ടേസ്റ്റ് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതാണ് കാരണം. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസസ്, സർഫസ് ടെൻഷൻ റെഡ്യൂസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സാക്ട്ലി എക്സ്പ്ലെയിനിങ് ദ അസർഷൻ ആണ്. ദാറ്റ്സ് വൈ ദ ആൻസർ option is 1. Okay, yes. Next one. നോക്ക്, ദിസ് ഈസ് ബേസ്ഡ് ഓൺ എന്താണ് നമ്മുടെ ലോ ഓഫ് മിക്സേഴ്സ് ആണ്. ദ മാസ് സ്പെസിഫിക് കപ്പാസിറ്റി ആൻഡ് ഇനിഷ്യൽ ടെമ്പറേച്ചർ ഓഫ് എ സ്പിയർ വാസ് 1000 gram, half caloric gram per degree Celsius and 80 degree respectively. The mass of the liquid and the calorimeter are 900 and 200 gram and initially both were at 20 degree. Both the calorimeter and the sphere are of same material. അപ്പോൾ calorimeter എന്ന് വെച്ചാൽ വെസലാണ്. ആ വെസലിൻ്റെ സ്പെസിഫിക് ഹാഫ് തന്നെയാണ് സ്പിയറിൻ്റെ. അതെ,
If the steady state temperature after mixing is found to be 40, then the specific capacity of the unknown liquid. This is simple law of mixers ആണ്. ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ എക്സ്പെരിമെൻ്റൽ ഫിസിക്സ് ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് നിങ്ങളുടെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിനകത്തെ ലോ ഓഫ് മിക്സേഴ്സ് കറക്റ്റായിട്ട് പഠിച്ചാൽ മതി. കണ്ടോ, ഇവിടെ നമുക്കുള്ളതൊരു സ്പിയർ ആണ്. ആ സ്പിയറിൻ്റെ മാസ് 1000 ഗ്രാം, പിന്നെ അതിൻ്റെ സ്പെസിഫിക് കപ്പാസിറ്റി ഹാഫ്, അതിൻ്റെ ടെമ്പറേച്ചർ 80. ഇതിനടുത്തൊരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ലിക്വിഡിലേക്ക് ഇടുകയാണ്. പാത്രത്തിൻ്റെ ആ വെസലിൻ്റെ മെറ്റീരിയലും ഈ ബോളിൻ്റെ മെറ്റീരിയലും സെയിം ആണ്. അപ്പോൾ അത് 20 ഡിഗ്രി സെൽഷ്യസിലാണ് ഇരിക്കുന്നത്. ആ വെസലും അതിനകത്തുള്ള ലിക്വിഡും കൂടെ 20 ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ നമ്മുടെ സ്പിയർ 80ലാണ്. അപ്പോൾ 80 ഡിഗ്രി സെൽഷ്യസുള്ള സ്പിയറിൽ നിന്ന് ഹീറ്റ് ഈ പാത്രത്തിലേക്കും, അതായത് കലോറിമീറ്ററിലേക്കും ലിക്വിഡിലേക്കും വരും. കുറച്ച് കഴിയുമ്പോൾ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ 40 കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. എന്താണ്? ഹീറ്റ് ലോസ്റ്റ് ബൈ സ്പിയർ ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ കലോറിമീറ്റർ പ്ലസ് ലിക്വിഡാണ്. ഹീറ്റ് ലോസ്റ്റ് ബൈ സ്പിയർ ഈക്വൽ ടു ഹീറ്റ് ഗെയിൻഡ് ബൈ കലോറിമീറ്റർ ആൻഡ് ലിക്വിഡാണ്. അപ്പം അങ്ങനെ വരുന്ന കേസ് എടുക്കുമ്പോൾ വാട്ട് ഈസ് ദ ഹീറ്റ് ലോസ്റ്റ് ബൈ സ്പിയർ എന്ന് ചോദിച്ചാൽ അത് ഹീറ്റ് സ്പിയറിൻ്റെ മാസ് 1000, അതിൻ്റെ സ്പെസിഫിക് ഹാഫ്. ഇനി അത് 80യിൽ നിന്ന് 40യിലേക്കാണ് വന്നത്. അപ്പോൾ അവിടെ ഉണ്ടായ ടെമ്പറേച്ചർ ചേഞ്ച് 80 - 40. ഇതാണ് ഹീറ്റ് ലോസ്റ്റ് ബൈ സ്പിയർ എന്ന് പറയുന്നത്. ഇനി ഹീറ്റ് ഗെയിൻഡ് ബൈ കലോറിമീറ്റർ പ്ലസ് ലിക്വിഡ് എടുക്കുമ്പോൾ കണ്ടോ, ലിക്വിഡിൻ്റെ നമുക്കറിയില്ല, അതിൻ്റെ മാസ് 900 ആണ്. ലിക്വിഡിൻ്റെ സ്പെസിഫിക് നമുക്കറിയില്ല. പക്ഷേ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ നോക്കൂ, 20ൽ നിന്ന് 40യിലേക്കാണ് പോയത്. അപ്പോൾ അത് 40 - 20 വരും പ്ലസ്. ഇനി കലോറിമീറ്റർ എന്ന് വെച്ചാൽ ആ ലിക്വിഡ് എടുത്തിരിക്കുന്ന വെസലാണ്. അതിന് MC ഡെൽറ്റ തീറ്റ കൊടുക്കുമ്പോൾ അതിൻ്റെ മാസ് 200 ആണ്. അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ഹാഫ് ആണ്. അതിൻ്റെയും ടെമ്പറേച്ചർ 20ൽ നിന്ന് 40യിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ 40 - 20. അപ്പോൾ ഈ ഹോൾ ഇക്വേഷനകത്ത് ആകെ അൺനോൺ ആയിട്ടുള്ളത് ഏത് മാത്രമാണ്? ആ C എന്നുള്ള ക്വാണ്ടിറ്റി മാത്രമാണ്. ഇത് സോൾവ് ചെയ്ത് C കണ്ടുപിടിക്കും. 1 കലോറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് വരും. എനിക്ക് തോന്നുന്നു ഞാൻ ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ 1 കലോറി പെർ ഗ്രാം പെർ ഡിഗ്രി സെൽഷ്യസ് വളരെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാവുന്ന ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, യെസ്. Now 29. The terminal velocity of a solid spherical ball falling through a viscous liquid depends on the radius. എല്ലാവർക്കും അറിയാം, ടെർമിനൽ വെലോസിറ്റി r² പ്രപ്പോർഷണലാണ്. എല്ലാവർക്കും അറിയാം, അതിന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതൊക്കെ നിങ്ങളുടെ വിസ്കോസിറ്റി ടോപ്പിക്കിൽ നിന്നുള്ള ശരിക്കുള്ള തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. 30. In a resonance column experiment, determine the velocity of sound in air. എല്ലാവർക്കും അറിയാം, velocity of sound V = 2f into L2 - L1 ആണ്. സെക്കൻഡ് റെസനേറ്റിംഗ് ലെങ്ത് മൈനസ് ഫസ്റ്റ് റെസനേറ്റിംഗ് ലെങ്ത് ആണ്. ഇവിടെ എല്ലാം ഉണ്ടല്ലോ. F ഉണ്ട് 512, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റെസനേറ്റിംഗ് ലെങ്ത് L1 15.6, L2 47.2. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ 30 എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ 324 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, again resonance column experiment ആണ്. In a resonance column experiment, to determine the velocity of sound in air using tuning fork of frequency 340. The first and second resonating length, end correction അല്ലേ? end correction എല്ലാവർക്കും അറിയാം. എന്താണ്? L2 - 3L1/2 ആണ്. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. L2 74 ആണ്, L1 24 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് end correction കണ്ടുപിടിക്കുന്ന സമയത്ത് ഫ്രീക്വൻസിയുടെ ആവശ്യം നമുക്ക് ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു. ദാറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ 1 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം അങ്ങനെ അതിൻ്റെ ആൻസറുമായി. ഇനി ഇത് 32nd ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ആ ഓംസ് ലോ എക്സ്പെരിമെൻറ്റ് വെച്ചുള്ള ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണിത്. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. നോക്കും, ദി EMF ഓഫ് എ ബാറ്ററി ഈസ് 100 വോൾട്ട് ആണ്. ദെൻ വാട്ട് വാസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ റിയോസ്റ്റാറ്റ് അറ്റ് സെക്കൻഡ് റീഡിംഗ് ഈസ്. സെക്കൻഡ് റീഡിംഗ് എന്ന് വെച്ചാൽ I = 2 ആംപെയറും V = 20 വരുന്ന സമയത്താണ്. അപ്പോൾ ഇവിടെ റിയോസ്റ്റാറ്റ് കൂടിയുണ്ട്. അതായത് ശരിക്കും നോക്കിയാൽ നമ്മളിത് ഓംസ് ലോ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇത് Iയും Vയും കൂടെ ചേർത്തുള്ളൊരു ഗ്രാഫാണ്. വോൾട്ടേജും കറണ്ടുമായുള്ളൊരു ഗ്രാഫാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എടുത്താൽ 1/R ആണ് കിട്ടുക. അപ്പോൾ ആ റെസിസ്റ്റൻസിൻ്റെ സ്ലോപ്പ് എടുത്താൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് കിട്ടുക. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നോക്ക് 1/10 ആണ്. 1/10 = 1/R ആണെങ്കിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് എത്ര ഓമാണ്? 10 ഓമാണ്. റെസിസ്റ്റൻസ് എത്രയാണ്? 10 ഓമാണ്. ഇനി നമുക്കിവിടെ ഈ സെക്കൻഡ് റീഡിംഗ് എന്ന് പറയുമ്പോൾ കറണ്ട് നമുക്കറിയാമല്ലോ. ഇവിടെ I എന്ന് പറയുമ്പോൾ ഓംസ് ലോ എക്സ്പെരിമെൻറ്റിൽ I എന്ന് പറയുമ്പോൾ EMF ഓഫ് ദ സെൽ ബൈ റെസിസ്റ്റൻസ് പ്ലസ് എന്താണ്? റെസിസ്റ്റൻസ് ആക്ച്വലി റെസിസ്റ്റൻസ് ഓഫ് ദി റെസിസ്റ്റൻസ് പ്ലസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി റിയോസ്റ്റാറ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ I = E/R + RM എന്നുള്ള രീതിയിലായിരിക്കും അത് വരിക. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ I എന്ന് പറയുന്നത് എത്രയാണ്? 2 ആംപെയർ ആണ് വരുന്നത്. EMF എന്ന് പറയുന്നത് 100 വോൾട്ട് ആണ് വരുന്നത്. R എന്ന് പറയുന്നത് ഇവിടെ 10 ഓം ആണ് വരുന്നത്. നമ്മൾ ആ റിയോസ്റ്റാറ്റിൽ പുട്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 200 കൂടെ ആകുമ്പോൾ ഇവിടെ 50 വരും. 10 ഇങ്ങോട്ടൊന്ന് സബ്ട്രാക്ട് ചെയ്ത് പോകുമ്പോൾ എത്ര വരും? 40 എന്ന് വരും. വളരെ ഈസി ആയൊരു ക്വസ്റ്റ്യൻ ആണ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 33. If resistance S in right gap of a meter bridge is 300 ohm, then the balancing length is found to be 25 centimeter from the left end. The diameter of the unknown wire is 1 millimeter and length of the unknown wire is 31.4 centimeter. The resistivity വളരെ ഡയറക്റ്റ് അല്ലേ, അതായത് നമ്മുടെ മീറ്റർ ബ്രിഡ്ജ് എടുക്കുമ്പോൾ റെസിസ്റ്റൻസ് എസ് ഇൻ ദ റൈറ്റ് ഗ്യാപ്പാണ്. അപ്പോൾ ലെഫ്റ്റ് ഗ്യാപ്പിൽ അൺനോൺ റെസിസ്റ്റൻസ് ആണ്, റൈറ്റ് ഗ്യാപ്പിൽ നോൺ റെസിസ്റ്റൻസ് ആണ്. ഇതെത്രയാണ്? 300 ആണ്. അപ്പോൾ ബാലൻസിംഗ് ലെന്ത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് 25 സെൻറ്റിമീറ്റർ ആകുമ്പോൾ എൽ 25 ആണ്. 100 മൈനസ് എൽ എത്രയാണ്? ദാറ്റ് ഈസ് 75 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇക്വേഷൻ എഴുതുമ്പോൾ എന്ത് വരും നമുക്കറിയാം, എക്സ് ബൈ 300 ഈക്വൽ ടു എൽ ബൈ 100 മൈനസ് എൽ ആണ്. 25 ബൈ എത്രയാണ്? 75 എന്ന് വരും. അപ്പോൾ 25 ബൈ 75 ആകുമ്പോൾ അത് 1/3 ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്ര വരും? 100 എന്ന് വരും. അപ്പോൾ അൺനോൺ റെസിസ്റ്റൻസ് 100 ഓം ആണ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ഈക്വൽ ടു റോ എൽ ബൈ ഏരിയ എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ എടുക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാം ഉണ്ട്. റോ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റോ എന്ന് പറയുന്നത് എത്ര വരും? പൈ ആർ സ്ക്വയർ എക്സ് ബൈ എൽ എന്ന് വരും. എക്സ് നമ്മൾ 100 എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇവിടെ നമുക്ക് ദ ഡയമീറ്റർ ഓഫ് അൺനോൺ വയർ ഈസ് 1 millimeter. അപ്പോൾ റേഡിയസ് 0.5 millimeter കൊടുക്കുക, ലെന്ത് 31.4 centimeter കൊടുക്കുക, എക്സിനെ കിട്ടിയ 100 കൊടുക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടുത്തെ റെസിസ്റ്റിവിറ്റി കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. എല്ലാം വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്തിനി 34 നോക്കുമ്പോൾ ഇൻ എ മീറ്റർ ബ്രിഡ്ജ് എക്സ്പെരിമെൻറ്റ്, വീണ്ടും മീറ്റർ ബ്രിഡ്ജ് ആണ്. ദ നൾ പോയിന്റ് ഈസ് ഒബ്റ്റൈൻഡ് അറ്റ് 20 centimeter ഫ്രം വൺ എൻഡ് ഓഫ് ദി വയർ വെൻ റെസിസ്റ്റൻസ് എക്സ് ഈസ് ബാലൻസ്ഡ് അഗെയിൻസ്റ്റ് വൈ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഇവിടെ, വൈ എന്ന് പറയുന്ന ഇവിടെ. അപ്പോൾ ബാലൻസിങ് ലെന്ത് എന്ന് പറയുന്നത് ഇവിടെ എൽ എന്ന് പറയുന്നത് 20 centimeter ആണെങ്കിൽ ഇവിടെ 100 മൈനസ് എൽ എന്ന് പറയുന്നത് എത്ര വരും? 80 centimeter വരും. അപ്പോൾ മീറ്റർ ബ്രിഡ്ജിൻ്റെ ഇക്വേഷൻ അനുസരിച്ച് എക്സ് ബൈ വൈ എന്ന് പറയുന്നത് 20/80 വരും. ദാറ്റ് ഈസ് 1/4 എന്ന് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം y ഈക്വൽ ടു എന്ത് വരുന്നു? 4x എന്ന് വരുന്നു. ശരിയല്ലേ? y എന്ന് പറയുന്നത് 4x എന്ന് വരുന്നു. ഇനി then where will be the new position of the null point for the same end if one decides to balance 4x against y? അപ്പോൾ അടുത്തിനി 4xും വൈയും കൂടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ബാലൻസിംഗ് എന്തല്ല, ഇവിടെ എത്രയാണ്? 100 മൈനസ് എൽ. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എഴുതി നോക്കൂ. 4x ബൈ വൈ ഈക്വൽ ടു എൽ ബൈ 100 മൈനസ് എൽ ആണ്. നമുക്ക് y ഈക്വൽ ടു 4x ആണ്. ഈ വൈയും 4x ഈക്വൽ ആണ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 വരും. അപ്പോൾ 1 ഈക്വൽ ടു എൽ ബൈ 100 മൈനസ് എൽ വരും. അപ്പോൾ 100 മൈനസ് എൽ ഈക്വൽ എൽ വരും. 2l ഈക്വൽ 100 വരും. അപ്പോൾ എൽ എത്ര വരും? 50 centimeter എന്ന് വരും. ഇറ്റ്സ് അഗെയിൻ എ ക്വസ്റ്റ്യൻ ഓൺ മീറ്റർ ബ്രിഡ്ജ്. ശരിക്കും നമ്മൾ എക്സ്പെരിമെൻറ്റിലൊക്കെ പാർട്ടായിട്ട് ഉപയോഗിക്കാമെങ്കിലും ഇതൊരു ടിപ്പിക്കൽ മീറ്റർ ബ്രിഡ്ജ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, യെസ്. Now the last question from our first section ആണ്. In an experiment to determine the resistance of a galvanometer by half deflection method, the circuit shown is used. In order to set in one set of readings R equal to 10 and S equal to 4, then the resistance of the galvanometer. ഞാൻ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തെന്ന റിലേഷൻ ആണ്. ഹാഫ് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ R into S divided by R minus S ആണ് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് അല്ലേ. അപ്പോൾ R എന്ന് പറയുന്നത് നമ്മൾ ഈ സർക്യൂട്ടിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസും, എസ് എന്ന് പറയുന്ന ഗാൽവനോമീറ്റർ ഷണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസുമാണ് ഫോർ ഗെറ്റിംഗ് ഹാഫ് ഡിഫ്ലക്ഷൻ. അപ്പോൾ ഇവിടെ നേരിട്ട് 10 into 4 divided by 6 എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് 40/6 അല്ലെങ്കിൽ എത്രയാണ്? 20/3 ആണ് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ്. പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിച്ചാൽ ഒരു 5 സെക്കൻഡ് കൊണ്ട് ചെയ്ത് ഓടണം, കാരണം നേരിട്ടാണ് ഇതിൻ്റെയൊക്കെ ഫോർമുല ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ ബി ആണ്. അതിനകത്ത് 10 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി, പക്ഷേ 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾക്കറിയാം. ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. വീണ്ടും മോഡേൺ ഫിസിക്സിൽ നിന്ന് തന്നെയാണ് വരുന്നത്. ആൻ എലമെൻറ്റ് എ ഡീക്കേസ് ഇൻറ്റു എലമെൻറ്റ് സി ബൈ 2 step പ്രോസസ്. നോക്കൂ, ഇവിടെ എ ബി ആയ സമയത്ത് ഒരു ആൽഫ ഹീലിയമാണ് എമിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ബി എന്ന് പറയുന്നത്. അപ്പം എയിലത് നോക്കൂ, ഈ എയിലത് ആക്ച്വലി ഇത് എക്സ് എന്നും ഇത് വൈ എന്നും ഞാൻ എടുക്കുകയാണെങ്കിൽ ബി എത്ര വരും? ഇത് x-2 എന്നും വരും. ഇവിടെ എത്ര വരും? ഇവിടെ y-4 എന്നും വരും ബി. ശരിയല്ലേ? കാരണം ഇവിടെ 2 കുറഞ്ഞു, x2 കുറഞ്ഞു, ഇവിടെ 4 കുറഞ്ഞു. ഇനി ബി എന്ന് പറയുന്ന C+2 ഇലക്ട്രോൺ ആയിട്ട് മാറി. ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇലക്ട്രോൺ നമ്മൾ ആക്ച്വലി ഇങ്ങനെ എഴുതേണ്ടത് -1 0. അപ്പം അങ്ങനെ ബി എത്രയാണ്? ബി എന്ന് പറയുന്നത് x-2 ആൻഡ് y-4 ആണ്. അപ്പം ഇതിൽ നിന്ന് സി ഉണ്ടായി. സിക്ക് പുറമെ 2 ഇലക്ട്രോണും ഉണ്ടായി. 2 ഇലക്ട്രോൺ എന്ന് പറയുമ്പം -1 0. അപ്പം ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല, കാരണം ഇലക്ട്രോണിന് മാസ് നമ്പർ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് y-4 തന്നെ നിൽക്കും. പക്ഷേ ഇവിടെ -2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് +2 എടുക്കണം. ഇത് എത്ര വരും? എക്സ് വരും. കണ്ടോ, x + 2 times -1 എന്ന് പറയുന്നതാണ് x-2. അപ്പം അങ്ങനെ നോക്കൂ, എയും സിയും കൂടെ എല്ലാവരും നോക്കിയേ. എയുടെ അറ്റോമിക് നമ്പർ എക്സ് ആണ്, സിയുടെ അറ്റോമിക് നമ്പർ എക്സ് ആണ്. അപ്പം അതുകൊണ്ട് രണ്ടുപേർക്ക് സെയിം അറ്റോമിക് നമ്പർ ആയതുകൊണ്ട് എയും സിയും ഐസോടോപ്സ് ആണ്. അതേസമയം മാസ് നമ്പർ ഡിഫറൻ്റ് ആണ്. കണ്ടോ, എയുടേത് വൈയും സിയുടേത് y-4 ആണ്. അപ്പോൾ ഐസോടോപ്സ് ആണ്. ഒരേ അറ്റോമിക് നമ്പർ വരുന്നു, ഡിഫറെൻറ്റ് മാസ് നമ്പേഴ്സ്. ഓക്കെ, യെസ്.
അടുത്ത question number 37. Check the correctness of the following statements about Bohr model of hydrogen atom. നോക്കൂ, ഇതിൽ ഏതൊക്കെ കറക്റ്റാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ദ ആക്സലറേഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് ഓർബിറ്റ് ഈസ് മോർ ദാൻ ദാറ്റ് ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ് ആണ്. ആക്സലറേഷൻ അങ്ങോട്ട് ഔട്ടർ ഷെല്ലിലേക്ക് പോകുന്തോറും ആക്സലറേഷൻ എന്ന് പറയുന്നത് കുറയുകയാണ് ചെയ്യുക. കാരണം എന്താണ്, ആരാണ് ആക്സലറേഷൻ കൊടുക്കുക? എന്താണ് ആക്സലറേഷൻ? ഒരു ഇലക്ട്രോൺ ഓർബിറ്റിൽ അതിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ കൊടുക്കുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ആര് തമ്മിലുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ്? ന്യൂക്ലിയസും ഈ ഇലക്ട്രോണുമായിട്ട്. ഇന്നർ ഓർബിറ്റ് ആണെങ്കിൽ ഇലക്ട്രോണും ന്യൂക്ലിയസും അടുത്തായതുകൊണ്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ് വലുതായിരിക്കും, നാച്ചുറലി ആക്സലറേഷനും വലുതായിരിക്കും, സെൻട്രിപെറ്റൽ ആക്സലറേഷനും വലുതായിരിക്കും. പക്ഷേ പുറത്തേക്ക് പോകുന്നതോറും ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോൺസ് അകന്നകന്ന് പോകുന്നതുകൊണ്ട് ആ ന്യൂക്ലിയസും ഇലക്ട്രോണുമായുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് അവിടെ കുറയും, അങ്ങനെ സെൻട്രിപെറ്റൽ ആക്സലറേഷനും കുറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ N=2 ആക്സലറേഷൻ ലെസ് ആയിരിക്കും N=1 കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അതിന് ഇക്വേഷൻ എഴുതി നോക്കണ്ട. ഔട്ടർ ഓർബിറ്റുകളിലേക്ക് പോകുന്നതോറും ന്യൂക്ലിയസും ഇലക്ട്രോൺസുമായുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് ആക്സലറേഷൻ, സെൻട്രിപെറ്റൽ ആക്സലറേഷൻ അവിടെ ഡിക്രീസ് ചെയ്യുമെന്ന് ഈസി ആയിട്ട് നമുക്ക് റിയലൈസ് ചെയ്യാം. ഇനി ആംഗുലർ മൊമെന്റം ഓഫ് ദി ഇലക്ട്രോൺ ഇൻ N=2 ഈസ് മോർ ദാൻ ഇൻ 1. ശരിയാണ്. ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? L=NH/2π ആണ്. അപ്പം അതിൻ്റെ അർത്ഥം L പ്രപ്പോർഷണൽ ടു N ആണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ N=2 ആകുമ്പോൾ L വലുതായിരിക്കും. ഇനി the kinetic energy of electron in N=2 orbit is less. അല്ലേ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? 13.6 by n² ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് N കൂടുമ്പോൾ കൈനറ്റിക് എനർജി കുറയും. അതിൻ്റെ അർത്ഥം തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. 2ഉം 3ഉം കറക്റ്റാണ്, ഒന്നാമത്തെ മാത്രം തെറ്റാണ്. പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി 38. 2 protons are kept at a separation of 10 nanometer. Let Fn and Fe be the nuclear force and ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദം. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിലേതാണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. കണ്ട് ഈ 10 നാനോമീറ്റർ എന്ന് പറയുന്നതാണ് പ്രശ്നം. ആ ഡിസ്റ്റൻസ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം യൂഷ്വലി എല്ലാവരും എഴുതുന്നത് എന്താണ്? ന്യൂക്ലിയർ ഫോഴ്സ് ഒത്തിരി വലുതും ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ചെറുതും എന്നുള്ള ഐഡിയ വെച്ചാണ് പലരും എഴുതുന്നത്. അതുകൊണ്ട് പല കുട്ടികളും ന്യൂക്ലിയർ ഫോഴ്സ് ഒത്തിരി വലുതെന്നുള്ളൊരു ആൻസർ നമുക്ക് ചിലപ്പോൾ ഈ തേർഡ് ആൻസറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം ഈ ന്യൂക്ലിയർ ഫോഴ്സ് ആക്ച്വലി വരുന്നത് ന്യൂക്ലിയസിനകത്തേ ഉള്ളൂ. ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് എന്നൊക്കെ പറയുമ്പോൾ നാനോമീറ്ററിൻ്റെ റേഞ്ചിലല്ല, മറിച്ച് 10⁻⁻15 മീറ്ററിൻ്റെ റേഞ്ചിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഡിസ്റ്റൻസ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി വലുതാണ്. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഇപ്പോൾ 2 പ്രോട്ടോൺസ്, ഇപ്പോൾ ഇങ്ങനെയാണ് ഐഡിയ. ഇപ്പോൾ 2 പ്രോട്ടോൺസ് ന്യൂക്ലിയസിനകത്തിരിക്കുകയാണെങ്കിൽ അവർക്കിടയിലുള്ള ന്യൂക്ലിയർ ഫോഴ്സ് വളരെ വലുതായിരിക്കും കമ്പയർഡ് ടു ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ 3 ആൻസർ വരും. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പ്രോട്ടോൺസ് തമ്മിലുള്ള സെപ്പറേഷൻ ഈ നാനോമീറ്റർ വരത്തില്ല. 10⁻⁹ ഓർഡറിൽ വരില്ല, 10⁻⁻15 ഓർഡറിലേ വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പ്രോട്ടോൺസ് ഇരിക്കുന്നത് ന്യൂക്ലിയസിന് പുറത്താണ്, ഒരുപാട് അകലത്തിലാണ്. അപ്പം അവിടെ ന്യൂക്ലിയർ ഫോഴ്സേ ഇല്ല. അപ്പോൾ ഇങ്ങനെ പ്രോട്ടോൺസ് ഒത്തിരി അകലത്തിരിക്കുകയാണെങ്കിൽ അവിടെ ന്യൂക്ലിയർ ഫോഴ്സ് വളരെ ചെറുതാണ്, നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് ആ കേസിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിരിക്കും. ഈ 10 നാനോമീറ്റർ എന്നുള്ള ഡേറ്റയാണ് നമ്മൾ പല കുട്ടികളും ഇതിൻ്റെ ആൻസർ 3 എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് ശ്രദ്ധിക്കണം. ന്യൂക്ലിയസിനകത്താണെങ്കിൽ മാത്രമേ ന്യൂക്ലിയർ ഫോഴ്സിന് ഡോമിനൻസ് ഉള്ളൂ. പക്ഷേ ആ ന്യൂക്ലിയസിനകത്താണ് പാർട്ടിക്കിൾസ് ഇരിക്കുന്നതെങ്കിൽ കുറേ കൂടെ ചെറിയ ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെ വരിക, ഇത്രയും വലിയ ഡിസ്റ്റൻസ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റൻസ് വന്നിരിക്കുന്ന ന്യൂക്ലിയസിന് പുറത്തിരിക്കുന്ന പാർട്ടിക്കിൾസിനാണ്. അവിടെ ന്യൂക്ലിയർ ഫോഴ്സിന് വലിയ റോളൊന്നുമില്ല, അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഡോമിനേറ്റിംഗ് ആയിരിക്കും, അല്ലേ? ഓക്കെ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ കേസാണ്. സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് എല്ലാവർക്കും അറിയാം, ഫെർമിയുടെ ഓർഡറിലാണ്, 10⁻⁻15 മീറ്ററിൻ്റെ ഓർഡറിലാണ്. ഇനി ആസ് ദ മാസ് നമ്പർ A ഇൻക്രീസസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് റിലേറ്റഡ് ടു ന്യൂക്ലിയസ് ഡസ് നോട്ട് ചേഞ്ച്. എല്ലാവർക്കും അറിയാം ഇതൊക്കെ. ഇനി എന്താ? ഡെൻസിറ്റി ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് നമ്പർ, അറ്റോമിക് നമ്പർ, ഡിഫറെൻറ്റ് തിങ്സ് യു നോ. സോ അപ്പോൾ ഡെൻസിറ്റി ഒന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ് നമ്പറിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുന്നത് ആക്ച്വലി അവിടെ ഡെൻസിറ്റിയാണ്. 41. If the binding energy per nucleon in lithium-7 and helium are 5.6 MeV and 7.06 MeV, then the energy of the reaction. ഇത് വളരെ ഈസിയാണ്, ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ഇവിടെ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ കോമൺ ആണ്. lithium-7 plus H1 giving you 2 times helium. ഇതാണ് വിത്ത് സം എനർജി. ഇതാണ് ഇതിൻ്റെ ഐഡിയ. Q ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നോക്കൂ, ലിഥിയം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ മാസ് നമ്പർ 7 ആണ്. അപ്പോൾ ഈ ലിഥിയം 7 എടുക്കുമ്പോൾ ഇത് പെർ ന്യൂക്ലിയാണ്. കണ്ടോ? ദ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. അപ്പോൾ ഒരു ന്യൂക്ലിയോണിനാണ് ഇത്രയും എനർജി ഉള്ളത്. അപ്പോൾ ലിഥിയത്തിൽ 7 ന്യൂക്ലിയർ ഉണ്ടെങ്കിൽ ഈ ലിഥിയത്തിൻ്റെ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ 7 × 5.6 എന്ന് വരും. മനസ്സിലായോ? യെസ്. പിന്നെ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതൊരു സിംഗിൾ പാർട്ടിക്കിളാണ്.
ഇതൊരു സിംഗിൾ പ്രോട്ടോൺ ആയതുകൊണ്ട് ആക്ച്വലി അതിന് എന്തില്ല, ബൈൻഡിങ് എനർജി ഇല്ല. ഇതിൻ്റെ ബൈൻഡിങ് എനർജി 0 ആണ്. കൃത്യം മനസ്സിലാക്കുക, ഇതൊരു ന്യൂക്ലിയസിന് എന്തുള്ളൂ, ശരിക്കും ബൈൻഡിങ് എനർജി ഉള്ളൂ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോട്ടോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളാണ്. പാർട്ടിക്കിളാകുമ്പോൾ അതിന് ബൈൻഡിങ് എനർജി ഇല്ല. പിന്നെ ഇവിടെ 2 ഹീലിയം ആകുമ്പോൾ നോക്കും, ഒരു ഹീലിയത്തിൽ മൊത്തം 4 മാസ് നമ്പർ ഉണ്ട്. അങ്ങനെ 2 ആകുമ്പോൾ 8 വരും. ഇത് എത്ര വരും, 8 × 7.06 എന്ന് വരും. അപ്പോൾ ഈ 7.56ഉം 8 × 7.06 എടുത്തിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കണം. അപ്പോൾ ഇവിടെ Q വരുമ്പോൾ ആക്ച്വലി അത് 8 × 7.06 മൈനസ് 7 × 5.6 എന്നുള്ള ആൻസർ എടുത്തായിരിക്കും നമ്മളിത് കണ്ടുപിടിക്കുക. ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ കോമൺ ആണ് പരീക്ഷകൾക്ക്. ഓക്കെ, ഇനി അതേപോലെ ക്വസ്റ്റ്യൻ വീണ്ടും അല്ലേ, ദ ബൈൻഡിങ് എനർജി ഓഫ് പ്രോട്ടോൺ ഈസ് 1. ഇത് ഡ്യൂട്രോൺ ആണ്, പ്രോട്ടോൺ അല്ല ഡ്യൂട്രോൺ ആണ്. കാരണം അവിടെ ഒരു ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. അപ്പോൾ അത് ന്യൂക്ലിയസ് ആണ്. 1.12 MeV per nucleon and alpha particle helium has a binding energy 7.0747 MeV per nucleon. Then in the fusion reaction it is like this. അപ്പോൾ Q വീണ്ടും ഇതേ മെത്തേഡ്, ഞാനിപ്പോൾ പറഞ്ഞ അതേ മെത്തേഡിൽ തന്നെ ചെയ്താൽ മതി. വീണ്ടും ഞാനിത് ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ ജസ്റ്റ് ചെയ്ത് കാണിച്ചു തന്ന രീതി വെച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യാവുന്ന. You try it, you will get the answer. Okay, ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ നോക്കി എടുക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. ഓക്കെ, now let MP be the mass of proton and Mn be the mass of neutron. ന്യൂട്രോൺ ആണ്. ക്യാപിറ്റൽ M1 is the mass of neon 1020 and capital M2 is the mass of calcium 2040. Then ഇപ്പോൾ ഇതിലൊരു സംഭവം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാലറിയാം. ഇപ്പോൾ ഈ നിയോൺ 1020 എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് 10 പ്രോട്ടോൺസും ഉണ്ട്, 10 ന്യൂട്രോൺസും ഉണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ മാസ് M1 നമ്മൾ എടുക്കുമ്പോൾ എത്ര വരും, 10 പ്രോട്ടോണിൻ്റെ മാസം വരും, 10 ന്യൂട്രോണിൻ്റെ മാസം വരും. ശരിയല്ലേ? ഓക്കെ, വരും, ഇങ്ങനെ എടുക്കും. പക്ഷെ റിയാലിറ്റിയിൽ ഇങ്ങനെ ആയിരിക്കില്ല സംഭവം. കാരണം എന്താണ്, മാസ് ഡിഫക്റ്റിൻ്റെ പ്രശ്നമുണ്ട്, ബൈൻഡിങ് എനർജിയുടെ പ്രശ്നമുണ്ട്. കാരണം 10 പ്രോട്ടോണും 10 ന്യൂട്രോണും കൂടെ ചേർന്ന് ഈ നിയോൺ എന്ന് പറയുന്ന ന്യൂക്ലിയസ് ഫോം ചെയ്യുമ്പോൾ ശരിക്കും ആ നിയോണിൻ്റെ ആക്ച്വൽ മാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ സമ്മിനെക്കാളും കുറച്ച് ചെറുതായിരിക്കും. അപ്പോൾ ബൈൻഡിങ് എനർജിയുടെ കോൺസെപ്റ്റ് അനുസരിച്ച് M1 ലെസ് ദാൻ ദിസേ വരത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലായി, M1 ലെസ് ദാൻ ദിസേ വരത്തുള്ളൂ. സിമിലർലി നമ്മൾ കാൽഷ്യം 2040 എന്നുള്ള ന്യൂക്ലിയസ് എടുക്കുന്ന സമയത്ത് അവിടെ M2 എടുക്കുമ്പോൾ ദാറ്റ് വിൽ ബി ലെസ് ദാൻ എന്താണ്, 20 മാസ് ഓഫ് പ്രോട്ടോൺസ് പ്ലസ് 20 മാസ് ഓഫ് എന്താണ്, ന്യൂട്രോൺസ് ആണ്. ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ ഇവിടെ M2 കാരണം അവിടെയും ബൈൻഡിങ് എനർജി വെച്ച് അല്ലെങ്കിൽ അവിടെയും മാസ് ഡിഫക്റ്റ് വന്നിട്ട് കുറച്ച് മാസ് എനർജി ആയിട്ട് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി മാറും. അപ്പം അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി വരുന്ന ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ തന്നിരിക്കും. അപ്പോൾ ഇത് ശരിയാണെന്ന് മനസ്സിലായി, ഈ 4ാമത്തെ ഓപ്ഷൻ ശരിയാണെന്ന് മനസ്സിലായി. M1 ഈസ് ലെസ് ദാൻ 10 MP + 10 Mn ആണെന്ന് മനസ്സിലായി. അപ്പോൾ 4ാമത്തെ കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി ബാക്കിയുള്ളതിൽ ഈ M1 M2 കൂടെ കമ്പയർ ചെയ്താൽ പല കുട്ടികൾക്ക് ഇത് എഴുതാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അത് തെറ്റാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ M2വിനാണ് അപ്പോൾ M2 ഗ്രേറ്റർ ദാൻ 2M ആണോ അതോ M2 ലെസ് ദാൻ 2M1 ആണോ വരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലൊന്ന്. ശരിയല്ലേ? അപ്പോൾ ആ ഐഡിയ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ഈ നിയോൺ ന്യൂക്ലിയസിനെക്കാളും കുറേ കൂടെ ഹെവിയർ ന്യൂക്ലിയസ് ആണ് കാൽസ്യം. കാരണം ഇതിനകത്ത് 20 പ്രോട്ടോണും 20 ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഇവിടെ കൂടുതൽ സ്റ്റെബിലിറ്റി വേണമെങ്കിൽ കൂടുതൽ മാസ് കൺവേർഷൻ വേണം. അതുകൊണ്ട് ഹെവിയർ ന്യൂക്ലിയസിൽ കൂടുതൽ മാസ് എന്ത് ചെയ്യുന്നുണ്ട്, എനർജി ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മാസ് കമ്പാരിസൺ എടുക്കുമ്പോൾ ഈ M2 ലെസ് ദാൻ 2M1 ആയിരിക്കും ആക്ച്വലി വരിക. കാരണം ഇപ്പോൾ 2 M1 ചേർന്ന് വരുമ്പോൾ ശരിക്കും ഇവിടെ നോക്കൂ, ഇതിനേക്കാളും കുറച്ചുകൂടെ ഹെവിയർ ന്യൂക്ലിയാണ് കാൽസ്യം, നിയോണിനെക്കാളും കുറച്ചുകൂടെ ഹെവിയർ ന്യൂക്ലിയസ് ആണ് കാൽസ്യം. അപ്പോൾ ഇവിടെ കുറേ കൂടെ എക്സ്ട്രാ മാസ് ബൈൻഡിങ് എനർജി ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ M2ൻ്റെ വാല്യൂ 2M1നെക്കാളും ചെറുതാകുന്ന ഈ ഓപ്ഷനും കറക്റ്റായിട്ട് വരും. അങ്ങനെ 3ഉം 4ഉം ഇവിടെ കറക്റ്റായിട്ട് വരും. അടുത്ത ദ ഷേപ്പ് ഓഫ് ഗ്രാഫ് ബിറ്റ്വീൻ 1/u ആൻഡ് 1/v, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓപ്ഷൻ 1, നമുക്കിനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ in an experiment to determine the focal length of a concave mirror by the UV method, a student places the object pin A on the principal axis at a distance x from the pole. The student looks at the pin and its inverted image from a distance, keeping his eye in a line PA. When the student shifts her eye towards left, then the image appears to the right of object pin. Then അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഒരു സാധാരണ ലൈഫ് സിറ്റുവേഷൻ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു ട്രെയിനിലോ വല്ല യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഒരു ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ട്രെയിനിന് പുറത്തേക്ക്, ട്രെയിനിൻ്റെ ഡോറിലൂടെ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ വിൻഡോയിലൂടെ നിങ്ങൾ പുറത്തേക്കുള്ള ലോകം നോക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാം, നമ്മൾ ട്രെയിനിന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഒബ്ജക്റ്റുകളെ കാണാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തൊട്ട് പുറത്തുള്ളൊരു ഒബ്ജക്റ്റിനെയാണ് നോക്കുന്നതെങ്കിൽ
നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് അത് പോകുന്നതെന്ന് കാണാം. തൊട്ടടുത്തുള്ള, അതായത് ഇപ്പോൾ ഒരു പോസ്റ്റ് നിൽക്കുന്നു, നിങ്ങൾ ട്രെയിൻ ഇങ്ങനെ പോകുന്ന സമയത്ത് തൊട്ടടുത്തൊരു പോസ്റ്റ് നിൽക്കുന്നു. അപ്പം നിങ്ങൾ ആ പോസ്റ്റിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് അതിന് റിവേഴ്സ് ഡയറക്ഷനിലേക്കായിരിക്കും ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ആ പോസ്റ്റ് മൂവ് ചെയ്യുന്നതായിട്ട് കാണുക. അപ്പോൾ തൊട്ടടുത്തുള്ള ഒബ്ജക്റ്റുകൾ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ഒബ്ജക്റ്റുകളെ നോക്കിയാൽ അത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റായിട്ട് മൂവ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുക. പക്ഷേ അതേസമയം ഇതേ ട്രെയിനിൽ ഇരുന്നിട്ട് വളരെ അകലെ നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ നോക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് നൈറ്റ് ടൈമാണെന്ന് വിചാരിക്കുക. അങ്ങനെ നിങ്ങൾ സ്കൈയിലുള്ള മൂണിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ട്രെയിൻ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ മൂൺ മൂവ് ചെയ്ത് വരുന്നതായിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതായത് ആ കേസിൽ വളരെ ദൂരെയുള്ളൊരു ഒബ്ജക്റ്റാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ നിങ്ങൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷന് സെയിം ആയിട്ടായിരിക്കും നിങ്ങൾ കാണാൻ പറ്റുക. അതായത് നിങ്ങൾ അടുത്തുള്ള ഒബ്ജക്റ്റുകളെ നോക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ദൂരെയുള്ള ഒബ്ജക്റ്റുകളെ നോക്കുമ്പോൾ അത് സെയിം ഡയറക്ഷനിലും നമ്മൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷന് സെയിം ആയിട്ട് വരുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒബ്ജക്റ്റുകളെ നോക്കിയാൽ നമ്മൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അത്ര ഒബ്ജക്റ്റുകൾ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. എന്നാൽ അകലെയുള്ള ഒബ്ജക്റ്റുകളെ നോക്കിയാൽ നമ്മൾ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ സെയിം ആയിട്ടായിരിക്കും അത് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ആ ഐഡിയ വെച്ച് വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇതിനെ നമ്മൾ പാരലാക്സ് എന്ന് പറയും. നിങ്ങൾ പാരലാക്സ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാകും. പാരലാക്സ് എന്ന് പറയുന്ന ഇതിനെയാണ്. നിയർ ബൈ ഓബ്ജക്ട്സ് ആർ ഫൗണ്ട് ടു ബി മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആൻഡ് ഫാർ അവേ ഓബ്ജക്ട്സ് ആർ ഫൗണ്ട് ടു ബി മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഈ കേസിൽ നമുക്ക് തന്നിരിക്കുന്നത് ഒരു കോൺകേവ് മിററാണ്. കോൺകേവ് മിററാണ്. അപ്പം ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ആക്സസ്. ഇതാണ് ഈ കോൺകേവ് മിററിൻ്റെ പ്രിൻസിപ്പൽ ആക്സസ് എന്ന് പറയുന്നത്. നോക്കൂ, ഇതാണ് ഇതിൻ്റെ ഫോക്കസ്, ഇതാണ് ഇതിൻ്റെ സെൻട്രോ കർവച്ചർ എന്ന് വിചാരിക്കാം. നിങ്ങൾ വളരെ ദൂരെ നിന്നാണ് ഇതിനെ നോക്കുന്നത്. നിങ്ങളിതിനെ ഈ ലൈനിലൂടെ ദൂരെ നിന്ന് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു സൈഡിലേക്ക് മാറുമ്പോൾ ഇമേജ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇമേജ് നിങ്ങളുടെ അടുത്താണ്. നിങ്ങൾ ഒരു സൈഡിലേക്ക് മാറുമ്പോൾ ഇമേജ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നതായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇമേജിനെ കാണുന്നത് എവിടെയാണ്? നിങ്ങളുടെ അടുത്താണ്. അപ്പോൾ ഇമേജിനെ കാണുന്നത് നിങ്ങളുടെ അടുത്താണെങ്കിൽ അത് ബിയോണ്ട് സി ഇങ്ങനെയായിരിക്കും ഇമേജ് നിങ്ങൾ കാണുക. അപ്പോൾ ബിയോണ്ട് സി ഇമേജ് വരണമെങ്കിൽ ഒബ്ജക്റ്റ് വരേണ്ടത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ്. അതാണ് പ്രത്യേകത. അപ്പം നിങ്ങൾ ഒരു ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ഇമേജ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണും. നിങ്ങൾ ലെഫ്റ്റിലോട്ട് നിങ്ങളുടെ കണ്ണിനെ മാറ്റുമ്പോൾ ഇമേജ് റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇമേജ് ഈസ് നിയർ ടു യു. ഇമേജ് ഈസ് നിയർ ടു യു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമേജ് നിങ്ങളുടെ അടുത്തെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ബിയോണ്ട് സി ആണ് ഇമേജ് വന്നിരിക്കുന്നത്. ബിയോണ്ട് സി ഇമേജ് വരണമെങ്കിൽ ഒബ്ജക്റ്റ് ഈസ് ബിറ്റ്വീൻ എന്താണ്? സി ആൻഡ് എഫ് ആണ്. അങ്ങനെയാണ് ആൻസർ വരുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. കാരണം നമ്മുടെ പാരലാക്സ് മെത്തേഡ് വെച്ചുള്ള ഒരു സംഭവമാണ്. വേറെ ഇതിന് നമ്മുടെ മിറർ തിയറിയുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം, നമ്മളൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അടുത്തുള്ള ഒബ്ജക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ദൂരെയുള്ള ഒബ്ജക്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് പാരലാക്സ് എന്ന് പറയുന്ന ആ ഐഡിയ യൂസ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, yes. 46. A ray is the prism vechittulladu. A ray is incident on a prism at an angle I with the normal. When it comes out of prism, its angular deviation is 10. Graph between delta and I is given. Prism angle in degree is. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ തന്നിട്ടില്ല. ഡെൽറ്റ വാല്യൂ നിങ്ങളുടെ ക്വസ്റ്റിനകത്ത്, ഒറിജിനൽ ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്നിരിക്കണം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ വാല്യൂ, അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള ഇക്വേഷനിൽ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പ്ലസ് എമർജൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ദ പ്രിസം പ്ലസ് ഡീവിയേഷൻ എന്നാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, കണ്ടോ, ഡെൽറ്റ വാല്യൂ 10 ഡിഗ്രി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, ഗ്രാഫിലുണ്ട്. ഓക്കെ, അപ്പം ഈ ഡി വാല്യൂ 10 എന്ന് ഈ ഗ്രാഫിനകത്ത് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഡി വാല്യൂ 10 എന്ന് ഈ ഗ്രാഫിനകത്ത് തന്നെ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇങ്ങനെ വരുന്ന കേസിൽ മിനിമം ഡീവിയേഷൻ ഒഴികെ ഏത് ഡീവിയേഷൻ വാല്യൂ എടുത്താലും ആ ഡീവിയേഷൻ 2 ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാണ് ഐ എങ്കിൽ ഇതായിരിക്കും ഇ. ഇനി തിരിച്ച് ഇതാണ് ഐ എങ്കിൽ ഇതായിരിക്കും ഇ വരിക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഐ പ്ലസ് ഇ എന്ന് പറയുന്നത് 20 + 38 വരും. എ പ്ലസ് ഡീവിയേഷൻ നമുക്ക് 10 എന്ന് വരും. അങ്ങനെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതൊക്കെ നമ്മൾ റേ ഓപ്റ്റിക്സിലൊക്കെ ചെയ്ത് പഠിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഐഡിയ ആണ് എടുക്കുന്നത്. അപ്പോൾ മിനിമം ഡീവിയേഷൻ വരുന്ന ഒറ്റ ആംഗിൾ ഓഫ് ഇൻസിഡൻസേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ഡീവിയേഷനും വരുന്ന 2 ആംഗിൾ ഓഫ് ഇൻസിഡൻസുകൾ ഉണ്ടാവും എന്നുള്ള ഐഡിയ ആണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, an air bubble is trapped inside a glass cube of side 32 cm. Looking from one face, the bubble is found at a distance 15 cm, and from the opposite face, it is found at 5 cm. Refractive index of the glass is. That's also a very direct question. ഒരു ക്യൂബ് ഇങ്ങനെ എടുത്തിരിക്കുന്നു, അതിൻ്റെ സൈഡ് 32 cm ആണ്. ഇതിനകത്ത് ഒരു എയർ ബബിൾ ഇങ്ങനെ ട്രാപ്പ് ആയിപ്പോയി, ശരിയല്ലേ? എന്നിട്ട് ഒരാൾ ഇവിടുന്ന് വന്നിങ്ങനെ നോക്കുകയാണ്.
അപ്പം ഇയാൾ കാണുന്ന ഇതിൻ്റെ ഇമേജിനെയാണ്, അതിവിടെയാണ് കാണുക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആക്ച്വലി എത്രയാണ്? 15 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നു. ഇനി ഇയാൾ ഓപ്പോസിറ്റ് സൈഡിൽ ചെന്നിട്ട് ഈ ബബിളിനെ നോക്കുമ്പോൾ ഈ ബബിൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അതിൻ്റെ ഇമേജ് ഇവിടെയാണ് കാണുക. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ എന്ന് വരുന്നു. എങ്കിൽ എന്താണ് ഈ ഗ്ലാസ് ക്യൂബിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് വളരെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. മ്യൂ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഇതിൻ്റെ റിയൽ സൈഡ് ലെന്ത് ബൈ അപ്പാരൻറ്റ് സൈഡ് ലെന്താണ്. നമുക്ക് ഇതിൻ്റെ റിയൽ സൈഡ് ലെന്ത് 32 ആണ്. എന്താണ് അപ്പാരൻറ്റ് സൈഡ് ലെന്ത്? നിങ്ങൾ ആലോചിച്ച് നോക്കുമോ? നമ്മളിപ്പോൾ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഇതിനെയാണ് കാണുന്നത്, ഇവിടെ നോക്കുമ്പോൾ ഇതിനെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളതിനെ ആലോചിച്ച് നോക്കും. നിങ്ങൾ റൂമിൻ്റെ നടുക്കെങ്ങാനും നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വാളിലേക്ക് നിങ്ങൾ ചെയ്യുന്ന ഡിസ്റ്റൻസും മറ്റേ വാളിലേക്ക് ഓപ്പോസിറ്റ് വാളിലേക്ക് നിങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ ഡിസ്റ്റൻസായി. അപ്പോൾ ഈ ഒബ്സർവർ പറയുന്ന കേട്ടാൽ തോന്നും, കണ്ടോ ഇയാൾ ഈ സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ഇത് 15 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ബബിളിനെ കണ്ടു. ശരിക്കും അയാൾ കാണുന്നതിൻ്റെ ഇമേജാണ്. ഇവിടുന്ന് ഇയാൾ നോക്കിയപ്പോൾ 5 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഈ ബബിളിനെ കണ്ടു. അപ്പോൾ ഇയാൾ പറയുന്ന കേട്ടാൽ തോന്നും ഇതിന് ആക്ച്വലി എത്ര സെൻറ്റിമീറ്റർ സൈഡിൽ എന്തേ ഉള്ളൂ? 15 + 5 20 ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ റിയൽ സൈഡിൽ എന്ത് 32ഉം അപ്പാരൻറ്റ് സൈഡിൽ എന്ത് 20ഉം വരുന്നത്. അങ്ങനെ 32/20 എത്ര വരുന്നു? 1.6 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ റേ ഒപ്റ്റിക്സിൽ പഠിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇതൊക്കെ വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഇതിൻ്റെ റിയൽ സൈഡിൽ എന്ത് 32 ആണ്. പക്ഷേ ഒബ്സർവർ പറയുന്ന കേട്ടാൽ തോന്നും അപ്പാരൻറ്റ് സൈഡിൽ എന്തെന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററേ ഉള്ളൂ എന്ന്. അപ്പോൾ 32/20 ഈസ് അവർ ആൻസർ. ഓക്കെ. Now, figure shows a Zener diode with a breakdown voltage 40. കണ്ടോ ഈ breakdown voltage 40 ആണ്. ഇത് മാറത്തില്ല നിങ്ങൾക്കറിയാം. To 100 volt DC with a series resistance R and load resistance RL. The output voltage across RL. ഇത് രണ്ടും പാരലൽ. അപ്പോൾ ഇവിടെ വരുന്നത് 40 തന്നെയാണ്. ഇതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കണ്ടോ Zener diode വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. Zener diode ബ്രേക്ക് ഡൗൺ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ 40 വോൾട്ട് ഇനി മാറത്തില്ല. അപ്പോൾ ഈ 40 വോൾട്ട് പാരലായിട്ട് ഇങ്ങോട്ടും വരും. അപ്പോൾ ലോഡ് റെസിസ്റ്റൻസിലെ വോൾട്ടേജ് 40 തന്നെ നിൽക്കും. അതും മാറത്തില്ല. ഓക്കെ. 49. The figure below shows the final reading on a vernier caliper with a zero error of -0.3. So zero error -0.3. What is the actual measurement? So it's a very direct question here. നോക്കൂ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം. കണ്ടോ ഇവിടുത്തെ വെർണിയർ സ്കെയിൽ താഴെ കാണുന്നു, മെയിൻ സ്കെയിൽ മുകളിൽ കാണുന്നു. അപ്പോൾ ഇത് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ കണ്ടോ ഈ വെർണിയറിൻ്റെ സീറോയുടെ തൊട്ട് ലെഫ്റ്റിൽ വരുന്ന 10 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ മെയിൻ സ്കെയിൽ റീഡിങ്. എത്രയാണ്? 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? യെസ്. ഇനി അടുത്ത വെർനിയർ സ്കെയിൽ നോക്കൂ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടോ നമ്പർ ഓഫ് ഡിവിഷൻസ് മെയിൻ സ്കെയിൽ റീഡിങ് 10 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ നോക്കൂ 10 ഡിവിഷൻസ് ഉണ്ട് വെർനിയർ സ്കെയിലിൽ. ഇത് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1/10 എന്ന് വരും അല്ലേ? യെസ്. അപ്പോൾ 1/10 എന്ന് വരും. അപ്പോൾ 0.1 മില്ലിമീറ്റർ വരും, അല്ലെങ്കിൽ 0.01 എത്ര വരും? സെൻറ്റിമീറ്റർ വരും. ശരിയാണല്ലോ? ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ലീസ്റ്റ് കൗണ്ട് കിട്ടി. ഇനി ഇവിടുത്തെ കോയിൻസൈഡിങ് റിസൾട്ട് ഇതാണ്. കണ്ടോ 2 ആണ്. ഇപ്പോൾ 2 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വെർനിയർ സ്കെയിൽ റീഡിങ് നമ്മൾ എടുക്കുന്ന സമയത്ത് എത്ര വരും? 2 × 0.01 എന്ന് വരും. അപ്പോൾ എത്ര വരും? 0.02 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ ആക്ച്വലി നമ്മൾ ഇത് വെച്ചെടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത് മെയിൻ സ്കെയിൽ റീഡിങ് 10 പ്ലസ് വെർനിയർ സ്കെയിൽ റീഡിങ് വരുമ്പോൾ 10.02 എന്ന് വരും. അപ്പോൾ ട്രൂ വാല്യൂ എടുക്കുമ്പോൾ എത്രയാണ്? മെഷേർഡ് വാല്യൂ -0 എറർ ആണ്. അപ്പോൾ 0 എറർ -0.3 ആണ്. മൈനസ് ഓഫ് മൈനസ് അല്ലേ? എത്ര വരും? ഇങ്ങനെ വരും. അപ്പം അങ്ങനെയാണ് എത്ര വരും? ദാറ്റ് ഈസ് 10.05 എന്ന് വരും. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെ ക്ലാസ്സിൽ ചെയ്ത ടൈപ്പ് തന്നെയാണ്. ഇതൊക്കെ സിമ്പിളാണ്, നമുക്ക് ചെയ്യപ്പെടും. Now the last question 50. When resistors R and X are used in the left and right gaps of a meter bridge, the balancing length is L from the left end. അപ്പോൾ R ഇവിടെയും X ഇവിടെയും ഉപയോഗിച്ചു. അപ്പോൾ ബാലൻസിംഗ് ലെന്ത് എല്ലും ഇവിടെ 100 - L. R/X = L/100 - L. I am putting this as the first equation. ഇനി ബട്ട് വെൻ R and X are interchanged, അപ്പോൾ X ഇങ്ങോട്ട് മാറ്റി R ഇങ്ങോട്ട് മാറ്റി, X ലെഫ്റ്റിലേക്ക് വന്നു R റൈറ്റിലേക്ക് വന്നു. ദ ബാലൻസിംഗ് ലെന്ത് ഫ്രം ലെഫ്റ്റ് റെഡ്യൂസസ് ബൈ 10. അപ്പോൾ ഇവിടുത്തെ ബാലൻസിംഗ് ലെന്ത് ഇപ്പോൾ നേരത്തെ 10 കുറവാണ്. അപ്പോൾ മറ്റേത് 10 കൂടും. അപ്പോൾ അത് 110 - L വരും അല്ലേ? അപ്പോൾ ലെഫ്റ്റിൽ നിന്നുള്ള ബാലൻസിംഗ് ലെന്ത് 10 കുറഞ്ഞാൽ റൈറ്റിൽ നിന്നുള്ള 10 കൂടും. അങ്ങനെയാണ് ഇത് വന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ ഇക്വേഷൻ വരുമ്പോൾ X/R = എത്ര വരും? L - 10 ഡിവൈഡഡ് ബൈ 110 - L എന്ന് വരും. ഇക്വേഷൻ നമ്പർ 2. അടുത്ത if they are in series effective value is 1000. അപ്പോൾ അതിൻ്റെ അർത്ഥം R + X എത്രയാണ്? 1000 ohm ആണ് അല്ലേ? യെസ്, ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 3. ദെൻ R എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ഡയറക്റ്റ് ആണ്. നമുക്ക് R കണ്ടുപിടിക്കാൻ ഒരുപാട് വരും. നോക്കൂ, ഞാൻ ഇക്വേഷൻ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ, നോക്കൂ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ R കൂടെ ക്യാൻസൽ ആകുമ്പോൾ X കൂടെ ക്യാൻസൽ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 എന്ന് വരും. റൈറ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ L × L - 10 ഡിവൈഡ് ബൈ 100 - L
ഇൻറ്റു 110 മൈനസ് എൽ എന്ന് വരും. ഇത് സോൾവ് ചെയ്ത് നിങ്ങൾ എല്ല് കണ്ടുപിടിക്കുമ്പോൾ 55 സെൻറ്റിമീറ്റർ എന്ന് എല്ലിന് കിട്ടും. എല്ലിന് 55 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നോക്കൂ, നമുക്ക് 6 വേണ്ടത്. അപ്പോൾ എക്സ് ഈക്വൽ എത്രയാണ്? 1000 മൈനസ് 6. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ കൊണ്ടെടുത്തിട്ട് എക്സിന് 1000 മൈനസ് 6 എന്ന് ഇട്ട് കൊടുക്കുക, എല്ലിന് 55 എന്ന് ഇട്ട് കൊടുത്താൽ ആറിൻ്റെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. ഇതൊരു മീറ്റർ ബ്രിഡ്ജ് ക്വസ്റ്റ്യൻ ആണ്. മീറ്റർ ബ്രിഡ്ജിലൊക്കെ വെച്ച് ചോദിക്കാവുന്ന നിങ്ങളുടെ കറണ്ട് ലക്സറി പഠിക്കുന്ന മീറ്റർ ബ്രിഡ്ജിൻ്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ഈ രീതിയിൽ ഇക്വേഷൻസ് എഴുതി സോൾവ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ 50 ക്വസ്റ്റ്യൻസും ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അടുത്തിനി നിങ്ങളുടെ കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് സെക്ഷൻസ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി ബയോളജി സെക്ഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബയോളജി ടീച്ചേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്ത് കാണുക. ഓക്കെ, bye bye, thank you, good night. A very good evening to all of you. വളരെ നല്ലൊരു പരീക്ഷ കഴിഞ്ഞിട്ട് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പെക്റ്റഡ് വെയിറ്റേജ് മാക്സിമം കിട്ടാൻ പോസിബിലിറ്റി ഉള്ള 2 ചാപ്റ്റർ, അത് ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്സും ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനുമാണ്. സോ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. എല്ലാവരും എൻ്റെ കൂടെ റെഡി ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചെയ്തു പോകാം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ സൈറ്റ് ഫോർ PVU1 ഇൻ PBR 322 ഈസ് പ്രസൻറ്റ് ഇൻ. ഈ PVU1 എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദിസ് ഡിനോട്ട്സ് എ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ്. നമ്മൾ EcoR1, SAL1, BAM-H1 ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെ തന്നെ ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ സൈറ്റാണ്, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്ന സൈറ്റാണ് PVU1 എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ അറിയണം. അപ്പോൾ നമ്മുടെ PVU1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എവിടെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. NCERT ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്സിൽ നമുക്ക് ഫിഗർ ബേസ്ഡ് ആയിട്ട് ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ഫിഗർ എന്ന് പറയുന്നത് PBR 322 തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് 3 ഫിഗറുകളാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഒന്ന് ജെൽ ഇലക്ട്രോഫോറസിസ്, 2 PCR, പിന്നെ ബയോ റിയാക്ടർ. അതിപ്പോൾ NMC മാറ്റിയത് കൊണ്ട് അത് മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ ഇലക്ട്രോഫോറസിസ് അല്ലെങ്കിൽ PCR നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. അവിടെ നിന്ന് കുറച്ചെങ്കിലും ഒരു
മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നത് PBR 322 ആണ്. ബൊളിവർ ആൻഡ് റോഡ്രിഗ്യൂസ് ഉണ്ടാക്കിയെടുത്ത ഒരു വെക്റ്റർ, ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് വെക്റ്റർ ആണ്. അപ്പോൾ അതിൽ നമ്മുടെ PVU1 എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സംശയവുമില്ല, അത് ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനിലാണ്. 2 സെലക്റ്റബിൾ മാർക്കറാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ, ആംബിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനും അതുപോലെ തന്നെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനും. എനിക്ക് തോന്നുന്നു അതിനകത്ത് സംശയങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളുടെ ചാറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യു ക്യാൻ ഈവൻ കമൻറ്റ് ടു ദ ചാറ്റ് ബോക്സ്, ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വലിയ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. DNA polymerase enzyme used in PCR is isolated from. നമുക്ക് പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ എക്സ്റ്റൻഷൻ ഓർ ഇലോങ്ങേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് ഉണ്ടാക്കാൻ നമുക്കൊരു എൻസൈം വേണം. ആ എൻസൈം നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ടാക് പോളിമറൈസ് ആണ് അല്ലേ. ആ ടാക് പോളിമറൈസ് നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് കിട്ടുന്നത് തെർമസ് അക്വാട്ടിക്കസിൽ നിന്നാണ്. ബിക്കോസ് ആ തെർമസ് എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ ആലോചിച്ചു, ഇറ്റ് ഈസ് ഹാവിങ് സംതിങ് റിലേറ്റഡ് വിത്ത് ടെമ്പറേച്ചർ. അപ്പോൾ എന്താണ് ഈ ടെമ്പറേച്ചർ? നോക്കൂ, നമ്മൾ PCR റൺ ചെയ്യുമ്പോൾ ആ എൻറ്റയർ റിയാക്ഷനും അല്ലെങ്കിൽ എൻറ്റയർ സമയത്തും അല്ലെങ്കിൽ പോലും ചില സമയത്തെങ്കിലും റിയാക്ഷൻ മിക്സ്ചർ ഒരു 90+ ഡിഗ്രിയിലേക്ക് പോകും. അപ്പോൾ അത്രയും ഹയർ ഡിഗ്രിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്കൊരു ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന തെർമോ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എൻസൈം വേണം. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് തെർമസ് അക്വാട്ടിക്കസ്. ഇതൊരു തെർമോഫിലിക് ബാക്ടീരിയ ആണ്. ഇതിൽ നിന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത ഐസൊലേറ്റ് ചെയ്ത എൻസൈമാണ് ടാക് പോളിമറൈസ്. ദാറ്റ് ആക്ച്വലി വി ആർ യൂസിങ് ഇൻ PCR അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തും സംശയവും ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എനിക്ക് ആൻസറൊക്കെ കിട്ടുന്നുണ്ട്. ഐ എം ഹാപ്പി ടു സീ ദാറ്റ് ആൻസേഴ്സ് ഹിയർ ഇൻ ദ ചാറ്റ് ബോക്സ്. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുവാണ്. നെക്സ്റ്റ് വൺ ഈസ്, ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. Agrobacterium tumefaciens is a soil bacterium which infects only in dicot plants. അതിൽ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? നോ ഡൗട്ട് അല്ലേ. കാരണം നമുക്ക് അറിയാം അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്നത് ഡൈക്കോട്ട് പ്ലാന്റിൽ അറ്റാക്ക് ചെയ്യാനും ആ ഡൈക്കോട്ട് പ്ലാന്റിൽ തന്നെ ഒരു ട്യൂമർ, എന്താ ട്യൂമറിൻ്റെ പേര്? ക്രൗൺ ഗോൾ എന്ന് പറയുന്ന ട്യൂമർ അല്ലേ. സോ ഇഫ് യു നോട്ട് ഷുവർ അബൌട്ട് ഓൾ ദീസ് തിങ്സ്, ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ ഓർ കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ക്രൗൺ ഗോൾ ട്യൂമർ എന്ന് പറയുന്ന ട്യൂമർ ഉണ്ടാക്കാനും സഹായിക്കുന്ന ഒരു പാത്തജനാണ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് നമുക്കറിയാം. So statement 1 is the correct one. Next one നോക്കാം. Micro injection and biologics are direct gene transfer employed in both prokaryotes. പ്രൊക്കാരിയോട്സിലേക്ക് ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫറിന് നമുക്ക് ഒരിക്കലും മൈക്രോ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് മൈക്രോ ഇഞ്ചക്ഷൻ വേ വി ആർ യൂസിങ്, പെട്ടെന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മൾ മൈക്രോ ഇഞ്ചക്ഷൻ യൂസ് ചെയ്യുന്നത്? എനിക്ക് ചാറ്റ് കാണാൻ പറ്റുന്നുണ്ട്. സോ ഐ എം നോട്ട് എക്സ്പെക്ടിങ് 1 2 3 ലൈക്ക് ദാറ്റ്. എനിക്ക് വേർഡ്സും കൂടെ കിട്ടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾ അതുകൂടെ പറഞ്ഞു തരുമല്ലോ അല്ലേ. മൈക്രോ ഇഞ്ചക്ഷൻ വി ആർ യൂസിങ് ടു ട്രാൻസ്ഫർ ജീൻ ഇൻ ടു അൻ ആനിമൽ. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ബയോളജിക്സ്? ബയോളജിക്സ് നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. ബയോളജിക്സ് കോമൺലി വി ആർ യൂസിങ് ഇൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബയോളജിക്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നോ ഡൗട്ട് വി ആർ യൂസിങ് ഇൻ പ്ലാന്റ്സ് അല്ലേ. പ്ലാന്റ്സിലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. So here we can choose the answer. Statement 2 is false. I hope all you have done with that and I got yes, animal ആണ് plants ആണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആൻസർ കിട്ടുന്നുണ്ട്. I am so happy to hear that response in the chat box again, expecting much more responses. അപ്പോൾ കൂടുതൽ കാണാനും കേൾക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. They moving into the next question. അടുത്തതിലേക്ക് പോകുന്നു. നോക്കൂ, isolation of the genetic material can be achieved by treating the fungal tissue, plant, bacterial cells with enzymes respectively as. നമുക്ക് ഫംഗസ് നോക്കാം. ഫംഗസിൻ്റെ സെൽ വാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൈറ്റിനാണ്. സോ കൈറ്റിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി വി നീഡ് കൈറ്റിനേസ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഓൾ ദ 3 ഓപ്ഷൻസ് ആർ സ്റ്റാർട്ടിങ് വിത്ത് കൈറ്റിനേസ്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ പ്ലാന്റ് ആണ്. So plant, let me see, plant cellulase. Okay, plant cell cellulase നമുക്ക് ഉപയോഗിക്കാം. Second one, yes, pectinase. That is also we can use to isolate DNA from a plant cell. അതും ഉപയോഗിക്കാം. And the fourth optionലും cellulase ആണ്. So here too we cannot able to conclude what the answer is. Let's look into the last one, that is bacterial cell. And this actually defines
ഇവിടെ മൂന്നാമത്തെ കാര്യമാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്കിപ്പം ഫസ്റ്റ് ചോയ്സ് ആയാലും സെക്കൻഡ് ചോയ്സ് ആയാലും ഫോർത്ത് ചോയ്സ് ആയാലും ഓൾ ആർ സ്റ്റാർട്ടിങ് വിത്ത് കൈറ്റിനേസ് ആൻഡ് ദ സെക്കൻഡ് ഓപ്ഷൻ 2 കറക്റ്റ്. അപ്പോൾ നമ്മൾ തേർഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തേർഡ് ചോയ്സ് ആണ് നോക്കാൻ പോകുന്നത്. ബാക്ടീരിയൽ സെല്ലിൻ്റെ ഡിസ്ട്രക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ലൈസോസൈം ആണ്. സോ ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഡൗട്ടും ഇല്ല. ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 4 അല്ലേ? ഡൗട്ടൊന്നും ഇല്ല. എക്സ്പെക്ടിങ് മോർ ആൻഡ് മോർ കമൻറ്റ്സ്. മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഇതൊരു മാത്സ് കോളം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാലോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. DNA ligase എന്ന് പറഞ്ഞാൽ നമുക്കൊരു സംശയവുമില്ല. ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ഫോർ ജോയിനിങ് DNA. അപ്പോൾ നമുക്ക് ജോയിൻസ് DNA പീസസ് കൊടുക്കാം. ദെൻ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് എന്ന് പറഞ്ഞാൽ കട്ട്സ് DNA ആണ്. അപ്പോൾ നമുക്ക് 4 കൊടുക്കാം. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറഞ്ഞാൽ RNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആണ്. സോ അത് നമുക്ക് 3 കൊടുക്കാം. ദെൻ PG പോളി എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്നത് വെക്റ്റർ ഇല്ലാതെ നമ്മൾ ജീൻ ട്രാൻസ്ഫർ നടത്തുമ്പോൾ DNA ഇൻറ്റഗ്രേറ്റ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ DNA ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലാണ്. സോ ഐ റൈറ്റ് ഹിയർ ആസ് 5. ദെൻ ടാക് പോളിമറൈസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പോളിമറൈസേഷൻ ഓഫ് DNA. സോ ഹിയർ ഇറ്റ് ഈസ് 2 4 3 5 1. യെസ്, നമുക്ക് നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 4 3 5 1 അല്ലേ? ഡൗട്ടൊന്നുമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. ഈ കൊളായി ഈസ് യൂസ്ഡ് ആസ് ഹോസ്റ്റ് ഫോർ ദ എക്സ്പെരിമെൻറ്റ്സ് ഓഫ് കോഹൻ ആൻഡ് ബോയർ അല്ലേ? യെസ്, ഈ കൊളായി ആയിരുന്നു ആദ്യത്തെ നമ്മുടെ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഫസ്റ്റ് GMO എന്ന് നമ്മൾ പറയുന്നത് തന്നെ ആരെയാണ്? നമ്മുടെ എസ്റ്ററീഷ്യ കോളയാണ് അല്ലേ? അപ്പോൾ അത് ചെയ്തത് നമ്മുടെ സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ ആണ് in 1972. So this statement is correct. Next one, look into the second statement. DNA is bigger in molecular size than in size. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മോളിക്കുലർ ഇൻഹെറിറ്റൻസിൽ നമ്മൾ പഠിക്കുന്നതാണ്. കൺസിഡർ ദിസ് ഇസ് DNA. ഈ DNAയുടെ ഒരു കുറച്ച് പാർട്ട് മാത്രമേ എന്തായിട്ട് മാറുന്നുള്ളൂ? ജീനെന്ന് നമ്മൾ പറയുള്ളൂ. കോഡിങ് പോർഷൻ മാത്രമാണ് ജീൻ എന്ന് പറയുന്നത് അല്ലേ? ഈ ജീനാണ് ശരിക്കും എന്തായിട്ട് മാറുന്നത്? പ്രോട്ടീനായിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്ത് മാറുന്നത്. സോ ആക്ച്വലി നിങ്ങൾ സ്പ്ലൈസിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പഠിച്ചവരാണ്. സോ DNA ഈസ് ഓൾവേസ് ബിഗർ ദാൻ ദാറ്റ് ഓഫ് എൻസൈം. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 കറക്റ്റാണ്. 1 and 2 കറക്റ്റാണ്. 1 and 2 കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് യെസ് ഇറ്റ് ഈസ് 3. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് ഒറി സീക്വൻസ് ഇൻ പ്ലാസ്മിഡ് റിഫേഴ്സ് ടു. ഒറി എന്ന് പറയുന്ന സീക്വൻസ് പ്ലാസ്മിഡിൽ എന്തിനാണെന്ന് പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം അല്ലേ? ഇറ്റ് ഈസ് സംതിങ് റെസ്പോൺസിബിൾ ഫോർ ഇനിഷ്യേറ്റിംഗ് ഓർ ഒറിജിനേറ്റിംഗ് എന്നാണ് അല്ലേ? എന്താണ് ഇനിഷ്യേറ്റിംഗ് അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്നത്? റെപ്ലിക്കേഷൻ ആണ്. ഒറി എന്ന് പറയുന്നത് റെപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ഒരു സീക്വൻസ് ആണ്. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ഓപ്ഷൻ ഫസ്റ്റ്. സീക്വൻസ് ഫോർ ആൻറ്റിബോഡി റെസിസ്റ്റൻസ്. ദർ ഇസ് നോ കണക്ഷൻ വിത്ത് ആൻറ്റിബോഡിയും പ്ലാസ്മിഡുമായിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ല. നെക്സ്റ്റ് വൺ, സീക്വൻസ് ഫ്രം വിച്ച് റെപ്ലിക്കേഷൻ വിൽ സ്റ്റാർട്ട്സ് ഇൻ പ്ലാസ്മിഡ്. അത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. എങ്കിലും നമുക്ക് 3 നോക്കാം. സീക്വൻസ് ഫോർ റെസ്ട്രിക്ഷൻ സൈറ്റ് ഈസ് ദെയർ ഇൻ വെക്റ്റർ, പക്ഷേ അതിന് ഒറിയുമായിട്ട് നോ കണക്ഷൻ. സീക്വൻസ് ഫോർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് കറക്റ്റ്. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സിന് പറയേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ആക്ച്വലി സെക്കൻഡ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, in biologistic method of gene transfer, the microparticles coated with foreign DNA are bombarded into target cell at very high velocity, and these microparticles are made up of, see, നമ്മൾ പ്ലാന്റ് സെല്ലിലേക്ക് പാർട്ടിക്കിൾസിനെ ഇടിച്ച് കയറ്റുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾവേസ് DNA എന്ന് പറയുന്ന ഭയങ്കര ഡെൻസിറ്റി കുറഞ്ഞ ഒരു സാധനമാണ്. അത്രയും ലെസ് ഡെൻസർ ആയിട്ടുള്ള ഒരു സാധനത്തിനെ സെല്ലിലേക്ക് ഇടിച്ച് കയറ്റുക എന്ന് പറയുന്ന പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഉണ്ട്. സോ ഫോർ ഓവർകമ്മിങ് ദാറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൺ കൊണ്ട് കോട്ട് ചെയ്യും. അപ്പം ഗോൾഡും ടങ്സ്റ്റണും ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഈസി ഫോർ ദ DNA ടു എൻറ്റർ ഇൻ ടു ദ സെൽ അല്ലേ? അപ്പം നമുക്കിവിടെ ഒരു സംശയവും ഇല്ല. നമ്മൾ ഗോൾഡ് ഓർ ടങ്സ്റ്റൺ ആണ്. ഇറ്റ് ഈസ് എവറിത്തിങ് ഈസ് ദെയർ ഇൻ യുവർ NCERT ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ നന്നായിട്ട് NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിച്ചിട്ടാണ് പരീക്ഷ എഴുതിയതെങ്കിൽ എവറിത്തിങ് ഈസ് കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു ഇത്. ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 3. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോന്യൂക്ലിയോടൈഡ്സ് വിച്ച് ആർ കോംപ്ലിമെൻ്ററി ടു ദ റീജിയൻ ഓഫ് DNA യൂസ്ഡ് ഇൻ PCR ആർ കോമൺലി കോൾഡ്. PCR നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുഞ്ഞു ഒളിഗോന്യൂക്ലിയോടൈഡ്
അത് കെമിക്കലി സിന്തസൈസ്ഡ് ആണ്. അവരെ നമുക്ക് എന്ത് വിളിക്കാം എന്നാണ്? എന്താണ് നമ്മൾ വിളിക്കുന്നത്? അവരെ വിളിക്കുന്ന പേരാണ് പ്രൈമേഴ്സ് അല്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പ് തന്നെ ഒരു DNA, ഇങ്ങനെ ഇരിക്കുന്ന DNA ഒന്ന് അൺവൈൻഡ് ആയി 2 സ്ട്രാൻഡായി. 2 സ്ട്രാൻഡ് ആയി കഴിഞ്ഞാൽ ഓരോ സ്ട്രാൻഡിൽ നിന്നും പുതിയ DNA എന്നാണ് PCR പറയുന്നത്. സോ ഓരോ സ്ട്രാൻഡിൽ നിന്നും പുതിയ DNA എന്ന് പറയുമ്പോൾ ഓരോ സ്ട്രാൻഡും റെപ്ലിക്കേറ്റ് ചെയ്യണം. സോ റെപ്ലിക്കേഷൻ മസ്റ്റ് ബി ദെയർ. റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലാബിലാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് ആർട്ടിഫിഷ്യലി ചെയ്യുന്ന റെപ്ലിക്കേഷൻ എല്ലാം തന്നെ വി നീഡ് എ സപ്പോർട്ട്, ഒരു ട്രിഗർ വേണം. അപ്പോൾ റെപ്ലിക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ കൊടുക്കുന്ന ട്രിഗറാണ് സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോ ന്യൂക്ലിയോടൈഡ്. അവർക്ക് നമ്മൾ പറയുന്ന പേരാണ് പ്രൈമേഴ്സ്. സോ ഹിയർ ടു നമുക്ക് ഒരു ഡൗട്ടും ഇല്ല, നമുക്ക് ഇത് കാണാം. എനിക്ക് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്, അപ്പോൾ ഞാനത് കണ്ടു തന്നെയാണ് പോകുന്നത്. സോ ഇഫ് യു വിഷ് ടു ഹിയർ എനിത്തിങ് മോർ അബൌട്ട് എ ക്വസ്റ്റൻ ഓർ ആൻസർ യു ക്യാൻ ചാറ്റ് വിത്ത് മീ. ഓക്കെ, ചാറ്റ് ബോക്സ് ഞാൻ കാണുന്നുണ്ട്. സോ പ്രശ്നമൊന്നുമില്ല, നമുക്ക് നോക്കി പോവാം. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. ഇൻ ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് റീകോമിനൻറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആസ്. ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോ, അത് നമ്മുടെ ലാക്സിഡ് ജീനിനെ വെച്ചിട്ടുള്ള സെലക്ഷൻ ആണ് അല്ലേ? ലാക്സിഡ് ജീനിനെ വെച്ചിട്ട് നമ്മൾ ഉള്ള സെലക്ഷൻ ആണ് ദാറ്റ് വി ഹാവ് ഡൺ ഇൻ പക്കേറ്റ്. ആൻഡ് ഒരു കാര്യം കൂടെ, നമുക്ക് പക്കേറ്റ് എന്നുള്ള പേര് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല എങ്കിലും ബ്ലൂ വൈറ്റ് സ്ക്രീനിങ്ങും ലാക്സിഡ് ജീനും ഒക്കെ അവിടെ പറയുന്നുണ്ട്. സോ ഈ പേരും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ വളരെ നന്നായിരിക്കും. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലുള്ള ഒരു കൂട്ടം സയൻറ്റിസ്റ്റ് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയെടുത്ത പ്ലാസ്മിഡ് ആണ്. അപ്പോൾ പ്ലാസ്മിഡ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ, അതിൻ്റെയാണ് പക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ഡിനോട്ടിങ് അവർ ഡിഫറെൻറ്റ് സീരീസിൽ പെട്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്ലാസ്മിഡ്സ് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അവരെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടന്നു വരാം തിരിച്ചൊന്നുകൂടെ. ബ്ലൂ വൈറ്റ് സ്ക്രീനിങ്ങിൽ റീകോമ്പനൻറ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്? റീകോമ്പനൻറ്റ് ഏത് കളറിലായിരിക്കും ഇരിക്കുന്നത്? വൈറ്റ് കളറിലായിരിക്കും ഇരിക്കുന്നത് അല്ലേ? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്ലൂ വൈറ്റ് സ്ക്രീനിങ്ങിൽ നമ്മൾ എപ്പോഴും ലാക്സിഡ് ജീനിനെയാണ് ഇനാക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ലാക്സിഡ് കോഡ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് എന്താണ്? ബീറ്റ ഗാലക്ടോസിഡൈസ് എന്ന് പറയുന്ന എൻസൈമിന് വേണ്ടിയിട്ടാണ് ലാക്സിഡ് കോഡ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ ലാക്സിഡ് കോഡ് ചെയ്യുന്നത് ബീറ്റ ഗാലക്ടോസിഡൈസിന് വേണ്ടിയിട്ടാണ്. സോ ബീറ്റ ഗാലക്ടോസിഡൈസിൻ്റെ ജീനിലേക്ക് ഞാനിപ്പോൾ ഒരു ഫോറിൻ ജീനിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആൻഡ് ഫോറിൻ ജീൻ ഇൻകോർപ്പറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അവിടെ നമുക്ക് എന്തില്ല? ലാക്സിഡ് ഇല്ല. ലാക്സിഡ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ടെക്നിക്കലി ദർ ഈസ് നോ ബീറ്റ ഗാലക്ടോസിഡൈസ്. യെസ് ഓർ നോ? യെസ്. അപ്പോൾ ബീറ്റ ഗാലക്ടോസിഡൈസ് ഇല്ലെങ്കിൽ ബീറ്റ ഗാലക്ടോസിഡൈസ് എൻസൈമിന് ആക്ട് ചെയ്യാൻ ആവശ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സബ്സ്ട്രേറ്റ് എക്സ് ഗാൽ കൊടുത്താൽ ദർ വിൽ ബി നോ റിയാക്ഷൻ. അവിടെ റിയാക്ഷൻ നടക്കില്ല. റിയാക്ഷൻ നടക്കില്ല എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ബ്ലൂ കളറാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ റിയാക്ഷൻ നടന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കളറാണ് ഉണ്ടാകേണ്ടത്? വൈറ്റ് കളറാണ് ഉണ്ടാകേണ്ടത് അല്ലേ? ദിസ് ഈസ് വാട്ട് വി ഹാവ് ലേൺഡ് അബൌട്ട് നമ്മുടെ ബ്ലൂ വൈറ്റ് സ്ക്രീനിങ്. ഇതാണല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്ലൂ വൈറ്റ് സ്ക്രീനിങ്ങിൽ റീകോമ്പിനൻറ്റിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന്. ദർ ഇസ് നോ ഡൗട്ട് വി ക്യാൻ ഐഡൻറ്റിഫൈ റീകോമ്പിനൻറ്റ് ആസ് വൈറ്റ് കോളനീസ്. കാരണം ഫോറിൻ ജീൻ കയറിയത് കൊണ്ട് ലാക്സിഡ് ഇനാക്ടിവേറ്റഡ് ആയതുകൊണ്ട് എക്സ് ഗാലിൽ ഒരു റിയാക്ഷനും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇവൻ നോൺ റീകോമ്പിനൻ്റ് ആയിട്ടാണ് ഇരുന്നതെങ്കിൽ, ഇവൻ്റെ കയ്യിൽ ഫോറിൻ DNA ഇല്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇവൻ എന്ത് പൊസസ് ചെയ്തേനെ? ലാക്സിഡ് പൊസസ് ചെയ്തേനെ. ലാക്സിഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവനിലേക്ക് ഞാൻ എക്സ് ഗാൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലാക്സിഡ് എക്സ് ഗാലുമായിട്ട് റിയാക്ട് ചെയ്ത് വി വിൽ ഗെറ്റ് എ ബ്ലൂ കളർ. സോ അങ്ങനെയാണെങ്കിൽ നോൺ റീകോമ്പിനൻറ്റ് വിൽ ഗീവ് ബ്ലൂ കളർ വെയർസ് റീകോമ്പിനൻറ്റ് വിൽ ഗീവ് വൈറ്റ് കളർ അല്ലേ? ഇത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചതാണ്. ആൻഡ് ആരെങ്കിലും ഒരാളത് മറന്നുപോയി എന്താണ് ഈ ബ്ലൂ വൈറ്റ് സ്ക്രീനിങ് എന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. സോ ഹിയർ ആർ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് വൈറ്റ് കോളനീസ്. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. അടുത്ത് നോക്കാം നമുക്ക്. ക്രൗൺ ഗോൾ ഈസ് കോസ്ഡ് ബൈ. ക്രൗൺ ഗോൾ എന്ന് പറയുന്നത് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ഡൈക്കോട്ട് പ്ലാന്റിൽ അറ്റാക്ക് ചെയ്ത ഡൈക്കോട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് ക്രൗൺ ഗോൾ. ശരിക്കും പറഞ്ഞാൽ ഡൈക്കോട്ട് പ്ലാന്റിൽ അറ്റാക്ക് ചെയ്ത് ക്രൗൺ ഗോൾ ഉണ്ടാക്കാനുള്ള അഗ്രോബാക്ടീരിയത്തിൻ്റെ കപ്പാസിറ്റിയാണ് വോട്ട് വി ആർ യൂസിങ് ഇറ്റ് ആസ് എ വെക്ടർ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു സംശയമില്ല, അഗ്രോബാക്ടീരിയമാണ് ക്രൗൺ ഗോൾ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നോക്കിപ്പോകാം. ദേ ഒരു പിക്ചറാണ് കേട്ടോ തന്നിരിക്കുന്നത്. ഐ തിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദിസ് പിക്ചർ ഈസ് ഹാവിങ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ് ബിക്കോസ് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ബയോടെക്നോളജി പ്രിൻസിപ്പൽ ആൻഡ് പ്രോസസ് കോൺസെപ്ച്വൽ ലേണിംഗ് അല്ലെങ്കിൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി മാക്സിമം വേണ്ട ഒരു ചാപ്റ്ററാണ് റാദർ ദൻ ബൈ ഹാർട്ടിങ് ദ കോൺസെപ്റ്റ്.
അപ്പോൾ അതിൽ കോൺസെപ്റ്റൽ ക്ലാരിറ്റി വേണ്ടുമ്പോൾ നോർമലി നമ്മൾ എപ്പോഴും പിക്ചേഴ്സൊക്കെ ആകുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ, അവിടെ ഒരു കോൺസെപ്റ്റിൻ്റെ ആവശ്യമില്ല. പിക്ചേഴ്സിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് ചില പിക്ചേഴ്സിനൊന്നും കോൺസെപ്റ്റിൻ്റെ ആവശ്യമില്ല. വി ക്യാൻ ബൈ ഹേർട്ട് ഇറ്റ്, അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യം വരച്ചിട്ട് വി ക്യാൻ ഗോ ഇൻ ടു ദ എക്സാമിനേഷൻ ഹാൾ. പക്ഷേ ഇവിടെ PBR 322 അല്ലെങ്കിൽ ബയോടെക്നോളജി പ്രിൻസിപ്പൽ ആൻഡ് പ്രോസസ്സിലുള്ള ഈ പിക്ചേഴ്സിൻ്റെ എല്ലാം പ്രോബ്ലം ഇതെല്ലാം തന്നെ ഒരു ആപ്ലിക്കേഷൻ ബേസിൽ NCERT-യിൽ നിന്നുകൊണ്ട് തന്നെ ഇച്ചിരി ട്വിസ്റ്റ് ചെയ്ത് ഇച്ചിരി നിങ്ങളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇൻ ഡെപ്തിലേക്ക് പോയി ഒന്ന് വളഞ്ഞു ചുറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഫിഗറാണ്. നോർമലി ഫിഗർ ബേസ്ഡ് ആയിട്ട് നമുക്ക് അങ്ങനെ കിട്ടാറില്ല. അങ്ങനെ ഒരു ഫിഗറാണ് ശരിക്കും PBR 322. ആൻഡ് ഹിയർ ആർ ദ മാർക്കിങ്സ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാർക്കിങ്സ്. ഐ ഹോപ്പ് യു ഓൾ ഹാവ് ഡൺ വിത്ത് ദറ്റ് കറക്റ്റ്ലി. എനിവേ ലെറ്റ് us look into the option. നമുക്ക് ഒന്ന് റാൻഡമായിട്ട് ഞാൻ ചുമ്മാ ഒന്ന് നോക്കാം. എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, എന്ന് പറയുന്നത് ഇക്കോ R1 സൈറ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നിങ്ങൾ ബുക്ക് വായിച്ചവരാണ്, നോക്കിയവരാണെങ്കിൽ യു നോ ദാറ്റ് ഇറ്റ് ഈസ് എ സൈറ്റ് ഓഫ് ഇക്കോ R1. ദെൻ ബി എന്ന് പറയുന്നത് ആക്ച്വലി ബി ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റിൻ്റെ സൈറ്റാണ്. പക്ഷേ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസിന് 2 ജീനുകളാണുള്ളത്. ഒന്ന് SAL1-ഉം 2 BAM-H1. അപ്പോൾ SAL1 ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി ഡെഫിനറ്റ് ആയിട്ടും എന്തായിരിക്കും, BAM-H1 ആയിരിക്കും. ദർ ഇസ് നോ ഡൗട്ട് BAM-H1 ആണ്. ദെൻ ഇവിടെ PVU1 ആൻഡ് PST1 നമുക്ക് 2 മാർക്കർ ജീനാണ് നമ്മൾ ടെട്രാസൈക്ലിന് പറയുന്നത് അല്ലേ. അതിലൊരു മാർക്കർ ജീൻ ഇറ്റ് ഹാസ് ഓൾറെഡി ദെയർ, ദാറ്റ് ഈസ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ്. ആൻഡ് വാട്ട് അബൌട്ട് അതർ? രണ്ടാമത്തെ മാർക്കർ ജീൻ എന്ന് പറയുന്നത് നമ്മുടെ C എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും ഇതൊരു ആംപിസിലിൻ റെസിസ്റ്റൻസ് മാർക്കറാണ്. ഞാൻ ഇവിടെ വെളിയിലോട്ടാണ് എഴുതുന്നതെങ്കിലും യു ക്യാൻ സി, ഐ ഹോപ്പ് കാണുന്നുണ്ടല്ലോ അല്ലേ, കാണാൻ പറ്റുന്നുണ്ട്. സോ ഇനി അടുത്ത നമുക്ക് ചോദിച്ചിരിക്കുന്ന D ആണ്. റോപ്പിന് തൊട്ട് മുൻപിൽ ഈ കാണുന്ന സൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒറി സൈറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ, ലെറ്റ്സ് ലുക്ക് ഇൻ ദ ഓപ്ഷൻ. ആക്ച്വലി only one option started with ഇക്കോ R14A. അപ്പോൾ നമുക്കിവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. ദേ 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ബിക്കോസ് ഇവിടെ നമുക്ക് ഇക്കോ R1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചുകൂടെ നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അല്ലേ. നല്ല ക്വസ്റ്റൻ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാവരും എൻ്റെ കൂടെ കാണുന്നുണ്ടല്ലോ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ദ ബേസിക് റിക്വയർമെൻറ്റ് ഓഫ് എ PCR റിയാക്ഷൻ ആർ. നമുക്ക് PCR ചെയ്യാൻ എന്തൊക്കെ വേണം എന്നാണ്. ആൻഡ് ദാറ്റ് തിങ് ഈസ് ആക്ച്വലി ഡിപ്പെൻഡിങ് ഓൺ ദ ഓപ്ഷൻസ് വോട്ട് ഇറ്റ് ഈസ് ഗിവൺ. സോ ഞാൻ ഓപ്ഷനിലേക്കാണ് ആദ്യം പോകുന്നത്. DNA ടെംപ്ലേറ്റ് നമുക്ക് വേണം. യെസ്, വിത്തൗട്ട് DNA ടെംപ്ലേറ്റ് നമുക്ക് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ വി നീഡ് സംതിങ് ദാറ്റ്സ് എ DNA ടെംപ്ലേറ്റ് അല്ലേ. നെക്സ്റ്റ് വൺ സെറ്റ് ഓഫ് പ്രൈമർ. സി DNA എന്ന് പറഞ്ഞാൽ തന്നെ 2 സ്ട്രാൻഡുകളാണ്. ആൻഡ് ബോത്ത് ഓഫ് ദി സ്ട്രാൻഡ്സ് ആർ ഗെറ്റിംഗ് അൺവൈൻഡഡ് ഡ്യൂറിങ് ഡീനാച്ചുറേഷൻ. അങ്ങനെയാണെങ്കിൽ അനീലിൻ്റെ സമയത്ത് 2 സ്ഥലത്തും വന്ന് പ്രൈമേഴ്സ് ബൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. 2 സ്ഥലത്തും വന്ന് പ്രൈമർ ബൈൻഡ് ചെയ്യുകയും 2 സ്ട്രാൻഡുകളും പുതിയ സ്ട്രാൻഡായിട്ട് മാറുകയും വേണം. നമ്മൾ എപ്പോഴും PCR തിയറി പറയുന്നത് തന്നെ അങ്ങനെയാണ്. ഓരോ സ്ട്രാൻഡും പുതിയ DNA, അല്ലാതെ ഒരു സ്ട്രാൻഡ് പുതിയ DNA മറ്റത് മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഓരോ സ്ട്രാൻഡും പുതിയ DNA എന്നാണ്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഈ സ്ട്രാൻഡിൽ നിന്നും പുതിയ DNA ഉണ്ടാകണം. ആൻഡ് അബ്സല്യൂട്ട്ലി ഈ സ്ട്രാൻഡിൽ നിന്നും പുതിയ DNA ഉണ്ടാകണം. അങ്ങനെ 2 സ്ട്രാൻഡിൽ നിന്നും പുതിയ DNA ഉണ്ടാകണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് 1 സെറ്റ് ഓഫ് പ്രൈമർ, നത്തിങ് വിൽ വർക്ക് ഔട്ട് ഹിയർ. ഇവിടെ നമുക്ക് എന്തായാലും ഒരു 2 സെറ്റ്സ് ഓഫ് പ്രൈമർ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെ ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് വൺ നോക്കാം. 2 സെറ്റ്സ് ഓഫ് പ്രൈമർ അബ്സല്യൂട്ട്ലി. DNA പോളിമറൈസ് അബ്സല്യൂട്ട്ലി, ബിക്കോസ് നമുക്ക് എക്സ്റ്റൻഷൻ അത് വേണം. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ദേ ഹാവ് ഗിവൺ ഇറ്റ് ആസ് ഓൺലി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റ് വേണ്ടേ? നിങ്ങളൊന്ന് ആലോചിക്കുക. നമുക്ക് ടെംപ്ലേറ്റ് ഇല്ലാതെ, DNA ഇല്ലാതെ പ്രൈമറും അല്ലെങ്കിൽ പോളിമറൈസും ഉപയോഗിച്ചിട്ട് മാത്രം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. വി നീഡ് എ ടെംപ്ലേറ്റ്. ആ ഓൺലി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനെ കട്ട് ചെയ്യുന്നു. ഇനി നോക്കൂ, ഇവിടെയും അതുപോലെ തന്നെ DNA ടെംപ്ലേറ്റ്. എസ് വി നീഡ് ദാറ്റ്. DNA പോളിമറൈസേഴ്സ് ഓഫ് കോഴ്സ്. പക്ഷേ ഇവിടെയും ഒരു ഓൺലി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രൈമർ മിസ്സിംഗ് ആണ്. പ്രൈമറിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അതും ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ഓപ്ഷൻ. DNA template, absolutely we need 2 sets of primers. Yes, we need and DNA polymerize. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് DNA ടെംപ്ലേറ്റ് വേണം, 2 സെറ്റ്സ് ഓഫ് പ്രൈമേഴ്സ് വേണം ആൻഡ് DNA പോളിമറൈസ് വേണം. സംശയമൊന്നുമില്ലല്ലോ അല്ലേ. യെസ്, അപ്പോൾ നിങ്ങൾ യെസ് ആൻസറൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പം വയ്ക്കോട്ടെ ഞാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one of the following represents a palindromic sequence in DNA? DNA palindrome ഏതെന്നാണ്? What do you mean by a palindrome? ലെഫ്റ്റ് ടു റൈറ്റ് വായിച്ചാലും റൈറ്റ് ടു ലെഫ്റ്റ് വായിച്ചാലും ഒരുപോലെ വായിക്കണം. ആൻഡ് ഇറ്റ് ഈസ് വെരി ഈസി. എങ്ങനെയാണ് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് വായിച്ചാൽ ആദ്യത്തേത് എങ്ങനെ വായിക്കും? GAATTC.
ഇങ്ങോട്ട് വായിച്ചാലും GAATTC. സോ ദിസ് ഈസ് എക്സാക്ട്ലി ദ പാലിൻഡ്രോം. ആൻഡ് വൺ മോർ തിങ്, DNA എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുന്നെങ്കിലും ഇരിക്കുന്നത് നിങ്ങൾക്കറിയാം, ഹെലിക്കലി കോയിൽഡ് ആയിട്ട് ട്വിസ്റ്റഡ് ആയിട്ട് ആൻറ്റി പാരലലായിട്ട് ഇരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാലിൻഡ്രോമൊക്കെ വായിക്കുമ്പോൾ ഡെഫിനറ്റ്ലി യു മസ്റ്റ് കൺസിഡർ ഇതിനെ മാത്രം ഇങ്ങനെ GATTC എന്ന് വായിച്ചിട്ട് തിരിച്ച് CTTAAGG എന്ന് വായിക്കരുത്. ബിക്കോസ് DNA നെവർ ഇറ്റ് വിൽ എക്സിസ്റ്റ് ആസ് എ സിംഗിൾ സ്ട്രാൻഡ് എക്സെപ്റ്റ് ഇൻ വൈറസ്. അപ്പോൾ അല്ലാത്ത ഒരു കണ്ടീഷനിലും DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്വിസ്റ്റ് ചെയ്ത് ഹെലിക്കലി കോൾഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന DNA ഒരിക്കലും നമ്മൾ ഒരു സ്ട്രാൻഡ് ആ സ്ട്രാൻഡ് തന്നെ തിരിച്ച് വായിക്കാറില്ല. അതുകൊണ്ടാണ് ഐ എം ടെല്ലിങ് യു ടു റീഡ് ഇറ്റ് ഫ്രം 5' 3' ആണ് വായിച്ചതെങ്കിൽ ഇവിടെയും നിങ്ങൾ തിരിച്ചാണ് വായിക്കേണ്ടത്. സോ GATTC ആണെങ്കിൽ ഇത് GAATTC. അപ്പോൾ രണ്ട് സ്ഥലത്തും അങ്ങനെ വായിക്കുന്നത് കൊണ്ട് നമുക്ക് ഡൗട്ട് ഒന്നുമില്ല. ദാറ്റ് ഈസ് വൺ, സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇത് വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇഫ് യു ആർ റീഡിങ് ഇറ്റ് ഫ്രം CCAATG CCTAAG എന്നാണ്. അതിൽ TG മാറിയിട്ടുണ്ട്. അപ്പോൾ അതല്ല, ഇത് നോക്കൂ, നിങ്ങൾക്ക് അറിയാൻ പറ്റും GATACC GATA അല്ല, അത് മാറി. ദെൻ ഇവിടെ CAT, അത് CC എന്നാണ് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല. ജസ്റ്റ് ലുക്കിംഗ് ടു ബോത്ത് ദ സ്ട്രാൻഡ്സ് ആൻഡ് ലുക്ക് ഫോർ ദ പാലിൻഡ്രോം. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മിസ്മാച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് കേട്ടോ. ഇലക്ട്രോപോറേഷൻ. ഇലക്ട്രോ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഓക്കെ, ആക്ച്വലി കുറച്ചൊരു സൗണ്ട് എറർ തോന്നി, അതുകൊണ്ടാണ് കുറച്ചൊന്ന് പോയത് കേട്ടോ. സാരമില്ല. അപ്പോൾ മിസ്മാച്ച്ഡ് പേരിലേക്ക് ഞാൻ വീണ്ടും ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. ഇലക്ട്രോപോറേഷൻ. ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് തോന്നണോ? ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇലക്ട്രിസിറ്റി അല്ലേ? പോറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പോറേഷൻ എന്ന് പറഞ്ഞ വേർഡിൻ്റെ സിമ്പിൾ മീനിങ് എന്താണ്? വി ആർ ക്രിയേറ്റിംഗ് പോസ് അല്ലേ? വി ആർ ക്രിയേറ്റിംഗ്. പൊറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? കുഴിവുണ്ടാക്കുക, പോസ് ഉണ്ടാക്കുക എന്നാണ്. എവിടെയായിരിക്കും നമ്മൾ പോസ് ഉണ്ടാവുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി വി ഹാവ് ഡൺ ഇൻ ദ പ്ലാസ്മ മെംബ്രെയിൻ. അത് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ട് ഒരു പോസ് ഉണ്ടാക്കി DNA അകത്ത് കയറ്റുന്ന മെത്തേഡാണ്. സോ ദിസ് ഈസ് ആക്ച്വലി കറക്റ്റ്. ഇലക്ട്രിക് ഷോക്ക് ട്രീറ്റ്മെൻറ്റ്, ദിസ് ഈസ് ഫോർ ദ ഇൻകോർപ്പറേഷൻ ഓഫ് DNA ഇൻ ടു ദ സെൽ. സെല്ലിനകത്തേക്ക് DNA ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള മെത്തേഡാണ്. മൈക്രോ പ്രൊജക്ടൈൽ. മൈക്രോ പ്രൊജക്ടൈൽ വി ആർ യൂസിങ് ഇറ്റ് ഫോർ ബയോളിസ്റ്റിക്സ്. ജീൻ ഗൺ അല്ലെങ്കിൽ ബയോളിസ്റ്റിക്സ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ ബൊംബാർഡ്മെൻറ്റ് എന്ന് പറയുന്ന ടെക്നിക്കിൽ നമ്മൾ ഒരു ടാർഗറ്റ് സെല്ലിലേക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ മൈക്രോ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഷോട്ട് അറ്റ് ദ ടാർഗറ്റ് സെൽ. അതാണ് നമ്മൾ നേരത്തെ തന്നെ ഗോൾഡൻ ടങ്സ്റ്റൺ കോട്ടഡ് DNA എന്നൊക്കെ പറഞ്ഞത്. സോ അതും കറക്റ്റാണ്. ദെൻ ലെറ്റ്സ് ലുക്ക് ഇൻ മൈക്രോ ഇഞ്ചക്ഷൻ. ഇഞ്ചക്ഷൻ എടുക്കാൻ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ ആനിമൽ സെല്ലിലേക്ക് DNA ട്രാൻസ്ഫറിലേക്ക് കൊടുക്കുമ്പോൾ വി നീഡ് സംതിങ് ടു ഇഞ്ചക്ട്. അതിന് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നെങ്കിൽ ഒരു മൈക്രോ നീഡിൽ ഓർ വി ക്യാൻ യൂസ് എ മൈക്രോ പിപ്പറ്റ്. സോ ഹിയർ ആൻസർ മൈക്രോ പിപ്പറ്റ് ഉണ്ട്. സോ അത് ഞാൻ കറക്റ്റ് തന്നെ കൊടുത്തേ പോളൂ, ബിക്കോസ് ദാറ്റ് ഈസ് ദ റൈറ്റ് തിങ്. നെക്സ്റ്റ് നോക്കാം, സിമിയൻ വൈറസ് 40. ഈ SV40 എന്നൊക്കെ പറയുന്നത് റിട്രോ വൈറസിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന ക്യാൻസർ കോസിങ് റിട്രോ വൈറസ് ആണ്. അപ്പോൾ ക്യാൻസർ കോസിങ് റിട്രോ വൈറസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, റിട്രോ വൈറസുകൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ആനിമൽ ജീൻ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും ക്യാൻസർ കോസിങ് റിട്രോ വൈറസ് വി ഹാവ് യൂസ്ഡ് ഫോർ ആനിമൽ ജീൻ ട്രാൻസ്ഫർ അല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് യൂസ്ഡ് ഇൻ പ്ലാന്റ് സെൽ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് നമ്മുടെ ആൻസർ, ബിക്കോസ് ദേ ഹാവ് ആസ്ക്ഡ് ഫോർ ദ മിസ്മാച്ച്ഡ് വൺ. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. ഞാൻ മുന്നോട്ട് പോയിക്കോട്ടെ. യെസ്, 116. ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. 16 നോക്കാം നമുക്ക്. എത്തിഡിയം ബ്രോമൈഡ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റെയിനിങ് DNA ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ്. ദർ ഇസ് നോ ഡൗട്ട് എത്തിഡിയം ബ്രോമൈഡ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോഫോറസിസ്. കറക്റ്റ് ആണ്. ഇനി നോക്കാം, DNA ഫ്രാഗ്മെന്റ്സ് ആർ പോസിറ്റീവ്ലി ചാർജ്. അബ്സല്യൂട്ട്ലി നോ. DNA ഫ്രാഗ്മെന്റ്സ് എപ്പോഴും നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അതുകൊണ്ട് ഇത് തെറ്റി. നെക്സ്റ്റ് വൺ നോക്കൂ, ദ എക്സ്ട്രാക്ഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ഫ്രം ജെൽ പീസ് ഇൻ ഇലക്ട്രോഫോറസിസ് ഈസ് കോൾഡ് ഇല്യൂഷൻ അല്ലേ? നമ്മൾ DNA സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രാഗ്മെന്റ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ കട്ട് ഔട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇല്യൂഷൻ. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ റൈറ്റ്. നെക്സ്റ്റ് വൺ നോക്കാം, ദ DNA ഫ്രാഗ്മെന്റ്സ് സെപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദെയർ സൈസ് ത്രൂ sieving effect provided by agarose gel. That is also correct. Next one നോക്കൂ, ട്രാൻസ്ഫോർമേഷൻ ഈസ് ദ പ്രൊസീജിയർ
through which a piece of DNA is introduced in the vector genome. ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മളൊരു പീസ് ഓഫ് DNA ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, അത് കറക്റ്റാണ്. പക്ഷെ നോട്ട് ഇൻ ടു വെക്റ്റർ ജീനോം. വെക്റ്റർ ജീനോമിലേക്കല്ല, പിന്നെ എങ്ങോട്ടാ? നമ്മൾ ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് വി ആർ യൂസിങ് ദ ടേം ട്രാൻസ്ഫോർമേഷൻ. വെക്റ്റർ ജീനോമിലേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളതിനെ റീകോമ്പിനൻ്റ് എന്നാണ് പറയുന്നത്. സി, കൺസിഡർ ദിസ് ഇസ് ദ വെക്റ്റർ ആൻഡ് വെൻ വി ആർ ഇൻട്രൊഡ്യൂസിങ് ഓഫ് DNA into it, we can call this as a recombination. It is not transformation. We are combining two DNA. It is not transformation. Here we can call the process as recombination and this DNA we can call it as recombinant DNA. പക്ഷെ ഇവിടെ ക്വസ്റ്റൻ എന്തായിരുന്നു? നമ്മളൊരു പീസ് ഓഫ് DNA എങ്ങോട്ടേക്ക് കൊടുക്കുന്നു? വി ആർ ഇൻട്രൊഡ്യൂസിങ് ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. ഒരു ഹോസ്റ്റിൻ്റെ സെല്ലിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പ്രോസസ്സിനെയാണ് what we can call it as transformation എന്ന് പറയുന്നത്. I think you got it. ട്രാൻസ്ഫോർമേഷൻ ബയോടെക്നോളജിയിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ആർ മേക്കിംഗ് മിസ്റ്റേക്ക് ഇൻ ദിസ് ഏരിയ ബിക്കോസ് ഐ തിങ്ക് ദേ ആർ ഹാവിങ് സംവട്ട് കൺഫ്യൂഷൻ റിഗാർഡിംഗ് ദിസ് റീകോമ്പിനേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. സോ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് 2 DNA ആണ്. 2 DNA തമ്മിൽ ചേരുമ്പോഴാണ് വി ആർ യൂസിങ് ദ ടേം റീകോമ്പിനേഷൻ. ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്റ്റ് സെല്ലിനകത്തേക്ക് സൈറ്റോപ്ലാസത്തിനകത്തേക്ക് ഒരു ഫോറിൻ DNA കയറുമ്പോഴാണ്. അപ്പോൾ സൈറ്റോപ്ലാസത്തിനകത്തേക്ക് ഫോറിൻ DNA കയറുമ്പോൾ ആ പ്രോസസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ദ ഗിവൺ ഓപ്ഷൻ 4 ഈസ് ഇൻകറക്റ്റ് വൺ. ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ. ദേ ആർ ആസ്കിംഗ് ഫോർ സെലക്ടിങ് ദ കറക്റ്റ് ഓപ്ഷൻ. സോ ദ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ഐ വിൽ മാർക്ക് ഇറ്റ് ആസ് ഹിയർ. ആൻഡ് ദെൻ വാട്ട് അബൌട്ട് തേർഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. ദെൻ വാട്ട് fourth option is correct. 1, 3rd and 4th, yes, our answer choice option is 4. Answer option 4, 1, 3 and 4. I think you got it. പോവല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റോൾ ഓഫ് DNA ligase in the construction of recombinant DNA molecule is. DNA മോളിക്യൂൾ ഉണ്ടാക്കുന്നതിൽ ലൈഗേസിൻ്റെ റോൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ലൈഗേസ് ഇസ് ഡൂയിങ്? ലൈഗേസ് എന്താ ചെയ്യുന്നത്? ലൈഗേസ് 2 DNA കമ്പൈൻ ചെയ്യുമ്പോൾ 2 ബോണ്ടുകളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് എന്താണ്? ഹൈഡ്രജൻ ബോണ്ട് ആൻഡ് അനദർ വൺ ഈസ് ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട്. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റാരിറ്റി കൊണ്ട് മാത്രം ഫോം ചെയ്യുന്ന ബോണ്ടാണ്. അഡിനിൻ എവിടെ ഉണ്ടെങ്കിലും തൈമിൻ ബൈൻഡ് ചെയ്യും, തൈമിൻ എവിടെ ഉണ്ടെങ്കിലും അഡിനിൻ ബൈൻഡ് ചെയ്യും. ഗ്വാനിൻ എവിടെ ഉണ്ടെങ്കിലും സൈറ്റോസിൻ ബൈൻഡ് ചെയ്യും, സൈറ്റോസിൻ എവിടെ ഉണ്ടെങ്കിലും ഗ്വാനിൻ ബൈൻഡ് ചെയ്യും. ദർ ഈസ് നോ നീഡ് ഓഫ് എനി എൻസൈം because അവർക്ക് കോംപ്ലിമെൻറ്റാരിറ്റി ഉണ്ട് ആൻഡ് DNA is always a double stranded molecule except in virus. So ആ കോംപ്ലിമെൻറ്റാരിറ്റി കൊണ്ട് തന്നെ ഹൈഡ്രജൻ ബോണ്ട് അവിടെ ഫോം ചെയ്തു. വി നീഡ് അനദർ ബോണ്ട്. ഏതാത്? ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് വേണം അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിൻ്റെ കൂടെ ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് വേണമെങ്കിൽ ഇറ്റ് നീഡ്സ് an enzyme. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് DNA ligase. സോ ഇവിടെ നമുക്ക് ആൻസർ ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിടപ്പുണ്ട്. ഫോർമേഷൻ ഓഫ് ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ബിറ്റ്വീൻ 2 DNA ഫ്രാഗ്മെന്റ്സ്. ഹൈഡ്രജൻ ബോണ്ട് അല്ല, അത് കോംപ്ലിമെൻറ്റാരിറ്റി കൊണ്ടാണ്. ലൈഗേഷൻ ഓഫ് പ്യൂരിൻ ആൻഡ് പിരമിഡൻ ബേസസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും അത് ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ ആണ്. ആൻഡ് ഓൾ ഓഫ് ദ എബോവ് അല്ലെന്നറിയാം. സോ ദർ ഈസ് നോ കൺഫ്യൂഷൻ. ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 1. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പോവാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. സ്റ്റിക്കിനെസ് ഓഫ് ദ സ്റ്റിക്കി എൻഡ്സ് ഓഫ് ദ DNA ഫെസിലിറ്റേറ്റ്സ്. സ്റ്റിക്കിനെസ് ഓഫ് സ്റ്റിക്കി എൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഐ എം റൈറ്റിംഗ് GAATTC. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ ഈക്കോ R1ൻ്റെ കട്ടിംഗ് സീക്വൻസ് ആണ്. ആൻഡ് ഈക്കോ R1 റെക്കഗ്നൈസ് ദ പാലിൻഡ്രോം GAATTC. അയാളുടെ കട്ടിംഗ് സൈറ്റ് എന്ന് പറയുന്നത് ഗ്വാനിനും അഡിനിനുമാണ്. സോ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് കട്ടിംഗ് വിൽ ഗെറ്റ് GCTTA. This is the one fragment what we are getting. And another one is AATT C then G, right? So these are the 2 fragments we are getting. So consider that if നമുക്ക് സെയിം ആയിട്ടുള്ള ഒരു വെക്റ്റർ അല്ലെങ്കിൽ ഒരു വെക്റ്റർ DNA ഇതേ സീക്വൻസ് ഉള്ള ഒരു വെക്റ്റർ DNA വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സ്റ്റിക്കിനെസ് ഉണ്ട്. സ്റ്റിക്കിനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്നത് പോലെ Tക്ക് എയുമായിട്ടും എവിടെ തൈമിൻ അഡിനെ കണ്ടാലും കെട്ടിപ്പിടിച്ചോളും. അഡിന് എവിടെ തൈമിനെ കണ്ടാലും അവർ രണ്ടുപേരും കെട്ടിപ്പിടിക്കും. സെയിം ഹിയർ ഗോനിൻ ആൻഡ് സൈറ്റോസിൻ ചെയ്യും. അപ്പോൾ ഇവിടെ ATT എന്ന് പറയുന്ന ഇവർ വന്നാൽ ഡെഫിനറ്റ് ആയിട്ട് ഇവർ എന്ത് ചെയ്യും? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ദാറ്റ് ഈസ് നോ
കൺഫ്യൂഷൻ, നോ കറക്ഷൻ. അതിനകത്ത് നമുക്ക് വേറെ ഒരു പ്രശ്നമില്ല. ആ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തു. സോ സ്റ്റിക്കിനെസ് മീൻസ് ദിസ് formation of this hydrogen bond between the complementary bases. This is actually the stickiness. ഒട്ടാനുള്ള കഴിവ് എന്ന് പറയുന്നത് അതാണ്. ഒട്ടാനുള്ള കഴിവ് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? DNA കോംപ്ലിമെൻ്ററി ആയതുകൊണ്ടും എക്ക് ടിയോടും ടിക്ക് എയോടും ജിക്ക് സിയോടും സിക്ക് ജിയോടും ഒരു അഫിനിറ്റി ഉള്ളത് കൊണ്ട് കോംപ്ലിമെൻറ്റാരിറ്റി കൊണ്ട് മാത്രമാണ് അവർ ഒട്ടുന്നത്, അല്ലേ? ആ സ്റ്റിക്കിനെസ് ഇങ്ങനെ ഒട്ടിക്കഴിയുമ്പോൾ അവർ ആരുടെ ആക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യും? ലൈഗേസിൻ്റെ ആക്ഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യും. എന്തിനാണ് ലൈഗേസിൻ്റെ ആക്ഷൻ അവർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? ടു ഫോം എ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഹിയർ. ഇവിടെ അവർ തമ്മിൽ ഒരു ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് വേണം. പക്ഷെ ആ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് അവിടെ വേണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇറ്റ് നീഡ്സ് ആൻ എൻസൈം. ആ എൻസൈമിനെ ഒന്ന് ട്രിഗർ ചെയ്യാനാണ് ആരെ ഈ സ്റ്റിക്കിനെ സഹായിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ആക്ഷൻ ഓഫ് DNA ലൈഗേസ് ആൻഡ് ദാറ്റ് ഈസ് കറക്റ്റ്. അത് കറക്റ്റാണ്. ജോയിൻ ടുഗെദർ വെർട്ടിക്കലി. വെർട്ടിക്കലി അല്ല, ഇങ്ങനെയാണോ ജോയിൻ ചെയ്യുന്നത്? ഇവരെ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്, അല്ലേ? ദിസ് ഇസ് നോട്ട് വെർട്ടിക്കലി. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ഞാൻ ഇൻകറക്റ്റ് ആയിട്ട് എടുക്കുന്നു. Then next one നോക്കാം. ആക്ഷൻ ഓഫ് DNA ligase and these ends joins together end to end. See here, this is one end, another end also will join like this. അപ്പോൾ end to end അതിലൊരു സംശയവും ഇല്ല. അപ്പോൾ end to end എന്നുള്ളതാണ് കറക്റ്റ്. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. നെക്സ്റ്റ് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ടൊബാക്കോ പ്ലാന്റ്സ് റെസിസ്റ്റൻസ് ടു എ നിമറ്റോഡ് ഹാവ് ബീൻ ഡെവലപ്ഡ് വിച്ച് പ്രൊഡ്യൂസ്ഡ്. ടൊബാക്കോ പ്ലാന്റ്സ് റെസിസ്റ്റൻറ്റ്, ഇത് ബയോടെക്നോളജി 2-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നമ്മൾ ആൻറ്റിസെൻസ് RNA ടെക്നോളജി അല്ലെങ്കിൽ RNA ഇൻ്റർഫറൻസ് ഉപയോഗിച്ച് മെലോഡിയോൺ ഇൻകോഗ്നിഷ്യ എന്ന നിമറ്റോഡിനെതിരെ ടൊബാക്കോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ടൊബാക്കോ എന്തൊക്കെ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ആ ടെക്നിക്കിനെ തന്നെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആൻറ്റിസെൻസ് RNA ടെക്നോളജി എന്നാണ് പറയുന്നത്. അതിന് കാരണം ഇറ്റ് പ്രൊഡ്യൂസ് ബോത്ത് സെൻസ് ആൻഡ് ആൻറ്റിസെൻസ് RNA. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. നെക്സ്റ്റ് നോക്കാം. അടുത്ത നോക്കാം നമുക്ക്. ട്രാൻസ്ജനിക് ആനിമൽസ് ദാറ്റ് പ്രൊഡ്യൂസ് യൂസ്ഫുൾ ബയോളജിക്കൽ പ്രൊഡക്ട്സ് ക്യാൻ ബി created by the introduction of portions of DNA or genes which codes for a particular product to treat. ഇവിടെ എനിക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ് അബൌട്ട് ട്രാൻസ്ജനിക് ആനിമൽസ് ഫോർ ഡിസീസ് ആൻഡ് ട്രാൻസ്ജനിക് ആനിമൽസ് ഫോർ ബയോളജിക്കൽ പ്രോഡക്റ്റ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോഡക്റ്റ് കിട്ടാൻ നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ചില ഡിസീസുകളെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാനും ഒക്കെ നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ്, ബയോളജിക്കൽ പ്രൊഡക്ട്സ് കിട്ടാനായിട്ട് നമ്മൾ ഏതൊക്കെ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ്. അത് എംഫൈസിമയ്ക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ആൽഫ-1 ആൻറ്റി ട്രിപ്സിൻ എടുത്ത് നമ്മൾ ട്രേസി എന്ന് പറയുന്ന ഷീപ്പിൽ കൊടുത്തിട്ട് എംഫൈസിമ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കറക്റ്റ്, കൊടുക്കാം. പിന്നെ അതിൽ തന്നെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ദ സെയിം അറ്റംപ്റ്റ് ഹാസ് ബീൻ മെയ്ഡ് ഫോർ ഫീനൈൽ കീറ്റനൂറിയ ആൻഡ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിസ്റ്റിക് ഫൈബ്രോസിസിനെതിരായിട്ടും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഫീനൈൽ കീറ്റനൂറിയ അതും കറക്റ്റാണ്. ബട്ട് ഹിയർ ദ ഫോർത്ത് ഓപ്ഷൻ, ദാറ്റ് ഈസ് അൽഷിമേഴ്സ് ഡിസീസ്. സി, അൽഷിമേഴ്സ് ഡിസീസിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ട്രാൻസ്ജനിക് ഓർഗാനിസത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അൽഷിമേഴ്സ് ഡിസീസിന് വേണ്ടി ഒരു ബയോളജിക്കൽ പ്രോഡക്റ്റ്, അൽഷിമേഴ്സ് ഡിസീസിനെ ക്യൂർ ചെയ്യാനായിട്ടൊരു ബയോളജിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല. ബയോളജിക്കൽ പ്രോഡക്റ്റിൽ നമ്മൾ 4 കാര്യങ്ങളേ ഉള്ളൂ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഒന്ന് റോസി, ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗ വിച്ച് ഗീവ്സ് എന്താ ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ. രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ചിരിക്കുന്നത് ട്രേസി ആണ്, ദാറ്റ് ഈസ് ട്രാൻസ്ജനിക് ഷീപ്പ് വിച്ച് ഗീവ് ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ. അത് നമ്മൾ എംഫൈസിമിക്കെതിരായിട്ട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് വൺ, അതിൽ തന്നെ അവർ പറയുന്നുണ്ട്, ദ സെയിം അറ്റംപ്റ്റ് വി ഹാവ് ഡൺ ടു ക്യൂർ ഫോർ ഫീനൈൽ കീറ്റനൂറിയ ആൻഡ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ഇത് ദർ ഇൻ യുവർ NCERT ടെക്സ്റ്റ് ബുക്ക്. അതുകൊണ്ട് തന്നെ ബയോളജിക്കൽ പ്രോഡക്റ്റ് ചോദിക്കുമ്പോൾ വി ജസ്റ്റ് ഡോണ്ട് തിങ്ക് അബൌട്ട് ദിസ്. നേരെ മറിച്ച് ട്രാൻസ്ജനിക് ആനിമൽസ് ഏതൊക്കെ ഡിസീസിനെന്ന് ചോദിച്ചാൽ വി ക്യാൻ തിങ്ക് ഓഫ് അൽഷിമേഴ്സ്. ബിക്കോസ് ട്രാൻസ്ജനിക് ആനിമൽസ് ആണെങ്കിൽ ഏതൊക്കെയുണ്ട്? അൽഷിമേഴ്സ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, സിസ്റ്റിക് ഫൈബ്രോസിസ് ഉണ്ട്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്. സോ ഹിയർ നമുക്ക് അൽഷിമേഴ്സ് വിട്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? 1 ആണ്. നെക്സ്റ്റ് നോക്കാം. 121, during the processing of the pro-hormone, pro-insulin into mature insulin,
പ്രോ ഇൻസുലിൻ മെച്ചുർ ഇൻസുലിൻ ആകുമ്പോൾ എന്തൊക്കെ പറ്റും എന്നാണ്. എന്ത് പറ്റും? പ്രോ ഇൻസുലിൻ മെച്ചുർ ഇൻസുലിൻ ആകുമ്പോൾ പ്രോ ഇൻസുലിൻ എന്താ വ്യത്യാസം മെച്ചുർ ഇൻസുലിൻ നിന്ന്? പ്രോ ഇൻസുലിനിൽ ഒരു എക്സ്ട്രാ പെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ്? സി പെപ്റ്റൈഡ് അല്ലേ. പ്രോ ഇൻസുലിൻ വെൻ ഇറ്റ് ഈസ് ഗെറ്റിംഗ് മെച്ചുവർഡ് ഇൻ ടു ഇൻസുലിൻ എന്ത് പറ്റും? ആ സി പെപ്റ്റൈഡ് ഒന്ന് കട്ട് ചെയ്ത് പോകും. സോ സി പെപ്റ്റൈഡ് ഈസ് നോട്ട് ആഡഡ് ഹിയർ. സി പെപ്റ്റൈഡ് ഈസ് റിമൂവ്ഡ് ഫ്രം പ്രോ ഇൻസുലിൻ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ചോയ്സ്. നമുക്ക് വേറൊന്നും നോക്കേണ്ടതിന് ആവശ്യമില്ല, ബിക്കോസ് വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ബി. അപ്പോൾ നമുക്ക് ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ പ്രോസസ് ഓഫ് RNAi. നോക്കാം നമുക്ക്. ദിസ് ഈസ് യൂസ്ഡ് ആസ് എ സെല്ലുലാർ ഡിഫൻസ്. അത് കറക്റ്റ് ആണ്. It takes place in some eukaryotic and all prokaryotic organisms. തെറ്റാണ്. It takes place only in eukaryote. All eukaryotes it is taking place. The method involves silencing of specific mRNA due to complementary double-stranded DNA അല്ല, double-stranded RNA ആണ്. So that is also not correct. Next one, it is a novel strategy to produce pest-resistant BT crops. BT ഉണ്ടാക്കാൻ നമ്മൾ ബാസിലസ് തുറിഞ്ചിനസിനെയാണ് ഉപയോഗിച്ചത്, അല്ലാതെ RNAi അല്ല. അതുകൊണ്ട് തന്നെ അതും തെറ്റാണ്. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ദേ ആർ ആസ്കിങ് ഫോർ ദ ഇൻകറക്റ്റ് വൺ അല്ലേ. ഇൻകറക്റ്റ് വൺ ആയപ്പോൾ നമുക്ക് 3 എണ്ണമാണ് ഇൻകറക്റ്റ്. ദാറ്റ് ഈസ് 2, 3 and 4. ആർ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ 4 ആണ് അല്ലേ. അതിനകത്തൊന്നും യു ജസ്റ്റ് ഡോണ്ട് നീഡ് മച്ച് എക്സ്പ്ലനേഷൻ, ബിക്കോസ് എവറി സ്റ്റേറ്റ്മെന്റ് ഈസ് ആസ് സച്ച് ഇൻ യുവർ NCERT ടെക്സ്റ്റ് ബുക്ക്. മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, നമുക്ക് അടുത്തത് നോക്കാം. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് പോസിബിൾ ബിക്കോസ് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റിയതെന്ന് നോക്കാം. ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡെഫിനറ്റ്ലി യു ഹാവ് ടു ലുക്ക് ഇൻ ടു ദ ഓപ്ഷൻസ് ഫസ്റ്റ് ബിഫോർ റൈറ്റിംഗ് യുവർ ആൻസർ. ബിക്കോസ് എനിത്തിങ് ഇൻ ദ സെൻസ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. അതിൽ ഏത് കാര്യമാണുള്ളത്, ഏത് കാര്യമാണ് ഇല്ലാത്തത് എന്ന് ക്വസ്റ്റ്യനും ഓപ്ഷനും വായിച്ചിട്ട് വേണം എഴുതാൻ. ദർ ഇസ് നോ പ്രീ അസംഷൻ, ദർ ഇസ് നോ നമ്മൾ എപ്പോഴും ബയോളജിയിൽ എല്ലാവരും വരുത്തുന്ന സില്ലി മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു പ്രീ പ്രെഡിക്ഷൻ ഉണ്ട് നമുക്ക്. ഓക്കെ, ദിസ് മസ്റ്റ് ബി ദ ആൻസർ ഓർ ദിസ് മസ്റ്റ് ബി ദ ക്വസ്റ്റ്യൻ. അങ്ങനെ ഒന്നുമല്ല, വായിച്ചിട്ട് വേണം എഴുതാൻ. ലെറ്റ്സ് ലുക്ക് ഇൻ ദ ഓപ്ഷൻസ് ഫസ്റ്റ്. അവർ പറയുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് പോസിബിൾ ആകാനുള്ള കാരണം വി ക്യാൻ കട്ട് DNA അറ്റ് സ്പെസിഫിക് സൈറ്റ്സ് ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. യെസ്, അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒരു DNA ആസ് സച്ച് വേറൊരു ഹോസ്റ്റ് വേറൊരു DNA അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ ഒരു DNA ഒരു പോർഷനെ, ഫ്രാഗ്മെന്റ് ഓഫ് DNA അല്ലെങ്കിൽ ഒരു ജീനിനെ വേറൊരു ഹോസ്റ്റ് അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ആ വലിയ ഒരു ജീനോം അല്ലെങ്കിൽ ആ DNA നിന്നും ആ ജീനിനെ നമുക്കൊന്ന് മുറിച്ചെടുക്കണമെങ്കിൽ ആര് വേണം? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വേണം. സോ ഡെഫിനറ്റ് ആയിട്ടും ജനറ്റിക് എഞ്ചിനീയറിംഗ് പോസിബിൾ ആകാനുള്ള റീസണിൽ ഒന്ന്, ഡെഫിനറ്റ് ആയിട്ട് ദ ഫസ്റ്റ് റീസൺ ഓർ ദ ഇമ്പോർട്ടൻറ്റ് റീസൺ, ഡെഫിനറ്റ്ലി വി ക്യാൻ കട്ട് DNA അറ്റ് സ്പെസിഫിക് സൈറ്റ്സ് ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. പക്ഷേ ഡോണ്ട് ചൂസ്, ഡോണ്ട് മാർക്ക് ഇറ്റ്, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അടുത്ത ഓപ്ഷനുകളെല്ലാം നോക്കിയിട്ട്, എല്ലാ ഓപ്ഷനുകളിലൂടെയും വായിച്ച് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. ലെറ്റ്സ് ലുക്ക് ഇൻ ദ നെക്സ്റ്റ് ഓപ്ഷൻ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് പ്യൂരിഫൈഡ് ഫ്രം വൈറസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ബാക്ടീരിയ. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആരാ ഉണ്ടാക്കണേ? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉണ്ടാക്കുന്നത് ആരാ? ബാക്ടീരിയ ആണ്. സോ വി ക്യാൻ പ്യൂരിഫൈ ഇറ്റ് ഫ്രം ദ ബാക്ടീരിയ, നോട്ട് ഫ്രം ദ വൈറസ്. വൈറസിനെ കൊല്ലാൻ വേണ്ടി ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പോൾ വൈറസിനെ കൊല്ലാൻ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിനെ വൈറസിൽ നിന്നും നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി നോ. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. നെക്സ്റ്റ് വൺ, ദ ഫിനോമിനൻ ഓഫ് ട്രാൻസ്ഡക്ഷൻ ഇൻ ബാക്ടീരിയ ഈസ് വെൽ അണ്ടർസ്റ്റുഡ്. അതുകൊണ്ട് നമുക്ക് എന്താ, ട്രാൻസ്ഡക്ഷനും ബയോടെക്നോളജിയും ജനറ്റിക് എഞ്ചിനീയറിംഗുമായിട്ടൊന്നും ഒരു അങ്ങനെ കോറിലേറ്റ് ചെയ്ത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് പോസിബിൾ ബിക്കോസ് ഓഫ് ട്രാൻസ്ഡക്ഷൻ ഒന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ഇതിനെയും ഞാൻ വെട്ടുന്നു. വി ക്യാൻ സീ DNA ബൈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിനും DNA അത്രയും മോളിക്കുലാർ ആ ചെറിയ സാധനത്തിനെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്രയും ഒരു അൺസർട്ടനിറ്റി ബയോടെക്നോളജിയിൽ വന്നു പോകുന്നത്. അതുകൊണ്ട് ഇതും തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ വി ഡോണ്ട് ഹാവ് എനി ഡൗട്ട്, അവർ ചോയ്സ് ഓപ്ഷൻ ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. മൂവിങ് ഇൻ ടു ദ നെക്സ്റ്റ് വൺ കേട്ടോ. Hope all you are with me and you are hearing and you are understanding what I am saying here. Next question നോക്കാം. A human protein enriched milk obtained from transgenic animal rosy which can be more balanced product for human babies. What is that protein? എന്തായിരുന്നു ആ പ്രോട്ടീൻ? ഞാൻ പല സമയത്തും പല എക്സ്പ്ലനേഷൻ്റെ ഇടയ്ക്കും പറയാതെ പറഞ്ഞതാണ്. ദാറ്റ് പ്രോട്ടീൻ ഈസ് ആൽഫ ലാക്ടാൽബുമിൻ. അമ്മയുടെ മിൽക്കിലുള്ള സ്റ്റോറേജ് പ്രോട്ടീനാണ് ആൽഫ ലാക്ടാൽബുമിൻ. ആ ജീൻ എടുത്ത് നമ്മൾ പശുവിൽ കൊടുത്തിട്ടുണ്ടാക്കിയ ഫസ്റ്റ് ട്രാൻസ്ജനിക് കൗവാണ് ദേ നമ്മുടെ റോസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സംശയമില്ല, നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്.
ഒരു മാച്ചാണ് കേട്ടോ, മാച്ച് ദ കോളമാണ്. ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ. ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ നമ്മൾ എംഫൈസിമിക്ക് എതിരായിട്ടാണ് പറയുന്നത് അല്ലേ. യെസ്, നോക്കാം. ട്രാൻസ്പസോൺസ്. ട്രാൻസ്പസോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൊബൈൽ ജനറ്റിക് എലിമെൻറ്റ്സ് ആണ് ദാറ്റ് വി ആർ യൂസിങ് ഇൻ RNAi. ദെൻ നമുക്ക് നോക്കാം എലൈസ. എലൈസ എയ്ഡ്സിൻ്റെ ഡിറ്റക്ഷൻ ടെസ്റ്റാണ്. മ്യൂറിൻ ലുക്കീമിയ വൈറസ് ജീൻ തെറാപ്പി വെക്ടറാണ്. ബിക്കോസ് നമ്മൾ ജീൻ തെറാപ്പിക്ക് റിട്രോ വൈറസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് വി ക്യാൻ യൂസ് SV40 അല്ലെങ്കിൽ നമുക്ക് മ്യൂറിൻ ലുക്കീമിയ വൈറസ്. ക്യാൻസർ കോസിങ് വൈറസസ് റിട്രോ വൈറസിനെയാണ് നമ്മൾ ജീൻ തെറാപ്പിക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് 3412. 3412. യെസ്, our answer choice option is 2. ഡൗട്ടൊന്നുമില്ലല്ലോ, ഓക്കെ. നമുക്ക് നോക്കാം. ദ ബാക്ടീരിയം ബാസിലസ് തുറിഞ്ചെനിസിസ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ കണ്ടംപററി ബയോളജി ആസ് ആൻ. ബാസിലസ് തുറിഞ്ചെനിസിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അയാളുടെ കയ്യിലൊരു ഇൻസെക്ടിസൈഡൽ ജീൻ ഉണ്ടെന്നും ആ ജീൻ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നുണ്ട്, അത് ഇൻസെക്റ്റിനെ കൊല്ലുന്നത് കൊണ്ടാണ് അവനെ നമ്മൾ ബയോടെക്നോളജിയിൽ BT ക്രോപ്സ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചതെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഇവിടെ ഒന്നും നമുക്ക് ഫർദർ എക്സ്പ്ലനേഷൻ ഒന്നും ഒരു ആവശ്യമില്ല. ഇറ്റ് ഈസ് ഹാവിങ് ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടി. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. Next one, moving into an assertion reason question. Assertion is PCR is a powerful technique to identify many genetic disorders. That is correct. കാരണം മ്യൂട്ടേഷൻ എല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട്, ഏറ്റവും ആപ്റ്റായിട്ട്, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിയാക്ഷനാണ് PCR. സോ ദിസ് ഇസ് കറക്റ്റ്. Next one, നോക്കാം. ELISA is based on the principle of antigen-antibody interaction. Absolutely right. And the option is 2 because assertion and reason are true, but reason is not the correct explanation of assertion. രണ്ടു പേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി ഇല്ലാത്ത രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദിസ് ഇസ് നോട്ട് ദ റീസൺ അറ്റ് ഓൾ. സോ ഐ എം പുട്ടിങ് ഹിയർ 2. കുഴപ്പമൊന്നുമില്ലല്ലോ, ഭയങ്കര സിമ്പിൾ ആയിരുന്നു അല്ലേ ക്വസ്റ്റ്യൻ. മൂവിങ് ഇൻടു ദ നെക്സ്റ്റ് വൺ. ഇതും ഒരു എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻ ആണ്. ട്രാൻസ്ജനിക് ആനിമൽസ് ആർ യൂസ്ഡ് ഫോർ സ്റ്റഡി ഓഫ് കോംപ്ലക്സ് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ഗ്രോത്ത് സച്ച് ആസ് ഗ്രോത്ത് ഫാക്ടർ ആൻഡ് ഇൻസുലിൻ. അത് കറക്റ്റാണ്. നമ്മുടെ ഗ്രോത്ത് ഹോർമോണും ഇൻസുലിനും അതുപോലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിന് നോർമൽ ഫിസിയോളജി അവരുടെ ഡെവലപ്മെൻറ്റ് ഒന്നും തന്നെ നമുക്ക് മനുഷ്യരിൽ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ട്രാൻസ്ജനിക് ആനിമൽസ് ആർ സ്പെഷ്യലി മെയ്ഡ് ടു സെർവ് ആസ് മോഡൽ ഫോർ ഹ്യൂമൻ ഡിസീസ് സോ ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ന്യൂ ട്രീറ്റ്മെൻറ്റ് ഫോർ ഡിസീസ് ഈസ് മെയ്ഡ് പോസിബിൾ. അപ്പോൾ അതും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. നെക്സ്റ്റ് നോക്കാം. നോക്കൂ, എഗെയിൻ മാച്ച് ദ കോളം. ബയോടെക്നോളജിയിലൊക്കെ ഒത്തിരി മാച്ച് ദ കോളം കിട്ടാൻ സാധ്യതയുള്ള ഏരിയ ആണ്. ഒരുപാട് കാര്യങ്ങൾ കണക്റ്റഡ് ആണ്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ഓപ്ഷൻസ് ആൻഡ് ചോയ്സസ്. BT കോട്ടൺ. BT കോട്ടൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ ദേ ഇവിടെ BT കോട്ടൺ ഉണ്ടാക്കിയിരിക്കുന്ന ഓർഗാനിസത്തിൻ്റെ പേര് ഇവിടെ കിടപ്പുണ്ട്. ബാസിലസ് തുറിഞ്ചെനിസിസ്. ദെൻ അഡിനോസിൻ ഡിയമനേസ് ഡെഫിഷ്യൻസി. അഡിനോസിൻ ഡിയമനേസ് ഡെഫിഷ്യൻസി ഉള്ള 4 വയസ്സുള്ള ഒരു കുട്ടിയിലാണ് നമ്മൾ ആദ്യത്തെ ജീൻ തെറാപ്പി 1990 ചെയ്തത്. അപ്പോൾ ജീൻ തെറാപ്പി ഉണ്ട്. ദെൻ RNAi. RNAi എന്ന് പറഞ്ഞാൽ എല്ലാ യൂക്യാരിയോട്ടും കാണിക്കുന്ന ഒരു കോമൺ സെല്ലുലാർ ഡിഫൻസ് ആണ്. വെൻ ഇറ്റ് ഈസ് അറ്റാക്ഡ് ബൈ എ വൈറസ് ഹാവിങ് RNA ആസ് ജനറ്റിക് മെറ്റീരിയൽ. സോ ഇവിടെ 2 എഴുതാം. ദെൻ PCR എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ ഓഫ് HIV ഇൻഫെക്ഷൻ. നമുക്ക് വേറെയും ഒരു കാര്യമുണ്ട് കേട്ടോ. HIV ഒക്കെ നമ്മൾ നോർമലി പറയുമ്പോൾ HIV ഈസ് ഡിറ്റക്റ്റഡ് ബൈ എലൈസയാണ്. കൺഫർമേറ്ററി നമ്മൾ വെസ്റ്റേൺ ബ്ലോട്ടാണ് പറയുന്നത്. പക്ഷേ PCR പോലുള്ള ഒരു മോഡേൺ ടെക്നിക്ക് ഉപയോഗിച്ച് ഒരു പാത്തോജൻ്റെ പ്രസൻസ് ഏറ്റവും ഏർലി കോൺസെൻട്രേഷനില്ല തന്നെ അല്ലെങ്കിൽ ഏറ്റവും ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് മാക്സിമം കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് PCR. അതുകൊണ്ട് തന്നെ PCR ഡിറ്റക്ഷൻ ഓഫ് HIV ഇൻഫെക്ഷൻ കറക്റ്റാണ്. അപ്പോൾ 4123. 4123. യെസ്, നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് വേറെ എങ്ങോട്ടും പോകേണ്ടി വന്നില്ല. 4123 അല്ലേ. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Genetic modification has been used to create tailor-made plants to supply alternative resources to industries in the form of. ഇവിടെ എനിക്ക് തോന്നുന്നു എപ്പോഴും കുറച്ച് പേരെങ്കിലും ഒരു കൺഫ്യൂഷനോട് കാണുന്ന ഒരു വേർഡാണ് ഈ ടൈലർ മെയ്ഡ് എന്ന് പറയുന്നത്. എല്ലാവരും വിചാരിക്കും എന്താ ഈ ടൈലർ മെയ്ഡ്, ടൈലറിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ നമുക്ക് തുണിയായിട്ടാണോ കോട്ടൺ ആയിട്ടാണോ അങ്ങനെയൊക്കെ വിചാരിക്കും. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ടൈലർ മെയ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ എന്നാണ്. നമുക്ക് യൂസ്ഫുൾ, ഹ്യൂമനിന് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെയാണ് ഹ്യൂമന് യൂസ്ഫുൾ ആയിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന. സ്റ്റാർച്ചസ് അബ്സല്യൂട്ട്ലി വി ക്യാൻ ഹാവ് യൂസ്. ഫാർമസ്യൂട്ടിക്കൽസ് പറയേ വേണ്ട, നമുക്ക് ഏറ്റവും യൂസ്ഫുള്ള സാധനമാണ്. ഫ്യൂവൽസും നമുക്ക് യൂസ്ഫുള്ള സാധനമാണ്. അങ്ങനെയാണെങ്കിൽ
നമുക്ക് 4 എടുക്കാം. ടൈലർ മെയ്ഡ് എന്ന് പറഞ്ഞാൽ എത്ര എടുത്താൽ മതി, നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഓൾ ഓഫ് ദീസ് ആർ ആൻസർ ചോയ്സ് ഫോർ ഓപ്ഷൻ 4 ആണ്. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അസേർഷൻ ആണ്, ക്രൈ പ്രോട്ടീൻസ് ആർ നെയിംഡ് സോ ബിക്കോസ് ദേ ആർ ക്രിസ്റ്റൽ പ്രോട്ടീൻസ്. അബ്സല്യൂട്ട്ലി കറക്റ്റ്. നമുക്ക് ക്രൈ എന്ന് പറയുന്ന വേർഡ് തന്നെ ക്രിസ്റ്റലൈൻ, ആ പ്രോട്ടീൻ്റെ നേച്ചർ നമ്മൾ എന്താ പറയുന്നത്, ഇൻട്രാ സെല്ലുലാർ ക്രിസ്റ്റലൈൻ പ്രോട്ടീൻ എന്നാണ്. ക്രിസ്റ്റൽ പോലെ ഇരിക്കുന്ന സെല്ലിനകത്ത് ആക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടീനാണ് ക്രൈ പ്രോട്ടീൻ. ശരിക്കും ക്രൈ പ്രോട്ടീൻ ക്രിസ്റ്റലൈൻ പ്രോട്ടീൻ ആയതുകൊണ്ടാണ്, ആ ക്രിസ്റ്റലൈൻ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീൻ ആയതുകൊണ്ടാണ് ആ ജീനിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രൈ ജീൻ എന്ന് വിളിക്കുന്നത്. സോ ഇൻ ദ അസർഷൻ ദേ ആർ സേയിങ് ദാറ്റ് cry proteins are named so because they are crystal proteins. Absolutely right. Next one, let's look into the reason. Cry proteins are solubilized in acidic environment. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ക്രൈ പ്രോട്ടീൻസ് എപ്പോഴും ഉണ്ടാകുന്നത് ഒരു ഇനാക്റ്റീവ് പ്രോട്ടോക്സിൻ ആയിട്ടാണെന്നും അത് ടോക്സിനായിട്ട് മാറാൻ നമുക്ക് ഏറ്റവും ആവശ്യം ഏത് എൻവയോൺമെൻ്റ് ആണ്, ഒരു ആൽക്കലൈൻ pH ആണെന്ന് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. ഇൻസെക്റ്റിൻ്റെ മിഡ്ഗട്ട് അത് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇനാക്റ്റീവ് ഇമ്മച്വർ പ്രോട്ടോക്സിൻ കൺവേർട്ട് ചെയ്ത് ടോക്സിനായിട്ട് മാറുന്നതും എപ്പിത്തീലിയത്തിൽ ബൈൻഡ് ചെയ്തുകൊണ്ട് ഇൻസെക്റ്റിനെ കൊല്ലുന്നതും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അസേർഷൻ കറക്റ്റാണ്, ബട്ട് റീസൺ ഈസ് ഇൻകറക്റ്റ്. അങ്ങനെയാണെങ്കിൽ അസേർഷൻ ഈസ് കറക്റ്റ് ബട്ട് റീസൺ ഈസ് ഇൻകറക്റ്റ്. അവർ ആൻസർ ചോയ്സ് ഓപ്ഷൻ 3 ആണ്. പോവാം നെക്സ്റ്റ് വൺ. നോക്കൂ, എഗെയിൻ വി ആർ ഹാവിങ് എ മാച്ച് ദ കോളം ക്വസ്റ്റ്യൻ. ബയോപൈറസി. what do you mean by piracy? പൈറസി മീൻസ് മോഷണം എന്നാണ് അല്ലേ. നമ്മളറിയാതെ നമ്മുടെ സാധനം എടുത്തുകൊണ്ട് പോകുന്നതിനാണ് മോഷണം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ആരെങ്കിലും മോഷ്ടിക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു ഡെഫിനിഷൻ ഉണ്ടാകുന്ന. യെസ്, ഇല്ലീഗൽ റിമൂവൽ ഓഫ് ബയോളജിക്കൽ മെത്തേഡ്. ഇറ്റ്സ് നോട്ട് ലീഗൽ. ലീഗൽ അല്ലാതെ എടുത്തുകൊണ്ട് പോകുന്നതിന് നമുക്ക് പൈറസി എന്ന് തന്നെ പറയാം. സോ ഐ മാർക്ക് ഇറ്റ് ആസ് 3 ഹിയർ. ബയോ പേറ്റൻറ്റ്. എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ നമുക്ക് എൻ്റെതാണ് ആ സാധനം എന്ന് നമുക്കൊരു മോണോപോളി എടുത്തു വയ്ക്കാം അല്ലേ. നമുക്ക് ആ മോണോപോളിയാണ് നമ്മൾ പേറ്റൻറ്റ് എന്ന് പറയുന്നത്. സോ റൈറ്റ് ഗ്രാൻറ്റഡ് ഫോർ ബയോളജിക്കൽ എൻറ്റൈറ്റീസ്. ദെൻ ജീൻ തെറാപ്പി. തെറാപ്പി എന്ന് പറയുന്നത് എപ്പോഴും ട്രീറ്റ്മെൻ്റ് ആണ്. എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എഫേർട്ട് ടു ഫിക്സ് ദ നോൺ ഫങ്ഷണൽ ജീൻ 1 ആണ്. ദെൻ RNA എന്ന് പറയുന്നത് ജീൻ സൈലൻസിങ് അല്ലെ. mRNA സൈലൻസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ RNA ചെയ്യുന്നത് തന്നെ. സോ ഇവിടെ നമുക്ക് 3, 4, 1, 2. 3, 4, 1, 2. യെസ്, 3, 4, 1, 2 നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നു, ഗോൾഡൻ റൈസ് ഡെവലപ്ഡ് ത്രൂ ട്രാൻസ്ജീൻ അപ്രോച്ച് ഈസ് എൻറിച്ച്ഡ് വിത്ത്. ഗോൾഡൻ റൈസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല, വൈറ്റമിൻ A എൻറിച്ച്ഡ് ആയിട്ടുള്ള റൈസ് ആണ്. ഡാഫോഡിൽസിൽ നിന്ന് നമ്മൾ എടുത്ത ബീറ്റ കരോട്ടിൻ എന്ന് പറയുന്ന ജീൻ എടുത്തു കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയ റൈസ് ആണ് ഗോൾഡൻ റൈസ്. അപ്പം നമുക്ക് അതിനകത്ത് ഒരു സംശയമില്ല, ഇറ്റ് ഈസ് ഹാവിങ് ഹൈ വൈറ്റമിൻ A കണ്ടന്റ്. ആൻസർ ചോയ്സ് ഓപ്ഷൻ 4. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബയോടെക്നോളജി 2-ൽ ന്യൂട്രീഷണൽ എൻറിച്ച്മെൻറ്റിൽ ആകെ ഗോൾഡൻ റൈസ് മാത്രമേ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നു എങ്കിലും നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. NMC NCERT ഈ വർഷം ഡിലീറ്റ് ചെയ്ത ഒരു ചാപ്റ്ററാണത്. പക്ഷേ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഡിലീറ്റ് ചെയ്ത ചാപ്റ്ററിൽ നിന്നും ടിഷ്യൂ കൾച്ചർ എടുത്ത NCERTക്കാരെ പുതിയ ചാപ്റ്ററിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ബയോടെക്നോളജി 2-ലാണ് ടിഷ്യൂ കൾച്ചർ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് അവിടെ സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വൈറ്റമിൻ A എൻറിച്ച് ചെയ്ത ക്യാരറ്റ്, സ്പിനാച്ച്, പംകിൻ, വൈറ്റമിൻ C എൻറിച്ച് ചെയ്ത ബിറ്റർ ഗാർഡ്, മസ്റ്റാർഡ്, ടൊമാറ്റോ, അയൺ കാൽസ്യം എൻറിച്ച് സ്പിനാച്ച് ആൻഡ് ബത്തുവ, പ്രോട്ടീൻ എൻറിച്ച് ബീൻസ്, ബ്രോഡ്, ലബ്ലബ്, ഗാർഡൻ പീസ്, അങ്ങനെ കുറച്ചൊരു എക്സാമ്പിൾ ചെറിയൊരു പാരഗ്രാഫ് പറയുന്നുണ്ട്. ആൻഡ് ഫോർ മേക്കിംഗ് എ ഡബിൾ ഷുവർട്ടി ഞാൻ പറയുവാണ്, വെൻ യു ആർ റീഡിങ് ദറ്റ് ന്യൂട്രീഷണൽ എൻറിച്ച്മെൻറ്റ് ഞാൻ ഈ പറഞ്ഞ പാരഗ്രാഫും കൂടെ ചേർത്തൊന്ന് വായിക്കുക. സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റിൽ SCPയുടെ മുകളിൽ ഈ കിടപ്പുണ്ട്. വൈറ്റമിൻ A എൻറിച്ച് ക്യാരറ്റ്, സ്പിനാച്ച്, പംകിൻ എന്ന് തുടങ്ങി ബ്രോഡ്, ലബ്ലബ്, ഗാർഡൻ പീസ്, ഫ്രഞ്ച് പീസ് എന്ന് എൻഡ് ചെയ്യുന്ന ആ ഒരു പാരഗ്രാഫ് ചോദിക്കുന്നല്ല കേട്ടോ. എന്നാലും നമുക്കൊന്ന് ഡബിൾ ഷുവർ ആയിട്ടിരിക്കാം, ലൂപ്പ് ഹോൾസ് ഒന്നും ഇടണ്ട. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആൻസർ ചോയ്സ് ഓപ്ഷൻ 4 ആണ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ബയോടെക്നോളജി മെയ്ഡ് ഹ്യൂമൻ ഇൻസുലിൻ ഈസ്. ബയോടെക്നോളജി വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കിയ ഹ്യൂമൻ ഇൻസുലിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേര് ഹ്യൂമുലിൻ എന്നാണ്. സോ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ 1 ആണ്. നെക്സ്റ്റ് നോക്കാം. The entoxin called Cry1AB can control. Direct question, Cry1AB ഏതാണ്? കോൺ ബോറർ ആണ്. Cry2AB-യും Cry1AC-യും കൺട്രോൾ ബോൾവർ അല്ലേ. നമുക്ക് ഇവിടെ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഈസ് 1. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. That is the second part. Actually you can answer any 10 from this. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണ്. Anyway, I will move into the question. ഒരു പ്ലാസ്മിഡ്, if a plasmid vector is digested with E. coli at a single site,
ഒറ്റ സൈറ്റേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര എൻസ് ഉണ്ടാവും? സിംഗിൾ സൈറ്റ് ആണെങ്കിലും DNA എന്ന് പറഞ്ഞ സിംഗിൾ സൈറ്റ് ആണെങ്കിലും DNA എന്ന് പറഞ്ഞ രണ്ട് സ്ട്രാൻഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്രാഗ്മെൻറ്റ് നമുക്ക് ഇത് എങ്ങനെയും കിട്ടും. ഞാൻ നേരത്തെ ഒന്ന് വരച്ച് കാണിച്ചതാണ്. ആൻഡ് അനദർ ഫ്രാഗ്മെൻറ്റ് യു വിൽ ഗെറ്റ് ലൈക്ക് ദിസ് അല്ലേ. അനദർ ഫ്രാഗ്മെൻറ്റ് ഇത് ഇങ്ങനെയും കിട്ടും. ഇങ്ങനെയാണ് കട്ട് പോകുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അല്ലേ, നേരത്തെ ഞാൻ ഇതേ കാര്യം വരച്ചത് കൊണ്ടാണ് ഇപ്പോൾ അത്രയും ഇതായിട്ട് വരയ്ക്കാത്തത്. സോ ഇങ്ങനെ രണ്ട് ഫ്രാഗ്മെൻ്റാണ് കിട്ടുന്നത്. ഇത് ഇത്രയും ഒരു ഫ്രാഗ്മെൻറ്റ്, ഇത് ഇത്രയും ഒരു ഫ്രാഗ്മെൻ്റ് ആയിട്ടിരിക്കുന്നു, ഇത് ഇത്രയും വേറൊരു ഫ്രാഗ്മെൻ്റ് ആയിട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡൗട്ടൊന്നുമില്ല, വിൽ ഗെറ്റ് 2 sticky ends. ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. 1 end എന്നൊക്കെ പറയുമ്പോൾ 1 എന്നൊക്കെ പറഞ്ഞ് എഴുതാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അങ്ങനെയല്ല, 2 എൻഡുകളുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിക്വയർഡ് ടു ക്രിയേറ്റ് RDNA മോളിക്യൂൾ? അവിടെയൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തിങ്ക് അബൌട്ട് ദ ഓപ്ഷൻസ് നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റൂ എന്താണ് RDNAക്ക് വേണ്ടത് അല്ലാത്തത് എന്നാണ്. നമുക്ക് DNA ലൈഗേസ് വേണം. കാരണം DNA ഒട്ടിക്കണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈഗേസ് കൂടിയേ തരൂ. ലൈഗേസ് ഇല്ലെങ്കിൽ DNA ഒട്ടിക്കാൻ പറ്റില്ല. DNA ഫ്രാഗ്മെൻറ്റ്, DNA എന്ന് പറയുന്ന സാധനം ഇല്ലാതെ നമുക്ക് റീകോമിനൻറ്റ് DNA ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു സംശയമില്ല, വി നീഡ് DNA ഫ്രാഗ്മെൻറ്റ്. ആൻഡ് ഈക്വളൈ, നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രാൻസ്ഫോർമെൻറ്റിനെ കുറിച്ചല്ല, RDNA കുറിച്ചാണ്. RDNA ഉണ്ടാക്കണമെങ്കിൽ നമുക്കൊരു ഈക്കോളൈ വേണം എന്നില്ല. ഈക്കോളയിൽ നിന്നൊരു ഫ്രാഗ്മെൻറ്റ് കിട്ടിയാൽ മതി. ഫ്രാഗ്മെൻറ്റ് ദേ ഹാവ് ഓൾറെഡി മെൻഷൻ, വേർ ഇറ്റ് ഈസ്, എവിടെ നിന്നാലും നമുക്ക് കുഴപ്പമില്ല, ഫ്രാഗ്മെൻറ്റ് ഓൾറെഡി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമില്ല, ഒരു ഹോസ്റ്റിന് ആവശ്യമില്ല. ബിക്കോസ് വി ആർ നോട്ട് ക്രിയേറ്റിംഗ് എ ട്രാൻസ്ജനിക് ഓർഗാനിസം. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആരെയാണ്? ഒരു റീകോമ്പിനൻ്റ് മോളിക്യൂളിനെ മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മളൊരു ട്രാൻസ്ജനിക് ഓർഗാനിസത്തെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈക്കോളെ എനിക്ക് വേണ്ട. ബട്ട് വി നീഡ് റെസ്ട്രിക്ഷൻ എൻസൈം. ബിക്കോസ് DNA എനിക്കൊന്ന് കട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ഡെഫിനറ്റ് ആയിട്ടും റെസ്ട്രിക്ഷൻ എൻസൈം കൂടിയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി 3 പേരെയും എനിക്ക് വേണം. പക്ഷേ ആരെയും എനിക്ക് വേണ്ട, ഈക്കോളയെ വേണ്ട. നേരെ മറിച്ച് വാട്ട് ആർ ദ റിക്വയർമെൻറ്റ്സ് ഫോർ എ ട്രാൻസ്ജനിക് ഓർഗാനിസം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ വി നീഡ് എ ഹോസ്റ്റ്. അത് ഈക്കോളെ ആവണം എന്നില്ല, എങ്കിലും എനിക്കൊരു ഹോസ്റ്റ് വേണം. പക്ഷേ ഇവിടെ RDNA ആയതുകൊണ്ട് ഞാൻ ഹോസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. സോ ഈക്വളൈ അബ്സല്യൂട്ട്ലി ഐ ഡോണ്ട് നീഡ് ടു ക്രിയേറ്റ് എ ട്രാൻസ്ജനിക് റീകോമിനൻറ്റ് DNA മോളിക്യൂൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. ദെൻ നോക്കാം, ഇതും ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റൻ ആണ് കേട്ടോ. നമുക്ക് അസേർഷൻ വായിക്കാം. ഇൻ RDNA ടെക്നോളജി നോൺ റീകോമ്പിനൻറ്റ് ട്രാൻസ്ഫോർമെൻറ്റ്സ് grow in the medium containing ampicillin as well as tetracycline. So think about that. Non-recombinant transformant, അതായത് ഹോസ്റ്റിലേക്ക് വെക്റ്റർ കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വി ഹാവ് കോൾഡ് ദം ആസ് ട്രാൻസ്ഫോർമൻറ്റ്. പക്ഷേ അതിൻ്റെ 2 ജീനുകളും ആക്റ്റീവാണ്. അതുകൊണ്ടാണ് ഞാൻ നോൺ റീകോമ്പിനൻ്റ് ട്രാൻസ്ഫോർമൻറ്റ് എന്ന് പറഞ്ഞത്. ഗ്രോ ഇൻ മീഡിയം കണ്ടെയ്നിങ്, അപ്പോൾ 2 ജീനുകളും ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇവൻ ഡെഫിനറ്റ് ആയിട്ടും ടെട്രാസൈക്ലിനിലും വളരും, ആംബിസിലിനിലും വളരും. നമുക്കൊരു സംശയവും ഇല്ല. സോ ദിസ് ഇസ് കറക്റ്റ്. അതിന് കാരണം എന്താണ്? 2 ജീനുകളും ആക്റ്റീവാണ് അല്ലേ. സോ ഇതാണ് കറക്റ്റ്. ഇൻ നോൺ റീകോമ്പിനൻസ് ബോത്ത് മാർക്കർ ജീൻസ് ആർ ആക്റ്റീവ്. ഇവിടെ അസേർഷനും റീസണും കറക്റ്റാണ്. ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. 4. നമുക്ക് നോർമലി എപ്പോഴും നമ്മൾ പറയുമ്പോൾ നോർമലി ഇതുവരെയുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ വെച്ചിട്ട് അസേർഷൻ ആൻഡ് റീസൺ കറക്റ്റ്, ബട്ട് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ വരുമ്പോൾ അതൊന്നും, റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ വരുമ്പോൾ അത് 2ഉം, അസേർഷൻ റീസൺ തെറ്റെന്ന് വരുമ്പോൾ അത് 3ഉം, അസേർഷനും റീസണും തെറ്റാണെന്ന് പറയുമ്പോൾ അത് 4ഉം ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓപ്ഷനിൽ ചെറിയൊരു കൺഫ്യൂഷൻ അല്ല, ലൈക്ക് വായിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ. നൗ next one, in recombinant DNA technology plasmid vector is cleaved by. recombinant DNA ടെക്നോളജിയിൽ നമ്മൾ പ്ലാസ്മിഡിനെ ക്ലീവ് ചെയ്യുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2 DNA തമ്മിൽ ചേർക്കണമെങ്കിൽ ഒരു DNA നമ്മൾ ഏത് വെക്ടർ ഇട്ടാണോ അല്ലെങ്കിൽ ഏത് എൻസൈം ഇട്ടാണോ ക്ലീവ് ചെയ്യുന്നത് അതേ എൻസൈം ഇട്ട് തന്നെ മറ്റേ ആളിനെയും ക്ലീവ് ചെയ്യണം. അപ്പോൾ വട്ടം വരച്ച ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ വീണ്ടും ഈക്കോ R1 വരച്ച് പറയാം. നോക്കൂ, ഇങ്ങനൊരു സീക്വൻസ് ആണ് എനിക്ക് ഉള്ളതെങ്കിൽ ഞാൻ ഈ എൻസൈം ഈക്കോ R1 ഉപയോഗിച്ചാൽ മാത്രമേ എനിക്ക് ജിക്കും എക്കും ഇടയിൽ കട്ട് കിട്ടും. അപ്പോൾ ഞാൻ വെക്റ്റർ DNA എവിടെയാണോ ക്ലീവ് ചെയ്യുന്നത്, വെക്റ്റർ DNA ക്ലീവ് ചെയ്യുമ്പോൾ എനിക്കിത് ഇങ്ങനൊരു സീക്വൻസ് കിട്ടും, GCTTAG. അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ കോംപ്ലിമെൻ്ററി സീക്വൻസ് AATTCG തന്നെ ആയിരിക്കണം. അപ്പോൾ AATTCG അല്ലാതെ വേറെ ഏതൊരു സീക്വൻസ് വന്നാലും ദേ ഇവിടെ ജോയിൻ ചെയ്യൂല. AATTC എന്ന് പറഞ്ഞ സീക്വൻസ് വന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് മസ്റ്റ് കട്ട് വിത്ത് ഈക്കോ R1. വേറെ ഒരു എൻസൈമിനും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതാണോ നമ്മുടെ വെക്റ്റർ,
ഏതാണോ നമ്മുടെ ഡോണർ അല്ലെങ്കിൽ ഏതാണോ നമ്മൾ എടുക്കുന്ന 2 DNA-യെയും ഒരേ എൻസൈം കൊണ്ട് കട്ട് ചെയ്താലേ സെയിം കോംപ്ലിമെൻ്ററി ബേസുകൾ കിട്ടും. വി നീഡ് സെയിം കോംപ്ലിമെൻ്ററി ബേസുകൾ അല്ലെങ്കിൽ അഡിനിന് തൈമിനല്ലെങ്കിൽ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ വെക്റ്റർ DNA-ക്ക് ഈ പറയുന്ന പോലെ ഞാൻ ഇതൊന്ന് എടുത്തു വെച്ചു. AATTCG ഇതാണ് എൻ്റെ വെക്റ്റർ DNA എന്ന് വിചാരിച്ചോളൂ. ഈ വെക്റ്റർ DNA-യിലേക്ക് ഞാനൊരു ഡോണർ DNA കൊടുക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആ ഡോണർ DNAയുടെ സീക്വൻസ് എങ്ങനെ തന്നെ ആയിരിക്കണം, TTAA എന്ന് തന്നെ ആയിരിക്കണം. അപ്പോൾ TTAA എന്ന് പറയുന്ന ഒരു സീക്വൻസ് വരണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് ആര് കട്ട് ചെയ്തേ പറ്റൂ, ഈക്കോ R1 കട്ട് ചെയ്തേ പറ്റൂ. AATT എന്ന് പറയുന്ന ഒരു സീക്വൻസ് വരണമെങ്കിൽ അത് ഇവിടെ ആര് കട്ട് ചെയ്തേ പറ്റൂ, ഈക്കോ R1 കട്ട് ചെയ്തേ പറ്റൂ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി എ പ്ലാസ്മിഡ് വെക്ടർ ഈസ് ക്ലീവ്ഡ് ബൈ the same enzyme that cleaves the donor DNA. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അതൊക്കെ. നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, ഇത് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് വെച്ചിട്ട് ട്രൂ അല്ലാത്തത് ഏതെന്നാണ്. ആക്ച്വലി ആസ് ഐ ടോൾഡ് യു, ഞാൻ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഒരു ബയോ പ്രോസസ് എഞ്ചിനീയറിംഗ് NMCയുടെ സിലബസിൽ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ബട്ട് വി ആർ നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റൻ അങ്ങനെ വന്നിരിക്കുന്നത്. യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ബിക്കോസ് അത് NCERTയുടെ പാർട്ടാണ്. നമ്മൾ ഇതുവരെ NCERT ആണ് ഫോളോ ചെയ്ത് വന്നത്. അപ്പോൾ NCERTയിൽ നിന്നും ഇതുവരെ ബയോപ്രോസസ് എഞ്ചിനീയറിംഗ് മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കണം. പക്ഷേ എങ്കിൽ NMCയുടെ ആ ഒരു സിലബസ് അപ്ഡേഷനിൽ ഇത് കണ്ടുമില്ല. അതുകൊണ്ടാണ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ കുറഞ്ഞു വരുന്നത്. ബട്ട് യു മസ്റ്റ് റീഡ് ഇറ്റ്. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ച് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വി ക്യാൻ അവോയ്ഡ് ഓൾ ദി ലൂപ്പ് ഹോൾസ്. നമുക്ക് ഒരു എററും വരുത്താതെ കംപ്ലീറ്റ് എറർ ഫ്രീ ആയിട്ട് വി ക്യാൻ ലുക്ക് ഇൻ. വി ഡോണ്ട് ഹാവ് എനി അതർ ലെസ് ദാൻ 720. അതാണ് നമ്മുടെ എയിം. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കി പോവാം. അപ്പോൾ നോക്കാം. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്, ദിസ് ഇൻക്ലൂഡ് പ്യൂരിഫിക്കേഷൻ ആൻഡ് സെപ്പറേഷൻ. അത് കറക്റ്റാണ്. The product has to be formulated with suitable preservatives. Absolutely. കാരണം preservatives ഇല്ലാതെ നമുക്ക് കൊടുത്താൽ ഒരു ദിവസം 2 ദിവസം ഇരിക്കുകയുള്ളൂ. എനിക്ക് കുറേ ദിവസം ഇരിക്കണം. അടുത്ത് നോക്കാം. Such formulation has to undergo clinical trials in case of drugs. Absolutely. Downstream processing and quality control does not vary from product to product. Absolutely it must vary from product to product. കാരണം ഇൻസുലിനെ വേർതിരിക്കാൻ ഞാൻ എന്ത് ടെക്നിക്കാണോ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് എനിക്ക് വേറൊന്നും പറ്റില്ല. അല്ലെങ്കിൽ ഇൻസുലിനെ പ്രിസർവ് ചെയ്യാൻ ഞാൻ എന്താണോ ഉപയോഗിക്കുന്നത് അത് വെച്ച് വേറൊരെണ്ണത്തിന് എനിക്ക് പറ്റില്ല. അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെ നേച്ചർ അനുസരിച്ച് അത് ഉണ്ടാക്കുന്ന ഹോസ്റ്റിനനുസരിച്ച് ഡെഫിനറ്റ് ആയിട്ടും ഓരോന്നിനും സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ, ഐസൊലേഷൻ, പ്രിസർവേഷൻ എല്ലാം മാറ്റമുണ്ട്. അതിനാണ് നമ്മൾ ക്വാളിറ്റി കൺട്രോളിംഗ് എന്ന് പറയുന്നത്. സോ ക്വാളിറ്റി കൺട്രോളിംഗ് ഡെഫിനറ്റ്ലി വേരി ഫ്രം പ്രോഡക്റ്റ് ടു പ്രോഡക്റ്റ്. അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം നമുക്ക്. ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ഈസ് ദ നെയിം ഗിവൺ ടു ദ സ്റ്റേജ് ആഫ്റ്റർ ഫെർമെൻറ്റേഷൻ വെൻ ഡിസയേർഡ് പ്രോഡക്റ്റ് റിക്കവേർഡ് ആൻഡ് പ്യൂരിഫൈഡ്. അതും കറക്റ്റാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ചോദിച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ട്രൂ റിഗാർഡിംഗ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് ആണ്. ഒരെണ്ണേ ഉള്ളൂ കേട്ടോ നോട്ട് ട്രൂ ആയിട്ട്. അത് 4 ഓൺലി ആണ്. നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. അടുത്ത് നോക്കാം. ലിങ്കിങ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ വിത്ത് പ്ലാസ്മിഡ് വെക്ടർ ബിക്കം പോസിബിൾ വിത്ത്. നമ്മൾ മോളിക്കുലാർ ഗം എന്നൊക്കെ പറഞ്ഞൊരു എൻസൈമിനെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതാ മോളിക്കുലാർ ഗം അല്ലെങ്കിൽ മോളിക്കുലാർ ഗ്ലൂ എന്നൊക്കെ പഠിച്ചത്? ദാറ്റ് ഈസ് DNA ലൈഗേസ് ആണ്. അവിടെ നമുക്ക് ഒരു പ്രശ്നവുമില്ല. ആൻസർ ചോയ്സ് ഓപ്ഷൻ 2. അടുത്തതും ഒരു മാച്ച് ദ കോളമാണ്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിൽ നിന്നും നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്മിഡിൻ്റെ പേര് അത് ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്, TI plasmid. That is actually we are commonly used in biotechnology for gene transfer into plants, particularly dicot plants. Now Bacillus thuringiensis is having a protein, cry proteins, which is coded by a gene called cry gene. Melodeon incognitia, that is a nematode which infects tobacco plants, causes root knot in tobacco, so it is 1. Next one, ethidium bromide. Ethidium bromide is a stain used to stain DNA for visualizing DNA when we are doing electrophoresis. So A is 4. Yeah, A is 4. That is actually 2 options are there. Let's look into B is 3. Yes, so nothing to worry about that. 4, 3, 1, 2. Our answer choice option is 3. Next one. നമുക്ക് നോക്കാം. Probe used in molecular diagnosis of disease can be. Probe എന്ന് പറയുന്നത് എന്തായിരിക്കണം നോക്കാം. എ സിംഗിൾ സ്ട്രാൻഡഡ് ഓർ ഡബിൾ സ്ട്രാൻഡഡ് DNA. നമ്മൾ പ്രോബ് ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു DNA ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മുടെ കോംപ്ലിമെൻ്ററി ഡി എൻ എയിൽ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡി എൻ എ ഒരിക്കലും ഡബിൾ സ്റ്റാൻഡേർഡ് ആയാൽ പോയി ബൈൻഡ് ചെയ്യത്തില്ല. നമ്മൾ കൊടുക്കുന്ന ആൾ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയാൽ മാത്രമേ അവിടെ പോയി ബൈൻഡ് ചെയ്യൂ. അതുകൊണ്ട് തന്നെ ഇത് തെറ്റിപ്പോയി. നെക്സ്റ്റ് നോക്കാം, എ സിംഗിൾ സ്റ്റാൻഡേർഡ് ഓർ ഡബിൾ സ്റ്റാൻഡേർഡ് RNA. അവിടെയും ഡബിൾ സ്റ്റാൻഡേർഡ് ആയാൽ ദർ ഇസ് നോ പോസിബിലിറ്റി a single standard DNA or RNA molecule tagged with a radioactive molecule. Yes, DNA ആയാലും RNA ആയാലും അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരിക്കണം. ഡെഫിനറ്റ്ലി ഇറ്റ് മസ്റ്റ് ടാഗ്ഡ് വിത്ത് എ റേഡിയോ ആക്റ്റീവ് മോളിക്യൂൾ ബിക്കോസ് DNA നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എക്സ്റേ വിടുമ്പോൾ റേഡിയോ ലേബിൾഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ ഓട്ടോ റേഡിയോഗ്രഫി എന്ന് പറയുന്നത് തന്നെ. സോ ആൻസർ ചോയ്സ് ഓപ്ഷൻ 3 ആണ്. അടുത്തത് നമ്മൾ നോക്കണ്ട, ബിക്കോസ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഡബിൾ സ്റ്റാൻഡേർഡ് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം സിംഗിൾ സ്റ്റാൻഡേർഡ് ആയാലേ ബൈൻഡിങ് നടക്കും. ബിക്കോസ് ഹൈബ്രിഡൈസേഷൻ ടെക്നിക് എന്നാണ് പറയുന്നത്. ഹൈബ്രിഡൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 സ്ട്രാൻഡുകൾ തമ്മിൽ ചേരുക എന്നാണ്. അപ്പോൾ ചേരണമെങ്കിൽ 2 സ്ട്രാൻഡും ഇൻഡിവിജ്വലി സിംഗിൾ ആയിട്ടിരുന്നാലേ ചേരാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോബ് എനിവേ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിരുന്നാലേ നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട DNA-യുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യുവാണ്. ട്രാൻസ്ജനിക് മോഡൽസ് ക്യാൻ ബി യൂസ് ടു ഇൻവെസ്റ്റിഗേറ്റ് സെവറൽ ഹ്യൂമൻ ഡിസീസ് ലൈക്ക്. എന്തൊക്കെ ഡിസീസിനാണ് ട്രാൻസ്ജനിക് ആനിമൽസ് അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ്? ആൽഷിമേഴ്സ് ഡിസീസ്, യെസ്. സിസ്റ്റിക് ഫൈബ്രോസിസ്, യെസ്. ക്യാൻസർ, യെസ്. ഓൾ ഓഫ് ദീസ്. ഇനി ഒരു ഡിസീസും കൂടെ ഉണ്ട്, അത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. സോ ജസ്റ്റ് റിമെമ്പർ, ഈ 4 ഡിസീസിന് കുറിച്ച് പഠിക്കാനും ആ ഡിസീസുകൾ ജീനിനെ കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ മോഡിഫിക്കേഷനെ കുറിച്ചും ഒക്കെ പഠിക്കാനാണ് നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം, അഡിനോസിൻ ഡിഅമിനേസ് ഡെഫിഷ്യൻസി കുഡ് ബി ക്യൂർഡ് പെർമനൻ്റ്ലി ബൈ. പെർമനൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് കണ്ടാൽ അപ്പം തന്നെ ഡോണ്ട് തിങ്ക് അബൌട്ട് എനി അതർ ഓപ്ഷൻ, തിങ്ക് അബൌട്ട് ആൻ എംബ്രിയോ. ബിക്കോസ് ഒരു എംബ്രിയോണിക് സ്റ്റേജിലല്ലാതെ നമുക്കൊരു പെർമനൻറ്റ് ക്യൂർ ജീനിന് കൊടുക്കാൻ പറ്റില്ല. വി ക്യാൻ get or we can have different types of treatment options like enzyme replacement therapy അല്ലെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷെ പെർമനൻ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്റ്റേജിൽ തന്നെ ചെയ്യണം? എംബ്രിയോണിക് സ്റ്റേജ് ചെയ്യണം. സോ അതെപ്പോഴും ഓർത്ത് വെച്ചോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ പെർമനൻ്റ് എന്നോ കംപ്ലീറ്റ് എന്നോ ഒരു വേർഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലുക്ക് ഫോർ എംബ്രിയോണിക് സ്റ്റേജ്. എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അതൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്, നോട്ട് പെർമനൻറ്റ്. Bone marrow in treatment option ആണ്. Functional ADA, that is also a treatment option, not permanent. And introducing isolated gene from marrow cells in the early embryonic stage. This is the key. അപ്പോൾ നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ ഏതാ? ഒരു സംശയമില്ല, നമ്മുടെ ആൻസർ ചോയ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4 ആണ്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, സെലക്ട് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു ട്രാൻസ്ജനിക് ടൊബാക്കോ. ട്രാൻസ്ജനിക് ടൊബാക്കോയുമായിട്ട് ശരിയല്ലാത്തത്. RNAi takes place in all eukaryotic organism as a part of cellular defense. It is correct. In this method, RNA inference strategy is used. അതും കറക്റ്റാ. The nematode, ഇവിടെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഇൻഫറൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിൻറ്റിങ് എററായിട്ട് തന്നെ എടുക്കണം. ഇൻ്റർഫറൻസ് എന്ന് തന്നെ വായിക്കണം കേട്ടോ. അത് ഒരു തെറ്റായിട്ട് എടുത്ത് കളയരുത്. ഇനി വേറെയും ഒരു കാര്യമുണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ കറക്ഷൻ വന്നു പോയാലും നിങ്ങൾ എപ്പോഴും വിചാരിക്കേണ്ടത് ബയോളജിക്കലി ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡാണ് മാറി വരുന്നതെങ്കിൽ തിങ്ക് അതൊരു പർപ്പസ്ഫുൾ കറക്ഷൻ തന്നതായിരിക്കണം. പക്ഷെ അല്ലാതെ ഇത് വന്നത് ഒരു ചെറിയ എററായിട്ട് വേണം എടുക്കാൻ. സോ അത് കറക്റ്റാണ്. ദ നിമറ്റോഡ് പാരസൈറ്റ് കുഡ് നോട്ട് സർവൈവ് ഇൻ ട്രാൻസ്ജനിക് ടൊബാക്കോ, അതും കറക്റ്റാണ്. mRNA സൈലൻസിങ് ഒക്കേഴ്സ് ഇൻ ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, അത് തെറ്റാണ്. ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യില്ലായിരിക്കാം. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാലും അത് തെറ്റല്ലേ എന്ന് ചോദിക്കാം. പക്ഷെ അവിടെ നമുക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഒരു കാര്യം നമ്മുടെ അടുത്ത് കിടക്കുവാണ്. ഇവിടെ mRNA സൈലൻസിങ് ഒക്കേഴ്സ് എ ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ എന്നാണ് പറയുന്നത്. mRNA സൈലൻസിങ് എന്ന് പറയുന്നത് തന്നെ എന്ത് മോഡിഫിക്കേഷൻ ആണെന്നാണ് നമ്മൾ പഠിക്കുന്നത്? പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ എന്നാണ് അതിനെ പറയുന്നത് പോലും. അതൊരു പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് DNA mRNA ആയതിനു ശേഷം മാത്രമേ അവിടെ mRNA സൈലൻസിങ് നടക്കുന്നുള്ളൂ. മാത്രമല്ല DNA mRNA ആകുന്നു, ട്രാൻസ്ക്രിപ്ഷൻ കഴിയുന്നു, RNA സൈലൻസിങ് അല്ലെങ്കിൽ RNA ഇൻ്റർഫറൻസ് എന്ന് ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻ ആണ്. അത് അത്രയും ഷുവറായിട്ട് 100%ഉം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഇവിടെ ഉള്ളപ്പോൾ ഡോണ്ട് തിങ്ക് അബൌട്ട് ദിസ് വൺ. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ബോത്തൊന്നും നന്നൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, ഐ വിൽ എഗ്രി വിത്ത് യു. പക്ഷേ ഇവിടെ നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിക്കുകയേ ചെയ്ത്, കാരണം 100%ഉം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിടക്കുന്നത് കൊണ്ട് നമുക്ക് വേറൊന്നും അതിനകത്ത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആൻസർ ചോയ്സ് ഓപ്ഷൻ 4 ആണ്.
Which one of the following is commonly used in the transfer of foreign DNA into crop plant? ക്രോപ്പ് പ്ലാന്റിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നാച്ചുറൽ പ്ലാന്റ് ജനറ്റിക് എഞ്ചിനീയറെയാണ്. ആരാണ് നമ്മുടെ നാച്ചുറൽ പ്ലാന്റ് ജനറ്റിക് എഞ്ചിനീയർ? അയാൾ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ആണ്. അയാളിൽ നിന്നാണ് നമ്മൾ TI പ്ലാസ്മിഡ് എടുത്ത് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതിനും ഒരു സംശയമില്ല. ഓപ്ഷൻ 2 ആണ്. നെക്സ്റ്റ് നോക്കാം. Which variety of rice was patented by a US company even though the highest number of varieties of this rice are found in India? നമ്മുടെ തന്നെ സ്വന്തം വെറൈറ്റിയാണ്. 27ഓളം ഡോക്യുമെൻറ്റഡ് വെറൈറ്റീസ് ഇറ്റ് ഈസ് ദെയർ ഇൻ ഇന്ത്യ. ബട്ട് സ്റ്റിൽ അൺഫോർച്ചുനേറ്റ്ലി അവർ കൊണ്ടുപോവുകയും പേറ്റൻറ്റ് എടുക്കുകയും ചെയ്തു. ദാറ്റ് വി ഹാവ് ലേൺഡ് ഫോർ എൻ എക്സാമ്പിൾ ഓഫ് ബയോപൈറസി അല്ലേ. ബയോപൈറസിക്ക് എക്സാമ്പിളായിട്ടാണ് നമ്മളത് പഠിച്ചത്. എന്താണത് നമ്മൾ പഠിച്ചത്? നമ്മുടെ ബസ്മതി റൈസിനെ കുറിച്ചാണ് പഠിച്ചത്. 3 ആണ് ഓപ്ഷൻ. 2 അറ്റംപ്റ്റ് ഇതുപോലെ തന്നെ അമേരിക്ക നടത്തിയിട്ടുണ്ട്. ഒന്ന് ടർമറിക് ആൻഡ് നീമാണ്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ടർമറിക് ആൻഡ് നീം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. അതൊരു ഫെയിലിയർ അറ്റംപ്റ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് ദെയർ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. ബസ്മതി ഫെയിലിയർ അല്ല, കാരണം അവരത് എടുത്തുകൊണ്ട് പോയി പേറ്റൻറ്റും എടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞത് അയ്യോ കൊണ്ടുപോയി എന്നുള്ള കാര്യം. ബട്ട് ടർമറിക് ആൻഡ് നീമിൻ്റെ കാര്യത്തിൽ അവർ കൊണ്ടുപോയപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റി. അതുകൊണ്ട് നമ്മൾ സ്റ്റേ ഒക്കെ വാങ്ങിച്ച് നമ്മുടെ ഇതാണ് എന്ന് വാദിച്ച് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഫെയിലിയർ അറ്റംപ്റ്റ്. ഇത് നമ്മുടെ സക്സസ്ഫുൾ അറ്റംപ്റ്റ് ഓഫ് US കമ്പനിയാണ് ബസ്മതി. സോ അതാണ് നമ്മൾ ബയോപൈറസിക്ക് ടിപ്പിക്കൽ എക്സാമ്പിളായിട്ട് പഠിച്ചത്. നൗ നമുക്ക് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ബോട്ടണി പാർട്ട് ടുഡേ. ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹ്യൂമിലിൻ്റെ പ്രൊഡക്ഷനാണ്. ഹ്യൂമിലിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ വേണം എന്നാണ്. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബയോടെക്നോളജി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും വേണ്ടത്, ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഡിസൈറബിൾ ജീൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതിനെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. So identification and isolation of human gene which codes for insulin, that is the first thing what we have to look. Second എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം, ഈ ജീനിനെ എടുത്ത് നമ്മൾ ആർക്ക് കൊടുക്കണം? ഒരു പ്ലാസ്മിഡിൽ കൊടുക്കണം. നോക്കാം നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന്. ഇൻസേർഷൻ ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ ജീൻ ഇൻ ടു പ്ലാസ്മിഡ്. യെസ്, നമ്മൾ കൊടുത്തു, പ്ലാസ്മിഡിൽ കൊടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ റീകോമിനൻറ്റ് പ്ലാസ്മിഡിനെ എടുത്ത് നമ്മൾ ആർക്ക് കൊടുക്കണം? ഒരു ഹോസ്റ്റിൽ കൊടുക്കണം. ആൻഡ് ഈക്കോളൈ വാസ് ദ ഹോസ്റ്റ്. നോക്കാം നമുക്ക്. ഇൻട്രൊഡക്ഷൻ ഓഫ് റീകോമിനൻറ്റ് പ്ലാസ്മിഡ്സ് ഇൻ ടു ഈക്കോളൈ, ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ഈക്കോളൈ എടുത്ത് നമ്മൾ ബയോ റിയാക്ടറിലിട്ട് കൾച്ചർ ചെയ്യണം. ലെറ്റ്സ് ലുക്ക് ദാറ്റ്. യെസ്, കൾച്ചറിങ് റീകോംബിനൻറ്റ് ഈക്കോളൈ ഇൻ ബയോ റിയാക്ടേഴ്സ്. അതാണ് 4th വൺ വരേണ്ടത്. ദെൻ ഈക്കോളയെ കൾച്ചർ ചെയ്യുമ്പോഴത്തേക്കും ഡെഫിനറ്റ് ആയിട്ടും ഈക്കോളയെ അതിൽ കിടന്ന് വളരുകയും നമുക്ക് ആവശ്യമുള്ള ജീൻ പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യും. എക്സ്ട്രാക്ഷൻ ഓഫ് റീകോംബിനൻറ്റ് ജീൻ പ്രൊഡക്റ്റ് ഫ്രം ഈക്കോളൈ, അതാണ് നമുക്ക് 5ാമതായിട്ട് നമ്മൾ പറയേണ്ടത്. ആൻഡ് ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്ന റീകോംബിനൻറ്റ് ജീൻ പ്രൊഡക്റ്റിൽ നിന്നും നമ്മൾ ആരെ പ്യൂരിഫൈ ചെയ്തെടുക്കണം? നമ്മുടെ ഹ്യൂമിലിനെ പ്യൂരിഫൈ ചെയ്തെടുക്കണം. ദാറ്റ് ഈസ് ദ സ്റ്റെപ്പ്. So here the option is 1, 4, 5, 2, 6, 3. Answer choice option 3. So ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു എക്സാം, ഏറ്റവും നന്നായിട്ട് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തു. ആൻഡ് ഐ ഹോപ്പ് ഓൾ യു ഹാവ് ഡൺ യുവർ ബെസ്റ്റ്. ആൻഡ് റിപ്പീറ്റിംഗ് അഗെയിൻ, നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു 2 ചാപ്റ്റേഴ്സാണ് ചെയ്തത്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്സും ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷനും. നമ്മുടെ ഡിലീഷന് മുൻപ് തന്നെ, ടോപ്പിക് ഡിലീഷന് മുൻപ് തന്നെ നിങ്ങൾക്ക് പ്രയോറിറ്റി ഒരു 6-7 ക്വസ്റ്റ്യൻസ്, ഐ എം നോട്ട് സെയിങ് അബൌട്ട് ദ മാർക്സ്, ക്വസ്റ്റ്യൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ് ബയോടെക്നോളജി. അപ്പോൾ ടോപ്പിക്സ് കൂടെ ഡിലീറ്റഡ് ആവുകയും പല ടോപ്പിക്സുകളും ഇപ്പോൾ ഡിലീറ്റഡ് ടോപ്പിക്സിൽ നിന്നുള്ള കാര്യങ്ങൾ പോലും ബയോടെക്നോളജിയിൽ ആഡഡ് ആവുകയും ചെയ്തപ്പോൾ, സേ ഫോർ എക്സാമ്പിൾ ടിഷ്യൂ കൾച്ചർ, അതിന് കുറച്ചുകൂടെ പ്രയോറിറ്റി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ നന്നായിട്ട് ചെയ്യുക, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ബയോടെക്നോളജി 2 ഈസ് പ്യുവർലി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ചാപ്റ്റർ. അത് കാണാതെ പഠിച്ചാൽ മാത്രം മതി. ബയോടെക്നോളജി 1 പഠിച്ചോ, ആൻഡ് അറ്റ് ദ സെയിം ടൈം ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്സ് എ കോൺസെപ്ച്വൽ ചാപ്റ്റർ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി ദ കോൺസെപ്റ്റ് presenting in each and every sentence what it has given in your NCERT textbook. അപ്പോൾ അതെല്ലാവരും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് നമ്മൾ അടുത്തത് നമ്മുടെ സുവോളജി സെഷനാണ്. സുവോളജി സെഷന് വേണ്ടിയിട്ട് സാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും തൽക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടിരിക്കും, കാമായിട്ടിരിക്കും. യു ക്യാൻ ഡു. നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇഫ് യു ഹാവിങ് ദ വിൽ പവർ, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും യു ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.
ഹായ്, വെൽക്കം ബാക്ക് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ എക്സാം അല്ലേ, നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നു എല്ലാവർക്കും? അപ്പോൾ നമുക്ക് നമ്മുടെ വൈകിയ വേളയിൽ നമ്മുടെ സുവോളജി ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നു, നിങ്ങളുടെ സ്വന്തം രജീഷ് സാർ, RRZ സാർ. ഓക്കെ, യെസ്. അപ്പം നമുക്ക് എല്ലാവരും ഇവിടെ അറ്റൻറ്റീവ് ആണെന്ന് തോന്നുന്നു. അപ്പം നോർമലി ഫിസിക്സ്, കെമിസ്ട്രി കഴിയുമ്പോൾ, ബയോളജി കഴിയുമ്പോൾ ആൾക്കാരുടെ എണ്ണത്തിൽ കുറയും അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അധികം ഞാൻ സംസാരിക്കുന്നില്ല, നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കയറുകയാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ പൊതുവെ ഇന്ന് എവല്യൂഷനും ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസും അല്ലേ, സുവോളജിയിൽ നിന്ന് ഈ 2 ക്വസ്റ്റ്യൻസ് ചാപ്റ്റേഴ്സ് ആയിരുന്നു വന്നിരുന്നത്. കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു 2 ചാപ്റ്ററിൽ നിന്ന് വന്നിരുന്നത്. ശരിയല്ലേ? എളുപ്പമല്ലായിരുന്ന ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടത് അറ്റൻഡ് ചെയ്യാൻ പറ്റിക്കാണും എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. നല്ല മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാണും അല്ലേ? യെസ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് ഈ വൈകിയ വേളയിൽ ഇനി ഒട്ടേറെ സംസാരങ്ങൾക്ക് പ്രസക്തിയില്ല. നിങ്ങളും അല്ലേ എന്ന ക്ലാസ്സും തീർന്നു കിട്ടാൻ കാത്തിരിക്കുകയായിരിക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഈ അവസാനത്തെ ഭാഗം ഒന്ന് അടിച്ചു പൊളിച്ച് ഒന്ന് എനർജറ്റിക് ആയിട്ട് ട്രിപ്പിൾ സ്ട്രോങ്ങിൽ മുന്നിലേക്ക് പോകാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ സെക്ഷൻ എയിലെ ആദ്യത്തെ 35 ക്വസ്റ്റ്യൻസ് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 151 അവിടെ മുതൽ നമുക്ക് തുടങ്ങാമല്ലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എവല്യൂഷനും പിന്നീട് നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിലേക്ക് കയറുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 151 വരാം. ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്നുണ്ട്. അതിനകത്ത് ഏതൊക്കെയാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, about 15 million years ago primates called Dryopithecus and Ramapithecus were existed അല്ലേ? ശരിക്കും നമുക്ക് പറയാൻ പറ്റും ഏതാ 15 മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് മാൻ ലൈക്ക് പ്രൈമേറ്റ്സ് ആയിട്ടുള്ള രാമാപിത്തിക്കസും ഏപ്പ് ലൈക്ക് പ്രൈമേറ്റ്സ് ആയിട്ടുള്ള ഡ്രയോപിത്തിക്കസും ജീവിച്ചിരുന്നു. ഈസ് ഇറ്റ് കറക്റ്റ്? യെസ്, ഇറ്റ് ഈസ് എക്സാക്ട്ലി ട്രൂ അല്ലേ? അത് കറക്റ്റാണ്. നമ്മുടെ NCERTലെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അല്ലേ? പിന്നെ 2 million years ago ഓസ്ട്രലോപിത്തസൈൻസ് അഥവാ ആഫ്രിക്കൻ ഏപ്പ് മാൻ probably lived 100 stone weapons but essentially ate fruits. ശരിയാ, ഏകദേശം 2 മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് ആയിരുന്നിരിക്കാം അല്ലേ നമ്മൾ നമ്മുടെ ഫസ്റ്റ് മാൻ വാക്ക്ഡ് ഇൻ ഇറക്റ്റ് പോസ്റ്റർ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ ഏപ്പ് മാൻ അഥവാ ഓസ്ട്രലോപിത്തസൈൻസ് അല്ലേ, അവരിൽ ജീവിച്ചിരുന്നു. ശരിയാ. എന്നിട്ടോ ദേ 100 സ്റ്റോൺ വെപ്പൺസ് ബട്ട് എസെൻഷ്യലി 8 ഫ്രൂട്ട്സ്. അവർ അനിമൽസിനെ ഹണ്ട് ചെയ്തിരുന്നു അല്ലേ, സ്റ്റോൺ വെപ്പൺസ് மட்டுം ഉപയോഗിച്ചു. പക്ഷേ അതിന് മാംസം ഭക്ഷിച്ചിരുന്നതായിട്ട് പറയുന്നില്ല. പകരം അവരുടെ പ്രധാനപ്പെട്ട ആഹാരം എന്തായിരുന്നു? ഫ്രൂട്ട്സ് ആയിരുന്നു. ഇസ് ഇറ്റ് കറക്റ്റ്? യെസ്. അപ്പോൾ അതും ട്രൂ ആണ് അല്ലേ? അടുത്തത് ഹോമോ ഇറക്ടസ് പ്രോബ്ലി ഏറ്റ് മീറ്റ്. ഹോമോ ഇറക്ടസ് they were the first ancestor of man which ate meat അല്ലേ? ആദ്യമായിട്ട് മാംസം ഭക്ഷിച്ചു തുടങ്ങിയ ആദ്യത്തെ ആൻസസ്റ്ററാണ് ആരാ? ഹോമോ ഇറക്ടസ്. ദറ്റ് ഈസ് ഓൾസോ ട്രൂ. അവരായിരിക്കാം ആദ്യമായിട്ട് മീറ്റ് ഈറ്റ് ചെയ്തിരുന്നത്. അതും ഫോസിൽ എവിഡൻസ് സഹിതം പാലിയോ ആന്ത്രോപോളസുകൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആം ഐ റൈറ്റ്? യെസ്, അതും കറക്റ്റായി. ഹോമോസാപ്പിയൻസ് എറോസ് ഇൻ ആഫ്രിക്ക. ശരിയാ, ആഫ്രിക്കയിലാണ് ആരാ ഹോമോസാപ്പിയൻസ് എറോസ് ചെയ്തത്. എന്നിട്ട് ഡൈവേർജ് ഇൻ ടു ഡിസ്റ്റിങ്ക്റ്റ് കോണ്ടിനെൻറ്റ് അല്ലെ, ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റിലേക്ക് പോയി. സോ വി ക്യാൻ കൺസിഡറിങ് ഹ്യൂമൻ എവല്യൂഷൻ ഈസ് എ വെരി വെൽ നോൺ എക്സാമ്പിൾ ഫോർ ഡൈവേർജൻ്റ് എവല്യൂഷൻ. ശരിയല്ലായിരുന്നോ? അപ്പോൾ അതും ട്രൂ ആണ്. പിന്നെ പ്രീ ഹിസ്റ്ററിക് കേവ് ആർട്ട് ഡെവലപ്ഡ് അബൌട്ട് 1600 years ago. It is wrong. We know that this prehistoric cave art developed around 18,000 years ago. അതാണ് കറക്റ്റ്. അപ്പോൾ ഇത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ അല്ലേ? 1, 2 and 3 ആർ ഇൻകറക്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഇതാ ഓൺലി 5 ഈസ് ഇൻകറക്റ്റ്. സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ സെക്കൻഡ് അല്ലേ? സെക്കൻഡ് 1 അതല്ലേ വരത്തുള്ളൂ. യെസ്, 1, 2, 5 ആർ ഇൻകറക്റ്റ് വരാൻ പറ്റത്തില്ല. പിന്നെ 3 and 5 ആർ ഇൻകറക്റ്റ്. 3 ഒക്കെ കറക്റ്റാണ് അല്ലേ? അപ്പോൾ 5 മാത്രമേ ഇവിടെ ഇൻകറക്റ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്തായിരുന്നു ഓപ്ഷൻ 2. കിട്ടിക്കാണുമല്ലോ നിങ്ങൾക്ക്? ചെയ്ത് കാണത്തില്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 152. അതെ, ഇത് 2017 നീറ്റ് എൻട്രൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ടു ഒബ്റ്റെയിൻ കൗസ് ഈൽഡിങ് ഹയർ മിൽക്ക് ഔട്ട്പുട്ട് റെപ്രസെൻറ്റ്. ആർട്ടിഫിഷ്യൽ സെലക്ഷൻ പ്രോഗ്രാംസ് വഴി നന്നായിട്ട് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കൗ നമ്മൾ സെലക്ട് ചെയ്യുന്നു അല്ലേ? അതിന് മാത്രം സെലക്ട് ചെയ്യുന്നു. അപ്പം മിൽക്ക് പ്രൊഡക്ഷൻ തീരെ കുറവുള്ള ആൾക്കാർ നമ്മൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആർട്ടിഫിഷ്യൽ സെലക്ഷൻ പ്രോഗ്രാം വഴി അല്ലേ? സോ വി ക്യാൻ സീ ദാറ്റ് ഇൻ ദീസ് കേസ് ഓഫ് സെലക്ഷൻ മോർ അഡാപ്റ്റീവ് വൺസ് ആർ സെലക്റ്റഡ് അല്ലേ? ഏറ്റവും നന്നായിട്ട് മിൽക്ക് തരുന്ന ആൾക്കാരെ മാത്രം സെലക്ട് എന്ന് പറഞ്ഞാൽ അവർ മാത്രം പോയിക്കൊണ്ടിരിക്കുക. മിൽക്ക് പ്രൊഡക്ഷൻ കുറവുള്ള ആൾക്കാരാണ് തീരെ കുറഞ്ഞുകൊണ്ടിരിക്കുക. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് എ കൈൻഡ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഏതാ?
ഡയറക്ഷണൽ ഓർ പ്രോഗ്രസീവ് നാച്ചുറൽ സെലക്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഡിസ്റപ്റ്റീവ് ആസിഡ് സ്പ്ലിറ്റ്സ് ദ പോപ്പുലേഷൻ ടു വൺ yielding ഹയർ ഔട്ട്പുട്ട് ആൻഡ് അതർ വൺ ലോവർ ഔട്ട്പുട്ട്. അതാണോ? അല്ല. സ്റ്റെബിലൈസിങ് ഫോളോഡ് ബൈ ഡിസ്റപ്റ്റീവ് ആസിഡ് സ്റ്റെബിലൈസേഴ്സ് ദ പോപ്പുലേഷൻ ടു പ്രൊഡ്യൂസ് ഹയർ yielding കൗസ്. അതാണോ? അതും ബാലൻസിങ് സെലക്ഷൻ ആണ്. അതല്ല. ഡയറക്ഷണൽ ആസിഡ് പുഷസ് ദ മീൻ ഓഫ് ദി ക്യാരക്ടർ ഇൻ വൺ ഡയറക്ഷൻ. ഉണ്ടോ? അവർ ആ മെയിൻ ക്യാരക്ടർ വാല്യൂന ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്ത് മാറ്റി അല്ലേ. ഏറ്റവും നല്ല ആൾക്കാരെ മാത്രം അവിടെ സെലക്ട് ചെയ്തു. സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ സെക്കൻഡ് വൺ അല്ലേ, ഡയറക്ഷണൽ നാച്ചുറൽ സെലക്ഷൻ. പിന്നെ സ്റ്റെബിലൈസിങ് സെലക്ഷൻ ആസിഡ് സ്റ്റെബിലൈസേഴ്സ് ദിസ് ക്യാരക്ടർ ഇൻ ദ പോപ്പുലേഷൻ. ആ പോപ്പുലേഷനകത്ത് ഈ ക്യാരക്ടർ സ്റ്റെബിലൈസ്ഡ് ആയി പോകുന്നു. അങ്ങനെയല്ല, ഏറ്റവും നന്നായിട്ട് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുമ്പോൾ ദ പോപ്പുലേഷൻ ചേഞ്ചസ് ടുവേർഡ്സ് വൺ പർട്ടിക്കുലർ ഡയറക്ഷൻ അല്ലേ. സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ 3 അല്ലേ. അപ്പോൾ നമുക്ക് 3 കിട്ടി. ചെയ്തായിരുന്നു ഇത്? ഇത് 2017 നീറ്റിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 153. അൻ ഇമ്പോർട്ടൻ്റ് എവിഡൻസ് ഇൻ ഫേവർ ഓഫ് ഓർഗാനിക് എവല്യൂഷൻ ഇസ് ദ ഒക്കറൻസ് ഓഫ്. ഓർഗാനിക് എവല്യൂഷൻ ബേസ് പറയുമ്പോൾ കോമൺ ആൻസേഴ്സ് ടു പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് എവിഡൻസസ് അതാണ് ചോദിച്ചിരിക്കുന്നത്. ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻസ് നമ്മൾ പഠിച്ചായിരുന്നു. അനലോഗസ് ഓർഗൻസ് ആർ വെരി ലീസ്റ്റ് യൂസ്ഫുൾ ടു ഡിറ്റർമൈൻ ക്ലോസ് റിലേഷൻഷിപ്പ് ആൻഡ് കോമൺ ആൻസസ്ട്രി അല്ലേ. അപ്പോൾ അത് വരത്തില്ല, നമുക്ക് അതിനെ ഒഴിവാക്കാം. പിന്നെ ഹോമോലോഗസ് ആൻഡ് വെസ്റ്റിബിൾ ഓർഗൻസ് ദീസ് ആർ വെരി വെൽ നോൺ എക്സാമ്പിൾ ഫോർ പ്രൂവിങ് ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗനിസംസ് ആൻഡ് ദെയർ കോമൺ ആൻസസ്ട്രി അല്ലേ. അത് കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് അത് 2 ആയിട്ട് എടുക്കാം. പിന്നെ അനലോഗസ് ഓർഗൻസ് വരികയില്ലല്ലോ. ഇനി വെസ്റ്റിബിൾ ഓർഗൻസ് ഓക്കെ, ഇവിടെ ഹോമോലോഗസ് ഓർഗൻസ് ഓക്കെ ആയിരുന്നു, ഇവിടെ ഹോമോലോഗസ് ഓക്കെ, അനലോഗസ് വരികയില്ല, വെസ്റ്റിബിൾ ഓർഗൻസ് ഓക്കെ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ സെക്കൻഡ് അല്ലേ, സെക്കൻഡ് വൺ. അതാണ് കറക്റ്റ് ആൻസർ. അതല്ലേ വരുത്തുള്ളൂ, അതേ വരികയുള്ളൂ അല്ലേ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 2. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 154 154. വിച്ച് എവിഡൻസ് ഓഫ് എവല്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ഡാർവിൻസ് വിഞ്ചസ്. നമ്മുടെ ഗാലപ്പഗസ് ഐലൻഡ്സിൽ ഡാർവിൻ കണ്ടെത്തിയ ഡിഫറെൻറ്റ് ഷേപ്ഡ് ബീക്കുള്ള ബേർഡ്സ് അല്ലേ. അത് ഏതിന് എക്സാമ്പിളായിട്ടാണ് പറഞ്ഞത്? നോക്കാം. എവിഡൻസസ് ഫ്രം കമ്പാരിറ്റീവ് അനാറ്റമി. കമ്പാരിറ്റീവ് അനാറ്റമിക്ക് എക്സാമ്പിൾ ആണോ അത്? അല്ല, അത് ഹാർട്ട് ആൻഡ് ബ്രെയിൻ നമ്മൾ പറഞ്ഞത്. ഇനി എവിഡൻസസ് ഫ്രം എംബ്രിയോളജി. എംബ്രിയോളജിക്കൽ എവിഡൻസ് ഡാർവിൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മാത്രമല്ല ഡാർവിൻസ് വിഞ്ചസുമായിട്ട് അതിന് യാതൊരു റിലേഷനുമില്ല. അടുത്തത് എവിഡൻസസ് ഫ്രം മോളിക്കുലർ ബയോളജി. 4th ഓപ്ഷൻ ആണോ? അല്ല, അത് ബയോകെമിക്കൽ എവിഡൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എവിഡൻസസ് ഫ്രം ബയോജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. കാരണം എന്താ? സൗത്ത് അമേരിക്കൻ മെയിൻലാൻഡിൽ നിന്നും സീഡിറ്റിംഗ് ആൻസിസ്റ്റേഴ്സ് ഡൈവേർജ് ചെയ്ത് ഗാലപ്പഗസ് ഐലൻഡ്സിലെ ഓരോരോ ലാൻഡുകളിലേക്ക് എത്തി. അവിടുത്തെ ഫീഡിങ് ഹാബിറ്റേറ്റ് അനുസരിച്ച് ലൈഫ് ലീഡ് ചെയ്തപ്പോൾ ബീക്കിൻ്റെ ഷേപ്പ് ഡിഫറെൻ്റ് ആയി അല്ലേ. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റും എവിഡൻസ് ഫ്രം ഏതാ? ബയോജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. അഡാപ്റ്റീവ് റേഡിയേഷൻ കൂടിയാണത് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ഈസ് ഓപ്ഷൻ 3. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 155. Given below is the list of placental mammals section 1 and hostile marsupials section 2 showing convergent evolution. Convergent evolution ഷോ ചെയ്യുന്ന placental mammals ഇവിടെയും ഇപ്പുറത്ത് marsupial mammals-ഉമാണ്. അത് മാച്ച് ചെയ്യണം. നോക്കാം. ബോബ് ക്യാറ്റ് ഷെയർ സിമിലാരിറ്റീസ് വിത്ത് ഏതാ? ടാസ്മാനിയൻ ടൈഗർ ക്യാറ്റ് അല്ലേ. 1B വരുന്ന ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അടുത്തത് ഫ്ലൈയിങ് സ്ക്വിറിൽ ഷെയറിങ് സിമിലാരിറ്റീസ് വിത്ത് ഫെലാഞ്ചർ അല്ലേ. 2D. അപ്പോൾ 1B 2D വരുന്നത് 1 ഉണ്ട് 2 ഉണ്ട്. അതിലൊന്നാണ് ആൻസർ. അടുത്തത് ലിമർ ഷെയർ സിമിലാരിറ്റീസ് വിത്ത് സ്പോട്ടഡ് കസ്കസ്. നമ്മൾ പഠിച്ച ഇതെല്ലാം അല്ലേ. 3A. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അടുത്ത ആൻറ്റീറ്റർ പാങ്കോലിൻ ഷെയർ സിമിലാരിറ്റീസ് വിത്ത് നംബാറ്റ് or banded anteater. 4C. So we can select the correct answer for this question is option was 1. ശരിയല്ലേ? അതല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 156 156. അക്കോർഡിംഗ് ടു ഹാർഡി വീൻബെർഗ് പ്രിൻസിപ്പിൾ നമുക്കറിയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ടൂൾ ബൈ ദ പോപ്പുലേഷൻ ജനറ്റിസിസ്റ്റ് ഫോർ ഐഡൻറ്റിഫൈ എവല്യൂഷൻ ഇൻ എ പോപ്പുലേഷൻ അല്ലേ. ഒരു പോപ്പുലേഷനകത്ത് എവല്യൂഷൻ നടന്നോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണത്. ഈ ടൂൾ പ്രകാരം അവർ പറഞ്ഞെന്താ? എത്ര ജനറേഷൻ കഴിഞ്ഞു പോയാലും ദ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് ആൻഡ് ദർ അലീൽസ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് അല്ലേ എന്നാ പറഞ്ഞത്. അതിനെ നമ്മൾ ഹാർഡി വീൻബെർഗ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ജനറ്റിക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ എന്താ ജനറ്റിക് സ്റ്റെബിലിറ്റി എന്ന് പറയുകയുണ്ടായിരുന്നു അല്ലേ. ഓർക്കുന്നുണ്ടത്? അപ്പോൾ നമ്മൾ ദാണ്ടെ ഇവിടെ വരുമ്പോൾ ദാണ്ടെ അക്കോർഡിംഗ് ടു ഹാർഡി വീൻബെർഗ് പ്രിൻസിപ്പിൾ അത് പ്രകാരം എന്താണ് പറയുന്നത്? The allele frequency in a population are unstable and is varying from generation to generation. അങ്ങനെ പറയുന്നുണ്ടോ ഹാർഡി വീൻബെർഗ് പ്രിൻസിപ്പിളിനകത്ത്? ഓരോ ജനറേഷൻ കഴിയുന്നതോറും അലീൽ ഫ്രീക്വൻസി അൺസ്റ്റേബിൾ ആണെന്ന് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അങ്ങനെ പറയുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് അൺസ്റ്റേബിൾ അല്ല, സ്റ്റേബിൾ ആണ് അല്ലേ. അപ്പോൾ അത് തെറ്റാണ്.
ദെൻ ഡിസ്റ്റർബൻസ് ഇൻ ജനറ്റിക് ഇക്വിലിബ്രിയം റിസൾട്ട്സ് ഇൻ എവല്യൂഷൻ. ശരിയാ, ഹാർഡി-ഈവൻബെർഗ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ റിസൾട്ടിങ് ദ ചാൻസ് ഫോർ എവല്യൂഷൻ. ദാറ്റ് ഈസ് കറക്റ്റ്. ഇനി നാച്ചുറൽ സെലക്ഷൻ ഡസ് നോട്ട് അഫക്ട് ഹാർഡി-ഈവൻബെർഗ് ഇക്വിലിബ്രിയം. അങ്ങനെയാണോ? ഹാർഡി-ഈവൻബെർഗ് ഇക്വിലിബ്രിയത്തിന് അഫക്റ്റ് ചെയ്യുന്ന 5 ഫാക്ടേഴ്സ് നമ്മുടെ NCERT-ക്കകത്ത് പറഞ്ഞായിരുന്നു. മ്യൂട്ടേഷൻ, നാച്ചുറൽ സെലക്ഷൻ, റീകോമ്പിനേഷൻ ഓഫ് ജീൻസ്, ജീൻ മൈഗ്രേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, പിന്നെ വേറെ കൂടിയുണ്ട് ലാക്ക് ഓഫ് റാൻഡം മീറ്റിംഗ് അല്ലേ? ഇതൊക്കെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദാണ്ടെ ഡിസ്റ്റർബൻസ് ഇൻ ജനറ്റിക് ഇക്വിലിബ്രിയം റിസൾട്ട്സ് ഇൻ എവല്യൂഷൻ അത് കറക്റ്റാണ്. എന്നാൽ നാച്ചുറൽ സെലക്ഷൻ ഡസ് നോട്ട് അഫക്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ് അല്ലേ? പിന്നെ ഓൺലി 3 ഫാക്ടേഴ്സ് ആർ നോൺ ടു അഫക്ട് ഹാർഡി-ഈവൻബെർഗ് ഇക്വിലിബ്രിയം. 3 അല്ല 6 ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആൻസർ ഗോസ് ടു ഓപ്ഷൻ സെക്കൻഡ് അല്ലേ? ഹാർഡി-ഈവൻബെർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആ പ്രിൻസിപ്പളിന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസിനാൽ ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ റിസൾട്ടിങ് ദ ചാൻസ് ഫോർ എവല്യൂഷൻ 1 എന്ന വാല്യൂ മാറും. ഓർക്കുന്നുണ്ടോ പഠിച്ചത്? അപ്പോൾ നമുക്ക് ആൻസർ ചെയ്തായിരുന്നേ ഓപ്ഷൻ 2. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 157. 4 limbs ഓഫ് ക്യാറ്റ് യൂസ്ഡ് ഇൻ വാക്കിംഗ്. ക്യാറ്റ് അവരുടെ 4 limb വെച്ച് വാക്ക് ചെയ്യുന്നു. ദെൻ 4 limb ഓഫ് വെയിൽ അത് ഫ്ലിപ്പാസ് ആണ്, യൂസ്ഡ് ഇൻ സ്വിമ്മിങ്ങിന് ഉപയോഗിക്കുന്നു. ദെൻ ആൻഡ് 4 limb ഇൻ ബാറ്റ് യൂസ്ഡ് ഇൻ ഫ്ലൈയിങ്. ബാറ്റ് യൂസിങ് ദെയർ 4 limb mainly ഫോർ ഫ്ലൈയിങ്. അപ്പം ഇതെല്ലാം ഫങ്ഷണലി ഡിഫറൻ്റ് ആയി. ബട്ട് വി നോ ദാറ്റ് ഓൾ ഓഫ് ദീസ് ആർ ഡിഫറെൻറ്റ് വെർട്ടിബ്രേറ്റ്സ്. ഇതെല്ലാം മാമൽസ് ആണ്. ക്യാറ്റ് ആയിക്കോട്ടെ, വെയിലായിക്കോട്ടെ, അതുപോലെ തന്നെ ബാറ്റ്, ഇവർക്കെല്ലാവർക്കും അവരുടെ 4 limb ഉപയോഗിച്ച് ചെയ്യുന്ന ഫങ്ഷൻ ഡിഫറൻ്റ് ആയി അല്ലേ? ബട്ട് അനാട്ടമിക്കലി ദെയർ 4 limb ബോൺസ് ആർ സിമിലർ അല്ലേ ഇൻ ദെയർ സ്ട്രക്ചർ ആൻഡ് ഓൾസോ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ആ സ്ട്രക്ചറൽ സിമിലാരിറ്റി കാണിക്കുന്നത് അത് ഏത് ഓർഗൻസ് ആണെന്നാ? ഹോമോലോഗസ് ഓർഗൻസ് അല്ലേ? അപ്പോൾ നാണ്ടേ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് അനലോഗസ് ഓർഗൻസ് ആണോ? അല്ല. കൺവേർജൻ്റ് എവല്യൂഷൻ ആണോ? ഇവർ ഒരേ ഹാബിറ്റാറ്റ് ആണോ? ഒരിക്കലുമല്ല അല്ലേ? അപ്പോൾ നമുക്ക് താണ്ടേ ഹോമോലോഗസ് ഓർഗൻസ് അല്ലേ? സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 3 അല്ലേ? ജനറ്റിക് ഡ്രിഫ്റ്റ് വരുമോ അവിടെ? ഒരിക്കലും അത് ആപ്ലിക്കബിൾ അല്ല അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ ഈസ് ഓപ്ഷൻ 3 തന്നെയാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 158. തോൺ ആൻഡ് ടെൻഡ്രിൽ ഓഫ് ബോഗൺവില്ല ആൻഡ് കുക്കുർബിറ്റ ആർ എക്സാമ്പിൾസ് ഓഫ്. തോൺ ഓഫ് ഏതാണ് ബോഗൺവില്ല, ടെൻഡ്രിൽ ഓഫ് കുക്കുർബിറ്റ, രണ്ടിൻ്റെയും ഏതാ ഒറിജിൻ ആക്സിലറി ബഡിൽ നിന്നാണ്, പക്ഷേ ഫംഗ്ഷനലി ഡിഫറെൻ്റ് ആണ്. സോ വി ക്യാൻ കൺസിഡറിങ് ഇറ്റ് ആസ് എ വെൽ നോൺ എക്സാമ്പിൾ ഫോർ ഹോമോലോഗസ് ഓർഗൻസ് അല്ലേ? അതാണ്ട് ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ 4 അല്ലേ? തോൺ ആൻഡ് ടെൻഡ്രിൽ ഓഫ് ബോഗൺവില്ല ആൻഡ് കുക്കുർബിറ്റ അത് ഫംഗ്ഷനലി ഡിഫറെൻ്റ് ആണ്, സ്ട്രക്ചറലി സിമിലർ ആണ്. അപ്പോൾ ഹോമോലോഗസ് ഓർഗൻസ് ആണ്. വെസ്റ്റിജിയൽ ഓർഗൻസ് വരികയില്ല, റിട്രോഗ്രസീവ് എവല്യൂഷൻ അല്ല, അനലോഗസ് ഓർഗൻസും അല്ല അല്ലേ? റിട്രോഗ്രസീവ് എവല്യൂഷൻ എന്ന് പറഞ്ഞായിരുന്നു പ്രോഗ്രസീവും റിട്രോഗ്രസീവും അല്ലേ? ഒരു അഡ്വാൻസ്ഡ് ആനിമലിന് മ്യൂട്ടേഷൻ മുഖേന ഉണ്ടായിരുന്ന പല ക്യാരക്ടറും നഷ്ടപ്പെട്ട് പൂർലി ഡെവലപ്ഡ് ഓർഗൻസ് വരുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് റിട്രോഗ്രസീവ് അല്ലേ? സോ ഹിയർ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 4 അല്ലേ? 4th one. Then now we going to question number 159. Consider the following statements. ഇവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നോക്കാം. ലൈഫ് അപ്പിയർഡ് 500 million years ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് എർത്ത്. ശരിയാ, എർത്ത് ഇവോൾവ് ചെയ്ത് 500 millions of yearsന് ശേഷമാണ് ഏതാ ലൈഫ് ഉണ്ടായത്. നമ്മൾ പഠിച്ചായിരുന്നു എർത്ത് ഇവോൾവ് ചെയ്തത് 4500 millions of years മുമ്പ്. എന്നാൽ നമ്മുടെ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഉണ്ടായത് 4000 millions of yearsന് മുമ്പ് അല്ലേ? എന്ന് പറഞ്ഞാൽ എർത്ത് ഇവോൾവ് ചെയ്ത് ഏകദേശം 500 millions of years കഴിഞ്ഞപ്പോഴാണ് ഏതാ ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഉണ്ടായത്. 2021 നീറ്റിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നത്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഫസ്റ്റ് നോൺ സെല്ലാർ ഫോം ഓഫ് ലൈഫ് കുഡ് ഹാവ് ഒറിജിനേറ്റഡ് 3 billion years ബാക്ക്. നമ്മുടെ ഫസ്റ്റ് നോൺ സെല്ലാർ ഫോം ഓഫ് ലൈഫ് അവിടെ എർത്തിൽ ഇവോൾവ് ചെയ്തത് 3000 millions of years മുമ്പ് എന്ന് പറഞ്ഞാൽ 3 billion years ബാക്ക്. ദറ്റ് ഈസ് ഓൾസോ എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് ദ ഫസ്റ്റ് സെല്ലാർ ഫോം ഓഫ് ലൈഫ് ഡിഡ് നോട്ട് പോസിബിൾ ഒറിജിനേറ്റ് ടിൽ അബൌട്ട് 2000 million years ago. ഏകദേശം ഒരു 2000 millions of years മുമ്പ് വരെ 2000 millions of years മുമ്പ് വരെ എന്താ ഫസ്റ്റ് സെല്ലാർ ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇല്ലായിരുന്നു. ദറ്റ് ഈസ് ഓൾസോ എ സ്റ്റേറ്റ്മെൻറ്റ് കമ്മിങ് ഫ്രം അവർ NCERT. ഇറ്റ് ഈസ് ഓൾസോ എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് all of these 3 different statements are exactly true അല്ലേ? അപ്പോൾ only 1 is correct അല്ല, 1, 2 and 3 are wrong അല്ല, 1, 2 and 3 are correct. So we can select answer for this question is option 3. തേർഡ് അല്ലേ? കിട്ടിയായിരുന്നു നിങ്ങൾക്ക്? ചെയ്തായിരുന്നോ കറക്റ്റായിട്ട്? ഇതൊക്കെ തെറ്റിച്ചാൽ നാണക്കേടാ കേട്ടോ. നോക്ക്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 160. വാട്ട് ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം സി. ഇവിടെ 3 ടൈപ്പ് നാച്ചുറൽ സെലക്ഷൻ നമ്മുടെ NCERT ഉള്ളതാണ്. ഇത് ബാലൻസിങ് സെലക്ഷൻ എ, ഇത് ഏതാ ഡയറക്ഷണൽ ഓർ പ്രോഗ്രസീവ് നാച്ചുറൽ സെലക്ഷൻ, ഇത് ഏതാ ഡൈവേഴ്സിഫൈങ് അഥവാ
ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ. ഇവിടെ ഡയഗ്രാം സി ആണ് പറയേണ്ടത്. ഏതാ ഡയഗ്രാം സി? ഡിസ്റപ്റ്റീവ് നാച്ചുറൽ സെലക്ഷൻ. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സെക്കൻഡ് അല്ലേ. സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ 2 അല്ലേ. അത് ഈസ് ആൻസർ 160. ഇത് നമുക്ക് ക്വസ്റ്റൻ നമ്പർ 161. ചൂസ് എ കറക്റ്റ് മാച്ചിങ് കോമ്പിനേഷൻ റിഗാർഡിംഗ് ബ്രെയിൻ സൈസ്. ബ്രെയിൻ സൈസ് കറക്റ്റ്ലി മാച്ച് ആയിട്ടിരുന്ന ancestors of man അതാണ് പറയേണ്ടത്. ഹോമോ ഹബിലിസ്. ഹോമോ ഹബിലിസിന്റെ ബ്രെയിൻ സൈസ് 650 to 800 cc ആണ് അല്ലേ. ഇപ്പം A3 അല്ലേ. A3 വരുന്ന ഓപ്ഷൻസ് ഏതുണ്ട്? 2 ഉണ്ട്, 4 ഉണ്ട് അല്ലേ. അടുത്തത് ഹോമോ എറക്ടസ്. അത് ഒരു പൊടിക്കൂടി കൂടിയായിരുന്നു അല്ലേ. കുറച്ചൊരു ഇൻക്രീസ് ആയിരുന്നു. എത്രയാ? 900 cc. B4. അപ്പം A3 B4 വരുന്നത് രണ്ടിടത്തും ഒരുപോലെയാണ്. അടുത്ത നിയാൻഡർതൽ മാൻ. അത് കുറച്ചുകൂടി കൂടി 1400 cc ആണ് അല്ലേ. അതാണ്ട് C1 വരുന്നത് ഇവിടെ കറക്റ്റായി. അവിടെയും C1 കറക്റ്റാണ്. അടുത്ത ഒറിജിൻ ഓഫ് മോഡേൺ മാൻ. മോഡേൺ മാൻ്റെ ഒറിജിൻ അത് എന്നാണ്? 75,000 മുതൽ 10,000 വർഷം മുമ്പുള്ള ഐസേജ് പീരീഡിലാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത് നമ്മൾ മോഡേൺ മാൻ ഇവോൾവ് ചെയ്തത് അല്ലേ. അതുകൊണ്ട് നമ്മളെ തന്നെ വിളിക്കുന്നവരാണ് ഐസേജ് മാൻ അല്ലേ. സോ ഹിയർ വി ക്യാൻ സെലക്ട് ദ മാച്ചിങ് ഈസ് D2 അല്ലേ. D2 ഇവിടെ D2 അല്ല D5 ആണ്. ഇത് ഇവിടെ തെറ്റിപ്പോയി അല്ലേ. ഇത് D2 ആണ്, കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഏതാ? ഓപ്ഷൻ 4. പിന്നെ അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ് അബൌട്ട് 10,000 years ബാക്ക് അല്ലേ. അപ്പോൾ നമുക്ക് താണ്ടേ E5 ഇവിടെ E5 ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ആൻസർ ചെയ്തെടുക്കാം ഓപ്ഷൻ 4 അല്ലേ. 4th വൺ ശരിയായല്ലോ, കറക്റ്റ് ആയില്ലേ. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 162. മാച്ച് ദ ഫോളോയിങ്. മാച്ച് എന്നാണ്? ഇൻവെർട്ടിബ്രേറ്റ്സ് ബിക്കെയിം ആക്റ്റീവ്. ഇൻവെർട്ടിബ്രേറ്റ്സ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ ആക്റ്റീവ് ആയത് എത്രയാ? 500 millions of years മുമ്പ് അല്ലേ. 1C വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട് അല്ലേ. അടുത്തത് ജോലസ് ഫിഷ് ഒറിജിനേറ്റഡ്. ജോലസ് ഫിഷസ് ഇവോൾവ് ചെയ്തത് 350 million years ago. ഇതൊക്കെ നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ. 2D 1C 2D. ഇതേണ്ട കിട്ടിയ ആൻസർ ഓപ്ഷൻ 2 എന്ന് അല്ലേ. അടുത്ത് നോക്കാം. സീവീഡ്സ് എക്സിസ്റ്റഡ്. സീവീഡ്സ് ആൻഡ് ഫ്യൂ പ്ലാന്റ്സ് എക്സിസ്റ്റഡ് early as 320 million years ago അല്ലേ. 3A ഇവിടെ 3A വന്നു. അടുത്ത് ഇക്തിയോസോസ് ഒറിജിനേറ്റഡ്. ഇക്തിയോസോസ് ഫിഷ് ലൈക്ക് റെപ്റ്റൈൽസ് ഇവോൾവ് അറൗണ്ട് 200 million years ago അല്ലേ. 4B. അപ്പം നമുക്ക് 4B കറക്റ്റായി. ഹെൻസ് വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ സെക്കൻഡ്. എല്ലാവരും ചെയ്തായിരുന്നോ? കിട്ടിക്കാണില്ല. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇതെല്ലാം ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് കാണും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, യെസ്. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 163. ഇൻ മില്ലേഴ്സ് സിമുലേഷൻ എക്സ്പെരിമെൻറ്റ് ഓക്സിജൻ കണ്ടെയ്ൻഡ് ഇൻ ദ സ്പാർക്ക് ചേമ്പർ അപ്പാർട്ടസ് വാസ് റിമൂവ്ഡ് ബൈ യൂസിങ്. നമുക്കറിയാം മില്ലർ സിമുലേഷൻ എക്സ്പെരിമെൻറ്റ് നടത്തിയപ്പോൾ ആ സ്പാർക്ക് ഡിസ്ചാർജ് അപ്പാർട്ടസിനകത്ത് എന്തുണ്ടായിരുന്നു? ഓക്സിജൻ ഉണ്ടായിരുന്നു. പക്ഷേ ഓക്സിജൻ്റെ പ്രസൻസിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് നടത്തിയാൽ പ്രിമിറ്റീവ് കണ്ടീഷന് സിമിലർ ആവുമോ? ഇല്ല. അതുകൊണ്ട് അദ്ദേഹം ആ ഓക്സിജനെ പുറത്തേക്ക് കളഞ്ഞു. ഏത് വഴി കളഞ്ഞു? ബൈ യൂസിങ് വാക്വം പമ്പ് അല്ലേ. എന്നിട്ട് അതേ വാക്വം പമ്പ് ഉപയോഗിച്ചാണ് ആ മീഥേൻ, ഹൈഡ്രജൻ ആൻഡ് അമോണിയ ആ ഗ്യാസസിനെ ആ സ്പാർക്ക് ചേമ്പറിലേക്ക് ഫില്ല് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ്? ഓപ്ഷൻ 4. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 163. ഓക്കെ. ദെൻ കണ്ടൻസർ ഉപയോഗിച്ചത് ആ റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുള്ള എലമെൻസിനെയൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പിന്നെ ഇലക്ട്രോഡ്സ് എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ലിക്വിഡ് വാട്ടർ ഡാപ്പ് അറിയാമായിരുന്നല്ലോ, ഇതെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആൻസർ ഈസ് ഓപ്ഷൻ 4. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 164. ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ബൈ വിച്ച് മോർ ഇൻഡിവിജ്വൽസ് അക്വയർ വാല്യൂ അതർ ദാൻ മീൻ വാല്യൂ. അണ്ട മീൻ വാല്യൂ അല്ലാതെ കൂടുതൽ ഇൻഡിവിജ്വൽസ് ഒരു പർട്ടിക്കുലർ വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് അല്ലേ. അതേതാ? ഡയറക്ഷണൽ ഓർ പ്രോഗ്രസീവ് നാച്ചുറൽ സെലക്ഷൻ അല്ലേ. മീൻ വാല്യൂ അല്ലാതെ ഒരു പർട്ടിക്കുലർ വാല്യൂ കൂടുതൽ അച്ചീവ് ചെയ്യുന്നു. മാറിയ കണ്ടീഷൻ അനുസരിച്ച് മോസ്റ്റ് അഡാപ്റ്റബിൾ വൺസ് ആർ സെലക്ട്. അതാണ് ഡയറക്ഷണൽ ഓർ പ്രോഗ്രസീവ് നാച്ചുറൽ സെലക്ഷൻ. ആൻസർ ഏതാ? ഓപ്ഷൻ 3 അല്ലേ. ഡിസ്റപ്റ്റീവ് ആകുമ്പോഴേക്കും 2 എക്സ്ട്രീമിലുള്ള ആൾക്കാരെ കൺസർവ് ചെയ്യുകയാണ് അല്ലേ. ബാലൻസിങ് ആകുമ്പോൾ അത് തന്നെയാണ് സ്റ്റെബിലൈസിങ്. മീൻ വാല്യൂവിനെ മാത്രം സെലക്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ചെയ്തെടുക്കാം ഓപ്ഷൻ 3 അല്ലേ. ചെയ്തതാണോ ഉള്ളത്? ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 165. പിക്ക് ദ മാച്ചിങ് പെയർ. മാച്ചിങ് പെയർ വരണം. ഒറിജിൻ ഓഫ് ലൈഫ്. ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഇവോൾവ്ഡ് ഇൻ വാട്ടർ അബൌട്ട് 4,000 million years ago. ആൻസർ ഇത് തന്നെ, ഓപ്ഷൻ 1 തന്നെ. ഇനി സംശയമൊന്നും വേണ്ട അല്ലേ. ബാക്കി നോക്കിയോ. ഒറിജിൻ ഓഫ് എർത്ത് 20,000 million years ago ആണോ? അല്ല. ഫസ്റ്റ് നമ്മുടെ എർത്ത് ഒറിജിൻ ചെയ്തത് 4.5 billion years ago അല്ലെങ്കിൽ 4,500 million years ago. 20,000 million years മുമ്പ് എന്താ സംഭവിച്ചത്?
ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് അല്ലേ. അടുത്തത് ഒറിജിൻ ഓഫ് നോൺ സെല്ലുലാർ ഫോം ഓഫ് ലൈഫ്, അത് 3000 മില്യൺ ഇയേഴ്സ് എഗോയാണ് അല്ലേ. അല്ലാതെ 2000 മില്യൺസ് ഇയേഴ്സ് മുമ്പ് ഫസ്റ്റ് സെല്ലുലാർ ഫോം ഓഫ് ലൈഫാണ് ഉണ്ടായത്. അടുത്തത് ഒറിജിൻ ഓഫ് ഫസ്റ്റ് സെൽ, അവിടെ തിരിഞ്ഞു വന്നാണ്ടേ 2000 മില്യൺസ് ഇയേഴ്സ് എഗോ അല്ലേ. അപ്പോൾ ഇതും തെറ്റിപ്പോയി. അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ്? ഓപ്ഷൻ 1 is the correct answer for this question number 165. അപ്പോൾ ഞാൻ എൻ്റെ question number 166ലേക്ക് പോകാം. When more than one adaptive radiation appeared to have occurred in an isolated geography, represent different habitat അല്ലെ. ഒരു ഐസൊലേറ്റഡ് ജിയോഗ്രഫിയിൽ ഒന്നിലധികം അഡാപ്റ്റീവ് റേഡിയേഷൻ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റിലേക്ക് നടന്നു. അങ്ങനെ ഡിഫറെൻറ്റ് ഹാബിറ്റാറ്റിലേക്ക് ഒന്നിലധികം അഡാപ്റ്റീവ് റേഡിയേഷൻ നടക്കുമ്പോൾ ഓരോ ഹാബിറ്റാറ്റിനെ സംബന്ധിച്ചും അതെന്തായി മാറും? കൺവേർജൻ്റ് എവല്യൂഷൻ. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, ലീഡ് ടു കൺവേർജൻ്റ് എവല്യൂഷൻ. വൺ എക്സാമ്പിൾ ഫോർ ദിസ് കൈൻഡ് ഓഫ് എവല്യൂഷൻ ഈസ് ഏതാ? പ്ലാസൻഡർ മാമൽസ് ഇൻ ഓസ്ട്രേലിയ. അത് അഡാപ്റ്റീവ് റേഡിയേഷന് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചതാണ് അല്ലേ. പ്ലാസൻഡർ മാമൽസ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ഓൾസോ മാർസുപ്പിൾ മാമൽസ് ഇൻ ഓസ്ട്രേലിയ, ഇത് രണ്ടും അതിന് എക്സാമ്പിളാണ് അല്ലേ. എന്നാൽ വുൾഫ് ഈസ് എ പ്ലാസൻഡൽ മാമൽ evolved from a placental ancestor. Tasmanian wolf is a marsupial mammal evolved from a marsupial ancestor. But both of them are came into a common habitat and lead similar way of life. It is called a convergent evolution. So here we can select the answer for question number 166 is option 3. ശരിയല്ലേ? എന്നാൽ ഡാർവിൻസ് വെജസൻ ഗാലപ്പഗസ് അതും അഡാപ്റ്റഡ് റേഡിയേഷൻ ആണ് അല്ലേ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഇതൊക്കെ സംശയിക്കേണ്ട കാര്യമില്ല അല്ലേ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 167. സ്പീസിയേഷൻ ത്രൂ സോൾട്ടേഷൻ വാസ് പുട്ട് ഫോർവേഡ് ബൈ സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ഈസ് കോൾഡ് സോൾട്ടേഷൻ. അത് പ്രപ്പോസ് ചെയ്ത ആരാ? ഡച്ച് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഹ്യൂഗോ ഡിവരീസ് അല്ലേ. തോമസ് മാൽത്തൂസ് അല്ല, അത് SN പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ പ്രപ്പോസ് ചെയ്തതാണ്. ലാമാർക്ക് യൂസ് ആൻഡ് ഡിസീസ് തിയറി. ചാൾസ് ഡാർവിൻ്റെത് ഏതാ? തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. അപ്പോൾ നമുക്ക് ആൻസർ ഈസ് ഓപ്ഷൻ 2 അല്ലേ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 168. Transplantation of tissues or organs to save certain patient often fails due to rejection of such tissue or organ by the patient. നമുക്ക് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോൾ നമ്മുടെ ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം ചിലപ്പോൾ ചില ഓർഗൻസിനെ എന്ത് ചെയ്യാറുണ്ട്? റിജക്റ്റ് ചെയ്യാറുണ്ട്. അതാണ് ഗ്രാഫ് റിജക്ഷൻ. ഈ ഗ്രാഫ് റിജക്ഷൻ ഉള്ളതുകൊണ്ട് അത് നമുക്ക് വളരെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസമായി മാറും. ഈ ഒരു ഗ്രാഫ് റിജക്ഷൻ മെക്കാനിസം ബോഡിയിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് പലതവണ നമ്മൾ പരീക്ഷ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് റെസ്പോൺസ് ഫോർ സച്ച് ഗ്രാഫ് റിജക്ഷൻ? ഏതാ? that is one and only cell mediated immune response. അത് മാത്രം അല്ലേ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ ഏതാ? 4. ഇവിടെ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ല, ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ല, ഫിസിയോളജിക്കൽ ഇമ്മ്യൂൺ റെസ്പോൺസും അല്ല. അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് തന്നെയാണ്. നമ്മുടെ T ലിംഫോസൈറ്റ്സ് ഇൻവോൾവ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 4. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 169. ഫൈൻഡ് ഔട്ട് ദ മിസ്മാച്ച്. മിസ്മാച്ച് ഏതാണെന്ന് പറയണം. എട്രോപ്പ ബെലഡോണ ഹാലൂസിനോജനിക് പ്രോപ്പർട്ടീസ്, അത് കറക്റ്റാണ്. എട്രോപ്പ ബെലഡോണയ്ക്ക് ഏതാ? ഹാലൂസിനോജനിക് പ്രോപ്പർട്ടി ഉണ്ട്. മോർഫിൻ അനാൾജസിക് ആണ്. നിക്കോട്ടിൻ ഡിക്രീസസ് ബ്ലഡ് പ്രഷർ അല്ല. നിക്കോട്ടിൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഇൻക്രീസസ് ബ്ലഡ് പ്രഷർ എന്നുള്ളതാണ് അല്ലേ. സ്മാക്ക് ഒബ്റ്റൈൻഡ് ഫ്രം ഏതാണ്? പെപ്പാവർ സോമിനിഫ്രം. ഏതാ? പോപ്പി പ്ലാന്റ്, ഓപ്പിയം പോപ്പി അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇൻകറക്റ്റ് അല്ലെങ്കിൽ മിസ്മാച്ച് എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ് അല്ലേ. നിക്കോട്ടിൻ ഒരിക്കലും ബ്ലഡ് പ്രഷർ ഡിക്രീസ് ചെയ്യല്ല, പകരം എന്താ? ഇൻക്രീസ് ചെയ്യിക്കും അല്ലേ. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 170. മാച്ച് ദ ഫോളോയിങ്. നോക്കാം. കോളം എ IgG is only antibody that can crossing the placenta and given past immunity to the baby. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. IgG അത് ഏതാ? ക്രോസ് പ്ലാസൻറ്റ. and 1B വരുന്ന ഓപ്ഷൻസ് ഒരെണ്ണമേ ഉള്ളൂ. ഓപ്ഷൻ 2 തന്നെ ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ. പിന്നെ IgM അത് ബിഗ്ഗസ്റ്റ് ആൻറ്റിബോഡിയാണ്. 2A ഇവിടെ 2A കറക്റ്റാണ്. അടുത്ത IgA പ്രസൻറ്റ് ഇൻ ദ കൊളസ്ട്രം അല്ലേ. 3D കറക്റ്റാണ്. അടുത്തത് IgE അലർജിക് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. 4C. അപ്പോൾ നമുക്ക് കിട്ടി. ആൻസർ ഈസ് ഓപ്ഷൻ 2 അല്ലേ. സെക്കൻഡ് വൺ കിട്ടിയില്ലേ. ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 171. ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് പറയണം. ക്യാൻസർ സെൽസ് കണ്ടിന്യൂ ടു ഡിവൈഡ് ഗിവിംഗ് റൈസ് ടു മാസ് ഓഫ് സെൽസ് കോൾഡ് ട്യൂമേഴ്സ്. ശരിയല്ലയോ? കാരണം അവർക്ക് ആ കോണ്ടാക്ട് ഇൻഹിബിഷൻ ലോസ് ആയി. അപ്പോൾ ഒരു അൺകൺട്രോൾഡ് ഗ്രോത്ത് ആൻഡ് ഡിവിഷനാണ് അവിടെ നടക്കുന്നത്. ട്യൂമറിൻ്റെ ഡെവലപ്മെൻറ്റിന് കാരണമായി മാറും. ദറ്റ് ഈസ് ട്രൂ. ഇനി അടുത്ത മെറ്റാസ്റ്റാസിസ് ഇസ് ദ മോസ്റ്റ് ഫിയർഡ് പ്രോപ്പർട്ടി ഓഫ് ബിനൈൻ ട്യൂമർ. അല്ലല്ലോ. മെറ്റാസ്റ്റാസിസ് അല്ലേ, എവിടെയാണോ ട്യൂമർ ഉണ്ടായത് ആ പോയിന്റ് ഓഫ് ഒറിജിനിൽ നിന്നും അത് സ്ലഫ് ഓഫ് ചെയ്ത് ബ്ലഡിലേക്ക് വരികയും ബ്ലഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് വേറെ എവിടെയൊക്കെ ലോഡ്ജ് ചെയ്യുന്നുവോ അവിടെയൊക്കെ ട്യൂമറിൻ്റെ ഗ്രോത്തിന് കാരണമായി മാറും. അത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഫിയർഡ് പ്രോപ്പർട്ടി സീൻ ഇൻ ദി കേസ് ഓഫ്
മാലിഗ്നന്റ് ട്യൂമർ, നോട്ട് ഇൻ ദി കേസ് ഓഫ് ദിസ് ബിനൈൻ ട്യൂമർ അല്ലേ, അത് തെറ്റാണ്. അപ്പോൾ അത് ഫോൾസ് ആയി. ഇനി ദ കെമിക്കൽ കാർസിനോജൻസ് പ്രസന്റ് ഇൻ ദ ടുബാക്കോ സ്മോക്ക് ഹാവ് ബീൻ ഐഡന്റിഫൈഡ് ആസ് എ മേജർ കോസ് ഓഫ് ലങ് ക്യാൻസർ. ശരിയല്ലേ, അതും കറക്റ്റാണ്. ഇനി CT യൂസസ് എക്സ്റേസ് ടു ജനറേറ്റ് എ 3-dimensional ഇമേജ് ഓഫ് ദി ഇന്റേണൽ ഓർഗൻസ്. അതാണ് കമ്പ്യൂട്ടർ ടോമോഗ്രാഫിയുടെ മോഡ് ഓഫ് ആക്ഷൻ അല്ലേ. അല്ലെങ്കിൽ അതുവഴിയാണ് നമ്മൾ ക്യാൻസറിൻ്റെ ഗ്രോത്ത് ഡിറ്റക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇൻകറക്റ്റ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചത്. സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ സെക്കൻഡ് വൺ അല്ലേ, സെക്കൻഡ് വൺ അതല്ലേ വരുത്തുള്ളൂ. ഓക്കെ, ദെൻ വി ഗോയിങ് ടു ക്വസ്റ്റൻ നമ്പർ 172. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഓഫ് ആൻറ്റിബോഡീസ്. ആൻറ്റിബോഡിയെ സംബന്ധിച്ച് ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് നോക്കാം. ആൻറ്റിബോഡീസ് ആർ പ്രോട്ടീൻ മോളിക്യൂൾ കോൾഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. ശരിയല്ലേ, ഒരു പ്രോട്ടീൻ മോളിക്യൂളാണ് ആരാ, ആൻറ്റിബോഡി. ഗാമ ഗ്ലോബുലിൻ എന്നൊക്കെ ഡിറൈവ് ചെയ്യുന്നത്. ഇനി ദേ ആർ സെക്രഡ് ബൈ ബി ലിംഫോസൈറ്റ്സ്. ബി ലിംഫോസൈറ്റിലാണ് ആൻറ്റിബോഡിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ആൻറ്റിബോഡി മീഡിയേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. അടുത്തത് ദ ഇനാക്ടിവേറ്റ് ആൻറ്റിജൻസ്. അത് ആൻറ്റിജൻസിനെ എന്താക്കാറുണ്ട്, ഇനാക്റ്റീവ് ആക്കാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ കാരണം ആൻറ്റിജൻ്റെ ആക്ഷൻ ഇല്ലാതാക്കുന്നു. ഇനി ദർ ആർ 3 ഹെവി ചെയിൻസ് ഇൻ ഈച്ച് ആൻറ്റിബോഡി മോളിക്യൂൾ. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? നമ്മളൊരു ആൻറ്റിബോഡി മോളിക്യൂൾ സ്ട്രക്ചർ എടുക്കുമ്പോൾ ഇറ്റ് ഫോംഡ് വിത്ത് ദർ ആർ 2 ഹെവി ചെയിൻസ് ആൻഡ് 2 ലൈറ്റ് ചെയിൻസ്. അങ്ങനെയല്ലേ പഠിച്ചത്? അതാണ് നമ്മുടെ NCERT ഡയഗ്രാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോട്ട് ട്രൂ അബൌട്ട് ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടി ആൻസർ ഏതാ, ദർ ആർ 3 ഹെവി ചെയിൻസ് ഇൻ ഈച്ച് ആൻറ്റിബോഡി മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ തെറ്റ് തന്നെയാണ് അല്ലേ. ആൻസർ ഗോസ് ടു ഓപ്ഷൻ 4. കറക്റ്റ് അല്ലേ? യെസ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 173. ഇത് കാണുമ്പോഴേ അറിയാം ഇതാരാന്ന്, കനാബിനോയിഡ് അല്ലേ. Okay, observe the skeletal structure of the molecule shown in the figure below and name the plant from which this drug is derived. ഇത് കനാബിനോയിഡ് ആണ്. ഈ കനാബിനോയിഡ്സ് നമ്മൾ ഏത് പ്ലാന്റിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? എവിടുന്നാ പറഞ്ഞോളൂ. they are പെപ്പാവർ സോമിനിഫ്രാണോ, അത് മോർഫിനാണ്. അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് NCERT തന്നിട്ടുണ്ട് അല്ലേ. കനാബിസ് സറ്റൈവ അവിടെ നിന്നാണ് അല്ലേ. അട്രോവ ബെലോഡാണ് അല്ല കനാബിനോയിഡ്. അപ്പോൾ നമുക്ക് ഇത് കനാബിനോയിഡാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ, ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണമായിരുന്നു കേട്ടോ. നെയിം ദ പ്ലാന്റ് ഫ്രം വിച്ച് ദിസ് ഡ്രഗ് ഈസ് ഡിറൈവ്ഡ് അല്ലേ. ഏത് പ്ലാന്റിൽ നിന്നാണ് ഈ ഡ്രഗ് ഡിറൈവ് ചെയ്തത്? അപ്പം പ്ലാന്റിൻ്റെ പേരാണ് കനാബിസ് സറ്റൈവ. ആൻസർ ഈസ് ഓപ്ഷൻ സെക്കൻഡ്. ശരിയല്ലേ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 174. The use of cannabinoids like bhang, ganja, charas, hashish in various combination. അതെങ്ങനെയാ? Causes depression of brain activity and feeling of calmness, alters thoughts, feeling and perception, then suppresses brain function. നമ്മുടെ ബ്രെയിന് ആക്ട് ചെയ്യുന്നതാണ്. പിന്നെ ബ്രെയിൻ ഫംഗ്ഷൻ ആൻഡ് റിലീവ്സ് പെയിൻ. പിന്നെ സ്റ്റിമുലേറ്റ്സ് ദ നെർവസ് സിസ്റ്റം ആൻഡ് ഇൻക്രീസസ് അലേർട്ട്നെസ് ആൻഡ് ആക്ടിവിറ്റി. ഏതാ? കോസസ് ഡിപ്രഷൻ ഓഫ് ബ്രെയിൻ ആക്ടിവിറ്റി ആൻഡ് ഫീലിംഗ് ഓഫ് കാംനെസ്. അത് ഓപ്പിയോയിഡ്സിൻ്റെ ഉപയോഗം കൊണ്ടാണ്. എന്നാൽ ഓൾട്ടേഴ്സ് തോട്ട്സ്, ഫീലിംഗ്സ് ആൻഡ് പെർസെപ്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ഗോസ് ടു ഓപ്ഷൻ ഏതാ, സെക്കൻഡ് വൺ അല്ലേ, സെക്കൻഡ് വൺ ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 175. അറേഞ്ച് ദ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാസ്മോഡിയം ഇൻ പ്രോപ്പർ സീക്വൻസ്. പ്ലാസ്മോഡിയത്തിൻ്റെ കറക്റ്റ് പാറ്റേൺ ഓഫ് അറേഞ്ച്മെൻറ്റ് അല്ലേ. നമുക്കറിയാം എന്തായാലും ആദ്യം പ്ലാസ്മോഡിയം മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള പ്ലാസ്മോഡിയം എവിടെയാ വെക്ടർ ആയിട്ടുള്ള അനോഫിലസ് ഫീമെയിൽ മോസ്കിറ്റോയുടെ ഗട്ടിൽ വെച്ച് ഫോം ചെയ്തു. എന്നിട്ട് അവിടെ നേരെ എസ്കേപ്പ് ചെയ്തത് സലിവറി ഗ്ലാൻഡിൽ പോവും സ്പോറോസോയിഡ്സ് ആയിട്ട് അല്ലേ. അത് ഒരു ഹെൽത്തി പേഴ്സൺ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അയാളുടെ ബോഡിക്കുള്ളിലേക്ക് അത് എൻ്റർ ചെയ്യും അല്ലേ. എന്നിട്ട് അയാളുടെ ബോഡിയിലേക്ക് ലിവറിലേക്ക് വന്നിട്ട് ലിവർ സെൽസ് വെച്ച് സെക്ഷൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് ബ്ലഡിലേക്ക് പോകുന്നു. RBCകളിലേക്ക് വെച്ച് സെക്ഷൽ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ വീണ്ടും പുതിയ RBCകളിലേക്ക് പോകുന്നു, ഗ്യാമറ്റോസൈറ്റിലായി മാറും അല്ലേ. പിന്നെ വീണ്ടും മോസ്കിറ്റോ അയാളെ ബ്ലഡ് സക്കുമ്പോൾ അത് അയാളുടെ ആ മോസ്കിറ്റോ ബോഡിയിലേക്ക് വീണ്ടും എത്തിച്ചേരും, ഗ്യാമറ്റോസൈറ്റുകൾ അല്ലേ. ഓക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും ആദ്യം സ്പോറോസൈറ്റ്സ് എസ്കേപ്പ് ഫ്രം ഗട്ട് വാൾ ആൻഡ് മൈഗ്രേറ്റ് ടു സലിവറി ഗ്ലാൻഡ്സ് ഓഫ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. അതാണ് ഏറ്റവും ആദ്യം വരുന്നത്, ഒന്നാമത് അല്ലേ. എന്നിട്ട് ആ ഫീമെയിൽ മോസ്കിറ്റോയിൽ വെച്ച് ദ ഇൻഫെക്ട് മോസ്കിറ്റോ ബൈറ്റ്സ് എ ഹെൽത്തി പേഴ്സൺ. രണ്ടാമത്തത് ഇതാണ്. അയാളുടെ ബോഡിയിലേക്ക് എത്തിയ ആ പാരസൈറ്റ് റീപ്രൊഡ്യൂസ് എസെക്ഷലി ഇൻ ലിവർ സെൽസ്, ആദ്യം അത് അല്ലേ. അപ്പം മൂന്നാമത്തത് ഇതാണ്. പിന്നെ പാരസൈറ്റ്സ് റീപ്രൊഡ്യൂസ് എസെക്ഷലി ഇൻ ദ എർത്രോസൈറ്റ്സ്, നാലാമത് ഇവിടെ വന്നു അല്ലേ. പിന്നെ ഫോർമേഷൻ ഓഫ് ഗ്യാമറ്റോസൈറ്റ്സ് അല്ലേ. RBCക്കുള്ളിൽ വെച്ച് ഗ്യാമറ്റോസൈറ്റ്സ് ഉണ്ടായി. അപ്പോൾ അത് അഞ്ചാമത്തേത് വന്നു. അപ്പോൾ ആ ഓർഡർ എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ഇ അല്ലേ, ഇ വന്നു. പിന്നെ എ, അങ്ങനെയുള്ള ഓപ്ഷൻ ഏതൊക്കെയുണ്ട്? 1ഉം 2ഉം മാത്രം. EA കഴിഞ്ഞിട്ട് മൂന്നാമത്തത് C ആണ്, EAC. അങ്ങനെ ഒരു ഇവിടെയാണ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് B വന്നു. പാരസൈറ്റ് റീപ്രൊഡ്യൂസ് എസ്പെഷ്യലി ഇൻ എർത്രോസൈറ്റ്സ്, ഫൈനലി ഫോർമേഷൻ ഓഫ് ഗ്യാമറ്റോസൈറ്റ്സ്. സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ ഫസ്റ്റ് വൺ. ശരിയല്ലേ? വിശപ്പൊക്കെ ആയോ എല്ലാവർക്കും? നോക്കിക്കോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 176. നമുക്ക് തീർക്കാം കേട്ടോ, നമുക്ക് ഒത്തിരി ലേറ്റായില്ലേ, അതുകൊണ്ട് ഞാൻ ഒത്തിരി എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ പോകുന്നില്ലേ.
നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 176. ഇന്റർഫെറോൺസ് ഹെൽപ്സ് ടു എലിമിനേറ്റ് ദ വൈറൽ ഇൻഫെക്ഷൻ. ശരിയാ. ഇന്റർഫെറോൺസ് അറിയാലോ, സൈറ്റോകൈൻ ബാരിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലേ. വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് പ്രൊഡ്യൂസ് ആയിട്ട് പ്രോട്ടീൻസ് കോൾഡ് ഇന്റർഫെറോൺസ് വിച്ച് പ്രിവെന്റ്സ് ദ ചാൻസ് ഫോർ ദ ഇൻഫെക്ഷൻ ഓഫ് അതർ നോൺ ഇൻഫെക്റ്റഡ് സെൽസ് ഫ്രം വൈറൽ അറ്റാക്ക് അല്ലേ. അപ്പോൾ നമ്മൾ കണ്ടേ ഇന്റർഫെറോൺസ് ഹെൽപ്സ് ടു എലിമിനേറ്റ് ദ വൈറൽ ഇൻഫെക്ഷൻ. ദാറ്റ് ഈസ് ട്രൂ. അത് കറക്റ്റാണ്. അടുത്തത് ഇന്റർഫെറോൺസ് റിലീസ്ഡ് ബൈ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് റീച്ച് ദ നിയർ ബൈ അൺഇൻഫെക്റ്റഡ് സെൽസ് ആൻഡ് മേക്ക് ദം റെസിസ്റ്റന്റ് ടു വൈറൽ ഇൻഫെക്ഷൻ. അതും കറക്റ്റ് അല്ലേ. അപ്പം ഇന്റർഫെറോൺസ് വൈറസ് റിലീസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? അൺഇൻഫെക്റ്റഡ് സെല്ലുകളെ ഫർദർ വൈറൽ അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അസേഷനും റീസണും ശരിയാണ്. ആൻഡ് റീസൺ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ഫസ്റ്റ് വൺ അല്ലേ. അതല്ലേ കറക്റ്റ്? യെസ്. അപ്പോൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 177. ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകറക്റ്റ് വരണം. ന്യൂമോണിയ ആൻഡ് കോമൺ കോൾഡ് ആർ എയർബോൺ ഡിസീസസ്. അത് കറക്റ്റാണ്. ന്യൂമോണിയയും കോമൺ കോൾഡും എയർബോൺ ഡിസീസസ് ആണ്. ഒന്ന് ബാക്ടീരിയ, ഒന്ന് വൈറസ്. ഇനി ദ യൂസ് ഓഫ് അഡ്രിനാലിൻ ആൻഡ് സ്റ്റിറോയിഡ്സ് ഇൻഡ്യൂസ് ദ സിംറ്റംസ് ഓഫ് അലർജി. അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്രിനാലിൻ, സ്റ്റിറോയിഡ്സ് ലൈക്ക് കോർട്ടിസോൾ ദേ വിൽ ഇൻഡ്യൂസ് അല്ല റെഡ്യൂസ് ദ സിംറ്റംസ് ഓഫ് അലർജി ആണ് അല്ലെ. റെഡ്യൂസ് ദ സിംറ്റംസ് ഓഫ് അലർജി. അപ്പോൾ ഇറ്റ് ഈസ് ഫോൾസ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഈസ്റ്റ് അല്ലെ. ഒരു DNA റീകോമിനന്റ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. ഇനി റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഇസ് ആൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ലെ. ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. സോ ഹിയർ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓപ്ഷൻ സെക്കൻഡ് അല്ലെ. സെക്കൻഡ് വൺ അതാണ് ഇവിടെ കറക്റ്റ്. ഇൻകറക്റ്റ് വരുന്നത് അല്ലേ. അപ്പോൾ ആൻസർ ചെയ്താ ഓപ്ഷൻ 2. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 178. വൺ ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് സിംറ്റം ഓഫ് അമീബിയാസിസ് ഈസ്. അമീബിയാസിസിൻ്റെ മേജർ സിംറ്റം ദ ലിപ്സ് ആൻഡ് ഫിംഗർ നെയിൽസ് മേ ടേൺ ഗ്രേറ്റ് ബ്ലൂയിഷ് ഇൻ കളർ. അത് അമീബിയാസിൻ്റെ സിംറ്റം ആണോ? അല്ല. നേസൽ കഞ്ചഷൻ ആൻഡ് ഡിസ്ചാർജ് അത് നമ്മുടെ കോമൺ കോൾഡിൻ്റെ സിംറ്റമായിട്ട് പറഞ്ഞത്. സ്റ്റൂൾസ് വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട് അത് ശരിയല്ലേ. അത് അമീബിയാസിസിൻ്റെ സിംറ്റമായിട്ട് നമ്മൾ പറയുന്നതാണ്. പിന്നെ അപ്പിയറൻസ് ഓഫ് ട്രൈ സ്കെലി ലീഷൻസ് ഓൺ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി അത് ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടുള്ള റിംഗ് ബാമിൻ്റെ സിംറ്റമാണ്. സോ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ 3 അല്ലേ. അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ദെൻ നൗ വി ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 179. ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് പറയണം. നോക്കാം. പ്ലേഗ് ആൻഡ് ഡിഫ്തീരിയ ആർ ദ വൈറൽ ഡിസീസസ് ഫൗണ്ട് ഇൻ മാൻ. അത് ശരിയാണോ? പ്ലേഗും പിന്നെ ഡിഫ്തീരിയയും അത് വൈറൽ ഡിസീസ് അല്ല, ബാക്ടീരിയൽ ഡിസീസ് ആണ് അല്ലേ. പ്ലേഗ് കോസ്ഡ് ബൈ എർസീനിയ പെസ്റ്റിസ്. ദെൻ ഡിഫ്തീരിയ കൊറിയൻ ബാക്ടീരിയം ഡിഫ്തീരിയ അതുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് തെറ്റിപ്പോയി. ഡിസീസസ് അപ്പോൾ നമുക്ക് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെയാണ് അല്ലേ. ഇനി ഡിസീസസ് വിച്ച് ആർ ഈസിലി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ആർ കോൾഡ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്. ദാറ്റ് ഈസ് എക്സാക്ട്ലി ട്രൂ. അടുത്തത് മാലിക് മലേറിയ ഇസ് ദ മോസ്റ്റ് സീരിയസ് വൺ എമംഗ് മലേറിയ ആൻഡ് ക്യാൻ ബി ഫേറ്റൽ. എക്സാക്ട്ലി ട്രൂ അല്ലേ. അടുത്തത് മലേറിയൽ പാരസൈറ്റിക് കേസ് 2 ഹോസ്റ്റ്. നമുക്ക് അവിടെ 2 ഹോസ്റ്റ് ഉണ്ട്. ആരാ? മൊസ്കിറ്റോയും ഉണ്ട്, നമ്മളുമുണ്ട് അല്ലേ. ഒരു ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. അതും ട്രൂ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ ഗോസ് ടു ഓപ്ഷൻ 179 അല്ലേ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 180. ദ ഡ്രഗ് ദാറ്റ് ഇൻ്റർഫിയർ വിത്ത് ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമൈൻ അല്ലേ. കോക്ക ആൽക്കലോയിഡ്. കോക്ക് അഥവാ ക്രാക്ക് അതാണ് ദാറ്റ് വിൽ ഇൻ്റർഫിയർ വിത്ത് ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ കോൾഡ് ആരാ? ഡോപ്പമൈൻ അല്ലേ. അതാണ്ട് ഇൻ്റർഫിയർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമൈൻ കോൾഡ് കൊക്കൈൻ. അതാണ് ഇവിടെ ആൻസർ ഓപ്ഷൻ 1. മരിജുവാന അല്ല, ചരസ്, ഹെറോയിൻ അത് വരത്തില്ല അല്ലേ. ദെൻ ഇനി നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 181. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ് ഷോസ് ഓൺലി ബാക്ടീരിയൽ ഡിസീസസ്. താഴെ തന്നിരിക്കുന്നതിനകത്ത് ബാക്ടീരിയൽ ഡിസീസ് എന്ന് മാത്രം പറയാൻ പറ്റുന്നത് നോക്കാം. ട്യൂബർക്ലോസിസ് അത് നമ്മൾ പറയുന്ന ബാക്ടീരിയൽ ഡിസീസാണ്. പോളിയോ അത് വൈറസ് കോസിങ് ഡിസീസാണ്. അപ്പോൾ അത് പോയി. ന്യൂമോണിയ ഓക്കെ ബാക്ടീരിയൽ ഡിസീസാണ്. ഇവിടെ ഓപ്ഷൻ 2 റാബീസ് വൈറസ് ഡിസീസ് ആണ്. അപ്പോൾ അത് വരത്തില്ല. കോമൺ കോൾഡ് വരികയില്ല. കോൾഡ് എന്ന് ഇട്ടിട്ടുള്ളൂ. മംസ് വൈറസ് ആണ് അല്ലേ. ലെപ്രസി നമുക്ക് പറയാം. കോളറ, മീസിൽസ്. അടുത്ത ഡിഫ്തീരിയ, പ്ലേഗ്, ടെറ്റനസ്. അപ്പോൾ നമുക്ക് ഏതാ? കറക്റ്റ് ആൻസർ ഗോസ് ടു ഓപ്ഷൻ ഏതാണ്? 3 അല്ലെ. ഡിഫ്തീരിയ, പ്ലേഗ്, ടെറ്റനസ് ഇതൊക്കെ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഡിസീസാണ്. ശരിയല്ലേ? അത് കറക്റ്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഏതാ? ക്വസ്റ്റ്യൻ നമ്പർ 181 വരെ നമ്മൾ വന്നു കഴിഞ്ഞു അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 181. അപ്പോൾ നമുക്ക് 181ൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടി ഏതായിരുന്നു? ഓപ്ഷൻ 3. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 182 നോക്കാം. ഇൻ മലേറിയ ഷിവറിങ് ആൻഡ് ഹൈ ഫീവർ ഒക്കേഴ്സ് വെൻ. മലേറിയൽ പാരസൈറ്റ് ബോഡിക്കുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതാ? ഹീമോസോയിൻ. RBS റപ്ചർ ചെയ്തിട്ട് ഹീമോസോയിൻ എന്ന ടോക്സിനെ റിലീസ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ കോസ് എന്താണ്? ചിൽ, ഫീവർ അറ്റ് റെഗുലർ ഇൻ്റർവൽസ് നമ്മൾ പറയുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് താണ്ടെ ഇൻ മലേറിയ ഷിവറിങ് ആൻഡ് ഹൈ ഫീവർ ഒക്കേഴ്സ് വെൻ സ്പോറോസൈറ്റ്സ് എൻ്റർ ഹ്യൂമൻ ബോഡി. അപ്പോഴാണോ സ്പോറോസൈറ്റ്സ് ബോഡിയിൽ കയറുമ്പോൾ തന്നെ
പിന്നെ ഏതാ ഷിവറിങ്ങും ഹൈ ഫീവറൊക്കെ വരുന്നുണ്ടോ? ഇല്ല. പിന്നെ ദ റപ്ചർ ഓഫ് എർത്രോസൈറ്റ്സ് ഈസ് അക്കമ്പനിഡ് വിത്ത് ദ റിലീസ് ഓഫ് ഹീമോസോയിൻ. അപ്പോഴാണ് ഹൈ ഫീവർ ആൻഡ് ഓൾസോ ഷിവറിങ് അവിടെ ഉണ്ടാവുന്നത് അല്ലേ? അത് കറക്റ്റാ. ദ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ലോവേഴ്സ് അപ്പോഴാണോ? അല്ല. പിന്നെന്താ? ആൻസർ ഈസ് ഓപ്ഷൻ 2. ദ റപ്ചർ ഓഫ് എർത്രോസൈറ്റ് ഈസ് അക്കമ്പനിഡ് വിത്ത് ദ റിലീസ് ഓഫ് ഹീമോസോയിൻ അല്ലേ? അപ്പോൾ ആൻസർ ഏതാ? ഓപ്ഷൻ 2 ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 183. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് പറയണം. തെറ്റായിട്ടുള്ളത് നോക്കാം. വെൻ ദ ബോഡി എൻകൗണ്ടേഴ്സ് എ പാത്തജൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ് പ്രൊഡ്യൂസസ് പ്രൈമറി റെസ്പോൺസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ബി ലിംഫോസൈറ്റ്സ്. ദറ്റ് ഈസ് ട്രൂ അല്ലേ? അടുത്തത് ദ സബ്സിക്വന്റ് എൻകൗണ്ടർ വിത്ത് ദ സെയിം പാത്തജൻ എലിസിറ്റ് ആൻ ഇൻറ്റൻസിഫൈഡ് ഓർ അനാംനസ്റ്റിക് റെസ്പോൺസ്. ശരിയല്ലേ? അതും ട്രൂ ആണ്. അക്യൂട്ട് ഇമ്മ്യൂണിറ്റിയുടെ ഭാഗമാണിത് അല്ലേ? പ്രൈമറി ആൻഡ് അനാംനസ്റ്റിക് റെസ്പോൺസ് ആർ മീഡിയേറ്റഡ് ബൈ മോണോസൈറ്റ്സ് ആണോ? മോണോസൈറ്റിനോട് റോളുണ്ടോ? ഇല്ല. അതാരാ? ലിംഫോസൈറ്റ്സ് അല്ലേ? നമ്മൾ പഠിച്ച ബി ആൻഡ് ടി ലിംഫോസൈറ്റ്സ് അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ ഗോസ് ടു ഓപ്ഷൻ 3. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. പിന്നെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രാഫ്റ്റ് റിജക്ഷൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 അല്ലേ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 184. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റോങ് റിഗാർഡിങ് സ്മോക്കിംഗ്. സ്മോക്കിങ്ങിനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് പറയണം. നോക്കാം. ഇറ്റ് റിഡ്യൂസസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹീം ബൗണ്ട് ഓക്സിജൻ. ശരിയല്ലേ? അത് ഹീം ബൗണ്ട് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കുറയ്ക്കും സ്മോക്കിംഗ് വരുമ്പോൾ, കാരണം അവിടെ കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നതിനാൽ അല്ലേ? ഇനി ഇറ്റ് ഇൻക്രീസസ് കാർബൺ മോണോക്സൈഡ് കണ്ടന്റ് ഓഫ് ദി ബ്ലഡ്. അതും ട്രൂ ആണ്. നിക്കോട്ടിൻ സ്റ്റിമുലേറ്റ്സ് അഡ്രിനൽ ഗ്ലാൻഡ് ടു സെക്രീറ്റ് അഡ്രിനാലിൻ. അതും ട്രൂ ആണ്. ടുബാക്കോ ചൂയിങ് ഡിക്രീസസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ ഓഫ് ഓറൽ ക്യാവിറ്റി. അത് കൊള്ളാം. അങ്ങനെയാണ് നല്ലതായിരുന്നു അല്ലേ? എന്നാൽ പിന്നെ നമുക്ക് സേറ്റ് വലിച്ച് നടന്നാൽ മതി, ക്യാൻസർ ഒരിക്കലും വരികയല്ല അല്ലേ? അങ്ങനെയാണോ? അല്ല. ടുബാക്കോ ചൂയിങ് ഡിക്രീസസ് അല്ല, പിന്നെന്താ? ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ ഓഫ് ദി ഓറൽ ക്യാവിറ്റി. സോ ഹിയർ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡ് വിത്ത് സ്മോക്കിംഗ് ഈസ് ഓപ്ഷൻ 4. ശരിയല്ലേ? ഓക്കെ. അടുത്ത് നമുക്ക് നമ്മുടെ സെക്ഷൻ എയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 185 നോക്കാം. ഷോർട്ട് ലിവ്ഡ് ഇമ്മ്യൂണിറ്റി അക്യൂർഡ് ഫ്രം മദർ ടു ഫീറ്റസ് അക്രോസ് പ്ലാസൻഡ ഓർ മദേഴ്സ് മിൽക്ക് ടു ഇൻഫന്റ് ഈസ് കാറ്റഗറൈസ്ഡ് ആസ്. ഏതാ? പാസീവ് ഇമ്മ്യൂണിറ്റി അല്ലേ? പ്ലാസൻഡ വഴിയും അതുപോലെ തന്നെ മിൽക്ക് വഴിയൊക്കെ കുട്ടിക്ക് കിട്ടുന്നതാണ്. ഇവിടെ ഞാൻ ലേബൽ ചെയ്ത് മാറിപ്പോയി. പാസീവ് ഇമ്മ്യൂണിറ്റി ഓപ്ഷൻ 3 അതാണ് കറക്റ്റ് ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നത്. ശരിയല്ലേ? ഓക്കെ. ഇനി നമുക്ക് സെക്ഷൻ ബിയിലേക്ക് പോകാം. അവിടെ നമുക്ക് 186 to 200 15 ദിവസം കൂടിയുണ്ട് അല്ലേ? റെഡിയല്ലേ എല്ലാവരും? മടുത്തോ? കേട്ടിട്ട് ഞാൻ ഇത്ര ഫാസ്റ്റായിട്ട് അങ്ങ് പോയതാണ്. കാരണം ഞാനിപ്പം സുവോളജി അവസാനമല്ലേ വന്നത്. മറ്റുള്ളവരൊക്കെ 1.25 മണിക്കൂറിന് മേളിൽ സമയം എടുത്തായിരുന്നു. നമുക്ക് അത്രയും വേണ്ടി വരികയല്ല, അതിനുമുമ്പ് തീർക്കാം കേട്ടോ. യെസ്. അപ്പോൾ നോക്കുന്നുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് എവല്യൂഷൻ ഈസ് ഷോൺ ബൈ ദ വിങ്സ് ഓഫ് ബാറ്റ്, മൊസ്കിറ്റോ ആൻഡ് പീജിയൻ. ബാറ്റ്, പീജിയൻ, പിന്നെ ആരാ? മൊസ്കിറ്റോ. ഇവർ 3 പേരും വിങ്ങി വെച്ച് പറക്കും. എവിടെ? എയറിൽ അല്ലേ? കൺവേർജൻ്റ് എവല്യൂഷനാണ്. അപ്പോൾ അത് ഏത് ഫംഗ്ഷനലി സിമിലറായി ഓർഗൻസ്, പക്ഷേ സ്ട്രക്ചറലി സിമിലർ ആണോ? അല്ല. അപ്പോൾ അത് ഏത് ഓർഗൻസാ? അനലോഗസ് ഓർഗൻസ് ആണ്. ഇറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു കൺവേർജൻ്റ് എവല്യൂഷൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ടൈപ്പ് ഓഫ് എവല്യൂഷൻ എന്നാണ്. അപ്പോൾ ആൻസർ ഏതാ? കൺവേർജൻ്റ് എവല്യൂഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ 3 അല്ലേ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 187 നോക്കാം. ഇൻ ദ ഡെവലപ്മെൻ്റൽ ഹിസ്റ്ററി ഓഫ് മമേലിയൻ ഹാർട്ട്. നമ്മുടെ ഹാർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങുമ്പോൾ നമ്മുടെ ഹാർട്ട് 4 ചെമ്പടാണ്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ഇറ്റ് പാസസ് ത്രൂ എ 2 ചെമ്പട് ഹാർട്ട്, 2 ചെമ്പട് ഫിഷ് ലൈക്ക് ഹാർട്ട്, 3 ചെമ്പട് ഫ്രോഗ് ലൈക്ക് ഹാർട്ട് ആൻഡ് ഫൈനലി 4 ചെമ്പട് സ്റ്റേജ്. ഇപ്പം നമ്മുടെ ഹാർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ അത് കടന്നു വരുന്നത് ആദ്യം 2 ചെമ്പട് ഹാർട്ട് ഓഫ് ഫിഷ്, അതിൻ്റെ അപ്പിയറൻസ് വരുന്നു. പിന്നെ 3 ചെമ്പട് ഹാർട്ട് ഓഫ് ആംബിബിയൻസ് വരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ആൻസസ്റ്റർ ആയിരുന്ന ഫിഷിൻ്റെയും അതുപോലെ തന്നെ ആംബിബിൻ്റെയും ആൻസസ്ട്രൽ ക്യാരക്ടറിസ്റ്റിക്സിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത് എംബ്രിയോണിക് സ്റ്റേജിൽ അല്ലേ? ഏതാ? അപ്പോൾ ആൻസസ്റ്ററിൻ്റെ അഡൽട്ട് ക്യാരക്ടർ നമ്മൾ ഏർലി സ്റ്റേജിൽ റിപ്പീറ്റ് ചെയ്തു. ഇറ്റ് ഈസ് ഐഡിയ പ്രപ്പോസ്ഡ് ബൈ ഏണസ്റ്റ് ഹേക്കൽ അല്ലേ? അതുമാണ് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ. ടു വിച്ച് ഹൈപ്പോത്തസിസ് ക്യാൻ ദിസ് അബവ് സൈറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ബി അപ്രോക്സിമേറ്റഡ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്നത് ഏതാണെന്ന്? ഏത് ഏരിയ? ബയോജെൻറ്റിക് ലോ അഥവാ റീക്യാപിറ്റുലേഷൻ തിയറി നമ്മൾ പറയുന്നത് അല്ലേ? ലാമാർക്സ് പ്രിൻസിപ്പിൾ അല്ല, ഹാർഡിൻബർഗ് ലോ ഒരിക്കലുമല്ല, മെൻഡേലിയൻ പ്രിൻസിപ്പിൾ ഒന്നുമല്ല. ആൻസർ ഈസ് ഓപ്ഷൻ ഏതാ? ഫസ്റ്റ് 1 അല്ലേ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 188 നോക്കാം. ദ 5 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ജനറ്റിക് ഇക്വിലിബ്രിയം ആർ ജീൻ ഫ്ലോ. അതുകൊണ്ട് അല്ലേ? മൾട്ടിപ്പിൾ ടൈംസ് ജീൻ മൈഗ്രേഷൻ ഹാപ്പൻസ്. ഇറ്റ് ഈസ് കോൾഡ് ജീൻ ഫ്ലോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്കറിയാം, പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അടുത്തത് ജനറ്റിക് ലിഫ്റ്റ്, അതും ഹാർഡി വിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പോൾ ഒന്നാകാം. ഇനി മ്യൂട്ടേഷൻ, അതും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ജനറ്റിക് റീകോമ്പിനേഷൻ അഫക്റ്റ് ചെയ്യുന്നുണ്ട്.
അല്ലേ? നാച്ചുറൽ സെലക്ഷനും ഉണ്ട്. അപ്പോൾ 3-5 ഫാക്ടേഴ്സും അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഓൾ ഓഫ് ദീസ് ആർ അഫക്റ്റിംഗ് ഹാർഡി വിൻബെർഗ് ഇക്വിലിബ്രിയം ആൻഡ് റിസൾട്ടിങ് എ ചാൻസ് ഫോർ എവല്യൂഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ 4 അല്ലേ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 189. Industrial mechanism as observed in peppered moth proves that industrial mechanism natural selection well known example ആണ് അല്ലേ? നോക്കാം. മെലാനിക് ഫോം, അപ്പം അത് ഇൻഡസ്ട്രിയൽ മെലാനിസം ആസ് ഒബ്സർവ്ഡ് ഇൻ പെപ്പേർഡ് മോത്ത് പ്രൂവ്സ് ദാറ്റ്. എന്താണ് പ്രൂവ് ചെയ്യുന്നത്? മെലാനിക് ഫോം ഓഫ് ദി മോത്ത് ഹാസ് നോ സെലക്റ്റീവ് അഡ്വാൻറ്റേജ് ഓവർ ലൈറ്റർ ഫോം ഇൻ ഇൻഡസ്ട്രിയൽ ഏരിയ. അങ്ങനെയാണോ? മെലാനിക് ഫോം ഓഫ് മോത്തിന് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ യാതൊരു സെലക്റ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നില്ലെന്ന്. അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് പിന്നെ നാച്ചുറൽ സെലക്ഷൻ പറയാൻ പറ്റുമോ? ഇല്ല, അത് തെറ്റാണ്. ലൈറ്റർ ഫോം ഓഫ് മോത്ത് ഹാസ് നോ സെലക്റ്റീവ് അഡ്വാൻറ്റേജ് ഏതർ ഇൻ പൊളൂട്ട് ഇൻഡസ്ട്രിയൽ ഏരിയ ഓർ നോൺ പൊളൂട്ട് ഏരിയ. പൊളൂട്ട് ഏരിയയിലും നോൺ പൊളൂട്ട് ഏരിയയിലും ലൈറ്റർ ഫോം ഓഫ് മോത്തിന് യാതൊരു സെലക്റ്റീവ് അഡ്വാൻറ്റേജും ഇല്ലായിരുന്നത്. അങ്ങനെയല്ല, അവർക്ക് നോൺ പൊളൂട്ടഡ് ഏരിയയിൽ എന്താണ് സെലക്റ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അല്ലേ? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലൈക്കൻസ്. പിന്നെ മെലാൻസ്മേസ് പൊല്യൂഷൻ ജനറേറ്റഡ് ഫീച്ചർ. അങ്ങനെയാണോ? മെലാൻസം ഒരു പൊല്യൂഷൻ ജനറേറ്റഡ് ഫീച്ചർ ആണോ? അല്ല. പിന്നെന്താ? ട്രൂ ബ്ലാക്ക് മെലാനിക് ഫോംസ് അറൈസ് ബൈ എ റെക്കറിങ് റാൻഡം മ്യൂട്ടേഷൻ അല്ലെ? ആ മാറിയ സാഹചര്യത്തിനനുസരിച്ച് എന്താണ് ഏറ്റവും നല്ല വേരിയേഷൻ അറ്റൈൻ ചെയ്ത ആൾക്കാർ മാത്രം അവിടെ നിലനിന്നു. അതാണ് മെലാനിക് ഫോം ഓഫ് മോത്ത് എന്നുള്ളത്. ഞാനത് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്താ ഓപ്ഷൻ. അവർക്കൊരു മ്യൂട്ടേഷൻ ഇൻഡ്യൂസ്ഡ് ആയി. അങ്ങനെയാണ് പുതിയൊരു മെലാനിക് ഫോം ഓഫ് മോത്ത് അവിടെ ഇവോൾവ് ആയത് അല്ലേ? നമ്മൾ അതൊക്കെ നമ്മുടെ NCERT-യിൽ അത്ര കൃത്യമായിട്ടൊന്നും അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നമ്മൾ ഒട്ടേറെ ടെക്സ്റ്റുകൾ എടുത്ത് വെച്ചൊന്ന് വായിച്ച് നോക്കണം. ചില ടെക്സ്റ്റിനകത്തൊക്കെ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലൊക്കെ ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ലത് കേട്ടോ. നമ്മൾ എൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള എവല്യൂഷനെ ബേസ് ചെയ്തുള്ള കൃത്യമായ നല്ല നല്ല ടെക്സ്റ്റുകൾ നമ്മൾ വായിച്ച് നോക്കിയാൽ അവിടെ അതിൻ്റെ കൃത്യമായ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. യെസ്. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്താൽ ഓപ്ഷൻ 4. ഓക്കെ. ദെൻ നൗ വി ഗോയിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 190. നോക്കാം. അസേർഷൻ ഹോമോ ഇറക്ടസ് ഹാസ് ബ്രെയിൻ കപ്പാസിറ്റി ഓഫ് 900 cc. ശരിയല്ലയോ? ഹോമോ ഇറക്ടസ് നമ്മൾ നേരത്തെ പറഞ്ഞതാ. അവർ ബ്രെയിൻ കപ്പാസിറ്റി എത്രയാ? 900 cc ആണ്. കറക്റ്റാണ്. അടുത്തത് ഹോമോ ഇറക്ടസ് പ്രോബ്ലി എറ്റ് മീറ്റ്. ഒരുപക്ഷെ ഹോമോ ഇറക്ടസ് എന്ത് ഈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം? മീറ്റ്. അപ്പോൾ അതും ശരിയാണ്. പക്ഷേ ആ അസേർഷനും റീസണും എക്സ്പ്ലനേഷൻ റീസൺ അസേർഷൻ്റെ എക്സ്പ്ലനേഷൻ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് താണ്ടേ അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്. അങ്ങനെയാണോ? അല്ല. അടുത്തത് assertion is false but reason is true. അങ്ങനെയാണോ? അല്ല. അടുത്തത് if both assertion and reason are true and reason is the correct explanation of assertion. അങ്ങനെയെങ്കിൽ ആൻസർ 3 വന്നേനെ. പക്ഷെ അങ്ങനെ അല്ലല്ലോ. if both assertion and reason are true but reason is not the correct explanation of assertion. 190 അല്ലേ? നമുക്ക് അതിൻ്റെ ആൻസർ ഏതെടുക്കാം? കറക്റ്റ് ആൻസർ ഗോസ് ടു ഓപ്ഷൻ 4, 4th one അല്ലേ? ഇതാണ് കറക്റ്റ് ആൻസർ. ശരിയാണല്ലോ. ഇനി നമുക്ക് എന്നാൽ അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 191. നമുക്ക് നോക്കാം. അസേർഷൻ സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് പൊട്ടാറ്റോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അനലോഗസ് ഓർഗൻ. ശരിയാ അല്ലേ? സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് പൊട്ടാറ്റോ ആർ ഫങ്ഷണലി സിമിലർ ആണ് അല്ലേ? അപ്പോൾ അത് കറക്റ്റാണ്. അനലോഗസ് ഓർഗൻസ് ആണ്. ട്രൂ. അടുത്തത് ബോത്ത് ആർ മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം മെൻ ഫോർ സ്റ്റോറേജ് ഓഫ് ഫുഡ് സ്റ്റോറേജ് ആണ് അതിൻ്റെ അൾട്ടിമേറ്റ് ഫംഗ്ഷൻ. എന്നിട്ട് രണ്ടുപേരും സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അടുത്ത സ്റ്റെം മോഡിഫിക്കേഷൻ പൊട്ടാറ്റോ മാത്രമാണ് അല്ലേ? മറ്റേ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ ആരാ? റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. അപ്പം ഇവിടെ ബോത്ത് ആർ മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം മെൻ ഫോർ സ്റ്റോറേജ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഫോൾസ് ആണ് അല്ലേ? അപ്പോൾ അവിടെ അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫോൾസ്. ആൻസർ ഗോസ് ടു ഓപ്ഷൻ ഫസ്റ്റ് 1 അല്ലേ? ഇതാണ് കറക്റ്റ് ആൻസർ. അതല്ലേ വരുത്തുള്ളൂ? യെസ്. അപ്പോൾ നമുക്ക് എന്നാൽ 191 ആൻസർ കിട്ടി. ഓപ്ഷൻ 1. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 192. ഇവിടെയും 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 ഹോമോലോഗി ഷോസ് കോമൺ ആൻസസ്ട്രി. ശരിയല്ലയോ? ഹോമോലോഗി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? കോമൺ ആൻസസ്ട്രി ആണ്. ദാറ്റ് ഈസ് ട്രൂ. ഇനി അനലോഗസ് സ്ട്രക്ചേഴ്സ് ആർ റിസൾട്ട് ഓഫ് കൺവേർജൻ എവല്യൂഷൻ. നമ്മുടെ NCERT സ്റ്റേറ്റ്മെൻ്റ് ആണ്. അനലോഗസ് ഓർഗൻസ് വരാൻ കാരണം ഏത് എവല്യൂഷനാ? കൺവേർജൻ്റെ എവല്യൂഷൻ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ്. അത് വരുമോ? ഇല്ല അല്ലേ? അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. വരുമോ? ഇല്ലേ ഇല്ല. ഇനി അടുത്ത ഏതാ? ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. സോ വി ക്യാൻ സെലക്ട് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ ഏതാ? 3 അല്ലേ? 3rd one. അതാണ് കറക്റ്റ് ആൻസർ. അതേ വരൂ അല്ലേ? ഞാനേ കണ്ടുള്ളൂ എന്ന് പറയുന്ന പോലെ ഇതേ വരുത്തുള്ളൂ. ഓക്കെ. യെസ്. അപ്പോൾ നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 193. ദ മോസ്റ്റ് അക്സെപ്റ്റഡ് ലൈൻ ഓഫ് ഡിസെൻറ്റ് ഇൻ ഹ്യൂമൻ എവല്യൂഷൻ ഈസ്. ഹ്യൂമൻ എവല്യൂഷൻ്റെ ആ പിൻഗാമികളുടെ കറക്റ്റ് ഓർഡർ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ആൻസസ്ട്രി നമ്മൾ ഇങ്ങോട്ടേക്ക് വരണം അല്ലേ? നോക്കാം. ഓസ്ട്രോപിത്തിക്കസ്, അത് കഴിഞ്ഞിട്ട് രാമപിത്തിക്കസ്. അങ്ങനെ വരുമോ?
രാമാപിത്തിക്കസ് ഇവോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? ഓസ്ട്രോപിത്തിക്കസ്. അപ്പോൾ അതായിട്ട് പോയി. ഹോമോ ഇറക്ടസ് അത് കഴിഞ്ഞിട്ട് ഹോമോ ഹബിലിസ് അല്ല, ഹോമോ ഹബിലിസ് കഴിഞ്ഞിട്ടാണ് ഹോമോ ഇറക്ടസ്. അടുത്തത് രാമാപിത്തിക്കസ് കഴിഞ്ഞിട്ട് ഹോമോ ഹബിലിസ്. ഓക്കെ. ഹോമോ ഹബിലിസ് കഴിഞ്ഞിട്ട് ഹോമോ ഇറക്ടസ്. ഓക്കെ. ഹോമോ ഇറക്ടസ് കഴിഞ്ഞിട്ട് ഹോമോ സേപ്പിയൻസ് അല്ലേ? ഈ ഒരു തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ഇത് കറക്റ്റായി. നാലാമത്തെ ഓസ്ട്രോപിത്തിക്കസ് കഴിഞ്ഞിട്ട് രാമാപിത്തിക്കസ് ഒരിക്കലുമില്ല. അപ്പോൾ നമുക്ക് കിട്ടി അല്ലേ? ഉറപ്പിച്ചോളൂ. ആൻസർ ഈസ് ഓപ്ഷൻ 3. ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം അല്ലേ? യെസ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 194. നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് പറയണം. എയ്ഡ്സ് ഈസ് കോസ്ഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് വൈറസസ് കോൾഡ് റൈനോ വൈറസസ്. ആണോ? നമ്മൾ പറഞ്ഞ HIV വൈറസ് ആണ് എയ്ഡ്സ് ഉണ്ടാക്കുന്നത്. റൈനോ വൈറസ് ഉണ്ടാക്കുന്നത് കോമൺ കോൾഡ് ആണ്. അത് ഫോൾസ് ആണ്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ കറക്റ്റ് ഏതായിരുന്നു എന്നുള്ളതാണ്. ഇനി അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഈസ് പാത്തജൻ സ്പെസിഫിക്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പാത്തജൻ സ്പെസിഫിക് എന്ന് നോക്കാം. അടുത്തത് ദ എക്സാജറേറ്റ് റെസ്പോൺസ് ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം ടു സർട്ടൺ ആന്റിജൻസ് പ്രസന്റ് ഇൻ ദ എൻവയോൺമെന്റ് ഈസ് കോൾഡ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. ആണോ? അതാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. എക്സാജറേറ്റ് റെസ്പോൺസ് എന്ന് പറയുമ്പോഴേക്കും അതേതാ? അലർജി ആണ്. അതും ഫോൾസ് ആയി. ഇനി ബോൺ മാരോ ആക്ട്സ് ആസ് എ ഫിൽറ്റർ ഓഫ് ദി ബ്ലഡ് ബൈ ട്രാപ്പിംഗ് ബ്ലഡ് ബോൺ മൈക്രോ ഓർഗാനിസം. ബ്ലഡ് ബോൺ മൈക്രോ ഓർഗാനിസത്തിന് ട്രാപ്പ് ചെയ്ത് ഒരു ഫിൽറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത് ബോൺ മാരോ അല്ല, പിന്നെ ആരാ? സ്പ്ലീൻ ആണ് അല്ലേ? അപ്പോൾ അതും ഫോൾസ് ആണ് അല്ലേ? എന്നാൽ നമുക്കറിയാം അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഈസ് പാത്തജൻ സ്പെസിഫിക് അല്ലേ? പാത്തജൻ സ്പെസിഫിക് അല്ലാത്ത ഏതായിരുന്നു? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ് അല്ലേ? സോ ഹിയർ വി ക്യാൻ സെലക്ട് ദ ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 194 ഈസ് ഓപ്ഷൻ 2 അല്ലേ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 195. വിച്ച് പാർട്ട് ഓഫ് പോപ്പി പ്ലാന്റ് ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ദ ഡ്രഗ് സ്മാക്ക്? സ്മാക്ക് നമ്മൾ പഠിച്ചതായിരുന്നു. അത് പോപ്പി പ്ലാന്റ് ഏത് പാർട്ടിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത്? ലാറ്റക്സ് അല്ലേ? ഫ്ലവേഴ്സ് അല്ല, റൂട്ട്സ് അല്ല, ലീവ്സ് അല്ല, ലാറ്റക്സ്. ലാറ്റക്സ് ഓഫ് പെപ്പാവർ സോംനിഫ്രം അല്ലേ? അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 196. ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ റെപ്രസെന്റിംഗ് ദ കോസറ്റീവ് ഏജന്റ് ഓഫ് ടൈഫോയിഡ് ഫീവർ ആൻഡ് ദ കൺഫർമേറ്റഡ് ടെസ്റ്റ് ഫോർ ടൈഫോയിഡ്. ടൈഫോയിഡ് ഫീവറും അതിൻ്റെ കൺഫർമേറ്റഡ് ടെസ്റ്റും കറക്റ്റ്ലി മാച്ച് ആയിട്ട് വരുന്നത്. ടൈഫോയിഡ് ഫീവറിൻ്റെ കോസറ്റീവ് ഏജന്റ് സാൽമൊണല്ല ടൈഫെ. അതിൻ്റെ കൺഫർമേറ്റഡ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാ? വൈഡാൾ ടെസ്റ്റ് അല്ലേ? ഇപ്പോൾ ഇവിടെ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ വൈഡാൾ ടെസ്റ്റ് അല്ല, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ന്യൂമോണിയ ഉണ്ടാക്കുന്നതാണ്. ഇനി സാൽമൊണല്ല ടൈഫെ ഓക്കെ, കോസറ്റീവ് ഏജന്റ് കറക്റ്റാണ്. പക്ഷേ ആന്ത്രോൺ ടെസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് തെറ്റാണ്. പിന്നെ സാൽമൊണല്ല ടൈഫെ വൈഡാൾ ടെസ്റ്റ് അത് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഈസ് ഓപ്ഷൻ ഏതാണ്? 3 ആണ് അല്ലേ? ഈ ആന്ത്രോൺ ടെസ്റ്റ് കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടനൊക്കെ നമ്മുടെ ബ്ലഡിൽ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് കേട്ടോ. പ്ലാസ്മോഡിയം വവാക്സ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ടെസ്റ്റിനാണോ ഉപയോഗിക്കുന്നത്? അല്ല. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ 3 തന്നെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 197. ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി സംബന്ധിച്ച് റോങ് ആയിട്ടുള്ളത് ഏതാണെന്ന് പറയണം. വെൻ എക്സ്പോസ്ഡ് ടു ആൻറ്റിജൻ ലിവിങ് ഓർ ഡെഡ് ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഹോസ്റ്റ് ബോഡി ഇറ്റ് ഈസ് കോൾഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അത് ട്രൂ അല്ലേ? അടുത്തത് വെൻ റെഡിമെയ്ഡ് ആൻറ്റിബോഡീസ് ആർ ഡയറക്ട്ലി ഗിവൻ ഇറ്റ് ഈസ് കോൾഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. അതും ട്രൂ ആണ്. അടുത്ത ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഈസ് ക്വിക്ക് ആൻഡ് ഗിവ്സ് ഫുൾ റെസ്പോൺസ്. അങ്ങനെയാണോ? അടുത്തത് ഫീറ്റസ് റിസീവ്സ് ഫ്രം ആൻറ്റിബോഡീസ് ഫ്രം മദർ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ പാസീവ് ഇമ്മ്യൂണിറ്റി. അതും കറക്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? റോങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ആൻസർ നമുക്ക് എടുക്കാം. ഏതാ? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഈസ് ക്വിക്ക് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, സ്ലോ ആണ്. അതിന് കുറച്ച് സമയത്ത് മാത്രമേ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഫുൾ റെസ്പോൺസ് ഉണ്ടാക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് ആൻസർ ഗോസ് ടു ഓപ്ഷൻ 3 റോങ് 1. ബാക്കിയെല്ലാം കറക്റ്റാണ് അല്ലേ? അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 198. ഷോർട്ട് ലിവ്ഡ് ഇമ്മ്യൂണിറ്റി അക്വയർഡ് ഫ്രം മദർ ടു ഫീറ്റസ് അക്രോസ് പ്ലാസൻഡ ഓർ ത്രൂ മദേഴ്സ് മിൽക്ക് ടു ദി ഇൻഫന്റ് ഈസ് കാറ്റഗറൈസ്ഡ് ആസ് ഏതാ? പാസീവ് ഇമ്മ്യൂണിറ്റി അല്ലേ? ആൻസർ ഈസ് ഓപ്ഷൻ 3. ഇന്നേറ്റ് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി അല്ല, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി അല്ല, സെല്ലാർ ഇമ്മ്യൂണിറ്റിയും അല്ല അല്ലേ? ഏതാ? പാസീവ് ഇമ്മ്യൂണിറ്റി ആണ് ആൻസർ. ഓപ്ഷൻ 3 അത് കിട്ടിക്കാണും നിങ്ങൾക്ക്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 199. വാട്ട് ഈസ് ട്രൂ അബൌട്ട് T ലിംഫോസൈറ്റ്സ് ഇൻ മാമൽസ്? T ലിംഫോസൈറ്റിനെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് പറയണം. ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ തൈറോയിഡ്. അല്ല. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോയിഡിലാണോ? അല്ല. അടുത്തത് ഫോൾസ്. അടുത്തത് there are 3 main types: cytotoxic T cells, helper T cells and suppressor T cells. അല്ല. അവിടെ 3 ടൈപ്പ് T cells അല്ല, 4 ടൈപ്പ് ഉണ്ട്. സൈറ്റോടോക്സിക് T cells ഉണ്ട്, ഹെൽപ്പർ T cells ഉണ്ട്, സപ്രസർ T cells ഉണ്ട്, മെമ്മറി T cells ഉണ്ട് അല്ലെ? പിന്നെ എൻഗേ സെൽസ് എന്ന് പറഞ്ഞ വേറെ കാറ്റഗറി ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് താൻ്റെ ഇതും ഫോൾസ് ആണ്, 3 ടൈപ്പ് അല്ല. അടുത്തത് ദീസ് ഒറിജിനേറ്റ് ഇൻ ലിംഫോയിഡ് ടിഷ്യൂസ്. അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെയാ? ലിംഫോയിഡ് ടിഷ്യൂ ആണ്. ദാറ്റ് ഈസ് കറക്റ്റ്. അടുത്തത് ദേ സ്കാവഞ്ച് ഡാമേജ്ഡ് സെൽസ് ആൻഡ് സെല്ലാർ ഡെബ്രീസ്. ഇല്ല, അതും ഫോൾസ് ആണ്. സോ വി ക്യാൻ സെലക്ട് ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ 3 തേർഡ് 1. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. നൗ വി ഗോയിങ് ടു ക്വസ്റ്റൻ നമ്പർ 190.
അത് ഇപ്പം 199 ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 200. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ വൺസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നതിനകത്ത് നിന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടെത്തണം. ബാർബിട്രേറ്റ്സ് വെൻ ഗിവൻ ടു ക്രിമിനൽസ് മേക്ക് ദം ടെൽ ദ ട്രൂത്ത്. അങ്ങനെയാണോ? അല്ല, അത് തെറ്റാണ്. മോർഫിൻ ഈസ് ഓഫൻ ഗിവൻ ടു പേഴ്സൺസ് ഹു ഹാവ് അണ്ടർഗോ സർജറി ആസ് എ പെയിൻ കില്ലർ. ശരിയാ, ദറ്റ് ഈസ് ട്രൂ. ആൻസർ ഈസ് ഓപ്ഷൻ സെക്കൻഡ് അല്ലേ. ച്യൂയിങ് ടുബാക്കോ ലോവേഴ്സ് ബ്ലഡ് പ്രഷർ ആൻഡ് ഹാർട്ട് റേറ്റ് അല്ല, അത് ഇൻക്രീസ് ചെയ്യുന്നത്. കൊക്കൈൻ ഈസ് ഗിവൻ ടു പേഷ്യൻ്റ് ആഫ്റ്റർ സർജറി ആസ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് റിക്കവറി അല്ല. നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ചെയ്താൽ ഓപ്ഷൻ സെക്കൻഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് എവല്യൂഷൻ, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ഈ 2 ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് 1 മണിക്കൂറോളം എടുത്തു വന്നു അല്ലേ. എന്തായാലും നിങ്ങൾ ഇത്ര നേരം ഇരുന്നതിനകത്ത് വളരെയധികം താങ്ക്ഫുള്ളാണ് ഞാൻ. ഇത്ര നേരം ഇരുന്നല്ലോ അല്ലേ. എന്തായാലും നമുക്ക് ഇവിടെ കൊണ്ട് പിരിയാം. ഇന്ന് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതിയായിരുന്നല്ലോ. എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എവിടെ എന്തുകൊണ്ട് തെറ്റിപ്പോയി എന്നുള്ളത് ചിന്തിച്ച് കറക്റ്റ് ആക്കാൻ ശ്രമിക്കണം ഇനി അങ്ങോട്ടേക്ക് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് എക്സാമുകൾ അങ്ങോട്ടേക്ക് വരികയാണ്, ചാകര അങ്ങോട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ എല്ലാ എക്സാംസും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് നമ്മളങ്ങോട്ട് പോകും തോറും നമുക്ക് നല്ല നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവിധ ആശംസകളും തരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വൈകിയ വേളയിൽ ഒരു ശുഭരാത്രി, സുഖനിദ്ര. താങ്ക് യു.